1. Hello everyone! Good evening. +1 സ്റ്റുഡൻസ് എല്ലാവരും ഇവിടെ എത്തിയെന്ന് വിചാരിക്കുന്നു. ലാംഗ്വേജ് ക്ലാസ്സും ലാംഗ്വേജ് എക്സാമും നമ്മൾ അടിപൊളിയായിട്ട് തകർത്ത് മറിച്ച് വന്നിരിക്കുകയാണ്. അപ്പം നിങ്ങൾ ഹിന്ദി ആണെങ്കിലും മലയാളം ആണെങ്കിലും സാൻസ്ക്രിറ്റ് ആണെങ്കിലും എല്ലാം അടിപൊളിയായിട്ട് തകർത്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം എല്ലാവരും അതിനുവേണ്ടി ഒരു ഫയർ ഇമോജി ഇടുക. നമുക്ക് ഇന്ന് ഇംഗ്ലീഷിന്റെ ലൈവ് ഇതാ സ്റ്റാർട്ട് ചെയ്യുന്നു. ഓൾറെഡി 6000 ആൾക്കാരാണ് വെയിറ്റ് ചെയ്യുന്നത്. മക്കളെ നിങ്ങൾ എല്ലാവരും ഇപ്പൊ തന്നെ ഷെയർ ചെയ്യുക, പിന്നീടല്ല ഇപ്പൊ ഷെയർ ചെയ്യുക. എല്ലാ ഫ്രണ്ട്സിനെ വിളിച്ചുകൊണ്ട് വരിക. നമ്മുടെ കഴിഞ്ഞ വർഷം റെക്കോർഡ് അടിച്ച ബാച്ചാണ് നിങ്ങൾ SSLC-യിൽ. നിങ്ങൾ +1 വരുമ്പോഴും റെക്കോർഡ് എവിടെയും കൊണ്ടുവരും, ഇവിടേക്ക് കൊണ്ടുവരാൻ റെക്കോർഡ്. ഓക്കെ, അപ്പൊ എല്ലാവരും വിളിച്ചോണ്ട് പോവാ, മാക്സിമം ഫ്രണ്ട്സിനെ വിളിച്ചോണ്ട് പോവാ. ഇന്നൊരു രാത്രിയും കൊണ്ട് നമ്മള് പൃഥ്വിരാജിനെയും ദുൽഖർ സൽമാൻ ഇംഗ്ലീഷ് പറയാം, ദുൽഖർ സൽമാൻ അത്ര ഫേമസ് അല്ല അല്ലേ? നമുക്ക് പൃഥ്വിരാജും പിന്നെ ആരാണ് അടിപൊളി പറയുന്നത്, ശശി തരൂരും, പിന്നെ ആരാള അത്രേ ഉള്ളൂ. അപ്പൊ അതിനെക്കാട്ടും ഇംഗ്ലീഷ് ആക്കി തരാം ഒറ്റ രാത്രി. പക്ഷെ അത് 2 ദിവസത്തേക്ക് ഉണ്ടാവുള്ളൂ. അപ്പൊ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണേ. ഇപ്പൊ വന്നിരിക്കുക, ഈ ലൈവില് വന്നിരുന്നാൽ ഇന്നും നാളെ നിങ്ങൾ ഭയങ്കര ഇംഗ്ലീഷുകാരായിരിക്കും കേട്ടോ. ഇംഗ്ലീഷ് അമ്മയും അച്ഛനൊക്കെ പറയും ഇതെന്ത് മാതാമയൊക്കെ വന്നിരിക്കുന്നത്, അങ്ങനത്തെ നെക്സ്റ്റ് ലെവലായിരിക്കും. ഇനി ഈ പറഞ്ഞ ഒന്നും നടന്നില്ലെങ്കിലും പേടിക്കണ്ട. നാളെ നടക്കാൻ പോകുന്ന പരീക്ഷയിൽ ഫുൾ മാർക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും 80 മാർക്ക് വരെ എളുപ്പത്തിൽ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരൊറ്റ രാത്രി കൊണ്ട് നമ്മൾ പഠിക്കുന്നതായിരിക്കും. ആ ഒരു കാര്യത്തിൽ ഉറപ്പ് തരാം മക്കളെ. കാരണം ഇതിനു മുൻപ് ഇതുപോലത്തെ ഉറപ്പുകൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇംഗ്ലീഷ് പരീക്ഷ 10ാം ക്ലാസ്സിലായിക്കോട്ടെ, ഇംഗ്ലീഷ് പരീക്ഷ മാത്രമല്ല ബാക്കി ഏത് പരീക്ഷ ആയിക്കോട്ടെ, ഇതുപോലത്തെ ഉറപ്പുകൾ തന്നില്ല. ഒന്നിലും നമ്മളെന്താണ് ഫെയിൽ ആയിട്ടില്ല. എല്ലാം എക്സാമിനർ പറഞ്ഞതുപോലെ തന്നെയാണ് പരീക്ഷയിൽ വരാൻ പോകുന്നത്. സോ ഒരു കാരണവശാലും നിങ്ങൾ പേടിക്കേണ്ട. എനിക്ക് ഉറപ്പാണ് ഇംഗ്ലീഷിനെ പറ്റി ഓർത്ത് നിങ്ങൾക്ക് എന്താണ് കാര്യമായിട്ട് പേടിയൊന്നും ഇല്ലെങ്കിലും ആരും ഒന്നും പഠിച്ചിട്ടുണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇംഗ്ലീഷ് സാർ ഞാൻ എന്തെങ്കിലും എഴുതി വെച്ചോളാം, പക്ഷെ എനിക്കൊന്നും അറിയില്ല, ചാപ്റ്റർ അറിയില്ല, പോയം അറിയില്ല, ഡിസ്കോഴ്സസിന്റെ ഫോർമാറ്റ് ഒന്നും അറിയില്ല, ഗ്രാമർ എന്താണെന്ന് പോർഷൻസ് പോലും അറിയില്ല. ഇത് തന്നെ ആയിരിക്കും ഒരു 90% ആൾക്കാരുടെയും സ്ഥിതി. അങ്ങനെ ആണെങ്കിൽ ഒന്ന് ഹാർട്ട് ഇമോജി ഇട്ടിട്ട് ഒന്ന് അറിയിക്കുക സാർ, എന്റെ സ്ഥിതി തന്നെയാണ്. ഞങ്ങൾ നിങ്ങളെ വലിയ ഇംഗ്ലീഷുകാരാക്കാനല്ല പോകുന്നത്. നാളത്തെ എക്സാമിൽ വരുന്ന എല്ലാ ഇംഗ്ലീഷ് കാര്യങ്ങളും നമ്മൾ കവർ ചെയ്യും. കാരണം ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കുന്നത് നമ്മൾ പഠിച്ചാൽ പിന്നെ എല്ലാം സെറ്റായല്ലോ. ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം നമ്മൾ അനലൈസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കുറെ ആൾക്കാർക്ക് ഒരു വിചാരം ഉണ്ടാകും സാർ ഗ്രാമർ ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഗ്രാമർ പഠിക്കണം. പിന്നെ വേറെ ചിലവർക്ക് സാർ ചാപ്റ്റർ പഠിക്കണ്ട, ചാപ്റ്റർ വേസ്റ്റ് ആണ്, ക്വസ്റ്റ്യൻ ഫുൾ റൈറ്റിംഗ് വരിക. അങ്ങനെയാണ് നിങ്ങളിതാ ഇപ്പൊ തന്നെ സത്യാവസ്ഥ കേട്ട്. ദിസ് ഇസ് ദ അൾട്ടിമേറ്റ് ട്രൂത്ത്. കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് എക്സാം പേപ്പർ ഞാൻ എടുത്തു. ഇവിടെയല്ല, ക്രിസ്മസ് എക്സാം പേപ്പർ എടുത്തു. ഇതാണ് നിങ്ങളുടെ പാറ്റേൺ വരുന്നത്. മൊത്തം പാറ്റേൺ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. എപ്പോഴും എന്താണ് ഒരു റീഡിങ് കോംപ്രിഹെൻഷൻ വരും 4 മാർക്ക്. പിന്നെ ഒരു ഗ്രാമർ, കുറച്ച് ഗ്രാമർ അവിടെ ഇവിടെ നിന്നൊക്കെ ചോദിക്കും. ഇഫ് കണ്ടീഷണൽ സബ്ജക്റ്റ് വേർബ്. മക്കളെ അവസാനം ഞാൻ പറഞ്ഞത് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഗ്രാമർ 11 മാർക്കിനെ ചോദിച്ചിട്ടുള്ളൂ. നിങ്ങൾ ഭയങ്കര ഗ്രാമർ എന്നൊക്കെ പറയുന്നത് 11 മാർക്കേ ചോദിച്ചിട്ടുള്ളൂ. ഇവിടെ പിന്നെ കുറച്ച് അവിടെ ഇവിടെ ഇതിലൊരു 4 മാർക്ക് ക്വസ്റ്റ്യനും. പക്ഷേ റൈറ്റിംഗ് അഥവാ ഡിസ്കോഴ്സ് എന്ന് പറയുന്ന സാധനം 56 മാർക്ക് ചോദിച്ചു. എന്താണ് 56? 80 മാർക്ക് പരീക്ഷയിൽ 56 മാർക്ക് ഡിസ്കോഴ്സ്. നോക്കിക്കോ, അതാ എടുത്ത പാസേജ് അല്ലാണ്ട് ബാക്കിയാണ് ക്യാരക്ടർ സ്കെച്ച്, കോൺവെർസേഷൻ, ഇന്റർവ്യൂ, ക്വസ്റ്റ്യൻസ്, എക്സ്പ്ലെയിൻ ദ ലൈൻസ് ഓഫ് പോയം, പിന്നെ ഇമെയിൽ ഫോർമുലേറ്റർ, ബ്ലാബ്ലി ബ്ലൂ എല്ലാം എന്താണ് ഡിസ്കോഴ്സ് ആണ്. അപ്പൊ നിങ്ങൾ പറയും സാർ എന്തിനാ ചാപ്റ്റേഴ്സും പോയമോ വീട്, ഒരു ചാപ്റ്ററും പോയം വീട്. പക്ഷെ ഇതാണ് നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യം മക്കളെ. ഈ ഡിസ്കോഴ്സ് ഒക്കെ ഞാൻ എഴുതി വെച്ച് നോക്കി. ഡിസ്കോഴ്സ് എവിടെയൊക്കെ വരുന്നുണ്ടോ നോക്കിയേ. കോൺവെർസേഷൻ ചാപ്റ്ററിലെ കോൺവെർസേഷൻ ആണ്. ഇന്റർവ്യൂ ചാപ്റ്ററിൽ പഠിച്ച ഒരാളുടെ ഇന്റർവ്യൂ ആയിരിക്കും. ക്യാരക്ടർ സ്കെച്ച് ഓബ്വിയസ്ലി ചാപ്റ്ററിലെ ചാപ്റ്റർ ക്യാരക്ടർ ആണ്. പിന്നെ ഇമെയിലും ഫോർമുലേറ്റർ ബേസ്ഡ് ഓൺ ചാപ്റ്റർ, പറയുന്നതൊക്കെ ബേസ്ഡ് ഓൺ ചാപ്റ്റർ. നാളെ നിങ്ങളോട് ഞാൻ പറയണം മിസ്റ്റർ ഗുപ്ത എഴുതിയ ഡയറി എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് എഴുതും? മിസ്റ്റർ ഗുപ്ത ആരാണെന്ന് അറിയണം, ആ ചാപ്റ്ററിൽ എന്ത് നടന്നു എന്ന് അറിയണം. അതൊക്കെ എന്താണ് എല്ലാം നോക്കിയേ. ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ, എസ്സേ ചാപ്റ്റർ ബേസ്ഡ് ആയിരിക്കും. സ്പീച്ച് ചാപ്റ്റർ ബേസ്ഡ് ആവാൻ ചാൻസ് ഉണ്ട്. പ്രൊഫൈല് മാത്രം ചിലപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള ഡേറ്റ് തരും. പക്ഷേ ഡിസ്കോഴ്സ് 56 മാർക്ക് വേണമെങ്കിൽ, 56 മാർക്ക് ഡിസ്കോഴ്സ് വേണമെങ്കിൽ ഫോർമാറ്റ് മാത്രം പഠിച്ചാൽ പോരാ, ചാപ്റ്ററും പഠിക്കണം, പോയമും പഠിക്കണം. ഓക്കെ, അപ്പൊ ഈ ഒരു ഐഡിയ കിട്ടിയല്ലോ എന്തുകൊണ്ടാണ് ഡിസ്കോഴ്സ് ഇമ്പോർട്ടന്റ് എന്നുള്ള കാര്യം മനസ്സിലായി. കാരണം 56 മാർക്ക് അവിടെ നിന്ന് വരും. മാത്രമല്ല ഡിസ്കോഴ്സ് ഇമ്പോർട്ടന്റ് ആണെന്ന് വെച്ചാൽ ഡിസ്കോഴ്സ് മാത്രം പഠിച്ചാൽ മതിയോ? ലെറ്ററിന്റെ ഫോർമാറ്റ്, പ്രൊഫൈലിന്റെ ഫോർമാറ്റ് മാത്രം പഠിച്ചാൽ മതിയോ? പോരാ, ചാപ്റ്റേഴ്സ് ബേസ്ഡ് ആണ് ഡിസ്കോഴ്സ്. ചാപ്റ്റേഴ്സ് അറിയാണ് നിങ്ങൾക്ക് ഒരു ഡിസ്കോഴ്സിലെ ഒരു കാര്യം പോലും എഴുതാൻ പറ്റത്തില്ല. സോ ചാപ്റ്റേഴ്സും ഡിസ്കോഴ്സും എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നിങ്ങൾ ആലോചിക്കും സാർ ഇവിടെ 56 മാർക്കും 11 മാർക്കും കൂടെ ചേർത്ത് എത്രയായി? 67 മാർക്കായിരുന്നു. ബാക്കിയുള്ള ഈ 13 മാർക്സ് എവിടെ പോയി?
13 മാർക്സും നിങ്ങൾ വിചാരിക്കുക സാറേ ഈ റീഡിംഗ് കോംപ്രിഹെൻഷൻ അതെന്താണ്? നോൺ പാരഗ്രാഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്ന ചാപ്റ്റർ എന്നുള്ള പാരഗ്രാഫ്. അതായത് നിങ്ങളൊരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടാവും, അല്ലേ പഠിക്കണം, ആ ചാപ്റ്ററിന് ഏതെങ്കിലും ഒരു പാരഗ്രാഫ് എടുത്ത് തന്നിട്ട് അതെന്നാണ് ചോദ്യം ചോദിക്കുക. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ചാപ്റ്ററിനെ പറ്റി കാര്യമായി ഒന്നും അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ആ റീഡിംഗ് കോംപ്രിഹെൻഷനിലെ ചോദ്യം ഉത്തരവെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ നിങ്ങൾ ആ ചാപ്റ്റർ ഭയങ്കര ഡെപ്തിലൊന്നും അറിയണ്ട, ജസ്റ്റ് ഇന്നത്തെ ലൈവിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പോലെ ആ ചാപ്റ്ററിന്റെ ബേസിക് ഐഡിയ നിങ്ങൾക്ക് കിട്ടിയാൽ തന്നെ ആ റീഡിംഗ് കോംപ്രിഹെൻഷനിൽ എന്തായാലും ആ പാസേജ് കൊടുത്തിട്ടുണ്ടാവും കാര്യങ്ങളൊക്കെ, അത് നിങ്ങൾക്ക് എന്താണ് എളുപ്പത്തിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് പലപ്പോഴും റീഡിംഗ് കോംപ്രിഹെൻഷനിൽ ഇവർക്ക് പറ്റുക ഇതിന് ആൻസർ ഇതായിരിക്കുമോ അതായിരിക്കുമോ ആ സംശയം നിങ്ങൾക്ക് ഉണ്ടാവാത്ത രീതി നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. റീഡിംഗ് കോംപ്രിഹെൻഷനും പോയം കോംപ്രിഹെൻഷനും റീഡിംഗ് കോംപ്രിഹെൻഷൻ വീണ്ടും വരും, വീണ്ടും സിമ്പിൾ ചോദ്യം വെച്ച് വരും. പിന്നെ പോയം കോംപ്രിഹെൻഷൻ നമുക്ക് അറിയുന്ന ഒരു പോയം തരും, നമ്മൾ പഠിച്ച കാര്യം ഈ ലൈനിൽ എന്താണ് പോയറ്റിക് ഡിവൈസ്, ഇത് ആരെഴുതിയ പോയം ആണെന്ന് ചോദിക്കും, ഇത് ഏത് പോയത്തിന്റെ തീം ചോദിക്കും, അങ്ങനെ ഒരു 4 മാർക്ക്. അപ്പൊ അതെ 4 അല്ല 5 മാർക്കിന്റെ ചോദ്യം. അപ്പൊ ആ 5 മാർക്ക് കിട്ടണുണ്ടല്ലോ, പോയം ഭയങ്കര ഡെപ്തിലൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഓരോ സ്റ്റാൻസയിലെയും ഓരോ ലൈനിന്റെയും അർത്ഥം മനസ്സിലാക്കിയാൽ മതി. അത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഈ പറഞ്ഞ പോലെ 80 മാർക്ക് നേടിയെടുക്കാൻ പറ്റും. സോ ഇന്നത്തെ ലൈവിലെ ഈ സെഷനിൽ നമ്മൾ എന്തൊക്കെയാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്? എല്ലാ ചാപ്റ്റേഴ്സും, എല്ലാ പോയംസും, എല്ലാ ഡിസ്കോഴ്സും. അപ്പൊ 56 മാർക്ക് പ്ലസ് നമ്മുടെ ആ 13 മാർക്കും ചേർത്ത് 69 മാർക്കാണ് ഇന്നത്തെ ലൈവിൽ കിട്ടാൻ പോകുന്നത്. അപ്പൊ സാർ അതെ ഇന്നത്തെ ലൈവിൽ. അപ്പൊ ബാക്കി 11 മാർക്ക് ഇവിടെ കിട്ടും. നാളെ രാവിലെ 7 മണിക്ക് നമ്മൾ വീണ്ടും കാണും. ആ 7 മണിക്ക് നമ്മൾ അതെ 12 മണിക്കൂർ ശേഷം നമ്മൾ വീണ്ടും കാണും. വീണ്ടും കാണുമ്പോൾ ആ 11 മാർക്കിന്റെ കംപ്ലീറ്റ് ഗ്രാമർ, കണ്ടീഷൻസ് ആയിക്കോട്ടെ, കോൺകോഡ് ആയിക്കോട്ടെ, റിപ്പോർട്ടഡ് സ്പീച്ച് ആയിക്കോട്ടെ, കംപ്ലീറ്റ് കാര്യം, എടുത്ത പാസേജ് ആയിക്കോട്ടെ, എല്ലാ ഗ്രാമറും നമ്മൾ നാളെ രാവിലെ പഠിക്കുന്നതിലൂടെ നമ്മൾ എന്ത് ചെയ്യും? ആ 80 മാർക്ക് ഉറപ്പാക്കും. അപ്പൊ മൊത്തം മാസ്റ്റർ പ്ലാൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എന്നിട്ട് വേണം നമുക്ക് ലൈവ് തുടങ്ങാൻ വേണ്ടി ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. ലൈവിന്റെ ഇടയ്ക്ക് ചോദിക്കരുത് സാർ എന്തുകൊണ്ട് ഗ്രാമർ എടുക്കുന്നില്ല, ഗ്രാമർ വേണം. ഗ്രാമർ വേണമെങ്കിലേ നാളെ രാവിലെ പഠിച്ചാൽ മതി, 11 മാർക്കേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് നല്ല മാർക്ക് വേണോ അല്ല 11 മാർക്ക് വേണോ നിങ്ങൾ തീരുമാനിക്കാം. ഗ്രാമർ രാവിലെ സിമ്പിൾ ആയിട്ട് പഠിപ്പിച്ചാൽ 11 മാർക്കിന്റെ. ഇത് ഇന്ന് പഠിപ്പിക്കുന്നതാണ് എല്ലാവർക്കും ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇത് പഠിക്കുക, കിടന്നുറങ്ങുക, തലയിൽ സെറ്റ് ആക്കുക, രാവിലെ ഗ്രാമർ ഒന്ന് നോക്കിപ്പോയാൽ മതി. സെറ്റ്. ഓക്കെ മക്കളെ, ആരോ പറയുന്നുണ്ട് സാർ ലൈക്ക് അടിക്കാൻ പറയാന്നൊക്കെ പറയുന്നുണ്ട്. മക്കളെ 19,000 20,000 കുട്ടികളോളം ഇതാ ആയിക്കൊണ്ടിരിക്കുന്നു. ലൈക്ക് പക്ഷെ 7,000 ഉള്ളൂ. അത് വളരെ മോശമാണ്. നിങ്ങൾക്കറിയാം കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ഇംഗ്ലീഷ് ക്ലാസ് ആണ്. ആൻഡ് ഏറ്റവും ബെസ്റ്റ് അല്ല, യൂസ്ഫുൾ ആണ്. നിങ്ങൾക്ക് മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും യൂസ്ഫുൾ ക്ലാസ് ആണ്. നിങ്ങൾക്ക് അനാവശ്യമായി വെറുതെ ഒന്നും പറയില്ല, എല്ലാം സിമ്പിൾ ആയിട്ട് മലയാളത്തിൽ നിങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിച്ചു തരും. ഇതിനെക്കാട്ടും ബെസ്റ്റ് ക്ലാസ് വേറെ എവിടെയും കിട്ടില്ല, ഞാൻ ഗ്യാരണ്ടി ആണ്. അത് ഇപ്പം തന്നെ മക്കളെ ഷെയർ ചെയ്യുക, എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. ഇംഗ്ലീഷ് നിങ്ങൾ എത്ര നല്ല ആണെങ്കിലും, നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഒന്നും അറിയില്ലെങ്കിലും, പഠിക്കാതെ പോയാൽ ഇംഗ്ലീഷ് എക്സാം മാർക്ക് കിട്ടില്ല. നാളെ അവർ നിങ്ങളോട് ഇംഗ്ലീഷ് വരെയല്ല ചോദിക്കുക, നിങ്ങൾക്ക് ഈ ചോദ്യങ്ങൾ നേരെ വരുന്ന ചോദ്യങ്ങൾ ആൻസർ ചെയ്യാൻ പറ്റണം. അത് ഞങ്ങൾ പഠിപ്പിച്ചു തരും. ഞങ്ങൾ പഠിപ്പിച്ചു തരുന്ന മാത്രമേ വരുള്ളൂ. അത് സെറ്റായിരിക്കുക, പോയി എഴുതുക. ഇനി ഇപ്പൊ എല്ലാ ഫ്രണ്ട്സിനെയും വിളിച്ചോണ്ട് വരാം, ഇപ്പൊ തന്നെ വിളിച്ചോണ്ട് എല്ലാ ഫ്രണ്ട്സിനെയും. ഓക്കെ മക്കളെ, അപ്പൊ കുറെ ഡയലോഗ് ഒന്നും അടിക്കുന്നില്ല. ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ രീതിയിലും എഫേർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇന്ന് എത്ര രാത്രി വരെ എടുത്തിട്ടും നിങ്ങൾക്ക് വേണ്ടി ഈ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ്, കംപ്ലീറ്റ് പോയംസും ഡിസ്കോഴ്സും പഠിപ്പിച്ചിട്ട് മാത്രമേ ഞങ്ങൾ കിടന്നുറങ്ങുള്ളൂ. നിങ്ങൾക്കും ആ ലെവൽ ഓഫ് ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം മക്കളെ, നമുക്ക് ഇംഗ്ലീഷ് പരീക്ഷയിൽ മുഴുവൻ മാർക്ക് വാങ്ങിച്ചെടുക്കാം. ഓക്കെ, എൻ്റെ കാര്യം പോട്ടെ, ഞാൻ എന്താണ് എൻ്റെ ചാപ്റ്റേഴ്സ് എടുത്തിട്ട് എനിക്ക് വേറെ പണിയൊന്നും ഉണ്ടാവില്ല കാര്യമായിട്ട്. പക്ഷെ അലൻ സാർ നിങ്ങൾക്ക് അറിയായിരിക്കും, ഇന്ന് 7:30 അലൻ സാറിന് SSLCയിൽ നാളെ അവരുടെ SSLC മാത്സ് പരീക്ഷ. നിങ്ങളൊക്കെ മാത്സ് പരീക്ഷ എഴുതിയില്ലേ? അപ്പോൾ അവരുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാത്സ് പരീക്ഷ നാളെയാണുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള അവരുടെ ഫസ്റ്റ് പരീക്ഷയും കൂടിയാണ് മാത്സ് പരീക്ഷ കേട്ടോ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ലൈവ് 7:30 അലൻ സാറ് പോയി എടുത്ത് അത് 9-9:30 ആകുമ്പോൾ തീർത്ത്, അല്ല 9:45 ആകുമ്പോൾ തീർത്തിട്ട് വേണം ഇവിടെ വന്നിട്ട് നോൺ സ്റ്റോപ്പ് ആയിട്ട് നിങ്ങളുടെ ലൈവ് എടുക്കാൻ. എന്നിട്ട് നാളെ രാവിലെ വീണ്ടും 7 മണിക്ക് എണീറ്റിട്ട് വേണം നിങ്ങളുടെ മോർണിംഗ് ബൂസ്റ്ററിൽ ഗ്രാമർ പഠിപ്പിക്കാൻ. അപ്പം നിങ്ങൾക്ക് ഏതാണ്ട് ഊഹിക്കായിരിക്കും ഞങ്ങൾ, അല്ലെ അറ്റ്ലീസ്റ്റ് അലൻ സാർ, ഞാൻ പോട്ടെ, അലൻ സാർ നിങ്ങൾക്ക് വേണ്ടി എടുക്കുന്ന ഡെഡിക്കേഷൻ അതിന്റെ അത് നമ്മൾ വേറെ ലെവലാവും, അതിൽ പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അതിന്റെ ഒരു 80% നിങ്ങൾ ജസ്റ്റ് ഈ ഒരു രാത്രി നാളെ രാവിലെയും കൂടി എടുത്തു കഴിഞ്ഞാൽ 80 മാർക്ക് നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിൽ ഉറപ്പാണ്. ഈ 80 മാർക്കിൽ നിങ്ങൾ 80 മാർക്ക് നമ്മൾ പറയുമ്പോഴും 80 മാർക്ക് എല്ലാവർക്കും കിട്ടാനുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നതാണ്. പോട്ടെ, ഒരു 75 മാർക്കെങ്കിലും നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട. പബ്ലിക് എക്സാമിൽ നിങ്ങൾ എന്താണ് 80 നേടിയെടുത്തിരിക്കും മക്കളെ. ഒരു കാര്യം ഒരു കുട്ടി ചോദിച്ച കമന്റ്സ് ഞാൻ കണ്ട നേരത്തെ, ഇംഗ്ലീഷിൽ ഫുൾ മാർക്ക് കിട്ടുമോ? എൻ്റെ ടീച്ചർ പറഞ്ഞ ഫുൾ മാർക്ക് കിട്ടൂല. മക്കളെ,
ഈ 1200 കിട്ടിയവരും 520 കിട്ടിയവരൊക്കെ എന്താ ഫുൾ മാർക്ക് കിട്ടിയിട്ടല്ലേ? ഇംഗ്ലീഷ് എന്നുള്ള സബ്ജക്റ്റിൽ ആർക്കും ഫുൾ മാർക്ക് മേടിക്കാൻ പറ്റൂല എന്നൊക്കെ ഉള്ള ശരിയാ. പക്ഷെ നിങ്ങൾക്ക് തരും, നമുക്കും തരും. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് കറക്റ്റായ സാധനങ്ങൾ എഴുതുക. ഓക്കെ, അപ്പോൾ ടീച്ചേഴ്സ് പറയും തരാൻ പറ്റില്ല, പക്ഷെ തരും. നിങ്ങൾ തരും, നിങ്ങൾ കറക്റ്റ് എഴുതിയ ഞങ്ങൾ പറയുന്ന എഴുതിയ ഫുൾ മാർക്ക് തരും. അങ്ങനെയാണ് എല്ലാ ടോപ്പേഴ്സ്. എല്ലാ ടോപ്പേഴ്സ് ഫുൾ മാർക്ക് കിട്ടിയവരൊക്കെ ഇംഗ്ലീഷ് അത്ര സ്ട്രോങ് ഒന്നും ആയിരിക്കില്ല. പക്ഷെ അവരെന്ത് ചെയ്യും? അവർ തലേ ദിവസം ഇരുന്ന് നമ്മൾ എക്സാമിൽ വരുന്ന കാര്യം അടിപൊളിയായിട്ട് പഠിക്കും, സെറ്റാക്കും. അറിയാലോ? ഓക്കെ, അപ്പൊ കാര്യങ്ങൾ മനസ്സിലായി. നിങ്ങൾക്ക് ഒരൊറ്റ കാര്യം കൂടി പറയാനുള്ളൂ. അലൻ സാറിനെ പറഞ്ഞു വിടാം. നമുക്ക് എല്ലാവരും അലൻ സാറിന് ബൈ എന്നല്ല പറയേണ്ടത്, എല്ലാവർക്കും ഒരു ഓൾ ദി ബെസ്റ്റ്. വി വിൽ സീ യു സർ എന്ന് പറയാം. ഇംഗ്ലീഷിൽ പറയണം. ഇനി നമ്മൾ ഫുൾ ഇംഗ്ലീഷ് ആട്ടോ. ഓക്കെ, I will see you too my kids at 9:45. ഓക്കെ മക്കളെ, അപ്പം ഡയലോഗ് ഒന്നും കുറെ അടിക്കുന്നില്ല. നിങ്ങൾ പിള്ളേർ പറയുന്നത് 40K അലൻ സാർ വരുന്നതിനും. ഓക്കെ, അപ്പോൾ നിങ്ങൾ പിള്ളേർ പറയുന്നുണ്ട് സാർ ക്ലാസ് കൊടുക്കുക എന്താ ഡയലോഗ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പം മക്കളെ, നമ്മുടെ ഇന്നത്തെ ഫോർമാറ്റ് ഓഫ് ക്ലാസ് അതും കൂടി പറഞ്ഞിട്ട് തുടങ്ങുന്നതിന് കുഴപ്പമില്ലല്ലോ നിങ്ങൾക്ക്? അതും കൂടി പറഞ്ഞിട്ട് തുടങ്ങാം. ഓക്കെ, ഇന്ന ഫോർമാറ്റ് ഓഫ് ക്ലാസ് നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ചാപ്റ്റേഴ്സും തീർക്കാനുണ്ട്, പോയംസും തീർക്കാനുണ്ട്, അതുപോലെ തന്നെ അതിൽ നിന്ന് വരുന്ന ഡിസ്കോഴ്സും തീർക്കാനുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഫുൾ ചാപ്റ്റേഴ്സ് തീർത്തിട്ട് പിന്നെ ഫുൾ പോയംസ് തീർത്തിട്ട് പിന്നെ ഫുൾ ഡിസ്കോഴ്സ് തീർക്കുക അങ്ങനെ ചെയ്യുന്നില്ല. കാരണം അങ്ങനെയാണ് നിങ്ങൾ ബോറടിക്കും. എല്ലാ ചാപ്റ്ററും കൂടെയൊക്കെ തീർക്കുക പറഞ്ഞാൽ. അപ്പം നമ്മളൊരു കോമ്പിനേഷനിലാണ് തീർക്കുക. 2-3 ചാപ്റ്റർ എടുക്കും. അപ്പോൾ ബോറടിക്കുമ്പോൾ ഒരു പോയം നമ്മൾ എടുത്തിടും. ഒരു പോയം ബോറടിക്കുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് ചാപ്റ്ററും കൂടി തീർക്കും. അങ്ങനെ ചാപ്റ്റേഴ്സും പോയം തീർത്തിട്ട് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കോഴ്സ് തീർക്കും. ഈ രീതിയിലാണ് നമ്മൾ പ്രൊസീഡ് ചെയ്യാൻ പോകുന്നത്. സോ എല്ലാവരും ഇഫ് യു ആർ റെഡി മക്കളെ, വി ആർ റെഡി അല്ലെ? റെഡി സർ എന്ന് പറഞ്ഞിട്ട് ആ ലൈവ് ചാറ്റ് ഒരു മെസ്സേജ് ഇടുന്നതോടെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത്രയും ചാപ്റ്റേഴ്സ് ആൻഡ് പോയംസ് ആണ് നമുക്ക് തീർക്കാനുള്ളത്. നമുക്ക് വേഗം ഓരോ ചാപ്റ്ററിലൂടെ കടന്നു പോകാനുണ്ട്. ഒട്ടും നമുക്ക് സമയം വേസ്റ്റ് ചെയ്യാനല്ല. സോ ലെറ്റ് us start. ഓക്കെ മക്കളെ, ഏതാണ് നിങ്ങൾക്ക് വേണ്ട ഫസ്റ്റ് ചാപ്റ്റർ? ഏത് ചാപ്റ്റർ ആണ് ഫസ്റ്റ് വേണ്ടത്? നമ്മൾ ഓർഡറിലൊന്നും അല്ല കേട്ടോ പോകാൻ പോകുന്നത്. നമ്മൾ ഏറ്റവും സിമ്പിൾ ചാപ്റ്റർ ആദ്യം എടുക്കും, പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ചാപ്റ്റർ എടുക്കും, പിന്നെ നമുക്ക് എന്താണ് ടഫ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സിലേക്ക് കിടക്കാം. ഓക്കെ, ഫസ്റ്റ് ചാപ്റ്റർ നമുക്ക് സേക്രഡ് ടേർട്ടിൽസ് ഓഫ് കണ്ടവു. ഇത് കടവു എന്നല്ല വിളിക്കുക, ഇറ്റ് ഇസ് കണ്ടവു. സിമ്പിൾ ചാപ്റ്റർ ആണ്. വേഗം ഈ ചാപ്റ്ററിൽ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇതിൽ ഡെപ്തിലേക്ക് നമുക്ക് കടക്കേണ്ട ആവശ്യമില്ല. ഇതിന്റെ ഓരോ കാര്യങ്ങളും പരിശോധിക്കേണ്ട ആവശ്യമില്ല. ഈ ചാപ്റ്റർ എന്തൊക്കെയാണ് നടക്കുന്നതിന് ബേസിക് ഐഡിയ നമുക്ക് ഉണ്ടാക്കിയാൽ മാത്രം മതി. അപ്പോൾ ലെറ്റ് us start മക്കളെ. ദ സേക്രഡ് ടേർട്ടിൽസ്, ആമകൾ ഓഫ് കണ്ടവു എന്ന് പറഞ്ഞ ഒരു ഐലൻഡ് ആണ്. ഓക്കെ, അപ്പോൾ അതിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഒന്നും അറിയില്ലെന്ന് പേടിക്കേണ്ട, ശ്രദ്ധിച്ചിരുന്ന് കേൾക്കുക. നമുവാന ഇസ് എ ബ്യൂട്ടിഫുൾ വില്ലേജ് ഓൺ ദി ഐലൻഡ് ഓഫ് കണ്ടവു ഇൻ ഫിജി. ഫിജി എന്ന് പറഞ്ഞ ഒരു കൺട്രി ഉണ്ട്. കൺട്രിയിൽ ഒരു കണ്ടവു എന്ന് പറഞ്ഞ ഐലൻഡ് ഉണ്ട്. അതിലെ ഒരു വില്ലേജ് ആണ് നമുവാന. സെറ്റ് ആണല്ലോ? സ്റ്റാൻഡിങ് ഓൺ ദ ഹിൽ ബിഹൈൻഡ് ദ വില്ലേജ് വൺ ക്യാൻ എൻജോയ് ദ ബ്യൂട്ടിഫുൾ ബേ. അതായത് ആ വില്ലേജിന്റെ അവിടെയുള്ള ഒരു പുറകിലുള്ള ഒരു മലേന്റെ മണ്ടയിൽ പോയി നിന്നാൽ അവിടെ ഒരു ബ്യൂട്ടിഫുൾ ബേ കാണാൻ പറ്റുന്ന പറയുന്നത്. ബേ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു കടൽ തീരം പോലെ, ജസ്റ്റ് ഒരു ബീച്ച് പോലെ. അപ്പൊ അതിന്റെ മണ്ടയിൽ പോയി നിന്നാൽ ഇങ്ങനെ ബ്യൂട്ടിഫുൾ ബേ കാണാമെന്ന് പറഞ്ഞു. അപ്പൊ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണെന്ന് മനസ്സിലാക്കുക, അത്രേ ഉള്ളൂ. ദ വിമൻ ഓഫ് നമുവാന പെർഫോം എ സ്ട്രെയിൻഡ് റിച്വൽ എവറി ഇയർ. ഈ നമുവാന എന്ന് പറഞ്ഞ വില്ലേജിലെ ഫീമെയിൽ ആൾക്കാരൊക്കെ, അതായത് വിമൻ, അവരെന്ത് ചെയ്യും മക്കളെ, ഓരോ വർഷവും ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു പ്രത്യേക ഒരു റിച്വൽ, ഒരു പ്രത്യേക ഒരു പരിപാടി എന്താണ് എല്ലാ വർഷം ചെയ്യും. എന്താണ് ആ പ്രത്യേക പരിപാടി? ദേ ഗ്യാദർ ഓൺ ദ ബീച്ച് ആൻഡ് സിംഗ് എ ലെജൻഡറി ചാൻറ്റ്. അവരെല്ലാവരും എന്താണ്, ഈ ബീച്ചിൽ വരും കൈ പിടിച്ചുകൊണ്ട്. എന്നിട്ടെന്താണ്, അവരൊരു ലെജൻഡറി ആയിട്ടുള്ള ഒരു ഭീകര ചാൻറ്റ് പാടും. ഒരു ജപം, ചാൻറ്റ് എന്ന് പറഞ്ഞാൽ ജപം എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു പാട്ട് പോലെ, ഒരു എന്താണ്, ഒരു സ്പിരിച്വൽ പാട്ട് പോലെ എന്താണ് അവർ ബീച്ചിൽ വന്നിരുന്നാണ് ഇങ്ങനെ ഉറക്ക പാടും. അപ്പൊ എന്തിനായിരിക്കും പാടുന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാം. The song is so magical that on hearing it, a lot of giant turtles would rise to the surface one by one. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഇവർ ഈ പോയിട്ട് എന്താണ് ഈ ലെജൻഡറി ചാൻറ്റ് പാടുമ്പോൾ അത് ഭയങ്കര മാജിക്കൽ ചാൻറ്റ് ആണെന്ന് പറയുന്നത്. കാരണം എന്താണ്, അവരെ പാടുമ്പോഴത്തേക്കും ഈ കടലിൻ്റെ ഉള്ളിൽ നിന്നാണ് കുറേ കടലാമകൾ, വലിയ വലിയ കടലാമകൾ എന്താണ് ഈ സർഫസിലേക്ക്, അതായത് ബീച്ചിലേക്ക് എന്താണ് കയറി വരും. വാ, അപ്പൊ ഇതാണ് ഈ നമുവാന വില്ലേജിലെ വലിയൊരു ഭീകര പരിപാടി, എല്ലാ വർഷവും നടക്കുന്ന വലിയൊരു റിച്വൽ. ഓക്കെ, അപ്പൊ പരീക്ഷയിൽ വേണം എന്താണ് ഒരു പാരഗ്രാഫ് ബേസ്ഡ് ചോദ്യമൊക്കെ ചോദിക്കാം. വാട്ട് ഈസ് ദ റിച്വൽ ദാറ്റ് ഹാപ്പൻസ് എവറി ഇയർ ഇൻ നമുവാന? അപ്പൊ നിങ്ങൾ പറയണം എന്താണ്, ഇത് വിമൻ ഗ്യാദർ ആൻഡ് ദെൻ സിംഗ് എ ലെജൻഡറി ചാൻറ്റ്. ഓൺ ഹിയറിംഗ് ദി ചാൻറ്റ് ദ ടേർട്ടിൽസ് വുഡ് റൈസ് ടു ദി സർഫസ് വൺ ബൈ വൺ. ഇത് എഴുതി വെക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല, അത്ര മാത്രം മതി. ഇത് എഴുതി വെക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല, അത്ര മാത്രം മതി. സെറ്റ് ആണ്. ലെറ്റ്സ് മൂവ് ഫോർവേഡ്. കഴിഞ്ഞില്ല. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് ഈ ഇവർ പാട്ടൊക്കെ പാടുമ്പോൾ ഈ ടെററിസ്റ്റ് കയറി വരുന്നത്? അതിനൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലാഷ് ബാക്ക്. ലോങ് എഗോ ദർ ലിവ്ഡ് എ ലവ്ലി വുമൺ നെയിം ടിനായ് കൊബോക്ക. അപ്പോൾ ടിനായ് കൊബോക്ക എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടായിരുന്നു നമ്മുടെ എന്താണ് ഈ നമുവാന എന്ന് പറഞ്ഞ വില്ലേജ്. പണ്ട് ഷീ വാസ് ദി വൈഫ് ഓഫ് ദി ചീഫ് ഓഫ് നമുവാന. നമുവാനയിലെ ചീഫ്, അതായത് അവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുടെ വൈഫായിരുന്നു ഈ ടിനായ് കൊബോക്ക. എന്താണ് മക്കളെ, ടിനായ് കൊബോക്ക. റോഡലിസ് വാസ് ഹെർ ചാമിങ് ഡോട്ടർ. അപ്പൊ ടിനായ് കൊബോക്കയുടെ ഡോട്ടർ ആയിരുന്നു, മകളായിരുന്നു റോഡലിസ്.
ഓക്കെ. The two beauties used to go for fishing on the reefs. അവരെന്താണ് മീൻ പിടിക്കാൻ വേണ്ടി ഇരുന്നാണ് ഈ കടൽ തീരത്ത്, റീഫ്സ് എന്ന് പറഞ്ഞാൽ കടൽ തീരത്തിനടുത്ത് കുറേ കല്ലുകളൊക്കെ ഉള്ള സ്ഥലമല്ലേ, അവിടെ എന്താണ് മീൻ പിടിക്കാൻ എളുപ്പമാണ്. അപ്പോൾ മീൻ പിടിക്കാൻ വേണ്ടി അവിടെ ഇരുന്നാണ് ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ടായിരുന്നു. വൺ ഡേ, ഒരു പ്രത്യേക ദിവസം, while they were fishing, അവരെന്താണ് മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, some cruel fisherman, അപ്പോൾ അപ്പുറത്തെ വില്ലേജ്, വേറൊരു വില്ലേജ് ഉണ്ട്, ആ വില്ലേജിലെ കുറച്ച് ക്രൂവൽ ആയിട്ടുള്ള ഭയങ്കര വീബിൾ മൈൻഡുള്ള കുറച്ച് ഫിഷർമാൻ, ഓക്കെ, എന്ത് ചെയ്തു, ഫ്രം ദി നെയ്ബറിംഗ് വില്ലേജിന്റെ പേര് നോട്ട് ചെയ്ത് വെച്ചോ മക്കളെ, നബു കെലവു. അപ്പം നമുവാന നമ്മുടെ വില്ലേജ്, നബു കെലവു എന്ന് പറഞ്ഞാൽ ഈ ഫിഷർമാൻ വരുന്ന തൊട്ടപ്പുറത്തുള്ള വില്ലേജ്. കെയിം ഓവർ ദെയർ ഇൻ എ കനു എന്ന് പറഞ്ഞാൽ എന്താ, തോണി, ഓക്കെ, തോണിയില്ലേ, ആ തോണിയിൽ ഈ ഫിഷർമാൻ വന്നു. ആൻഡ് സീസ്ഡ് ദം, സീസ് ചെയ്യാന്ന് പറഞ്ഞാൽ കിഡ്നാപ്പ് ചെയ്തു. അവൻ അമുവാനൽ എന്ന് പറഞ്ഞ വില്ലേജിലെ ഈ ടിനായ് ഗോബയ്ക്ക് റോഡ്ലീസും കൂടെ എന്താണ് മീൻ പിടിക്കാൻ പോയപ്പോൾ എന്താണ് കുറേ ഈവിൾ ഫിഷർമാൻ എന്താ വന്ന് അപ്പുറത്തെ വില്ലേജ് നബു കെലവു എന്ന് വന്നിട്ട് എന്ത് ചെയ്തു, ഇവരെന്ത് ചെയ്തു, കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയി. ഓക്കെ, ദേ വർ അബൌട്ട് ടു കിഡ്നാപ്പ് ദം, അത് കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോകുന്ന വഴിയിലാണ് എന്ത് സംഭവിച്ചത്, ബട്ട് ദ സീ ഗോഡ്സ്, കടൽ ദൈവങ്ങൾ, ഓക്കെ, കടലിലെ ദൈവങ്ങൾ, ടേൺഡ് ഫ്യൂരിയസ്, അവർക്ക് ദേഷ്യം വന്നു. ഈ റോഡിലിസിനെയും ടിനോഗോബോക്കെ നിങ്ങൾ എന്താണ് കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോകല്ലേ എന്ന് പറഞ്ഞാൽ അവർക്ക് ദേഷ്യം വന്നു. ആൻഡ് എ വയലന്റ് സ്റ്റോം ക്യാപ്സൈസ്ഡ് കനൂ, ഒരു വലിയൊരു സ്റ്റോം എന്താണ് ഈ കടലിൽ എന്താണ് വലിയൊരു സ്റ്റോം എന്താണ് ഈ കടൽ ദൈവങ്ങൾ, ഈ സീ ഗോഡ്സ് എന്ത് ചെയ്ത് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചു. അതുവഴി എന്ത് സംഭവിച്ചു, ആൻഡ് ക്യാപ്സൈസ്ഡ് കനൂ, അതായത് ഈ തോണി എന്താണ് ക്യാപ്സൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ മറഞ്ഞുപോയി, ഈ തോണി പിടിച്ചു എന്ന് പറഞ്ഞാൽ മറഞ്ഞുപോയി, ഫ്ലിപ്പടിച്ചു. The gods changed the helpless women into turtles. അപ്പം അത് മാത്രമല്ല ഈ ഗോഡ്സ് എന്ത് ചെയ്തു, ഇവരെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയിരിക്കാൻ വേണ്ടി എന്ത് ചെയ്തു, ഈ രണ്ട് പേരെ, അതായത് റോഡിലിസിനെയും ടിനായ് ഗോബോക്കിനെയും അവരെന്താക്കി മാറ്റി, ആമകളാക്കി മാറ്റി. ഇനി ഈ ഒരു ഐഡിയ എത്രത്തോളം നല്ലായിരുന്നു എന്ന് എനിക്കറിയില്ല. വേണമെങ്കിൽ ആ ദൈവത്തിന് എന്തായിരുന്നു, ആ സീ ഗോഡ്സിന് വേണം കൈയൊക്കെ പൊക്കിയിരുന്നാണ് ഇവർ രണ്ടുപേരും കൊണ്ടുപോയിരുന്നാണ് നമ്മുടെ ബീച്ചിൽ കൊണ്ട് ഇറക്കി വെച്ചാൽ മതിയായിരുന്നു. പക്ഷേ അവർ വളരെ ക്രിയേറ്റീവായിട്ട് എന്ത് ചെയ്തു മക്കളെ, ക്രിയേറ്റിവിറ്റി വേണമല്ലോ എന്ത് ചെയ്യുമ്പോഴും. അപ്പോൾ അവരെന്ത് ചെയ്തു, അങ്ങനെയൊന്നും ചെയ്യാതെ അവരെന്ത് ചെയ്തു, നിങ്ങൾ രണ്ടാളെ ആമകളാക്കിക്കോ എന്ന് പറഞ്ഞിരുന്നാണ് അവരെ രക്ഷപ്പെടുത്തി. ഇറ്റ് ഈസ് ദെയർ ഡിസെൻഡൻസ്, അവരുടെ പിൻഗാമികളാണ്. ഓക്കെ, അത് കഴിഞ്ഞ അതായത് ബേസിക്കലി ആ രണ്ട് ടേർട്ടിൽസിൻ്റെ, ടിനായ് ഗോബോക്കയും റോഡിലിസും ടേർട്ടിൽസായി മാറിയല്ലോ, അവരുടെ പിൻഗാമികളാണ്, ഫ്യൂച്ചർ ജനറേഷൻസ് ആണ് ടുഡേ ഹൂ റൈസ് ഫ്രം ദി വാട്ടർ വെൻ ദി വില്ലേജ് വിമൺ സിംഗ് ദ ചാൻ. അതായത് ഈ വില്ലേജ് വിമൺ ഓരോ വർഷം പോയിട്ട് എന്താണ് ഒരു പാട്ട് പാടുമല്ലോ, ലെജൻഡറി ചാൻഡ് പാടുമല്ലോ. അപ്പം ഇവർ ഈ കഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ടിനായ് ഗോബോക്കയുടെയും റോഡിലിസിൻ്റെയും ആമകളുടെ ഫ്യൂച്ചർ ജനറേഷൻസ്, അതായത് പിൻഗാമികളാണ്. ഓക്കെ, പിന്നീട് എന്തായി വരുന്നത്, ഈ ആമകളായിട്ട് എന്താണ് കയറി വരുന്നത്. ക്ലിയർ ആണ് മക്കളെ, ബുദ്ധിമുട്ടില്ല, സെറ്റാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫ്ലാഷ് ബാക്ക്. ദേ വുഡ് ലൈ ഓൺ ദ സർഫസ്. അപ്പോൾ വീണ്ടും നമ്മുടെ സമയത്തിലേക്ക് വരികയാണ്, വീണ്ടും പ്രസന്റ് ഡേയിലേക്ക് വരികയാണ്. ദേ വുഡ് ലൈ ഓൺ ദ സർഫസ് ലിസ്ണിംഗ് ടു ദ മെയ്ഡൻസ് സോങ്. മെയ്ഡൻസ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ വിമൺ, യങ് വിമൺ എന്ന് പറയും. ഓക്കെ, മെയ്ഡൻസ് ആണ് വിമൺ. അപ്പോൾ ഈ യങ് വിമൻ്റെ, അവിടുത്തെ വിമൻ്റെ പാട്ടൊക്കെ കേട്ടിരുന്നാണ് ഈ ടേർട്ടിൽസ് ഇങ്ങനെ സൂചിച്ചിങ്ങനെ ഇരിക്കും. ദ മീനിങ് ഓഫ് ദ സോങ് സംതിങ് ലൈക്ക് ദിസ്. ഈ സോങ്ങിൻ്റെ മീനിങ് ഒന്ന് ഓർത്ത് വെച്ചോ മക്കൾ, അതോടെ ചാപ്റ്റർ തീർന്നു. വി ആർ ഓൾ മോർണിംഗ്. മോർണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളൊരാൾ മരിച്ചാൽ, ഓക്കെ, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നിന്ന് കുറവാണ്, നമ്മുടെ പുറത്തൊക്കെ ഫോർ എക്സാമ്പിൾ USA ഒരു ഫ്യൂണറലിൽ നിന്നാണ് ആൾക്കാർ ഒരു പ്രത്യേക ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് പോവുക. ഏത് കളർ ഡ്രസ്സ് ഇട്ടാണ് പോവുക, വൈറ്റ് ആണോ ബ്ലാക്ക് ആണോ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഏതെങ്കിലും മൂവീസ് കണ്ടിട്ടുണ്ടെങ്കിൽ. ദേ ഓൾവേസ് വെയർ ബ്ലാക്ക്, ഒരു ബ്ലാക്ക് കോട്ടോ അല്ലെങ്കിൽ ബ്ലാക്ക് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് അവർ പോവുക. അപ്പോൾ അതിനെയാണ് മോർണിംഗ് എന്ന് വിളിക്കുക. അതായത് ഒരു മരിച്ചടക്കിന് പോകുന്ന വസ്ത്രം, ഓക്കെ, അതിനെയാണ് നമ്മൾ മോർണിംഗ് എന്ന് വിളിക്കുക. അപ്പോൾ വി ആർ ഓൾ മോർണിംഗ്, ഞങ്ങൾ എല്ലാവരും ഒരു മരിച്ചടക്കിന് പോകുന്ന പോലെയാണ്. ആ ഒരു സങ്കടവും ആ ഒരു ഡ്രസ്സിങ്ങിനാണ്, ആ ഒരു വിലാപമാണ് ഞങ്ങൾക്ക് ഉള്ളതെന്ന് പറയുന്നത്. ഈച്ച് ഓഫ് us carries a tattooed club. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും എന്താണ് ഒരു ടാറ്റൂഡ് ആയിട്ടുള്ള ഒരു പ്രത്യേക എന്തൊക്കെയോ ഒട്ടിച്ചിരിക്കുന്ന ഒരു ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ ഒരു വടിയുണ്ട്. അപ്പോൾ അവരുടെ നാട്ടിൽ എന്താണ് ഈ ഫ്യൂണറലിനൊക്കെ പോകുമ്പോൾ ഒരു പ്രത്യേക ഒരു വടി വെച്ചിട്ടായിരിക്കും പോകുന്നത്. അതുകൊണ്ടാണ് അവരങ്ങനെ ഉദ്ദേശിക്കുന്നത്. റൈസ് ടു ദി സർഫസ്, അവർ പറയാണ്, പാട്ടിലൂടെ പറയാണ്, ഞങ്ങളെല്ലാവരും ഒരു മത്സരത്തിന് പോകുന്ന പോലെയാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതുണ്ട്. മാത്രമല്ല എന്താ പറയുന്നത്, റൈസ് ടു ദി സർഫസ് റോഡിലിസ് ആൻഡ് ടിനോയ് ഗോബോക്ക, ലെറ്റ് us have a look at you. റൈസ് ടു ദി സർഫസ്, കയറി വരൂ, സർഫസിലേക്ക് വരൂ, ടിനോയ് ഗോബോക്കയും റോഡിലിസും ഞങ്ങളൊന്ന് കാണട്ടെ എന്ന് പറയുമ്പോൾ, ആ പാട്ട് പാടുമ്പോഴാണ് എന്താണ് ഈ ജയന്റ് ടേർട്ടിൽസ് കയറി വരുന്നത്. അതോടെ കഥ തീർന്നു. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ദ സീക്രട്ട് ടേർട്ടിൽസ് ഓഫ് കണ്ടോ. ഇത്ര കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളൂ. ഓക്കെ, എല്ലാവർക്കും ഈ ചാപ്റ്റർ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ക്രിസ്റ്റൽ ക്ലിയർ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും ഈ ചാപ്റ്റർ പഠിക്കാനില്ല, ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി ഈ ചാപ്റ്റർ തീർന്നു. ക്രിസ്റ്റൽ ക്ലിയർ ആണ് മക്കളെ. ഇനി വേറൊരു ചോദ്യം, ഈ കഥയിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? കാരണം ഈ ചാപ്റ്ററിൽ പറയുന്നത് ഇങ്ങനെ പല കഥകൾ, കെട്ടുകഥകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, പക്ഷേ ഈ കഥ ശരിയാണെന്ന് പറഞ്ഞിട്ടാണ് ഈ ചാപ്റ്റർ തുടങ്ങുന്നതൊക്കെ. അവിടുത്തെ ആൾക്കാർക്ക് അങ്ങനെയാണ് പറയുന്നത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്?
എനിക്കറിയില്ല, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. വിശ്വസിക്കുന്നവർ എന്താണ് വിശ്വസിക്കുന്നു സാർ, ഇല്ലെങ്കിൽ ഇല്ല സാർ എന്ന് പറയാം. ഓക്കെ, വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ഇന്ന് നമ്മൾ എന്ത് ചെയ്യും, ചാപ്റ്റേഴ്സ് തീർക്കും, ഡിസ്കോഴ്സ് തീർക്കും, പോയിന്റ് തീർക്കും. നാളെ രാവിലെ വന്നിട്ട് 11 മാർക്കിന്റെ ഗ്രാമറും നമ്മൾ തീർക്കുന്നതായിരിക്കും. എല്ലാവരും നാളത്തെ ലൈവ് ഉണ്ടാവണം. ഓൾസോ ഇന്നത്തെ ലൈവിന്റെ വ്യൂവേഴ്സ് 26 ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുകയാണ്. എന്താ മക്കളെ, ഒരു 30K എങ്കിലും നമ്മുടെ ലൈവിലാവണ്ടേ? അപ്പൊ എല്ലാവരും ഒന്ന് ഉഷാറാക്കിയിട്ട് 30K ലൈവ് വ്യൂവേഴ്സിനെ ഇന്നത്തെ ലൈവിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. ലെറ്റ് us മൂവ് ഫോർവേഡ് ടു ദി നെക്സ്റ്റ് ചാപ്റ്റർ, ഐ വിൽ ഫ്ലൈ. അപ്പോൾ ഒരു ചാപ്റ്റർ നമ്മൾ ഓൾറെഡി തീർത്തു. പെട്ടെന്ന് നമുക്ക് ചാപ്റ്റേഴ്സ് തീർക്കണം, എന്നിട്ട് വേണം നമുക്ക് അതിന്റെ ഡിസ്കോഴ്സ് നോക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഐ വിൽ ഫ്ലൈ എന്ന് പറഞ്ഞാൽ ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ഒരു പ്രത്യേക ഒരു സ്പീച്ച് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സിമ്പിൾ ചാപ്റ്റർ ആണ്. കാര്യമായി ഒന്നും പഠിക്കാനില്ലായാലും കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ചാപ്റ്റർ മനസ്സിലാക്കാം. ലെറ്റ്സ് മൂവ് ഫോർവേഡ്, സമയം വേസ്റ്റ് ചെയ്യാണ്ട്. എന്താണ് ഐ വിൽ ഫ്ലൈ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പറയുന്നത്? തുടങ്ങാം. Abdul Kalam says he realizes how the contribution of the youth have contributed to the world in many fields. അപ്പോൾ അബ്ദുൽ കലാം പറയാണ് യൂത്തിന്റെ കോൺട്രിബ്യൂഷൻ എന്താണ്, പല ഫീൽഡിൽ എന്താണ് ഭയങ്കര വലിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ യൂത്ത് ഭയങ്കര അടിപൊളിയാണെന്നാണ് പറയുന്നത്. ഓക്കെ, ഹി അസേർട്സ്, ഓക്കെ, അദ്ദേഹം പറയുന്നു that no youth today need to fear about the future because the ignited mind of the youth is the most powerful thing ever. എന്താണ് അദ്ദേഹം പറയുന്നത്? ഒരു യൂത്തും അവരുടെ ഫ്യൂച്ചറിനെ പറ്റി ഫിയർ ചെയ്യണ്ട. യൂത്ത് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നിങ്ങളെയാണ്, ചെറുപ്പക്കാരെ ഉദ്ദേശിക്കുന്നത് അല്ലേ? അപ്പൊ ഈ യുവജനങ്ങൾ നിങ്ങളൊന്നും എന്താണ് നിങ്ങളുടെ ഫ്യൂച്ചറിനെ പറ്റി ഫിയർ ചെയ്യേണ്ട, പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? കാരണം ഓർത്ത് വെച്ച പാരഗ്രാഫിൽ ചോദ്യമായിട്ട് വരാം. ബിക്കോസ് ദി ഇഗ്നൈറ്റഡ് മൈൻഡ്സ് ഓഫ് ദി യൂത്ത്, നിങ്ങളുടെയൊക്കെ ജ്വലിക്കുന്ന മനസ്സില്ലേ മക്കളെ, ആ ലൈറ്റ് ചാർട്ടിൽ ആ ജ്വലിക്കുന്ന മനസ്സുകൾ തീന്റെ ഇമോജി ആയിട്ട് ഒന്ന് കാണിച്ചേ നോക്കട്ടെ, എത്ര പേരുടെ ജ്വലിക്കുന്നുണ്ടെന്ന്. ആ കത്തുന്ന ആ ജ്വലിക്കുന്ന ആ ഒരു യൂത്ത്ഫുൾ ആയിട്ടുള്ള മനസ്സില്ലേ, is the most powerful thing ever. It is the most powerful resource in the world എന്നൊക്കെയാണ് നമ്മുടെ ചാപ്റ്ററിൽ പറയുന്നത്. അത് ഏറ്റവും പവർഫുൾ റിസോഴ്സ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം നിങ്ങളുടെ ഈ ഫയർ ഇമോജീസ് ഒക്കെ ആണ് ഇനിയുള്ള ഫ്യൂച്ചറിൻ്റെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള റിസോഴ്സ്. ഓക്കെ, he says that he would like to talk to his young friends on the topic I am born with wings. അദ്ദേഹം പറയാണ്, എനിക്ക് ഈ യൂത്തിൻ്റെ അടുത്താണ് I am born with wings, ഞാൻ ജനിക്കുമ്പോഴേ ചിറകുകൾ കൊണ്ടാണ് ജനിച്ചിരിക്കുന്നതിൻ്റെ ടോപ്പിക്കിനെ പറ്റിയിട്ട് എന്താണ് ഈ കുറച്ച് കാര്യങ്ങൾ പറയണം. അപ്പം നമ്മൾ ജനിക്കുമ്പോൾ ചിറകുകളുണ്ടോ? ആക്ച്വലി ഇല്ല, പക്ഷേ എന്തോ അതിനെപ്പറ്റി എന്തോ പറയാനുണ്ട് അദ്ദേഹത്തിന്. ലെറ്റ്സ് ഹിയർ എന്താണ് പറയേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് കഥയിലേക്ക് കിടക്കാം. ഇത് ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ഷൻ ആണ്. ഇനി നമുക്ക് കഥയിലേക്ക് കിടക്കാം, എന്താണ് ആക്ച്വലി സംഭവിച്ചത്. ദ പ്രീവിയസ് ഇയർ കലാം വെന്റ് ടു എ വില്ലേജ് ടു ഇനോഗ്രേറ്റ് എ പ്രോഗ്രാം കോൾഡ് ശാസ്ത്രിയാൻ, വിച്ച് മീൻസ് ദ പ്രൊപ്പഗേഷൻ ഓഫ് സയൻസ്. അപ്പോൾ ശാസ്ത്രിയാൻ എന്ന് പറഞ്ഞിട്ട് സയൻസിനെ എങ്ങനെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാം, എങ്ങനെ നമുക്ക് പോപ്പുലറൈസ് ചെയ്യാം, എല്ലാവരിലേക്ക് എത്താം എന്നുള്ള ഒരു പരിപാടി ഉണ്ടായിരുന്നു. ആ പരിപാടി ഇനോഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം എന്ത് ചെയ്തു, ഒരു സ്കൂളിൽ എത്തിച്ചേർന്നു. ഈ സ്കൂൾ എവിടെയാണെന്ന് അറിയോ? ആക്ച്വലി നോർത്ത് ഇന്ത്യയിൽ എവിടെയാണോ? നമ്മൾ കേൾക്കുമ്പോൾ ഏതോ സ്കൂൾ എടോ കേരളത്തിലെ സ്കൂളാണത്. ഓക്കെ, കേരളത്തിൽ ഏത് ജില്ലയാണെന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കണ്ടുപിടിച്ചിട്ട് പറയാം. പണ്ട് നടന്ന കേട്ടോ, ആക്ച്വലി നടന്ന കഥയാണ്, വെറുതെ ഉള്ള കഥയല്ല. The goal of this program, ഈ പ്രോഗ്രാമിന്റെ ഗോൾ എന്തായിരുന്നു? was to separate students from their different rural schools and make them eligible to become engineers, scientists, doctors, managers and civil servants. അപ്പോൾ എന്താണ്, റൂറൽ ഏരിയസിലെ കുറച്ച് സ്കൂളുകളിൽ നിന്ന് ഈ കുട്ടികളെ സെലക്ട് ചെയ്തിട്ട് അവർക്ക് എന്താണ് എഞ്ചിനീയേഴ്സും സയന്റിസ്റ്റും ഡോക്ടേഴ്സും മാനേജേഴ്സും ഒക്കെ ആക്കാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക കോച്ചിങ്ങും അങ്ങനെ ഫൗണ്ടേഷനൊക്കെ കൊടുക്കാനുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു ഇത്. ദിസ് വുഡ് എംപവർ ദി വില്ലേജ് ഫാമിലീസ്. അതുവഴി എന്താണ്, അവരെന്താണ് ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആയ കുട്ടികൾ, എഡ്യൂക്കേറ്റഡ് ആയ അവിടുത്തെ ഫാമിലീസും എന്താണ്, അവരും എംപവേർഡ് ആവും അല്ലേ, അവർക്ക് അവരുടെ എന്താണ് സാമ്പത്തിക നിലയും അവരുടെ ലിവിങ് സ്റ്റാൻഡേർഡ്സും ഒക്കെ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതായിരുന്നു ഇതിന്റെ ഗോൾ. പരീക്ഷയിൽ എന്താണ് പാസേജ് എന്നിട്ട് എന്താണ്, വാട്ട് വെയർ ദി ഗോൾസ് ഓഫ് ശാസ്ത്രീയ എന്നൊരു ചോദ്യം ചോദിക്കാം. പാസേജ് തരും, നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, പക്ഷേ നിങ്ങൾക്ക് ബേസിക് ഒരു ഐഡിയ ഉണ്ടാവണം എന്താ സംഭവം. ഓക്കെ, ആരെങ്കിലും കണ്ടുപിടിച്ചു ഏതാണെന്ന്? ട്രിവാൻഡ്രം എന്ന് പറയുന്നവരുണ്ട്, തിരുവനന്തപുരം എന്ന് പറയുന്നുണ്ട്, കണ്ണൂർ പറയുന്നുണ്ട്, എല്ലാവരും സ്വന്തം സ്ഥലം പറയും. ഞാൻ പറയാം കോഴിക്കോട്. കലാംസ് ഇനോഗ്രൽ അഡ്രസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇനോഗ്രേഷനിലെ സ്പീച്ച് to an audience consisting of both students and their family members was on the topic. അദ്ദേഹത്തിന്റെ ടോപ്പിക് എന്തായിരുന്നു? സ്പീച്ചിന്റെ ടോപ്പിക്. മറ്റേത് ശാസ്ത്രീയ എന്ന് പറഞ്ഞ ഈ പ്രോഗ്രാമിന്റെ പേരാണ്. സ്പീച്ചിന്റെ ടോപ്പിക് എന്തായിരുന്നു? സയൻസ് എംപവേഴ്സ് ദി നേഷൻ. സയൻസ് എന്താണ്, ഈ മൊത്തം നേഷനെ തന്നെ എന്താണ് എംപവർ ചെയ്യും, ബെറ്റർ ആക്കുന്നതാണ്. ഓക്കെ, ആഫ്റ്റർ കലാംസ് അഡ്രസ്, കലാമിൻ്റെ സ്പീച്ച് കഴിഞ്ഞതിന് ശേഷം മെനി പീപ്പിൾ ആസ്ക് ക്വസ്റ്റ്യൻസ്, കുറേ പേര് എന്താ ചോദ്യങ്ങൾ ചോദിച്ചു. ഹീ സെലക്ടഡ് 12 സ്റ്റുഡൻസ് അറ്റ് റാൻഡം ടു ആസ്ക് ക്വസ്റ്റ്യൻസ് ബിക്കോസ് ഓഫ് ടൈം ലിമിറ്റേഷൻ. അപ്പോൾ കുറേ പേര് കൈ പൊക്കിയപ്പോൾ എന്താണ് അദ്ദേഹം പറഞ്ഞു, എല്ലാവർക്കും ഉത്തരം കൊടുക്കാൻ എനിക്ക് സമയം ഉണ്ടാവില്ല, ഒരു 12 കുട്ടികൾ എന്താണ് അദ്ദേഹം സെലക്ട് ചെയ്തു. ഓക്കെ, കലാം വാണ്ട്സ് ടു ഷെയർ വൺ ഓഫ് ദീസ് ക്വസ്റ്റ്യൻസ് വിത്ത് അസ്. അതിലൊരു പ്രത്യേക കുട്ടിയുടെ ഒരു ചോദ്യം എന്താണ് കലാമിനെ വളരെ അധികം സ്ട്രൈക്ക് ചെയ്തു. ആ സ്ട്രൈക്ക് ചെയ്ത ചോദ്യമാണ് നമുക്ക് പഠിക്കാനുള്ളത്. It was asked by a teenager from a distant village. വളരെ ദൂരെയുള്ള ഒരു ചെറിയ പയ്യൻ്റെ അടുത്ത് നിന്നായിരുന്നു ഈ ചോദ്യം വന്നത്. എന്തായിരുന്നു ചോദ്യം? He was a typical representative of the youth of India. എന്താണ് അതിൻ്റെ അർത്ഥം? എല്ലാവരെയും പോലെയുള്ള ഒരാളായിരുന്നു അതിൻ്റെ അർത്ഥം. ടിപ്പിക്കൽ റെപ്രസെൻറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മളെല്ലാവരെയും പോലെ ഒരു സാധാരണ ഒരാളായിരുന്നു. നമ്മളെല്ലാവരുടെയും റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളെല്ലാം നിങ്ങളുടെ.
The boy said he was nervous. അവൻ പറഞ്ഞു ഞാൻ ഭയങ്കര nervous ആണ്. He said he needed to have confidence but he had not gained any through his education all these years. അവൻ പറഞ്ഞു എനിക്ക് ഞാൻ ഭയങ്കര നെർവസ് ആണ് സാർ, ചോദിക്കാനൊക്കെ എനിക്ക് പേടിയാണ്, ഞാൻ ഇത്രയും നാളും എഡ്യൂക്കേഷൻ വഴി എനിക്ക് എന്താണ് ആ കോൺഫിഡൻസ്, ഒരു ചോദ്യം ചോദിക്കാനുള്ള കോൺഫിഡൻസ് എനിക്ക് കിട്ടിയില്ല അല്ലേ. പലരുടെയും കേസ് അങ്ങനെ തന്നെയല്ലേ. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ കുറേ ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ബയോളജി ഇംഗ്ലീഷും എല്ലാം പഠിക്കുന്നുണ്ട്. പക്ഷേ ഒരു സ്റ്റേജിൽ കയറി വന്നിട്ട് എന്തെങ്കിലും പറയാനോ അല്ലേ, പോട്ടെ സ്റ്റേജിൽ കയറി വരുമ്പോൾ വേണ്ട, ഒരാൾ സ്റ്റേജ് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിനോട് ചോദ്യം ചോദിക്കാൻ പോലും, മൈക്ക് പിടിച്ച് ചോദ്യം ചോദിക്കാൻ പോലും നമുക്ക് എന്താണ് നെർവസ് ആണ്, നമ്മൾ പേടിയാണ് അല്ലേ. നിങ്ങളുടെ കാര്യം മാത്രമല്ല, ഞാനും സ്കൂളിൽ പഠിച്ചപ്പോൾ തന്നെയായിരുന്നു. നമുക്ക് എന്താണ് എല്ലാത്തിനും പേടിയാണ്. എല്ലാ കുറച്ച് പേരെന്താണ്ടാവും സ്റ്റേജിലേക്ക് കയറി സംസാരിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടാവും, അല്ലാത്തവരെ നമുക്ക് എന്താണ് ഇങ്ങനെ ഭയന്ന് പേടിച്ചിരിക്കും അല്ലേ. അപ്പോൾ ആ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ സംഭവം എന്താണ്, നമ്മളെ അതിനെ പ്രാപ്തരാക്കുന്നില്ല എന്നെന്താണ് ഈ ചെക്കൻ പറയാണ്. നല്ലൊരു സംഭവമാണ്, നല്ലൊരു പോയിന്റ് അല്ലേ ഇത്. എഗ്രി ചെയ്യുന്നുണ്ടോ? എഗ്രി ചെയ്തേ പറ്റുള്ളൂ, എഗ്രി ചെയ്താലും ചെയ്തില്ലെങ്കിലും അഗ്രി ചെയ്തേണ്ടി വരും. ഹി വാസ് അഫ്രൈഡ്, സെക്കൻഡ് കാര്യമാണ് പറയുന്നത്, ഹി വാസ് അഫ്രൈഡ് ടു ടോക്ക് ടു ഹിസ് ടീച്ചേഴ്സ് ആൻഡ് ഫ്രണ്ട്സ്. അവൻ്റെ ടീച്ചേഴ്സിനോടും ഫ്രണ്ട്സിനോടൊക്കെ എന്താണ് ഈ സംസാരിക്കാൻ, അവൻ്റെ കോൺഫിഡൻസിനെ പറ്റിയൊന്ന് സംസാരിക്കാൻ എന്താ അവന് പേടിയായിരുന്നു. വെനെവർ ഹി ടോക്ഡ് ഹി കമ്പയർഡ് ഹിംസെൽഫ് ടു അതർ സ്റ്റുഡൻസ് ആൻഡ് ദെയർ ബ്യൂട്ടിഫുൾ ക്ലോസ്. അപ്പോൾ അവൻ ഭയങ്കര ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള വില്ലേജിനാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, അവൻ ചിലപ്പോൾ എന്താണ് അത്രയും ഭയങ്കര റിച്ച് ഫാമിലി എന്നൊന്നായിരിക്കുന്നില്ല വരിക, കുറച്ച് പുവർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നായിരിക്കും വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് അവൻ എപ്പോഴും എന്ത് ചെയ്തു, അവനെന്ത് ചെയ്തു, ബാക്കിയുള്ളവരുമായിട്ട് അവരുടെ ബ്യൂട്ടിഫുൾ വസ്ത്രങ്ങളുമായിട്ട്, ഭയങ്കര രസകരമായിട്ടുള്ള വസ്ത്രങ്ങളായിട്ട് അവൻ എപ്പോഴും എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ കമ്പാരിസൺ എന്താണ് ഇങ്ങനെ ഫീൽ ചെയ്തു. അയ്യോ ഞാൻ അങ്ങനല്ലോ ആ ഒരു ലെവലിൽ. The boy wanted to become a marine engineer. പക്ഷേ ഇവൻ്റെ ആസ്പിറേഷൻസ്, ഇവൻ്റെ ഡ്രീംസ് ഒക്കെ ഭയങ്കര വലുതായിരുന്നു. ഇവൻ പറഞ്ഞു ഇവനെന്താ ആഗ്രഹം, ഇവനൊരു മറീൻ എഞ്ചിനീയർ ആവണമെന്നായിരുന്നു ആഗ്രഹം. He wanted to travel in a ship, be its captain and build its engine. അവനെന്താണ് ഒരു ഷിപ്പിൽ ട്രാവൽ ചെയ്ത് അതിൻ്റെ ക്യാപ്റ്റനായി അതിൻ്റെ എഞ്ചിനൊക്കെ ബിൽഡ് ചെയ്യാനായിരുന്നു അവൻ്റെ ആഗ്രഹം. ഇതെല്ലാം ഒരു മെറീൻ എഞ്ചിനീയർ ചെയ്യുന്നതാണോ എന്ന് എനിക്കറിയില്ല. എല്ലാം ഒരുമിച്ച് എന്തെങ്കിലും ചെയ്യില്ല, ക്യാപ്റ്റൻ എഞ്ചിൻ ഉണ്ടാക്കാൻ പോകുന്നുണ്ടാവില്ല. പക്ഷേ ബേസിക്കലി അവൻ്റെ ആഗ്രഹം വലുതായിരുന്നു. He asked Kalam if he would be able to do all this and how he should achieve his goal. അപ്പോൾ ഇവൻ്റെ സംശയം എന്താണെന്ന് വെച്ചാൽ എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റുമോ, കലാമിനോട് ചോദിക്കുകയാണ് എനിക്ക് എങ്ങനെയാണ് അതൊക്കെ ചെയ്യാൻ പറ്റുക, ആൻഡ് ഹൗ ഹീ ഷുഡ് അച്ചീവ് ഹിസ് ഗോൾ, ഇതെങ്ങനെയാണ് എനിക്ക് നേടിയെടുക്കാൻ പറ്റുക, എനിക്ക് പറ്റുമോ എന്നാണ് അവൻ്റെ സംശയം. When the boy completed the question, the entire audience was looking at Kalam, wondering what he was going to say. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു, എന്താണ് കലാം പറയാൻ പോകുന്നത്. Kalam said that the boy had asked him the most difficult question and he valued it. കലാം പറഞ്ഞു എന്നോട് ഇതുവരെ ഞാൻ 10 ലക്ഷങ്ങളോളം കുട്ടികളോട് സംസാരിച്ചിട്ടുണ്ട്, ലക്ഷങ്ങളോളം കുട്ടികൾ എന്നോട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, പക്ഷേ ഇന്നേ വരെ ഇത്രയും ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു ചോദ്യം ഞാൻ നേരിട്ടില്ല എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത്? ഇതും വീണ്ടും പാരഗ്രാഫ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എന്താണ്? ബിക്കോസ് ഇറ്റ് ഡിസ്പ്ലേഡ് ദ ഫിയർ ഓഫ് മെനി. അതായത് ഇത് ഈ ചെക്കൻ്റെ മാത്രം പ്രശ്നമല്ലായിരുന്നു, എല്ലാവരുടെയും, എല്ലാ യൂത്തിൻ്റെയും ഒരു കോമൺ ഫിയർ ആയിരുന്നു, ഒരു കോമൺ പ്രോബ്ലം ആയിരുന്നു ഈ ചെക്കൻ പറഞ്ഞത് അല്ലേ. നമ്മളെല്ലാവരും സ്കൂളിൽ പഠിക്കുമ്പോൾ എന്താണ്, നിങ്ങളടക്കം ആലോചിച്ച് നോക്ക്, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പ്രശ്നമല്ലേ അല്ലേ, എനിക്ക് ഇന്നതാവണം അല്ലെങ്കിൽ ഇന്ന ആളാവണം, പക്ഷെ ഞാൻ അങ്ങനെ ആയിച്ചേരാൻ എനിക്ക് പറ്റുമോ, എനിക്ക് ആയിത്തീരാൻ പറ്റുമോ, ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എനിക്ക് അതിനുള്ള കോൺഫിഡൻസ് ഇല്ല, എനിക്ക് ചോദ്യം ചോദിക്കാൻ പോലും കോൺഫിഡൻസ് ഇല്ല എന്നുള്ള ആ പ്രശ്നം എന്താണ് നമ്മൾ ആരോടും പറയില്ലെങ്കിലും അല്ലേ. എക്സാക്ട്ലി ഇവരും എന്താണ് ആരോടും പറയുന്നില്ല, ടീച്ചേഴ്സിനോട് ഫ്രണ്ട്സിനോടൊന്നും പറയുന്നില്ല, പക്ഷെ നമ്മുടെ ഉള്ളിൽ എന്താണ് ആ ഒരു സംഭവം എപ്പോഴും ഉണ്ടാവും അല്ലേ. എത്ര പേർക്ക് ആക്ച്വലി ഉണ്ട് സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഒന്ന് കൈവക്കാം. മടി കാണിക്കേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും ഉണ്ടോ. നിങ്ങൾ നോക്കിക്കോ, കൈ പൊക്കാത്തവർ എന്താണ് ഉള്ളിൽ എന്താണ് അവർ കൈ പൊക്കേണ്ട അവസ്ഥയാണ്. കാരണം ഇതാണ് റിയാലിറ്റി, അത് മോശം കാര്യമൊന്നുമല്ല, അതാണ് റിയാലിറ്റി. നമ്മൾ ആ ഒരു പ്രായത്തിൽ എന്താണ് നമുക്ക് ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പം എല്ലാവരുടെയും പ്രശ്നമായതുകൊണ്ടാണ് ഇതിനെ വളരെ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഹി ദെൻ റിസൈറ്റഡ് എ ബ്യൂട്ടിഫുൾ ഏൻഷ്യന്റ് പോയം നെയിംഡ് ഐ വിൽ ഫ്ലൈ. അപ്പോൾ അതിൻ്റെ റെസ്പോൺസ് ആയിട്ട് കലാം എന്ത് ചെയ്തിട്ടില്ല, ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഉത്തരം കൊടുത്തില്ല അല്ലേ. നമ്മൾ സാധാരണ എന്താണ്, ഇപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയാം നീ മറ്റെന്താണ് കുറച്ച് ഗൂഗിളിലൊക്കെ പോയിട്ട് എന്താണ് റിസർച്ച് ചെയ്യ്, മറീൻ എഞ്ചിനീയർ ആകാൻ വേണ്ടി ഏത് പരീക്ഷ എഴുതേണ്ടത്, +1 +2 സയൻസ് എടുക്കണോ, സയൻസ് എടുത്തിട്ട് എത്ര മാർക്ക് കിട്ടണം, എന്ത് എൻട്രൻസ് എഴുതേണ്ടത്, അങ്ങനെയാണ് ഞാൻ പറയാം. പക്ഷെ കലാം എന്താണ് കുറച്ചും കൂടി പ്രൊഫൗണ്ട് ആയിട്ടുള്ള ഒരു ഫിലോസഫിക്കൽ ആൻസർ ആണ് അതിന് കൊടുത്തത്. അദ്ദേഹം എന്ത് ചെയ്തു, ഒരു ആൻസർ പോലും കൊടുത്തില്ല, നേരെ മറിച്ച് ഐ വിൽ ഫ്ലൈ എന്ന് പറഞ്ഞൊരു പോയം ഉണ്ടായിരുന്നു. അത് അദ്ദേഹം എഴുതിയ പോയമല്ല, വേറൊരു വളരെ പഴയ ഒരു സൂഫി പോയിട്ട് എഴുതിയൊരു പോയമായിരുന്നു. അതെന്ത് ചെയ്തു, അത് റിസൈറ്റ് ചെയ്തു. ആ പോയം നമുക്ക് പെട്ടെന്നൊന്ന് വായിക്കാം, സിമ്പിളാണ്. ഐ ആം ബോൺ വിത്ത് പൊട്ടൻഷ്യൽ. ഇത് ഫിസിക്സിലെ പൊട്ടൻഷ്യൽ അല്ല, ഗ്രാവിറ്റേഷനിൽ പഠിക്കുന്ന പൊട്ടൻഷ്യൽ അല്ല കേട്ടോ. എന്താണ് ഐ ആം ബോൺ വിത്ത് പൊട്ടൻഷ്യൽ? എന്താണ്, എനിക്കെന്താണ് കുറേ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു പൊട്ടൻഷ്യലുമായിട്ടാണ് ഞാൻ ജനിച്ചപ്പോൾ. ഐ എം ബോൺ വിത്ത് ഗുഡ്നെസ് ആൻഡ് ട്രസ്റ്റ്. ഞാൻ ജനിച്ചപ്പം മുതൽ എന്താണ്, എനിക്ക് എൻ്റെ ഉള്ളിൽ നന്മയുണ്ട്. ഐ എം ബോൺ വിത്ത് ഐഡിയാസ് ആൻഡ് ഡ്രീംസ്. പല ഐഡിയകളും പല സ്വപ്നങ്ങളുമായിട്ടാണ് ഞാൻ ജനിക്കുന്നത്. ഐ എം ബോൺ വിത്ത് ഗ്രേറ്റ്നെസ്. ഐ എം ബോൺ വിത്ത് കോൺഫിഡൻസ്. ഐ എം ബോൺ വിത്ത് വിങ്സ്. ഞാൻ ജനിച്ചപ്പോൾ ചിറകുകളുമായിട്ടാണ് ഞാൻ ജനിച്ചിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നതാണ് ഈ വിങ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ്, ഇത്രയും പറക്കാനുള്ള
ഒരു പൊട്ടൻഷ്യലുമായിട്ടാണ്. പറന്നില്ല, ചിറകുകളേ ഉള്ളൂ. ഞാൻ പറന്നുകൊണ്ടല്ല എണീക്കുന്നത്, അങ്ങനെയൊന്നും പറഞ്ഞില്ല. ഞാൻ പറന്നുകൊണ്ടാണ് ജനിച്ചതെന്നല്ല പറയുന്നത്. പറക്കാനുള്ള ചിറകുകളുമായിട്ടാണ് ഞാൻ ജനിച്ചത്. അതായത് പൊട്ടൻഷ്യലാണ്, ഇതൊക്കെ പൊട്ടൻഷ്യലാണ്, അതുമായിട്ടാണ് ഞാൻ ജനിച്ചിരിക്കുന്നത്. സോ ഐ ആം നോട്ട് മെൻ ഫോർ ക്രോളിങ്. അതുകൊണ്ട് തന്നെ ഞാൻ എന്താണ്, ഇഴയാൻ വേണ്ടി വിധിക്കപ്പെട്ടവനല്ല, ഇഴയാൻ വേണ്ടിയിട്ടല്ല ഞാൻ ജനിച്ചിരിക്കുന്നത്. ഐ ഹാവ് വിങ്സ്, എനിക്ക് ചിറകുകളുണ്ട്. ഐ വിൽ ഫ്ലൈ, ഞാൻ പറക്കും. ഐ വിൽ ഫ്ലൈ ആൻഡ് ഫ്ലൈ, ഞാൻ പറന്നിരിക്കും. ബേസിക്കലി പറയുന്നത് എന്താണ്, എല്ലാവരും ജനിക്കുമ്പോൾ എല്ലാവർക്കും ഇമ്മൻസ് പൊട്ടൻഷ്യലുമായിട്ടാണ് ജനിക്കുന്നത്. ഓരോ ആൾക്കാരും ഡിഫർ ചെയ്യാം, പക്ഷെ ഓരോ ആൾക്കാർക്കും എന്താണ് പ്രത്യേക കഴിവുകളായിരിക്കും. എല്ലാവരും എന്താണ് +1 +2 520 വാങ്ങാൻ വേണ്ടിയിട്ടായിരിക്കില്ലേ ജനിച്ചിട്ടുണ്ടാവുക. കുറച്ച് പേർക്ക് അങ്ങനെ ആയിരിക്കും. മറ്റു ചിലരെന്താണ് പല പല ഫീൽഡിൽ ഫ്യൂച്ചറിൽ എന്താണ് എന്ത് ഫീൽഡിലാണെങ്കിൽ ആ ഫീൽഡിൽ ഏറ്റവും ബെസ്റ്റിലെത്താനുള്ള അല്ലെങ്കിൽ നല്ലൊരു സ്ഥിതിയിലെത്താനുള്ള പൊട്ടൻഷ്യലുമായിട്ടാണ് എല്ലാ കുട്ടികളും എല്ലാവരും ജനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിറകുകളുമായിട്ടാണ് ജനിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾ എഴയാൻ വിധിക്കപ്പെട്ടവരല്ല, നിങ്ങൾ എന്തിനു വിധിക്കപ്പെട്ടവരാണ്, പറക്കാനാണ്. കാരണം നിങ്ങൾക്ക് ചിറകുകളുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, സംഭവം മനസ്സിലായോ? സംഭവം ഐഡിയ കിട്ടിയോ? ബൾബ് കത്തിയെങ്കിൽ ബൾബ് കത്തിൻ്റെ ഇമോജി ഇടുക. കലാം says he wants to discuss with his young friends how they can be unique. ഇത് മാത്രമല്ല, നിങ്ങൾ എന്തുകൊണ്ട്, അപ്പം നിങ്ങൾ ചിറകുകൊണ്ടാണ് ജനിച്ചിരിക്കുന്നത്, നിങ്ങൾക്ക് ഭയങ്കര പൊട്ടൻഷ്യൽ ഉണ്ട്. പക്ഷെ നിങ്ങൾ എന്താണ് എല്ലാവരെയും പോലെ ആയാൽ നോക്കിയാൽ നടക്കില്ല. നിങ്ങൾ എല്ലാവരെയും ബാക്കിയുള്ളവരെ പോലെ ആവാൻ നോക്കിയാൽ നിങ്ങളുടെ ചിറക് പറക്കില്ല. നിങ്ങൾ എന്താണ് അവരെ പോലെ എഴയേണ്ടി വരും. ചിലർ പറക്കും, നിങ്ങൾ എന്താണ് അവരെ പോലെ ഇമിറ്റേറ്റ് ചെയ്ത് എഴയേണ്ടി വരും. അപ്പം നിങ്ങൾ യുണീക്ക് ആവണം. ഓക്കെ, അപ്പം എങ്ങനെ യുണീക്ക് ആവാം? He had met 15 million youth in a decade's time and learned that every youth wanted to be unique. എല്ലാവർക്കും യൂണീക്ക് ആവണമെന്ന് ആഗ്രഹമുണ്ട്. But the world around them was trying its best to make them like everyone else. അപ്പോൾ എല്ലാവർക്കും യൂണീക്ക് ആവാൻ ആഗ്രഹം അല്ലേ? നിങ്ങൾക്ക് വേറെ ആളെ പോലെ ആകാനാണോ ശരിക്കും ആഗ്രഹമാണോ? അല്ല, ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്കെന്താണ് നിങ്ങളുടെ തന്നെ ഒരു ബെസ്റ്റ് വേർഷൻ ആവാനാണ് ആഗ്രഹം അല്ലേ? ചിലർ പറയും, ആസില്ല സാർ എനിക്കെന്താണ് വിരാട് കോഹ്ലിനെ പോലെ ആണോ? ശരിയാണ്, പക്ഷെ നിങ്ങൾ വിരാട് കോഹ്ലി അല്ല വേണ്ടത്. വിരാട് കോഹ്ലിനെ പോലെ അദ്ദേഹത്തിന് കുറച്ച് ക്വാളിറ്റീസ് നിങ്ങളിലല്ല നിങ്ങൾക്ക് വേണ്ടത്, അല്ലാണ്ട് അദ്ദേഹം അല്ലല്ലോ നിങ്ങൾക്ക് ആവേണ്ടത് അല്ലേ? ചിലർ സാർ എനിക്ക് അങ്ങനെ വേണം, അതൊന്നും എനിക്കൊന്നും പറയാനില്ല. പക്ഷെ നിങ്ങൾക്ക് അദ്ദേഹത്തിന് കുറച്ച് ക്വാളിറ്റീസ് വേണം, പക്ഷെ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ രീതിയിലാവണത് അല്ലേ? നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ യൂണിക് ആണ്. പക്ഷെ പ്രശ്നം എന്താണ് അദ്ദേഹം പറയുന്നത്? ബട്ട് ദി വേൾഡ് അറൗണ്ട് വാണ്ട്സ് ദം ടു വാസ് ട്രൈയിങ് ഇറ്റ്സ് ബെസ്റ്റ് ടു മേക്ക് ദം ലൈക്ക് എവരിവൺ എൽസ്. പക്ഷെ നമ്മുടെ ചുറ്റുപാടുള്ള എല്ലാവരും എന്താണ്, എല്ലാവർക്കും എന്താണ് നമ്മളെയൊക്കെ എന്താണ് വേറെ ആൾക്കാരെ പോലെ ആക്കണം അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇപ്പം നമ്മുടെ പേരൻസ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണ്, ആരും കുറ്റം പറയല്ല, എല്ലാവർക്കും എന്താണ് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ടാവും. പക്ഷെ നമ്മൾ പൊതുവെ എന്താ പറയുക, എടാ മറ്റവൻ നമ്മുടെ സുഖുവേട്ടൻ്റെ മോൻ എന്താണ്, അവന് ഇത്രയും സൗകര്യം പോലും ഇല്ലല്ലോ, അവനെന്താണ് 80 ഓണപ്പരീക്ഷയിൽ 78 മാർക്ക് വാങ്ങിച്ചല്ലോ, നിനക്ക് ആകുന്നില്ലല്ലോ. ഞാൻ സുജാതനോട് സംസാരിച്ചു, അവന് ട്യൂഷനും പോകില്ല, ഒന്നുമില്ല, നീ ട്യൂഷനും പോയിട്ട് ഇത് പ്രൈസ് വന്നിട്ട് നിനക്ക് എന്താണ് ഒരു മാർക്ക് ഇല്ലേ? ഈ ഒരു സംസാരം നിങ്ങൾ എപ്പോഴെങ്കിലൊക്കെ ലൈഫിൽ കേട്ടിട്ടുണ്ടാവും. കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങളാണ് ആ ടോപ്പർ. മനസ്സിലാക്കിയാൽ മതി, മനസ്സിലായില്ലേ? അപ്പം എപ്പോഴും എന്താണ് ആ ഒരു കമ്പാരിസൺ വരും അല്ലേ? കാര്യം ആ കുട്ടി വേറെ ആളാണ്, നിങ്ങൾ വേറെ ആളാണ്, നിങ്ങളുടെ കഴിവുകൾ വേറെ ആയിരിക്കും, ആ കുട്ടിയുടെ കഴിവുകൾ വേറെ ആയിരിക്കും. അപ്പം എപ്പോഴും നമ്മൾ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പാടില്ലെങ്കിൽ പൊതുവേ നമുക്ക് ആ കമ്പാരിസൺ വരും. ടീച്ചേഴ്സും ചെയ്യും, ഇപ്പം ഞാൻ വരെ ചെയ്യും ചിലപ്പോൾ അല്ലേ? ചെയ്യാതിരിക്കാൻ വേണ്ടി മാക്സിമം ട്രൈ എങ്കിലും നമ്മൾ ചിലപ്പോൾ ചെയ്യൂലേ? ഒരു ക്ലാസ് റൂമിൽ പോയിരുന്നാണ് ടീച്ചേഴ്സ് എന്താ പറയുക, പൊതുവേ നമ്മളടക്കം ഞാൻ എന്നെ അടക്കമാണ് ക്രിട്ടിസൈസ് ചെയ്യുന്നത് കേട്ടോ, അല്ലാണ്ട് ബാക്കിയുള്ള ടീച്ചേഴ്സ് അങ്ങനെയൊന്നല്ല. ഞാൻ അടക്കം എന്താണ് നമ്മൾ എന്താ പറയുക, അതാ ഇവർക്കൊക്കെ മാർക്ക് കിട്ടുന്നുണ്ടല്ലോ, അല്ലെ ഇവർക്കൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ, നിനക്ക് എന്താ പഠിച്ചാൽ, നിനക്ക് എന്താ മനസ്സിലാവാത്തത്, നിനക്ക് എന്താ മാർക്ക് കിട്ടാത്തത് അല്ലേ? ആ ഒരു ഐറ്റം എന്താണ് നമ്മൾ എപ്പോഴും ഇറക്കുന്ന ഐറ്റമാണ്. പക്ഷേ അത് ശരിയാണോ? അല്ല. ഓരോ ആൾക്കാർ യുണീക്കാണ്, അവർക്ക് അവരുടേതായ കഴിവുണ്ട്. അപ്പോൾ എല്ലാവരെയും എന്താണ് നീ അവനെ പോലെ മറ്റവന് മാർക്ക് കിട്ടണം, അത് ഈ രീതിയിലുള്ള ആക്കാനാണ് ബാക്കിയുള്ളവർ നോക്കുന്നത് എന്നാണ് പറയുന്ന കലാം പറയുന്നത്. കറക്റ്റ് അല്ലേ? അൺനോയിങ്ലി ഓർ നോയിങ്ലി അങ്ങനെയാണ് ചുറ്റുള്ള ആൾക്കാർ ചെയ്യാൻ നോക്കുന്നത്. എനിവേ, അറ്റ് ഹോം ദേ വർ ആസ്ക്ഡ് ടു ബി മോർ ലൈക്ക് നെയ്ബേഴ്സ് ചിൽഡ്രൻ. വീട്ടിൽ നിന്ന് എന്താണ് നെയ്ബറിൻ്റെ ചിൽഡ്രനെ പോലെ ആവാനാണ് പറയുക. അറ്റ് സ്കൂളിലോ ദേ വർ ടോൾഡ് ടു ബി മോർ ലൈക്ക് ദി ക്ലാസ് ടോപ്പറിനെ പോലെ ആവാൻ വേണ്ടിയിട്ടാണ് പറയുക. പീപ്പിൾ വർ കോൺസ്റ്റന്റ്ലി ആസ്കിങ് ദ യങ്സ്റ്റേഴ്സ് ടു ബി സംബഡി എൽസ് ഓർ ബി ലൈക്ക് എവറിബഡി എൽസ്. എല്ലാവരെയും പോലെ ആവാൻ വേണ്ടിയിട്ടാണ് പറയുക. ഓക്കെ, ദി ചാലഞ്ച് കലാം സെസ്, ദി ചാലഞ്ച് ഇതിൽ എന്താണ്, ഇസ് ദാറ്റ് എവറി യൂത്ത് ഹാസ് ടു ഫൈറ്റ് ദി ഹാർഡസ്റ്റ് ബാറ്റിൽ വിച്ച് എനി ഹ്യൂമൻ ബീങ് ഹാൻ എവർ ഇമാജിൻ ആൻഡ് നെവർ സ്റ്റോപ്പ് ഫൈറ്റിംഗ് അണ്ടിൽ ദേ ബിക്കം എ യൂണീക് പേഴ്സൺ. അപ്പം ചലഞ്ച് എന്താണ് കലാം പറയുന്നത്? ഈ സംഭവം എന്താണ്, അത് മാറില്ല. ബാക്കിയുള്ളവരെ മാറ്റാൻ നിങ്ങൾക്ക് പറ്റില്ല. നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? ഈ ഒരു ഹാർഡസ്റ്റ് ബാറ്റിൽ, ഈ ബാറ്റിൽ എന്താണ് നിങ്ങൾ ഫൈറ്റ് ചെയ്ത് നിങ്ങൾ യുണീക്ക് ആവുന്നവരെ നിങ്ങൾ ഫൈറ്റിംഗ് സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല എന്നാണ് കലാം പറയുന്നത്. ബാക്കിയുള്ളവരെന്താണ് നിങ്ങളോട് എന്ത് പറഞ്ഞാൽ അവനെ പോലെ അവനെന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ യുണീക്ക് വേർഷൻ ആവാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യാനാണ് കലാം പറയുന്നത്. അതാണ് ഏറ്റവും ഹാർഡസ്റ്റ് ബാറ്റിൽ. അപ്പോൾ ഏറ്റവും ഹാർഡസ്റ്റ് ബാറ്റിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണെന്നുള്ള കാര്യം പറയാൻ നിങ്ങൾക്ക് സാധിക്കണം.
Although it is very natural to be afraid of our future, we must believe in ourselves and our potential because this will help us fly and reach our goals. നമ്മളെ തന്നെ വിശ്വസിക്കണം. We must fight to be unique in a world that wants to make us like everybody else. എല്ലാവർക്കും എന്താണ് നമ്മളെ വേറെ ആൾക്കാരെ പോലെ ആക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ യൂണീക്ക് ആവാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യണം എന്ന് പറയുന്നതോടെ ഈ ചാപ്റ്റർ എൻഡ് ചെയ്യുന്നു. ഐ വിൽ ഫ്ലൈ എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ മെയിൻ ഐഡിയ, മെയിൻ തീം കിട്ടിയോ? യൂണീക്ക് ആവാൻ ട്രൈ ചെയ്യണം. കാരണം എന്താണ് മക്കളെ? നിങ്ങൾ വിങ്സോട് കൂടിയാണ് ജനിച്ചത്. യു ആർ ബോൺ വിത്ത് വിങ്സ്, യു ആർ മെൻ ടു ഫ്ലൈ, യു ആർ നോട്ട് മെൻ ടു ക്രോൾ. സംഭവം സെറ്റാണോ? 30,000 വ്യൂവേഴ്സായി, പക്ഷെ 30,000 അടുത്ത് പോലും ലൈക്ക് ഇല്ല. നാണക്കേട്. അപ്പോൾ ലൈക്ക് ആക്ച്വലി എൻജോയ് ചെയ്യുന്നവർ, ക്ലാസ് എൻജോയ് ചെയ്യുന്നവർ, മനസ്സിലാവുന്നവർ, ബുദ്ധിമുട്ടൊന്നും തോന്നില്ലാത്തവർ എന്ത് ചെയ്യുക? ഒരു ലൈക്കും കൂടി അങ്ങോട്ട് അടിയുക. ലെറ്റ്സ് മൂവ് ഫോർവേഡ്. അപ്പോൾ 2 ചാപ്റ്റേഴ്സ് നമ്മൾ ഓൾറെഡി തീർത്തു. നമ്മൾ തീർക്കുന്ന ചാപ്റ്റേഴ്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്ത് പോകാം. അങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും നമ്മൾ എത്രത്തോളം പ്രോഗ്രസ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഐ വിൽ ഫ്ലൈ പഠിച്ചു. പിന്നെന്താണ്? ഒരു ചാപ്റ്റർ കൂടി പഠിച്ചല്ലോ, സീക്രട്ട് വേർഡ്സ് കണ്ടു. ഇനിയും നമുക്ക് കുറേ പഠിക്കാനുണ്ട്. അപ്പം കഴിഞ്ഞില്ല. അബീബി ബഹുത് ബാക്കി ഹേ മേരെ ദോസ്ത്. ഓക്കെ, ലെറ്റ്സ് മൂവ് ഫോർവേഡ് മക്കളെ. അടുത്ത ചാപ്റ്ററിലേക്ക് കിടക്കാം. അടുത്ത ചാപ്റ്റർ സിമ്പിൾ ചാപ്റ്റർ ആണ്. ഏത് ചാപ്റ്ററാണ് നോക്കേണ്ടത് നമുക്ക്? ഈ ചാപ്റ്ററും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യും? പോയം നോക്കാം കേട്ടോ. എ ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവറിത്തിങ് എന്നാണ് ചാപ്റ്റർ കഴിഞ്ഞ് നമുക്കൊരു പോയം പിടിക്കാം. അതിനുശേഷം വീണ്ടും ചാപ്റ്ററിലേക്ക് കാരണം പോയം കുറച്ച് നമുക്ക് എന്ത് ചെയ്യണം? ഇൻഡെപ്ത് ആയിട്ട് നോക്കാനുണ്ട്. ചാപ്റ്റേഴ്സ് നമുക്ക് ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി സംഭവങ്ങൾ എന്തൊക്കെയാണ്. പോയംസ് അങ്ങനെയല്ല, കാരണം ഓരോ സ്റ്റാൻസയും ഇമ്പോർട്ടൻ്റ് ആണ്. ലൈൻ ബൈ ലൈൻ നിങ്ങൾ മനസ്സിലാക്കണം. ലൈൻ ബൈ ലൈനിൽ വേർഡ് ബൈ വേർഡ് നമുക്ക് പോകണം. പിന്നെ പോയറ്റിക് ഡിവൈസസ്, ഫിഗേഴ്സ് ഓഫ് സ്പീച്ച്, കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് പഠിക്കണം ഡെപ്തിൽ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? പഠിക്കാം. ഡോണ്ട് വറി, ഇവിടെ നിന്നാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. വെറുതെ ഇന്ന് ഇരുന്നോ. ഭക്ഷണം കഴിക്കുമ്പോൾ എന്താ, ഭക്ഷണമൊക്കെ വീട്ടിൽ വരുമ്പോഴാണ് ഭക്ഷണം ഇതിന് മുമ്പ് ഇരുന്ന് കഴിച്ചോ. ഫിസിക്സും മാത്സും ഒന്നും അല്ലല്ലോ. അപ്പോൾ കൈയും കെട്ടിയിരിക്കാം, കുഴപ്പമൊന്നുമില്ല. ഒന്നും നിങ്ങൾ എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. റിലാക്സ് ചെയ്തിരുന്നോ, പക്ഷേ ഇരിക്കണം. നെവർദലെസ് ഇരിക്കണം. ഓക്കെ, എന്താണ് ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവറിത്തിങ്? മക്കളെ, എന്താണ് തിയറി ഓഫ് എവറിത്തിങ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഫിസിക്സിലെ ഫിസിക്സിനായിട്ട് കുറച്ച് നേരം സംസാരിക്കാം. ഒരു മിനിറ്റ്. എടോ, ഫിസിക്സിൽ കുറേ തിയറീസ് ഉണ്ട്, നിങ്ങൾക്ക് അറിയാം അല്ലേ? ന്യൂട്ടൻ്റെ കുറേ തിയറി ഉണ്ട്. എല്ലാം കറക്റ്റാണോ? ഇല്ല, എല്ലാം കറക്റ്റായിരുന്നു നമ്മൾ വിചാരിച്ചത്. പക്ഷേ എന്താണ്, ചില കേസിലുള്ള കാര്യങ്ങൾ അപ്ലൈ ചെയ്യില്ല. അപ്പോൾ എന്താണ്, ഐൻസ്റ്റൈൻ വന്നു, ഐൻസ്റ്റൈൻ കുറച്ച് മോഡിഫിക്കേഷൻ വരുത്തി, അതും എല്ലാത്തും വർക്ക് ചെയ്യോ? ഇല്ല. അപ്പോൾ എന്താണ്, ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറഞ്ഞൊരു വേറെ ബ്രാഞ്ച് തന്നെ തുടങ്ങി. കാരണം എന്താണ്, ചില കാര്യങ്ങൾ ഈ ന്യൂട്ടൺ പറഞ്ഞത്, ഐൻസ്റ്റൈൻ പറഞ്ഞത് എന്താണ് വർക്ക് ചെയ്യാത്തത് കൊണ്ട് ഈ ചെറിയ ആറ്റംസും ഇലക്ട്രോൺസും പ്രോട്ടോൺസിൻ്റെ കേസിൽ എന്താണ് ക്വാണ്ടം മെക്കാനിക്സ് വേറെ ബ്രാഞ്ച് തുടങ്ങി. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനം നോക്കുമ്പോൾ എന്താണ്, ക്വാണ്ടം മെക്കാനിക്സിന് ചില കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. പിന്നെ സ്പെഷ്യൽ റിലേറ്റിവിറ്റി, ജനറൽ റിലേറ്റിവിറ്റി, അങ്ങനത്തെ വേറെ തന്നെ ബ്രാഞ്ച് ഉണ്ട്. അതിന് വേറെ കുറച്ച് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. പക്ഷേ എല്ലാത്തിനും എക്സ്പ്ലെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് എന്ത് വേണം? ഒരു തിയറി ഓഫ് എവറിത്തിങ് എന്താണ് ഫിസിക്സിൽ വേണം. ആർക്ക് വേണം? നമുക്കല്ല, ഫിസിസിസ്റ്റ് വേണം. നമുക്കും കിട്ടിയാൽ നല്ലതായിരിക്കും. പക്ഷേ ആ തിയറി ഇതുവരെ ഉണ്ടായില്ല. നമ്മുടെ സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന് പറഞ്ഞ വലിയ സയൻറ്റിസ്റ്റ്, നൊബേൽ ലോറിയേറ്റ് സ്റ്റീഫൻ ഹോക്കിംഗ് എന്നാണ് പല കണ്ടുപിടുത്തങ്ങൾ ചെയ്തു. അദ്ദേഹത്തിൻ്റെ വലിയൊരു ഡ്രീമായിരുന്നു എല്ലാ ഫിസിക്സിൻ്റെ ലോസും കൂടി യൂണിഫൈ ചെയ്തിട്ട് എന്താണ് ഒരു സിംഗിൾ ലോ അല്ലെ തിയറി ഓഫ് എവറിത്തിങ് ആക്കാൻ വേണ്ടിയിട്ട്. അത് ഇതുവരെ നടന്നിട്ടില്ല, പക്ഷെ നടക്കുമെന്നാണ് എല്ലാവരുടെയും പ്രതീക്ഷിക്കുക. ഓക്കെ, എനിവേ ദ ക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ സെർച്ച് ഫോർ എ തിയറി ഓഫ് എവറിത്തിങ് ആണ് ചാപ്റ്ററിൻ്റെ പേര്. ഇനി ഈ ചാപ്റ്ററിൽ എന്താണ്? ചാപ്റ്ററിൽ അദ്ദേഹം എങ്ങനെ തിയറി ഓഫ് എവറിത്തിങ് കണ്ടുപിടിക്കാൻ നോക്കി എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ ഒന്നുമല്ല. ചാപ്റ്റർ എന്താണ്? ജസ്റ്റ് അദ്ദേഹം എങ്ങനെ ജനിച്ചു, അദ്ദേഹം എവിടെ പഠിച്ചു, അദ്ദേഹം കോളേജിൽ പഠിച്ചു, അദ്ദേഹത്തിന് വലിയൊരു ഡിസീസ് ഉണ്ടായിരുന്നു, സ്ക്ലിറോസിസ് എന്ന് പറഞ്ഞ ഡിസീസ്, അതെങ്ങനെ ബാധിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? വേഗം മനസ്സിലാക്കാൻ, ജസ്റ്റ് മനസ്സിലാക്കാൻ മാത്രമേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ. അതിലല്ലാണ്ട് ബുദ്ധിമുട്ടൊന്നും ഈ ചാപ്റ്ററിൽ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നില്ല കേട്ടോ. ഓക്കെ, ഓവർ ഡെപ്തിൽ പഠിക്കാനില്ല. ജസ്റ്റ് മനസ്സിലാക്കി പോകാം. ലെറ്റ് us സ്റ്റാർട്ട് ചെയ്യാൻ റെഡിയാണ്? റെഡി സാർ എന്ന് പറയാം. Stephen Hawking was born on 8 January 1942 in Oxford, London. Okay, Frank and Isabel Hawking, Stephen's parents were not rich, but they valued education. They were rich onnallayirunnu, പക്ഷേ അവർക്ക് education ഭയങ്കര high value ആയിരുന്നു. They planned for Stephen to go to the famous Westminster Public School in London. But Stephen was ill at the time of the scholarship examination, so he attended this local St. Albans school. സംഭവം എന്താണ്? വലിയൊരു സ്കൂൾ ഉണ്ടായിരുന്നു, വെസ്റ്റ്മിൻസ്റ്റർ പബ്ലിക് സ്കൂൾ. അതിലേക്ക് പോകണമെന്ന് വിടാനായിരുന്നു പേരൻസിൻ്റെ ആഗ്രഹം. പക്ഷേ അതിൻ്റെ എക്സാമിനേഷൻ്റെ സമയത്ത്, അതായത് സ്കോളർഷിപ്പ് എക്സാമിനേഷൻ, അഡ്മിഷൻ എക്സാമിനേഷൻ സമയത്ത് നമ്മുടെ സ്റ്റീഫൻ എന്തോ അസുഖം പിടിച്ചു, അതുകൊണ്ട് അവിടെ പോകാൻ പറ്റില്ല. സോ വേറൊരു സ്കൂൾ, അത്ര നല്ല സ്കൂളായിരിക്കില്ല, സെയിൻറ്റ് ആൽബൻ സ്കൂൾ എന്ന് പറഞ്ഞ സ്കൂളിലാണ് സ്റ്റീഫൻ ഹോക്കിങ്ങിന് വിടേണ്ടി വന്നത്. ഇത്രയും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല. ഓക്കെ, 8-ാം വയസ്സിൽ at 8 he was thinking seriously about becoming a scientist. ചെക്കൻ എന്താണ്, ചില്ലറക്കാരനൊന്നുമല്ല. 8-ാം വയസ്സിൽ എന്താണ്, സയൻറ്റിസ്റ്റ് ആവാനായിരുന്നു ആഗ്രഹം. ഓഹോ, ഹിസ് ഫാദർ എൻകറേജ്ഡ് ഹിം ടു ഗോ ഇൻ ടു മെഡിസിൻ ലൈക്ക് ഹിം. അപ്പോൾ ഫാദർ എന്തായിരുന്നു, ഒരു ഡോക്ടർ ആയിരിക്കാം അല്ലേ? അതുകൊണ്ട് തന്നെ ഫാദർ പറഞ്ഞു, നീ സയൻറ്റിസ്റ്റ് ഒന്നും ആവാൻ നിൽക്കണ്ട, നീ എന്നെ പോലെ ഡോക്ടർ ആവാൻ നല്ലത്. ബട്ട് സ്റ്റീഫൻ ഫൗണ്ട് ബയോളജി ടു ഇൻഡെഫിനിറ്റ്. സ്റ്റീഫൻ പറഞ്ഞു എന്താണ്,
ഈ ബയോളജി എന്തൊക്കെയോ എന്തായാലും ഡൈക്കോട്ട് മോണോക്കോട്ട് മറ്റേ കോട്ട് ഈ കോട്ട് ഹാർട്ട് അങ്ങോട്ട് പമ്പിന്ന് ഹാർട്ട് ഇങ്ങോട്ട് പമ്പിന്ന് അല്ലേ, എന്തൊക്കെയോ മൈറ്റോകോൺട്രിയ മറ്റേത് സെൽ അല്ലേ, എന്തൊക്കെയോ കാര്യങ്ങളാണ്. ഒരു ഡെഫിനിറ്റ് അല്ല, എന്തൊക്കെയോ റാൻഡം കാര്യങ്ങളാണെന്നാണ് സ്റ്റീഫൻ ഹോക്കിംഗ് പറഞ്ഞതുകൊണ്ട്. അത് സ്റ്റീഫൻ ഹോക്കിംഗ് എന്താണ് ബയോളജി ഒന്നും ഇഷ്ടമല്ലായിരുന്നു. അപ്പോൾ എനിക്ക് അതൊന്നും വേണ്ട അല്ലേ. എത്ര പേര് അഗ്രി ചെയ്യുന്നു? ബയോളജി കുറേ റാൻഡമാണ്. ഫിസിക്സിൽ നമുക്ക് പ്രത്യേക കാര്യമുണ്ട്, ഇന്ന കാര്യമുണ്ട്, അത് എപ്പോഴും വർക്ക് ചെയ്യും, അത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം, എല്ലാം കറക്റ്റാണ്, ഡെഫിനിറ്റാണ്. ബയോളജി അങ്ങനെയൊന്നുമല്ല. കെമിസ്ട്രി കുറേ അങ്ങനെയൊന്നുമില്ല. യങ് സ്റ്റീഫൻ വാസ് ജസ്റ്റ് ആൻ ഓർഡിനറി സ്കൂൾ ബോയ്. അപ്പോൾ കാര്യം സയൻറ്റിസ്റ്റ് ആവാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. സ്കൂളിൽ എന്താണ് സാധാരണ ചെക്കനായിരുന്നു. സ്ലോ ഇൻ ലേണിംഗ് ടു റീഡ് ആൻഡ് വിത്ത് ഹൊറിബിൾ ഹാൻഡ് റൈറ്റിംഗ്. അറ്റ് 14 സ്റ്റീഫൻ വാണ്ടഡ് ടു പെർസ്യൂ മാത്തമാറ്റിക്സ് ആൻഡ് ഫിസിക്സ്. 14 വയസ്സിൽ എന്താണ് സ്റ്റീഫന് മാത്തമാറ്റിക്സും ഫിസിക്സും എന്നാണ് കോളേജിൽ പോയി പഠിക്കാനായിരുന്നു ആഗ്രഹം. His father was not happy because there were no jobs in mathematics except teaching. അച്ഛൻ എന്താണ് വലിയ ഇഷ്ടപ്പെട്ടില്ല. കാരണം മാത്തമാറ്റിക്സ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ പ്രശ്നം എന്താണ്, ജോലിയൊന്നും കിട്ടില്ല, ആകെയുള്ള ജോലി ടീച്ചർ ആവാൻ മാത്രമാണ്, വേറെ ഒരു ജോലിയും കിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. He also wanted his son to attend Oxford, his own college, and it offered no mathematics. മാത്രമല്ല അച്ഛൻ പഠിച്ച കോളേജ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഇല്ലേ, അവിടെ അറ്റൻഡ് ചെയ്യണമെന്നായിരുന്നു സ്റ്റീഫൻ പോകണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ അവിടെ എന്തുണ്ടായിരുന്നില്ല, മാത്തമാറ്റിക്സ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവൻ അവിടെ പോയി കഴിഞ്ഞാൽ തന്നെ ഓക്സ്ഫോർഡ് അഡ്മിഷൻ കിട്ടിയാൽ തന്നെ മാത്തമാറ്റിക്സ് പഠിക്കാൻ പറ്റില്ല, അവിടെ ഫിസിക്സ് പഠിക്കേണ്ടി വരും. ഓക്കെ, എന്നിട്ട് എന്താ സംഭവിച്ചത്? സ്റ്റീഫൻ ഫോളോഡ് ഹിസ് ഫാദേഴ്സ് അഡ്വൈസ്. സ്റ്റീഫൻ എന്താണ് പറഞ്ഞാൽ, അച്ഛൻ പറയുന്നത് അങ്ങോട്ട് ചെയ്തേക്കാം. ഓക്കെ, ആൻഡ് വെന്റ് ടു ഓക്സ്ഫോർഡ് ടു സ്റ്റഡി നാച്ചുറൽ സയൻസ്. നാച്ചുറൽ സയൻസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി സയൻസ് ആണ്, ഫിസിക്സ് ആണ് ഉദ്ദേശിക്കുന്നത്, സ്പെഷ്യലൈസിങ് ഇൻ ഫിസിക്സ്. അപ്പോൾ മാത്സ് എന്താണ് അവിടെ ഇല്ലാത്തതുകൊണ്ടെന്നാണ് ഫിസിക്സ് പഠിക്കാൻ വേണ്ടി ഓക്സ്ഫോർഡിൽ പോയി. ഹി ജോയിൻഡ് യൂണിവേഴ്സിറ്റി കോളേജ്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പല കോളേജസ് ഉണ്ട്. അതിൽ യൂണിവേഴ്സിറ്റി കോളേജ് എന്ന് പറഞ്ഞ കോളേജിലാണ് ഇദ്ദേഹം ജോയിൻ ചെയ്തത്, ആര് സ്റ്റീഫൻ. ഹിസ് ഫാദേഴ്സ് കോളേജ് ആൻഡ് ദി ഓൾഡസ്റ്റ് അറ്റ് ഓക്സ്ഫോർഡ്. അപ്പോൾ അച്ഛൻ്റെ കോളേജിൽ തന്നെയാണ് ഈ സ്റ്റീഫനും പഠിച്ചത്. At first he was sad and bored. ആദ്യമൊക്കെ എന്താണ് ചെക്കൻ എന്താണ് ഭയങ്കര സാഡ് ആൻഡ് ബോർഡ് ഒക്കെ ആയിരുന്നു. ബട്ട് ദെൻ ഹി ബിഗാൻ എൻജോയിങ് ഓക്സ്ഫോർഡ്. പിന്നെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. എന്താണ്? ഹി ബിക്കേം പോപ്പുലർ. പോപ്പുലറായി, കോളേജിൽ ഭയങ്കര പോപ്പുലർ ഫിഗർ ആയിരുന്നു. ഹാഡ് ലോങ് ഹെയർ, വലിയ ലോങ് ഹെയർ ഒക്കെ ആയിരുന്നു. വാസ് ഫേമസ് ഫോർ എസ് വിറ്റ് എന്ന് പറഞ്ഞാൽ തമാശയൊക്കെ ഭയങ്കര അടിക്കുമായിരുന്നു. ലൈക്ക് ക്ലാസിക്കൽ മ്യൂസിക് ആൻഡ് സയൻസ് ഫിക്ഷൻ ആൻഡ് ടുക്ക് പാർട്സ് ഇൻ സ്പോർട്സ്. അപ്പം ഭയങ്കര ഹാപ്പനിങ് ജോളി മനുഷ്യനായിരുന്നു. സ്റ്റീഫൻ ഹോക്കിങ്ങിനെ പറ്റി പലരുടെ ഒരു ഇമേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം അസുഖം ബാധിച്ചതിന് ശേഷം അദ്ദേഹത്തിന് അനങ്ങാൻ പറ്റാതെ ഇങ്ങനെ നിന്നിട്ട് സംസാരിക്കുന്ന ഒരു ഇമേജാണ്. പക്ഷേ അദ്ദേഹം കോളേജിലൊക്കെ ആയിരുന്നപ്പോൾ ഭയങ്കര ജോളി മനുഷ്യനായിരുന്നു. Okay, he applied to do a PhD at Cambridge and was accepted on condition that he got a first from Oxford. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്ലാസ് പോലെയാണ്. അപ്പോൾ ഓക്സ്ഫോർഡിൽ നിന്ന് ഫസ്റ്റ് ക്ലാസ് കിട്ടിയാൽ കേംബ്രിഡ്ജിൽ PhD അഡ്മിഷൻ തരാമെന്ന് കേംബ്രിഡ്ജുകാർ പറഞ്ഞു. ഓക്കെ, ബട്ട് ഹി എൻഡഡ് അപ്പ് ഓൺ ദി ബോർഡർ ലൈൻ ബിറ്റ്വീൻ എ ഫസ്റ്റ് ആൻഡ് എ സെക്കൻഡ്. പക്ഷെ എന്ത് പറ്റി? ഓക്സ്ഫോർഡിൽ എന്താണ് ഫസ്റ്റ് ക്ലാസ്സും കിട്ടിയില്ല, സെക്കൻഡ് ക്ലാസ്സും കിട്ടിയില്ല, ഇടയിലാണ് കിട്ടിയത്. അപ്പോൾ ഫസ്റ്റ് ക്ലാസ് കിട്ടിയില്ല, കേംബ്രിഡ്ജിൽ കിട്ടാനുള്ള അവസ്ഥ ഇല്ലായിരുന്നു. ഓക്കെ, however he was finally accepted because of witty remark. ഒരു തമാശ എന്താണ് നമ്മുടെ സ്റ്റീഫൻ ഹോക്കിംഗ് പറഞ്ഞതുകൊണ്ട് കേംബ്രിഡ്ജ് അഡ്മിഷൻ കിട്ടി. എന്താണ് തമാശ എന്ന് ശ്രദ്ധിച്ചോട്ടോ. ഇഫ് ഐ ഗെറ്റ് എ ഫസ്റ്റ്, എനിക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടിയാൽ, അത് ഓക്സ്ഫോർഡിലെ ആൾക്കാരോട് പറഞ്ഞാണ്, ഓക്സ്ഫോർഡിലെ പ്രൊഫസറിനോട് പറഞ്ഞാണ്, ഇഫ് ഐ ഗെറ്റ് എ ഫസ്റ്റ്, എനിക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടിയാൽ ഐ ഷാൽ ഗോ ടു കേംബ്രിഡ്ജ്, ഞാൻ കേംബ്രിഡ്ജിൽ എനിക്ക് അഡ്മിഷൻ കൊടുത്ത് ഞാൻ അവിടേക്ക് പോയിക്കോളാം. ഇഫ് ഐ റിസീവ് എ സെക്കൻഡ്, എനിക്ക് സെക്കൻഡ് ക്ലാസ് ആണ് കിട്ടിയെങ്കിൽ ഐ വിൽ റിമെയിൻ ഇൻ ഓക്സ്ഫോർഡ്, ഞാൻ ഓക്സ്ഫോർഡിൽ തന്നെ നിൽക്കേണ്ടി വരും. സോ ഐ എക്സ്പെക്ട് ദാറ്റ് യു വിൽ ഗിവ് മീ എ ഫസ്റ്റ്. സോ ഞാൻ വിചാരിക്കുന്നു നിങ്ങൾ എനിക്ക് ഫസ്റ്റ് തരുന്നു. ഹി ഗോട്ട് ഇസ് ഫസ്റ്റ് ആൻഡ് വെന്റ് ടു കേംബ്രിഡ്ജ്. സംഭവം എന്താണ്? ഞാൻ ഫസ്റ്റ് ക്ലാസ് ഇട്ട് ഞാൻ എങ്കിലും സ്ഥലം കാഴ്ചയിലായിക്കോളാം, നിങ്ങൾ രക്ഷപ്പെട്ടു. എനിക്ക് സെക്കൻഡ് ക്ലാസ് ആണ്, സെക്കൻഡ് ഗ്രേഡ് ആണ് നിങ്ങൾ തരുന്നെങ്കിൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ എന്താണ് പ്രൊഫസറിന് ഇത് ഫസ്റ്റ് ക്ലാസ് കൊടുത്ത് സ്ഥലം വിടുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അദ്ദേഹത്തിന് കേംബ്രിഡ്ജിൽ PhD അഡ്മിഷൻ കിട്ടിയത്. എന്തായാലും മാസ്. His first year at Cambridge was bad because of his lack of mathematical background. അദ്ദേഹം മാത്തമാറ്റിക്സ് കാര്യമായിട്ട് പഠിക്കാത്തതുകൊണ്ട് എന്താണ് കേംബ്രിഡ്ജിൽ പക്ഷേ PhD ചെയ്യുമ്പോൾ മാത്തമാറ്റിക്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് എന്താണ് ഫസ്റ്റ് ഇയർ ഭയങ്കര മോശമായിരുന്നു. വിച്ച് മെയ്ഡ് ജനറൽ റിലേറ്റിവിറ്റി എക്സ്ട്രീംലി ടഫ്. ഇപ്പോൾ ജനറൽ റിലേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഐൻസ്റ്റൈൻ പ്രപ്പോസ് ചെയ്ത റിലേറ്റിവിറ്റിയുടെ തിയറിയാണ്. അപ്പോൾ അതിന് ഭയങ്കര മാത്തമാറ്റിക്സ്, ഭയങ്കര ടഫായിട്ടുള്ള മാത്തമാറ്റിക്സ് ഒക്കെ നോളജ് വേണമായിരുന്നു. അപ്പോൾ അതില്ലാത്തതുകൊണ്ടാണ് അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഈ സ്റ്റീഫൻ ഹോക്കിങ്ങിന് ഫീൽ ചെയ്തു. ഡ്യൂറിങ് ഹിസ് തേർഡ് ഇയർ അറ്റ് ഓക്സ്ഫോർഡ്, ഹോക്കിംഗ് ഹാഡ് സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് ക്ലംസി. ദിസ് ഗോട്ട് വേഴ്സ് അറ്റ് കേംബ്രിഡ്ജ്. അപ്പോൾ മൂന്നാമത്തെ വർഷം ഓക്സ്ഫോർഡിൽ പഠിക്കുമ്പോൾ തന്നെ ഇദ്ദേഹത്തിന് എന്താണ് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ തുടങ്ങി, കുറച്ച് മെൻ്റൽ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാൻ തുടങ്ങി. അത് കേംബ്രിഡ്ജിലായപ്പോഴത്തേക്കും തന്നെ ഭയങ്കര വേഴ്സായി, ഭയങ്കര കൂടുതൽ മോശമായി എന്നാണ് പറയുന്നത്. ഓക്കെ, സൂൺ ആഫ്റ്റർ ഹിസ് 21st ബർത്ത്ഡേ, 21ാം ബർത്ത്ഡേ കഴിയുമ്പോഴത്തേക്കും 1963 ഹി കോൺട്രാക്റ്റഡ് എ റെയർ ഡിസീസ് വിത്ത് നോ ക്യൂർ. ഒരു ക്യൂറും ഇല്ലാത്ത ഒരു റെയർ ഡിസീസ് അദ്ദേഹത്തിന് കിട്ടി. എന്താണ്? അമിയോട്രോഫിക് ലാറ്ററൽ സ്ക്ലറോസിസ് അല്ല സ്ക്ലിറോസിസ്. അങ്ങനെ ഒരു ഭയങ്കര ഡിസീസ് അദ്ദേഹത്തിനെ ബാധിച്ചു. ഇറ്റ് കോസ്റ്റ് എ ഗ്രാജുവൽ ഡിസിൻറ്റിഗ്രേഷൻ ഓഫ് ദി നെർവ് സെൽസ് ഇൻ ദി സ്പൈനൽ കോഡ് ആൻഡ് ദി ബ്രെയിൻ. ഹി വെന്റ് ടു ഡീപ് ഡിപ്രഷൻ, കൺഫ്യൂസ്ഡ് അബൌട്ട് ദി ഫ്യൂച്ചർ. അദ്ദേഹത്തിന് ഭയങ്കര ഡിപ്രസ്ഡ് ആയി, കാരണം ഇതിന് ക്യൂർ ഇല്ല, ഭയങ്കര റെയർ ഡിസീസാണ്. Hawking's doctors hoped that his condition would stabilize, but it got worse.
ഡോക്ടേഴ്സ് വിചാരിച്ചു എന്താണ് സ്റ്റെബിലൈസ് ആവും, പക്ഷേ എന്താണ് അത് മോശമായിക്കൊണ്ടേയിരുന്നു. ദേ ഇൻഫോംഡ് ഹിം ദാറ്റ് ഹി ഹാഡ് ഓൺലി അബൌട്ട് 2 more years to live. 2 വർഷം മകനെ നിനക്ക് ജീവിക്കാനുള്ളൂ. അത് 21 വയസ്സ് വരെ ഉള്ളൂ, 23 വയസ്സ് വരെ ജീവിക്കുള്ളൂ എന്ന്. ആലോചിച്ച് നോക്കി ഇങ്ങനത്തെ സ്ഥിതിയൊക്കെ. താങ്ക്ഫുള്ളി പക്ഷേ പ്രോഗ്രഷൻ ഓഫ് ദി ഡിസീസ് സ്ലോഡ് ആഫ്റ്റർ ദോസ് 2 years. 2 വർഷം കഴിഞ്ഞതാണ് അദ്ദേഹത്തിനൊന്നും കുഴപ്പമില്ല, ഡിസീസ് എന്നാണ് സ്ലോ ആയിരുന്നേ ഉള്ളൂ, ഡിസീസിൽ നിന്ന് വിമോചനായില്ല. ടോട്ടൽ ഡിസബിലിറ്റി ആൻഡ് ഡെത്ത് വെയർ പോസ്റ്റ്പോൺ ഫോർ എ വൈൽ. ടോട്ടൽ ഡിസബിലിറ്റിയും മരണവും എന്താണ് തൽക്കാലത്തേക്ക് പോസ്റ്റ്പോൺ ചെയ്യപ്പെട്ടു. ഓക്കെ, പിന്നീട് എന്താ സംഭവിച്ചത്? അറ്റ് ന്യൂ ഇയേഴ്സ് പാർട്ടി അറ്റ് സെയിന്റ് ഓൾബൻസ് ജസ്റ്റ് ബിഫോർ ഹി എന്റർഡ് ദി ഹോസ്പിറ്റൽ ഫോർ ടെസ്റ്റ്, ഹോക്കിംഗ് മെറ്റ് ജെയിൻ. ജെയിൻ എന്ന് പറഞ്ഞാൽ ജെയിൻ ചേച്ചീനെ എന്താണ് കണ്ടുമുട്ടി. ഷീ ലൈക്ക് ദിസ് ബിറ്റ്. ഇവൻ്റെ എന്ന് പറയാൻ പറ്റില്ല, ഡോക്ടർ ഹോക്കിങ്ങിൻ്റെ തമാശ എന്താണ് ഈ ജെയിൻ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടു. ആൻഡ് തോട്ട് ഹി വാസ് ഇൻട്രസ്റ്റിംഗ്. വെൻ ജെയിൻ മെറ്റ് ഹിം അഗെയിൻ ആഫ്റ്റർ ഹിസ് ഡിസ്ചാർജ് ഫ്രം ദി ഹോസ്പിറ്റൽ ഹി വാസ് ഇൻ എ പെത്തറ്റിക് സ്റ്റേറ്റ്, ബട്ട് ഷീ വാസ് നോട്ട് പുട്ട് ഓഫ്. പുട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ ഫ്രേസൽ വെർബാണ്. പുട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഷ്ടപ്പെടാതിരിക്കുക. അങ്ങനെ പുട്ട് ഓഫ് ആയില്ല, വാസ് നോട്ട് പുട്ട് ഓഫ്. ഓക്കെ, റിപ്പൾസീവ് ആയിട്ട് ഫീൽ ചെയ്തിട്ടില്ല. പുട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ റിപ്പൾസീവ് ആണ്. ഐ എം പുട്ട് ഓഫ് ബൈ യുവർ ഫേസ് അല്ലേ, അങ്ങനെ ആരും പറയരുത്. ഐ എം പുട്ട് ഓഫ് ബൈ യുവർ ബിഹേവിയർ. ഞാൻ നിൻ്റെ ബിഹേവിയർ എനിക്ക് റിപ്പൾസീവ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ തോന്നിയില്ല എന്ന് പറയുന്നത്. നോട്ട് പുട്ട് ഓഫ് ബൈ ഹിസ് ഫിസിക്കൽ ഓർ മെൻ്റൽ കണ്ടീഷൻ. ഹോക്കിംഗ് അഡ്മയർഡ് ഹെർ ഒപ്റ്റിമിസം ആൻഡ് ദെയർ ഫ്രണ്ട്ഷിപ്പ് ഡെവലപ്ഡ് സ്ലോലി. ഹി അപ്ലൈഡ് ഫോർ എ റിസർച്ച് ഫെലോഷിപ്പ് അറ്റ് കീസ് എന്നാണ് ശരിക്കും പറയാം കേട്ടോ, കെയ്സ് എന്നല്ല, കീസ് വൺ ഓഫ് കേംബ്രിഡ്ജ് കോളേജസ് ആൻഡ് വാസ് അക്സെപ്റ്റഡ്. അപ്പോൾ റിസർച്ച് ഫെല്ലോ ആയിട്ട് എന്താണ് കീസ് എന്ന് പറഞ്ഞാൽ കേംബ്രിഡ്ജിലെ കോളേജിൽ അദ്ദേഹത്തിന് കിട്ടി, ഒരു ജോലി കിട്ടി. ഇൻ ജൂലൈ ഓഫ് 1965 ജെയിൻ ആൻഡ് ഹി വർ മാരിഡ്. അവർ രണ്ടുപേരും കല്യാണം കഴിച്ചു 65-ൽ. അപ്പോൾ എന്നാണ് ഡിസീസ് ബാധിച്ചത്? 63-ൽ. അപ്പോൾ 2 വർഷത്തിന് ശേഷം എന്താണ് ഇവർ മാരീഡായി. ഹോക്കിംഗ് മേഡ് ഹിസ് വേ അറൌണ്ട് ദി യൂണിവേഴ്സിറ്റി കോറിഡോർസ് വിത്ത് എ കെയിൻ. ഒരു കെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നടക്കുന്ന ഒരു വടി. ഓക്കെ, ആൻഡ് സ്പോക്ക് വിത്ത് എ സ്ലൈറ്റ് സ്പീച്ച് ഇംപെഡിമെന്റ്. സ്പീച്ച് ഇംപെഡിമെന്റ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു സ്പീച്ചിന് ഒരു കുഴപ്പമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീഡിയോസ് ഒക്കെ കണ്ടവർക്ക് അറിയാം. അവസാനത്തേക്ക് ആകുമ്പോൾ ഭയങ്കര എന്താണ് സ്പീച്ച് സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയായി. പക്ഷെ അതിന് മുൻപ് വരെ എന്താണ് കുറച്ചൊക്കെ സംസാരിക്കാൻ, പക്ഷേ ഇങ്ങനെ ബുദ്ധിമുട്ടി. ഓക്കെ, ഹി ഡെയറിംഗ്ലി ആസ്ക്ഡ് അൺഎക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസ് ഇൻ സെഷൻസ് ഇൻവോൾവിംഗ് സം ഓഫ് ദി വേൾഡ്സ് ബിഗ്ഗസ്റ്റ് സയൻറ്റിസ്റ്റ്. സംഭവം എന്താണ്, ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ പോലും എന്താണ് വലിയ സയൻറ്റിസ്റ്റ് എന്താണ് വലിയ കോൺഫറൻസ് ഒക്കെ ഹോൾഡ് ചെയ്ത് സ്പീച്ചൊക്കെ പറയുമ്പോൾ ഇദ്ദേഹം പോയിരുന്നാണ് ഭീകര ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അപ്പം മെൻ്റലി ഭയങ്കര ഷാർപ്പായിരുന്നു. വൈൽ അതർ യങ് റിസർച്ചേഴ്സ് വേർ സൈലന്റ്. യങ് ആയിട്ടുള്ള റിസർച്ചേഴ്സ് അങ്ങനെ മിണ്ടാതിരിക്കുമ്പോൾ എന്താണ് ഈ ഹോക്കിംഗ് എന്താണ് പോയി ഭീകര ചോദ്യങ്ങൾ ചോദിക്കും. ഹിസ് റെപ്യൂട്ടേഷൻ ആസ് എ ജീനിയസ് അനദർ ഐൻസ്റ്റൈൻ ബിഗാൻ ദെൻ. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ജീനിയസ് എന്ന് പറഞ്ഞ അടുത്ത ഐൻസ്റ്റൈൻ എന്ന് പറഞ്ഞ എന്താണ് ഒരു റെപ്യൂട്ടേഷനൊക്കെ മെല്ലെ പൊന്തി വന്നത്. ഇൻ 1980 a need for funds made him think of writing a book about the universe. പൈസ ഇല്ലാത്തതുകൊണ്ടാണ് അദ്ദേഹം ഒരു ബുക്ക് എഴുതാൻ വിചാരിച്ചു യൂണിവേഴ്സിനെ പറ്റിയിട്ട്. ഹി റോട്ട് ദ ബുക്ക് ടു മേക്ക് സയൻസ് അണ്ടർസ്റ്റാൻഡബിൾ ടു നോൺ സയൻറ്റിസ്റ്റ്. അപ്പോൾ നമ്മളെപ്പോലെ എന്താണ് സയൻറ്റിസ്റ്റ് അല്ലാത്ത ആൾക്കാർക്കൊക്കെ എന്താണ് ബുക്ക് ഈ യൂണിവേഴ്സിൻ്റെ തിയറീസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ബുക്ക് അദ്ദേഹം എഴുതി. ഹി കംപ്ലീറ്റഡ് ദ ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഇൻ 1984 ആൻഡ് മെയ്ഡ് എ ട്രിപ്പ് ടു സ്വിറ്റ്സർലൻഡ്. അപ്പോൾ ഫസ്റ്റ് ഡ്രാഫ്റ്റ് തീർത്തിട്ട് എന്താണ് സ്വിറ്റ്സർലൻഡിലേക്ക് ഒരു ട്രിപ്പിന് പോയി. ദെയർ ഹി ഗോട്ട് നിമോണിയ ആൻഡ് വാസ് ലെഫ്റ്റ് ഓൺ എ ലൈഫ് സപ്പോർട്ട് സിസ്റ്റം. അവിടെ വെച്ചിരുന്നാണ് നിമോണിയ ബാധിച്ച് ലൈഫ് സപ്പോർട്ട് സിസ്റ്റം, ബേസിക്കലി ഒരു കോമ പോലത്തെ ഒരു അവസ്ഥയിൽ അദ്ദേഹം അകപ്പെട്ടു. He got a tracheotomy which saved his life but left him mute. അപ്പോൾ എന്താണ് ഈ ട്രക്കിയേൻ്റെ എന്താണ് അവിടെ സർജറി ചെയ്തിട്ട് അദ്ദേഹം രക്ഷപ്പെട്ടു. പക്ഷെ എന്താണ് അദ്ദേഹത്തിൻ്റെ സംസാരശേഷി എന്താണ് നഷ്ടപ്പെട്ടു, സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ. ഹോക്കിംഗ് could no longer breathe through his mouth and nose but only through a permanent opening made in his throat. മൂക്കിൽ കൂടി വായിലും കൂടി ശ്വസിക്കാൻ പറ്റില്ലായിരുന്നു. ഇവിടെ എന്താണ് ഒരു തുളയുണ്ടാക്കി അതിൽ കൂടി മാത്രമേ ശ്വസിക്കാൻ പറ്റുള്ളൂ. ഭയങ്കര മോശമായിട്ടുള്ള അവസ്ഥയായിരുന്നു. ആഫ്റ്റർ മെനി വീക്സ് ഓഫ് ഇൻറ്റൻസീവ് കെയർ ഹി വെൻ ഹോം ടു ജെയിൻ ആൻഡ് ഹിസ് 3 children. തിരിച്ചു പോകാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഹി വാസ് സ്റ്റിൽ ടു വീക്ക് ആൻഡ് ഇൽ ടു കണ്ടിന്യൂസ് റിസർച്ച്. അപ്പം ഭയങ്കര വീക്കായിരുന്നു, റിസർച്ച് ഒന്നും കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു അവസ്ഥയിലല്ലായിരുന്നു. വോൾട്ടോസ്, a computer expert in California, sent him a program called the Equalizer which allowed Hawking to select words from the screen. സംബന്ധം വെച്ചാൽ വോൾട്ടോസ് എന്ന് പറഞ്ഞ കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം ഒരു പ്രോഗ്രാം ഉണ്ടാക്കി. ആ പ്രോഗ്രാം പ്രകാരം എന്താണ് ഹോക്കിങ്ങിന് എന്താണ് ഒരു സ്ക്രീനിൽ നിന്നാണ് ജസ്റ്റ് വേർഡ്സിനെ സെലക്ട് ചെയ്യാം. ആ വേർഡ്സ് അദ്ദേഹം സെലക്ട് ചെയ്താൽ ആ വേർഡ്സ് എന്താണ് അത് തന്നെ എന്താണ് ഓഡിയോ ആയിട്ട് വരും. അപ്പോൾ വേർഡ്സ് സെലക്ട് ചെയ്ത് അദ്ദേഹത്തിന് എന്ത് ചെയ്യാം, സംസാരിക്കാം, വെർച്വലി സംസാരിക്കാനുള്ള ടെക്നോളജി ഉണ്ടാക്കി കൊടുത്തു. ഓക്കെ, with the support of Hawking student Brian Witt, a brief history of time was published in 1980. അപ്പോൾ നേരത്തെ പറഞ്ഞ ആ ബുക്കില്ലേ അതിൻ്റെ ഡ്രാഫ്റ്റ് അന്ന് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. 4 വർഷത്തിന് ശേഷം 1988 ഈ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം, അതായത് യൂണിവേഴ്സിനെ പറ്റിയുള്ള ഏറ്റവും അടിപൊളി ബുക്ക് എന്താണ് ഇദ്ദേഹം 1988 പബ്ലിഷ് ചെയ്തു. എത്ര പേര് ബുക്ക് വായിച്ചിട്ടുണ്ട്? ബുക്ക് വായിച്ച ഒരു ഹാർട്ട് ഇമോജിട, വായിക്കാത്തൊരു വായിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇറ്റ് ഇസ് എ ബ്യൂട്ടിഫുൾ ബുക്ക്. ഓക്കെ, ഫിസിക്സിൽ ഇതുവരെ ഡിസ്കവർ ചെയ്ത എല്ലാ തിയറീസിൻ്റെയും ഒരു ബേസിക് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക്, ബേസിക് അല്ല അത്യാവശ്യം നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് കിട്ടാൻ ഒരു നല്ലൊരു ബുക്കാണ്. സയൻസ് വലിയ ഇഷ്ടമില്ലാത്ത
അറിയാത്തവരും വായിച്ചാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളൊരു ബുക്കാണ് കേട്ടോ. In September 2005, an abridged version was published. One will encounter many paradoxes in the book. Okay, ഒരു ബുക്ക് എന്താണ് ഈ ബുക്കിന്റെ ഒരു അപ്ഡേറ്റഡ് വേർഷൻ എന്താണ് പബ്ലിഷ് ചെയ്തു 2005. അത് കുറച്ചുകൂടി ബെറ്റർ ബുക്കാണ്. അതാണ് നിങ്ങളിപ്പോൾ വായിക്കുക. അതാണ് പഴയ ബുക്കല്ല നിങ്ങളിപ്പോൾ മാർക്കറ്റിൽ കിട്ടുക. It is a miracle that Hawking has been able to achieve so much and is still alive. When you experience his intelligence and humor, you begin to take his grave physical problems no more seriously than he seems to himself. Basically എന്താണ് ഹോക്കിംഗ് എന്താണ് വലിയ കാര്യങ്ങളിലൂടെ വലിയ ബാറ്റിൽസിലൂടെ ഗോ ത്രൂ ചെയ്ത് കടന്നുപോയ ആളാണ്. പക്ഷേ എന്താണ് അദ്ദേഹത്തിനോട് സംസാരിക്കുമ്പോൾ ഒന്നും തോന്നുന്നില്ല. അദ്ദേഹം എന്താണ് ഭയങ്കര തമാശയൊക്കെ പറഞ്ഞ് ഭയങ്കര വിറ്റി എന്ന് പറഞ്ഞാൽ തമാശയൊക്കെ ആയ കാര്യങ്ങൾ ഇൻ്റലിജൻറ്റ് തമാശയാണ്, വളിപ്പല്ല. വളിപ്പിനല്ല വിറ്റി എന്ന് പറയും കേട്ടോ. വിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ഇൻ്റലിജൻ്റ് ആയ തമാശയ്ക്ക് പറയുന്നതുകൊണ്ട് നമുക്ക് തോന്നില്ല അദ്ദേഹം ഇത്രയും ഭയങ്കര ബുദ്ധിമുട്ടിലൂടെ കടന്നുപോയ ആളാണെന്നാണ് പറയുന്നത്. സ്റ്റീഫൻ ഹോക്കിംഗ് ഹാസ് ഓവർകം എ ക്രിപ്ലിംഗ് ഡിസീസ് ടു ബിക്കം ദി ബിഗ്ഗസ്റ്റ് ഫിഗർ ഇൻ വേൾഡ് ഫിസിക്സ്. ഹോക്കിംഗ് കണ്ടിന്യൂ ടുവേഴ്സ് ഹിസ് ഗോൾ ഡിസ്പൈറ്റ് ദി സ്ട്രഗിൾ ഹി ഫേസ്ഡ് ആൻഡ് എൻഡഡ് അപ്പ് ആസ് വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് മൈൻഡ്സ് ഓഫ് അവർ ടൈം. അപ്പോൾ ഈ ഡിസീസ് ബാധിച്ച് കുറേ വർഷങ്ങളോളം എന്താണ് ഇദ്ദേഹം ജീവിച്ചു എന്ന് മാത്രമല്ല, അദ്ദേഹം പല സയൻസിന് വേണ്ടിയുള്ള കോൺട്രിബ്യൂഷൻസ് നൽകി. ബ്ലാക്ക് ഹോളിലൊക്കെ ഉണ്ടാകുന്ന ഒരു ഹോക്കിംഗ് റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. ആ ഹോക്കിംഗ് റേഡിയേഷൻ ഒക്കെ പലരും കണ്ടുപിടിക്കാൻ പറ്റാത്ത സംഭവമായിരുന്നു. ഇദ്ദേഹം പ്രെഡിക്റ്റ് ചെയ്തു, അത് കണ്ടുപിടിക്കുകയും ചെയ്തു പിന്നീട്. അങ്ങനെ പല കോൺട്രിബ്യൂഷൻസ് ഉണ്ടായിരുന്നു. ഹിസ് ലൈഫ് ആൻഡ് ജേർണി ഇൻസ്പയർ us to do our best, notwithstanding the difficulties that lie in our path. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ലൈഫിൽ നിന്ന് നമ്മൾ എന്താണ് പഠിക്കേണ്ടത്? നമ്മൾ പഠിക്കേണ്ടത് പല ഡിഫിക്കൽട്ടീസ് നമ്മുടെ വരും, പക്ഷേ നമ്മുടെ ബെസ്റ്റ് കൊടുക്കണം എന്നുള്ള കാര്യമാണ് നമ്മൾ പഠിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ഈ ചാപ്റ്റർ ഖത്തം. സിമ്പിൾ ചാപ്റ്റർ ആണ്. നിങ്ങൾ ആലോചിക്കും സാർ അപ്പോൾ ഇതിൽ ഞങ്ങൾ എന്താ ഇപ്പോൾ ഓർത്ത് വെക്കേണ്ടത്? സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന് ജനിച്ചു, ഏത് സ്കൂളിലാണ് പോയി, ഒന്നും ഓർത്ത് വെക്കാനില്ല. ജസ്റ്റ് നിങ്ങൾ ഈ ചാപ്റ്ററിൻ്റെ സീക്വൻസ് മനസ്സിലാക്കുക. അദ്ദേഹം ജനിച്ചു, അദ്ദേഹം സ്കൂളിൽ പോയി, അദ്ദേഹം കോളേജിൽ പോയി, ഫസ്റ്റ് ഓക്സ്ഫോർഡിൽ പോയി, പിന്നെ കേംബ്രിഡ്ജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്താണ് അദ്ദേഹം ഓൾറെഡി എന്താണ് അദ്ദേഹത്തിന് ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ പിന്നീട് ഡിസീസ് ബാധിച്ചു. അതിനുശേഷം എന്താണ് സ്വിറ്റ്സർലൻഡിൽ പോയി. ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ ഉണ്ടാക്കിയാൽ മതി. അതിനിടെ കല്യാണം കഴിച്ചു. ആ ഒരു ഔട്ട്ലൈൻ നിങ്ങൾക്ക് ഉണ്ടായാൽ സംഭവം സെറ്റാണ്. ക്ലിയർ ആണല്ലോ മക്കൾ? ഔട്ട്ലൈൻ നിങ്ങൾക്ക് കിട്ടിയാൽ സംഭവം സെറ്റാണ്. അതിൽ കൂടുതൽ എന്താണ് നിങ്ങൾ ഓവർ ചാപ്റ്ററിനെ ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓരോ സ്പെസിഫിക് ഡീറ്റെയിൽസും പഠിക്കുന്നതിൽ പോയിന്റ് ഇല്ല. ക്വസ്റ്റ്യൻ ആൻസർ ഒന്നും ചോദിക്കില്ല ചാപ്റ്റർ കേട്ടോ. എപ്പോഴും എന്താ ചോദിക്കുക? ഒരു പാരഗ്രാഫ് ഒന്ന് അത് ബേസ്ഡ് ആയിട്ട് ചോദിക്കും. അപ്പോൾ പാരഗ്രാഫിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും, പക്ഷേ ആ ചാപ്റ്റർ ഒരു ഓവറോൾ ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവണം, എന്നാലേ ആ പാരഗ്രാഫിന് ഉത്തരം കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം നമ്മുടെ ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവറിത്തിങ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ക്രിസ്റ്റൽ ക്ലിയർ ആണെങ്കിൽ ക്രിസ്റ്റൽ ക്ലിയർ എന്ന് ലൈവ് ചാറ്റിൽ പറയാം. നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് കടക്കാം മക്കളെ. ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം എനിക്ക് പറയാനുള്ളത്, അലൻ സാർ പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങളുടെ നമ്മുടെ അഗ്നി ബാച്ചിൻ്റെ അഡ്മിഷൻസ് നമ്മൾ ഇനിയും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ചാപ്റ്റേഴ്സൊക്കെ കുറേ ഉണ്ട് ബാക്കി. അതൊക്കെ പഠിച്ച് സെറ്റാക്കി പബ്ലിക് എക്സാമൊക്കെ അടിപൊളിയിൽ എഴുതാൻ ആഗ്രഹമുണ്ട്. അഗ്നി ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഇനി അതല്ല റിവിഷൻ ക്ലാസ് മാത്രമാണ് നിങ്ങൾക്ക് വേണ്ടത്. പിന്നെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്, എക്സാമിനറുടെ ബുക്ക് അടക്കം. അതാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും ഫീസ് വരുന്നുള്ളൂ. ബാച്ചിൽ ആ റിവിഷൻ ബാച്ചിൽ മാത്രമേ ജോയിൻ ചെയ്യാം. ഏതിൽ ജോയിൻ ചെയ്യണം താഴെ നമ്പർ കൊടുത്തിട്ട് കൂടുതൽ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാൻ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്ത് മനസ്സിലാക്കുക. ഓക്കെ, നീറ്റ് ബാച്ചിൻ്റെ അഡ്മിഷൻസ് വി ആർ സ്റ്റിൽ കണ്ടിന്യൂയിങ്. ആവശ്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, നീറ്റ് ബാച്ചിൽ ഇനിയും പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ദിസ് ഇസ് യുവർ ലാസ്റ്റ് ചാൻസ്. കാരണം എന്താണ് മക്കളെ, +2 മാത്രം പഠിച്ചിട്ട് +1 +2 നീറ്റ് നിങ്ങൾ ക്രാക്ക് ചെയ്യാൻ പോകുന്നില്ല. ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, വെർച്വലി ഇമ്പോസിബിൾ ആണ്. സോ ഏതെങ്കിലും ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ട്, നിർബന്ധിക്കല്ല മക്കളെ. നിങ്ങൾക്ക് ജെന്യുവൻലി ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഇതിലെ എഫക്റ്റീവ്നെസ്. കഴിഞ്ഞ വർഷങ്ങളൊക്കെ ഓരോ കുട്ടികളുടെ റിസൾട്ട് 520 വാങ്ങിയിട്ട് കുട്ടികളുടെയൊക്കെ ഇൻ്റർവ്യൂവിൽ അവർ പറയുന്നുണ്ട് എന്താണ് ബാച്ചിൻ്റെ ഗുണം എന്നുള്ള കാര്യങ്ങളൊക്കെ. അത് കണ്ടിട്ടുള്ളവർക്ക് അറിയാം ബാച്ചിൽ ജോയിൻ ചെയ്താലുള്ള ഗുണങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ ഇഫ് യു വാണ്ട് ഇറ്റ് യു ക്യാൻ ജോയിൻ. ഓക്കെ, ഓൾസോ അഗ്നി ബാച്ചിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് അഗ്നി എന്ന് പറഞ്ഞിട്ട് ഒന്ന് ഫയർ ഇമോജി ഇട്ടാൽ മക്കളെ. എത്ര പേര് നമ്മുടെ അഗ്നിയിൽ പഠിക്കുന്നുണ്ട്? ഓൾസോ പൃഥ്വിയിലെ കുട്ടികൾ പഠിക്കുന്നത് ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് പൃഥ്വി എന്ന് പറഞ്ഞിടുക. അടിപൊളിയായിട്ട് നിങ്ങൾ പഠിക്കുന്നുണ്ടല്ലോ. അഗ്നിയിൽ നമ്മൾ കുറേ ചാപ്റ്റേഴ്സ് അടിപൊളിയായിട്ട് തീർത്തു. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ ആപ്പിൽ എല്ലാം ഉണ്ട്. ഏറ്റവും ഭീകരമായിട്ടാണ്, ഏറ്റവും ഓർഗനൈസ്ഡ് ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. കുട്ടികളൊക്കെ ഉണ്ട്, ഭീകരം. ഓക്കെ, അപ്പം 3 ചാപ്റ്റേഴ്സ് നമ്മൾ തീർത്തു. ഇനി നമുക്ക് ചാപ്റ്റേഴ്സ് ബാക്കിയുണ്ട് മക്കളെ. ഏത് ചാപ്റ്ററാണ് അടുത്ത് വേണ്ടത്? നമുക്ക് ഏത് ചാപ്റ്ററാണ്? സൺറൈസ് ഓഫ് ദി ഹിൽസ്, പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്, പോയം, ഫ്ലൈറ്റ്. നമുക്കൊരു കാര്യം ചെയ്താലോ, നമുക്കൊരു പോയം എടുത്താലോ? ഇഫ് എന്ന് പറഞ്ഞാൽ റെഡിയർഡ് കിപ്ലിങ്ങിൻ്റെ ഒരു പോയം പിടിച്ചാലോ? പോയം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. കാരണം പോയത്തിൻ്റെ അപ്രീസിയേഷൻ വരും, അതുകൂടാതെ പോയത്തിൽ നിന്നുള്ള കോംപ്രിഹെൻഷൻ വരും. ഓക്കെ, പോയം കോംപ്രിഹെൻഷൻ വരും, രണ്ടും ഹൈ വെയിറ്റേജ് ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് പോയം പഠിക്കാം. ഇഫ് എന്ന് പറഞ്ഞ പോയം സിമ്പിൾ പോയമാണ്, വേഗം നമുക്ക് ഇതിൽ നിന്ന് കുറേ മനസ്സിലാക്കാനൊന്നുമില്ല കേട്ടോ. ഈ പോയത്തിൽ നിന്ന് ജസ്റ്റ് എന്താണ് വായിച്ചു പോകാൻ മാത്രമേ ഉള്ളൂ. അടുത്തൊരു പോയം ഉണ്ട്, സൺറൈസ് ഓൺ ദി ഹിൽസ്. അതൊന്ന് കുറച്ച് നമുക്ക് സംഗതികൾ മനസ്സിലാക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ലെറ്റ് us start.
ഫസ്റ്റ് നമുക്ക് എന്താ ഈ പോയത്തിന്റെ കംപ്ലീറ്റ് അർത്ഥം മനസ്സിലാക്കാം, ഓരോരോ ലൈൻ ബൈ ലൈൻ മനസ്സിലാക്കാം. അതിനുശേഷം നമുക്ക് അതിൽ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച്, അതായത് മെറ്റഫോർ, ഓണമോട്ടോപിയ, ആനഫോറ, ഡിഡാക്റ്റിക്, അങ്ങനെ കുറേ ഫിഗേഴ്സ് ഓഫ് സ്പീച്ചും പോയറ്റിക് ഡിവൈസസ് ഉണ്ട്. അത് നമുക്ക് മനസ്സിലാക്കാം. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, പോയം മനസ്സിലാക്കാം. ഈ പോയം ആരുടെ പോയമാണ്? റഡ്യർഡ് കിപ്ലിംഗ് എന്ന് പറഞ്ഞ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പോയറ്റ് എഴുതിയ പോയമാണ്. ഓക്കെ, പോയമിനെ പോം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇടണം, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, പോയം എന്ന് പറഞ്ഞാൽ കേട്ടോ. ഓക്കെ, രണ്ടും കറക്റ്റാണ്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. If you can keep your head when all about you are losing theirs and blaming it on you. എന്താണ് ഈ പറയുന്നത്? ബേസിക്കലി ഒരു അച്ഛനുണ്ട്. ആ അച്ഛൻ അദ്ദേഹത്തിൻ്റെ മകനോട് പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇഫ് യു ക്യാൻ ഡൂ ദിസ് എന്ന് പറയുമ്പോൾ അച്ഛൻ എന്താണ് മകനോട് പറയുകയാണ്, നിനക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എന്താ വയ്ക്കുക? അത് അവസാനം പറയുന്നുണ്ട്. പക്ഷേ ആ അവസാനം പറയുന്ന കാര്യങ്ങൾ എന്താണ്? ഞാൻ ഇപ്പോൾ തന്നെ പറഞ്ഞുതരാം. നിനക്ക് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എന്താണ്? ഈ ലോകം നിൻ്റെയാണ്, ഈ ലോകം നീ കീഴടക്കിയ പോലെയാണ്, അതായത് നീ ഏറ്റവും അടിപൊളി മനുഷ്യനായി എന്നാണ് പറയുന്നത്. അപ്പോൾ ആ എന്തൊക്കെ ചെയ്യണം എന്നാണ് ഈ അച്ഛൻ എന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പറയുന്ന കാര്യം എന്താണെന്ന് നോക്കാം. ഇഫ് യു ക്യാൻ കീപ് യുവർ ഹെഡ് വെൻ ഓൾ അബൌട്ട് യു ആർ ലൂസിങ് ദേഴ്സ് ആൻഡ് ബ്ലെയിമിങ് ഇറ്റ് ഓൺ യു എന്ന് പറയുന്നതാണ്. ഇഫ് യു ക്യാൻ കീപ് യുവർ ഹെഡ് എന്ന് പറയുന്നതാണ്, നീ കാമായി ഇരിക്കാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ. കീപ് യുവർ ഹെഡ് എന്ന് പറഞ്ഞാൽ ഇഫ് യു ക്യാൻ റിമെയിൻ കാം വെൻ ഓൾ അബൌട്ട് യു ആർ ലൂസിങ് ദേഴ്സ് ആൻഡ് ബ്ലെയിമിങ് ഇറ്റ് ഓൺ യു. ബാക്കിയുള്ള നിന്റെ ചുറ്റുമുള്ള ആൾക്കാർക്ക് എന്താണ്, അവരുടെ കിളി പോയി എന്താണ്, അവരെന്താണ് നിന്നെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അല്ലെ നിന്നെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും നിനക്ക് കാമായിട്ടിരിക്കാൻ പറ്റുമെങ്കിൽ. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഇഫ് യു ക്യാൻ ട്രസ്റ്റ് യുവർ സെൽഫ് വെൻ ഓൾ മെൻ ഡൗട്ട് യു. ബാക്കിയുള്ളവർ നിന്നെ സംശയിക്കുമ്പോൾ നിനക്ക് നിന്നെ തന്നെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ. ബട്ട് മേക്ക് അലൗവൻസ് ഫോർ ദ ഡൗട്ടിങ് ടു. അതായത് നീ നിന്നെ തന്നെ ട്രസ്റ്റ് ചെയ്യണം, ശരിയാണ്, പക്ഷേ അവരുടെ ഡൗട്ടിന്, അവരുടെ സംശയത്തിന് ഒരു അലവൻസ് കൊടുക്കണം, ഒരു സ്പേസ് കൊടുക്കണം. അതായത് നീ എന്താണ് ഫുൾ ഓവർ കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കരുത്. അവർ പറയുന്ന സംശയത്തിന് എന്താണ്, എന്തെങ്കിലും ഒരു ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ ട്രൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ രണ്ട് കാര്യങ്ങൾ അവിടെ വരുന്നുണ്ട്. ഇഫ് യു ക്യാൻ വെയിറ്റ് ആൻഡ് നോട്ട് ബി ടയേർഡ് ബൈ വെയിറ്റിംഗ്. ട്രെയിൻ കാത്തിരിക്കുമ്പോൾ എന്താണ്, വെയിറ്റ് ചെയ്തിട്ട് ടയേർഡ് ആവാതിരിക്കാനാണ് അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? അല്ല മക്കളെ, നമ്മൾ ലൈഫിൽ സക്സസ്ഫുൾ ആവണമെങ്കിൽ അല്ലെ എന്തെങ്കിലും കാര്യം നടത്തിയെടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ പേഷ്യൻ്റ് ആയപ്പെട്ടു, നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഒറ്റയടിക്ക് ചിലപ്പോൾ നടക്കണമെന്നില്ല. അപ്പോൾ അത് വെയിറ്റ് ചെയ്യാൻ, ഇഫ് യു ക്യാൻ വെയിറ്റ്, നിനക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ, ആൻഡ് നോട്ട് ബി ടയേർഡ് ബൈ വെയിറ്റിംഗ്. പക്ഷേ ഈ വെയിറ്റിംഗ് എന്താണ്, ആ വെയിറ്റിംഗ് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് പോലെ നിങ്ങൾ കൺസിഡർ ചെയ്യാൻ പാടില്ല. കാരണം എന്താണ്, ആലോചിച്ച് നോക്കും, നിങ്ങൾക്ക് എന്താണ് പരീക്ഷയിൽ നല്ല മാർക്ക് വേണം അല്ലേ? എല്ലാവർക്കും പരീക്ഷയിൽ നല്ല മാർക്ക് വേണം, അതിനാണ് നിങ്ങളിവിടെ വന്നത്. ഓക്കെ, പരീക്ഷ മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എന്താണ് ഇപ്പം നടക്കുമോ? ഇപ്പം നടക്കില്ല. ഇന്ന് പഠിക്കണം, നാളെയും പഠിക്കണം, പരീക്ഷ എഴുതണം, പിന്നെ ബാക്കിയുള്ള പരീക്ഷകൾ എഴുതണം. എല്ലാം എഴുതി കഴിഞ്ഞ് കുറേ സമയം കഴിയുമ്പോഴേ എന്നിട്ട് ക്രിസ്മസ് ഹോളിഡേയ്സും കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ. അപ്പോഴേ നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം നടക്കുള്ളൂ അല്ലേ? അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ആ സമയം വെയിറ്റ് ചെയ്യണം എന്ന് മാത്രമല്ല, ഈ വെയിറ്റ് ചെയ്യുന്ന ഈ സമയം, അതായത് ഇന്ന് പഠിക്കുന്ന ഈ സമയം, നാളെ പഠിക്കുന്ന സമയം, മറ്റന്നാൾ പരീക്ഷ എഴുതുന്ന സമയം, അത് എൻജോയ് ചെയ്യാൻ കൂടി പഠിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ഇത്രയും ദിവസം നിങ്ങൾ എന്താണ് ഭയങ്കര കഷ്ടപ്പെട്ടിട്ട് ഒരു ദിവസം സന്തോഷത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ വലിയ പോയിന്റ് ഇല്ല. ആ സമയം വെയിറ്റ് ചെയ്യേണ്ട സമയം എന്താണ്, നിങ്ങൾ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ നിങ്ങൾക്ക് പറ്റണം എന്നാണ് പറയുന്നത്. ആൻഡ് നോട്ട് ബി ടയേർഡ് ബൈ വെയിറ്റിംഗ്. മനസ്സിലാവുന്നുണ്ടോ? ഓർ ബീങ് ലൈഡ് അബൌട്ട് ഡോണ്ട് ഡീൽ ഇൻ നൈസ്. എന്താണ് അതിൻ്റെ അർത്ഥം? എന്താണ്, നിങ്ങളെ പറ്റി ബാക്കിയുള്ളവർ കള്ളം പറഞ്ഞോട്ടെ. ഓർ ബീങ് ലൈഡ് അബൌട്ട്, നിന്നെ പറ്റി ബാക്കിയുള്ളവർ എന്താണ് ഓരോരോ പരദൂഷണവും കള്ളമൊക്കെ പറഞ്ഞോട്ടെ, പക്ഷേ ഡോണ്ട് ഡീൽ ഇൻ ലൈസ്, നീ കള്ളം പറയരുത്, നീ അതിൽ ഏർപ്പെടരുത് എന്നാണ് പറയുന്നത് കേട്ടോ. ഓർ ബീങ് ഹെയ്റ്റഡ്, ബാക്കിയുള്ളവർ നിന്നെ ഹെയ്റ്റ് ചെയ്തോട്ടെ, നിന്നെന്താണ് വെറുത്തോട്ടെ. ഡോണ്ട് ഗീവ് വെയിറ്റ് ടു ഹെയ്റ്റിംഗ്, നീ ഹെയ്റ്റ് ചെയ്യാൻ പോരുത് ബാക്കിയുള്ളവരെ. ആൻഡ് യെറ്റ് ഡോണ്ട് ലുക്ക് ടു ഗുഡ്. അപ്പോൾ ഇത്രയും നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഡോണ്ട് ലുക്ക് ടു ഗുഡ് എന്ന് പറയുന്നത് എന്താണ്, നല്ല പിള്ള ചമയരുത്, നല്ല പിള്ള ചമയരുത്. നീ ഭയങ്കര എന്താണ്, ഞാൻ ഭയങ്കര നല്ല ആളാണ്, ഞാൻ ഇങ്ങനെയാണ്, ഞാൻ അങ്ങനെയാണ്, ഞാൻ ആരും എന്താണ് ഹേറ്റ് ചെയ്യാറില്ല, ഞാൻ ആരെയും ഇതാക്കാറില്ല, ഞാൻ ഭയങ്കര അങ്ങനെ ആവരുത്. ഡോണ്ട് ലുക്ക് ടു ഗുഡ് എന്ന് പറഞ്ഞാൽ ഓവർ എന്താണ് ഭയങ്കര പുണ്യാളനാവാൻ പോരുത്. നോർ ടോക്ക് ടു വൈസ്. ടു വൈസ് എന്ന് പറഞ്ഞാൽ വലിയ വലിയ കാര്യങ്ങൾ പറയാൻ പോകും വേണ്ട, നീ ചെയ്താൽ മതി, ഭയങ്കര ഓവർ ഷോ കാണിക്കാൻ പോകണ്ടെന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സാർ ഇതിൻ്റെ ഒക്കെ അർത്ഥം സാറിപ്പോൾ പറഞ്ഞു, നാളെ ഈ നോട്ട്സ് കിട്ടി ഞങ്ങൾ വായിക്കുമ്പോൾ ഞങ്ങൾക്ക് അർത്ഥം എങ്ങനെയാണ് ഓർമ്മ ഉണ്ടാവുക? അപ്പം അതിന് വേണ്ടിയിട്ട് ഓരോ സ്റ്റാൻസയുടെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അർത്ഥം 1 2 3 4 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. സൂപ്പർ അല്ലേ? സൂപ്പർ ആണെങ്കിൽ ഒരു ഹാർട്ട് ഇമോജി ഇട്ടെ. അപ്പം നോട്ട്സ് കിട്ടുമ്പോൾ എൻ്റെ ക്ലാസ് ഇല്ലെങ്കിലും ഈ ക്ലാസ് കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങളത് വായിച്ചാൽ നിങ്ങൾക്ക് യു വിൽ അണ്ടർസ്റ്റാൻഡ്. ഡോണ്ട് വറി ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, റെഡി? മനസ്സിലായല്ലോ? ഫസ്റ്റ് ചാൻസ് മനസ്സിലായി. ഇത്രയും കാര്യങ്ങൾ ചെയ്യുക. ഇഫ് യു ക്യാൻ ഡ്രീം ആൻഡ് നോട്ട് മേക്ക് ഡ്രീംസ് യുവർ മാസ്റ്റർ. നിങ്ങൾക്ക് ഡ്രീം ചെയ്യാൻ പറ്റണം, സ്വപ്നം കാണാൻ പറ്റണം, പക്ഷേ നോട്ട് മേക്ക് ഡ്രീംസ് യുവർ മാസ്റ്റർ. ഡ്രീംസ് നിന്റെ മാശാനാവരുത്, നീ ഒരു അടിമയായി പോകരുത് ഡ്രീംസിൻ്റെ. ഇഫ് യു ക്യാൻ തിങ്ക് ആൻഡ് നോട്ട് മേക്ക് തോട്ട്സ് യുവർ എയിം.
എനിക്ക് ചിന്തിക്കാൻ പറ്റണം, ചിന്തിക്കാനുള്ള കഴിവുണ്ടാവണം. പക്ഷെ തോട്ട്സ് ആവരുത് നിന്റെ എയിം. പിന്നെ എന്താണ് സാർ നമ്മുടെ എയിം ആവേണ്ടത്? ആക്ഷൻ ആവണം നമ്മുടെ എയിം. ചിന്തിച്ചോണ്ടിരുന്നാൽ മതിയോ? ഇല്ല, ആക്ഷൻ ചെയ്യണം. ആ തോട്ട്സ് ഒക്കെ ആക്ഷൻ ആക്കി മാറ്റണം. തോട്ട്സ് ആവരുത് നിന്റെ ഗോള്, തോട്ട്സ് ആവരുത് നിന്റെ എയിം. ഇഫ് യു ക്യാൻ മീറ്റ് വിത്ത് ട്രയംഫ് ആൻഡ് ഡിസാസ്റ്റർ. ട്രയംഫ് ആൻഡ് ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് ട്രയംഫ് എന്ന് പറഞ്ഞാൽ വിജയം, ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ ഫെയിലിയർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നിനക്ക് സക്സസ്സും അതുപോലെ ഫെയിലിയർ എന്താണ് മീറ്റ് ചെയ്യാൻ പറ്റണം, അതിനെ നേരിടാൻ പറ്റുമെങ്കിൽ. ആൻഡ് ട്രീറ്റ് ദോസ് ടു ഇമ്പോസ്റ്റേഴ്സ് ജസ്റ്റ് ദ സെയിം. ഇമ്പോസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആട്ടിൻ തോലിട്ട ചെന്നായി, അതായത് വേറൊരാളുടെ രൂപത്തിൽ വരുന്ന ആള്. അതായത് ഈ പോയറ്റ് പറയുന്നത്, റഡ്യാർഡ് കിപ്ലിംഗ് പറയുന്നത്, ഈ സക്സസ്സും ഫെയിലിയറൊക്കെ എന്താണ്? രണ്ട് ഇമ്പോസ്റ്റേഴ്സ് ആണെന്ന് പറയുന്നത്. രണ്ടും ഒന്ന് തന്നെയാണ്. ലൈഫിൽ എല്ലാം ഉണ്ടാവും. അതായത് ഇങ്ങനെ സംഭവിക്കുമോ ലൈഫിൽ? സക്സസ് മാത്രം, ലൈഫിൻ്റെ ഗ്രാഫ് ഇങ്ങനെ, അല്ല സക്സസ് മാത്രം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമോ? ഇല്ല. ഫെയിലിയർ മാത്രം നടന്നുകൊണ്ടിരിക്കുമോ? ഇല്ല. ലൈഫ് ശരിക്കും എങ്ങനെ ആയിരിക്കും ഉണ്ടാവുക? സക്സസ് ഉണ്ടാവും, ഫെയിലിയർ ഉണ്ടാവും, സക്സസ് ഉണ്ടാവും, ഫെയിലിയർ ഉണ്ടാവും, പിന്നെ 2 സക്സസ് ഉണ്ടാവും, 2 ഫെയിലിയർ ഉണ്ടാവും, അല്ലെങ്കിൽ 3 സക്സസ് ഉണ്ടാവും, 1 ഫെയിലിയർ ഉണ്ടാവും. അങ്ങനെ തന്നെയാണ് ലൈഫ് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ബേസിക്കലി രണ്ടും എന്താണ് മക്കളെ? ഒന്ന് തന്നെയാണ്, ലൈഫിൻ്റെ ഭാഗമാണ്. അപ്പോൾ രണ്ടിനെയും ഒരേപോലെ കാണാൻ പറ്റുകയാണെങ്കിൽ അടിപൊളിയായിരിക്കില്ലേ? സക്സസ് വരുമ്പോൾ ഹാപ്പി ആവുക, പക്ഷെ എന്താണ് ഓവർ ഹാപ്പി ആവണ്ട. സങ്കടം, ഫെയിലിയർ വരുമ്പോൾ ഓവർ സങ്കടം ആയിക്കോ, പക്ഷെ ഓവർ സങ്കടം ആവണ്ട. കാരണം നീ മനസ്സിലാക്കണം, ലൈഫ് എന്ന് പറഞ്ഞാൽ ഇതാണ്. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ ഫ്യൂച്ചറിൽ എന്താണ് ഇത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. ഒരിക്കലും എന്താണ് സക്സസ് 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 നടക്കില്ല. ഇറ്റ് ഇസ് എ കേർവ്, ഒരു സൈനസോയിഡൽ കേർവ് പോലെ കേർവാണ്. ഓക്കെ, സൈൻ തീറ്റ പോലത്തെ കേർവാണ്. രണ്ടും ഉണ്ടാവും ലൈഫിൽ. രണ്ടും ഉണ്ടാകുമ്പോൾ രണ്ടിനും ഒരേപോലെ ട്രീറ്റ് ചെയ്താൽ കുറച്ചുകൂടി ലൈഫ് എന്താണ് ഹാപ്പി ആയിരിക്കും നിങ്ങൾക്ക്. ഇഫ് യു അപ്പോൾ 2 ഇമ്പോസ്റ്റേഴ്സ് ആണെന്ന് പറയുന്നത്. രണ്ടും എന്താണ്? വേറെ വേറെ രൂപത്തിൽ വരുന്ന ഒരാളാണെന്ന് പറയുന്നത്. ഇഫ് യു ക്യാൻ ബെയർ ടു ഹിയർ ദ ട്രൂത്ത് യു ഹവ് സ്പോക്കൺ ട്വിസ്റ്റഡ് ബൈ നെയ്വ്സ് ടു മേക്ക് എ ട്രാപ്പ് ഫോർ ഫൂൾസ്. എന്താ അർത്ഥം? നിങ്ങൾ പറയുന്നൊരു സത്യം ട്വിസ്റ്റ് ചെയ്ത്, നെയ്വ്സ് എന്ന് പറഞ്ഞാൽ സാധാരണ മനുഷ്യന്മാർ, ആ ട്വിസ്റ്റ് ചെയ്ത് ആക്കി കഴിഞ്ഞിട്ട്, അതായത് നിങ്ങളൊരു കാര്യം പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ കാര്യം വളച്ചൊടിച്ചിട്ട് ഒരാളെന്താണ് വേറെ ആളോട് പോയി പറയുകയാണ്. അത് നിനക്ക് സഹിക്കാൻ പറ്റും. ഇഫ് യു ക്യാൻ ബെയർ എന്ന് പറഞ്ഞാൽ സഹിക്കുക. നിനക്ക് സഹിക്കാൻ പറ്റുമെങ്കിൽ അടിപൊളിയല്ലേ? പലപ്പോഴും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവില്ല. എത്ര പേർക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്? നിങ്ങളൊരു കാര്യം പറയുന്നു, അതെന്താണ് വളച്ചു ചുറ്റി എന്നാണ്, അത് പോയിട്ട് വേറെ ഒരാൾ പറയുന്നു. അപ്പോൾ നിങ്ങൾ അവസാനം അറിയും, ഓ അങ്ങനെ അലക്സ എന്താണ് അങ്ങനെ പലതും കാര്യങ്ങൾ പറയുന്നത്, തെണ്ടിയാന്ന് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ചിലപ്പോൾ കേൾക്കുന്നു, ഞാൻ കേൾക്കുന്നു. അപ്പം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? പക്ഷേ റഡ്യാർഡ് കിപ്ലിംഗ് പറയുന്നത്, നിനക്കത് സഹിക്കാൻ പറ്റുമെങ്കിൽ, നീ പറഞ്ഞ സത്യം പലരും എന്താണ് വളച്ചൊടിക്കുമ്പോൾ അത് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുമെങ്കിൽ നീ അടിപൊളിയല്ലേ? Or was the things you gave your life to എന്ന് പറഞ്ഞാൽ എന്താണ്? നീ ജീവൻ കൊടുത്ത കാര്യങ്ങൾ, അതായത് നീ ഭയങ്കര പ്രഷ്യസ് ആയിട്ട് ഭയങ്കര സ്നേഹത്തോടെ അല്ലെ ഭയങ്കര കരുതലോടെ ചെയ്ത കാര്യങ്ങൾ ബ്രോക്കൺ, നശിച്ചു പോയാൽ. Or was the things you gave your life to broken and stoop and build them up with worn out tools. അതായത് നിങ്ങൾ ഭയങ്കര കാര്യമായൊരു കാര്യം ചെയ്തു, അതെല്ലാം തകർന്നു. എന്നാലും സ്റ്റൂപ്പ് ആൻഡ് ബിൽഡ് ദം, സ്റ്റൂപ്പ് എന്ന് പറഞ്ഞാൽ കുനിഞ്ഞ്, ആൻഡ് ബിൽഡ് ദം, അതിനെ വീണ്ടും ബിൽഡ് ചെയ്തെടുക്കുക വിത്ത് വോർൺ ഔട്ട് ടൂൾസ്. അതായത് നിങ്ങളുടെ ടൂൾസൊക്കെ എന്താണ്? ഫുൾ എന്താണ്? വോർൺ ഔട്ട് ആയിപ്പോയിട്ടുണ്ടാവും, എല്ലാം വേറെ ടയർ സംഭവിച്ചു, തേയ്മാനം സംഭവിച്ചിട്ടുണ്ടാവും. അത് വെച്ചിട്ടും നിനക്കെന്താണ് വീണ്ടും അതിനെ പൊക്കിയെടുക്കാൻ പറ്റുമെങ്കിൽ, ശരിയല്ലേ? ലൈഫിൽ എപ്പോഴും സംഭവിക്കും. എന്ത് കാര്യത്തിലാണോ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എല്ലാം എപ്പോഴും അടിപൊളിയാവും? ഇല്ല. ചില കാര്യങ്ങളൊക്കെ നടത്തിയാൽ എന്താണ്? അത് ഫ്ലോപ്പായി പോകും. പക്ഷെ ഫ്ലോപ്പ് ആകുമ്പോഴെന്താണ്? അയ്യോ ഫ്ലോപ്പായോ അയ്യോ എന്ന് പറഞ്ഞിരിക്കാതെ വീണ്ടും എന്താണ് ഉള്ളത് വെച്ചിട്ട് എന്താണ് പൊക്കി എടുക്കുക വീണ്ടും. അത് നിനക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ, ഇഫ് യു ക്യാൻ ഡൂ ദാറ്റ് എന്നല്ല, ഇഫ് യു ക്യാൻ എന്നാണ് പറയുന്നത് കേട്ടോ. ഇനിയുണ്ട് ഇഫ് യു ക്യാൻ. കഴിഞ്ഞില്ല. ജീവിതം എന്താണ് അത്ര എളുപ്പമല്ല. കുറേ കാര്യങ്ങൾ എന്താണ് റഡ്യാർഡ് കിപ്ലിംഗ് പറയുന്നുണ്ട്, ഇതൊക്കെ ചെയ്യണം. എൻ്റെ അമ്മ സാർ ഇതൊക്കെ ചെയ്യണം, ഞാൻ വലിയ ഈ ഇംഗ്ലീഷ് ക്ലാസ് കേട്ടിരിക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ നാളത്തെ ഇംഗ്ലീഷ് പരീക്ഷ തന്നെ പോയി പഠിക്കില്ലേ അല്ലേ? തകർക്കില്ലേ അല്ലേ? എനിവേ, ഇഫ് യു ക്യാൻ മേക്ക് വൺ ഹീപ്പ് ഓഫ് ഓൾ യുവർ വിന്നിങ്സ്. ഹീപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? വലിയൊരു ഇതുപോലത്തെ ഒരു മല പോലത്തെ സാധനം. നമ്മൾ ഗാർബേജിൻ്റെ ഒക്കെ ഹീപ്പ് എന്ന് പറയും. ഓക്കെ, മലയാളത്തിൽ എന്താ പറയുക? ഒരു കൂടാരോ ആ സാധനം. അങ്ങനെ ഓഫ് ഓൾ യുവർ വിന്നിങ്സ്, അതായത് നിങ്ങളുടെ സക്സസിൻ്റെ ഒക്കെ ഒരു വലിയൊരു ഹീപ്പ് ഉണ്ടാക്കുക. ആൻഡ് റിസ്ക് ഇറ്റ് ഓൺ 1 ടേൺ ഓഫ് പിച്ച് ആൻഡ് ടോസ്. എന്താ സംഭവം? പിച്ച് ആൻഡ് ടോസ് എന്ന് പറയുന്ന ഗെയിമാണ്, ബേസിക്കലി ഗാംബ്ലിംഗ് ഗെയിമാണ്. എന്താണ് അതേ പറയാൻ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ ലൈഫിൽ കുറേ പൈസ ഉണ്ടാക്കിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ കുറേ വെൽത്ത് ഉണ്ടാക്കിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ വലിയ നിങ്ങൾ ഭയങ്കര റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ആളായിരിക്കും, വലിയ സ്റ്റേറ്റസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതൊക്കെ എന്താണ്? നിങ്ങൾക്ക് റിസ്ക് ചെയ്യാൻ പറ്റണം ഓൺ 1 ടേൺ ഓഫ് പിച്ചേഴ്സ്. അതായത് നിങ്ങളിങ്ങനെ ഭയങ്കര ഓവർ സേഫായി കളിക്കരുത്. പൈസ വെച്ചിട്ട് മാത്രമല്ല പറയുന്നത് കേട്ടോ, പൈസ വെച്ചിട്ട് മാത്രമല്ല, നിങ്ങൾ ഉണ്ടാക്കിയ സ്റ്റേറ്റസ് ആയിക്കോട്ടെ, എന്താ അത് എപ്പോഴും എന്താണ് ഭയങ്കര സേഫായിട്ട് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ റെപ്യൂട്ടേഷനാണ്, ഞാനൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞിരിക്കുക. അത് വല്ലപ്പോഴൊക്കെ നല്ല റിസ്കുകൾ, മോശം റിസ്കുകളല്ല, മണ്ടത്തരം കാണിക്കാനല്ല, നല്ല റിസ്ക് എടുക്കാൻ പറ്റണം. ഇഫ് യു ക്യാൻ മേക്ക് വൺ ഹീപ്പ് ഓഫ് ഓൾ യുവർ വിന്നിങ്സ്, നിങ്ങളുടെ വിന്നിങ്സ് വെച്ചിട്ട് നിങ്ങൾ വലിയ ഹീപ്പ് ഉണ്ടാക്കിയിട്ട്, ആൻഡ് റിസ്ക് ഇറ്റ് ഓൺ 1 ടേൺ ഓഫ് പിച്ച് ആൻഡ് ടോസ്. വല്ലപ്പോഴും റിസ്ക് ചെയ്യാൻ എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. പിച്ച് ആൻഡ് ടോസ് എന്ന് പറഞ്ഞാൽ ഗെയിമാണ് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം ഉദ്ദേശിക്കുന്ന ഒരു സാധനമാണ്
പക്ഷെ പറയുന്നതാണ് ഒരു ഗെയിമിൽ കളിക്കണം എന്നാണ്. ഗെയിം കളിക്കാനല്ല ഉദ്ദേശിച്ചത്, പക്ഷെ വല്ലപ്പോഴും റിസ്ക് എടുക്കാൻ നിങ്ങളുടെ ലൈഫിൽ പറ്റണം നിങ്ങൾക്ക്. ആൻഡ് ലൂസ് ആൻഡ് സ്റ്റാർട്ട് അഗെയിൻ അറ്റ് യുവർ ബിഗിനിങ്സ്. ഈ റിസ്ക് എടുക്കുമ്പോഴുള്ള പ്രശ്നം എന്താണ്? ചിലപ്പോൾ നിങ്ങൾ ഭയങ്കര വലിയതാവും, നിങ്ങളുടെ വിന്നിങ്സ് ഒക്കെ എന്താണ് വേറെ ലെവലിലേക്കാവും, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ തോക്കും. തോറ്റ് കഴിയുമ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണ്? ആൻഡ് ലൂസ്, തോറ്റ് കഴിഞ്ഞാലും ആൻഡ് സ്റ്റാർട്ട് അഗെയിൻ അറ്റ് യുവർ ബിഗിനിങ്സ്, വീണ്ടും തുടങ്ങാനുള്ള ഒരു കെൽപ്പ് നിനക്ക് ഉണ്ടാവണം. അപ്പോൾ ഈ റിസ്ക് എടുത്തു കഴിഞ്ഞാൽ എപ്പം ജയിക്കും എന്നല്ല അദ്ദേഹം പറയുന്നത്. റിസ്ക് എടുത്തോ നീ ജയിക്കും, അല്ലല്ല. റിസ്ക് എടുത്താലും തോക്കാം, തോറ്റാലും നിങ്ങൾ എന്താണ് വീണ്ടും തുടങ്ങാൻ നിങ്ങൾക്ക് പറ്റണം. ആൻഡ് ലൂസ് ആൻഡ് സ്റ്റാർട്ട് അഗെയിൻ അറ്റ് യുവർ ബിഗിനിങ്സ്, വീണ്ടും തുടങ്ങാനുള്ള ഒരു കെൽപ്പ് നിനക്ക് ഉണ്ടാവണം. അപ്പോൾ ചിലവരായിരിക്കും സാർ എന്നാൽ പിന്നെ റിസ്ക് എടുക്കാതിരുന്നാൽ പോലെ എപ്പോഴും കുഴപ്പമില്ലല്ലോ. ആ കുഴപ്പമില്ല, പക്ഷെ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്താലേ റുഡിയാർഡ് കിപ്ലിംഗ് സമ്മതിക്കുള്ളൂ നിങ്ങളെ. ഓക്കെ. ആൻഡ് നെവർ ബ്രീത്ത് എ വേർഡ് അബൌട്ട് യുവർ ലോസ്. എന്താ അതിൻ്റെ അർത്ഥം? ബ്രീത്ത് എ വേർഡ് എന്ന് പറഞ്ഞാൽ ആണോ? അല്ല, നിന്റെ ലോസിനെ പറ്റിയിട്ട്, നിന്റെ തോൽവിയെ പറ്റിയിട്ട് നീ എന്ത് ചെയ്യരുത്. ഇങ്ങനെ ചില ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ, എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അയ്യോ എടാ എൻ്റെ അലക്സേ ഇന്ന് അവൾ എന്നോട് എന്താടാ, അവൾ എന്നോട് നോ പറഞ്ഞടാ, ഞാൻ കാര്യമായിട്ട് ഇത്രയും നാളാളുടെ പുറകെ നടന്ന് ഭയങ്കര കാര്യമായിട്ടൊക്കെ പോയി പ്രപ്പോസ് ചെയ്തിട്ട് അവളെന്നോട് നോ പറഞ്ഞു, ഞാനിപ്പോൾ എന്താ ചെയ്യുക, നീ പറ ഞാൻ എന്താ ചെയ്യുക, ഇത് ഭയങ്കര ശോകമാണല്ലോ. ഈ കാര്യം എന്താണ്? നിങ്ങളോട് ഒരാളെന്താണ് 5 മിനിറ്റ് അല്ല ഒരു 10 ദിവസം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എന്തായിരിക്കും? ഭയങ്കര ബോറായിരിക്കില്ലേ? ഒരു 5-10 മിനിറ്റൊക്കെ നമുക്ക് സഹിക്കാം. ഇനി ഇങ്ങനെ അടുത്ത ദിവസം എടാ ഇന്നൊരു സുഖമില്ലടാ, ഒരു ഇത് ആലോചിച്ചിട്ട് എന്താണ് ഭയങ്കര ശോകാടാ, ഇത് എനിക്ക് മാത്രമുള്ള അല്ല, എന്താ എനിക്ക് മാത്രം ഇങ്ങനെ, ഈ എന്ത് ചെയ്യുക, ഒരു 4 ചെയ്തോ, ഇത് ചെയ്യരുതെന്നാണ് പറയുന്നത്. ആൻഡ് നെവർ ബ്രീത്ത് എ വേർഡ്. എന്തെങ്കിലുമൊക്കെ മണ്ടത്തെ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ച് മിണ്ടായിരിക്കും, ഓക്കെ. പക്ഷേ എന്താണ്, നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കണം എന്നല്ല പറയുന്നത്, കമ്മ്യൂണിക്കേറ്റ്, പക്ഷെ അത് ഇങ്ങനെ വൈൻ ചെയ്തുകൊണ്ടിരിക്കരുത്, ഇങ്ങനെ അത് ചെയ്തുകൊണ്ടിരിക്കരുത്. കാര്യങ്ങൾ പറയാണ്ട് കാര്യങ്ങൾ പറയാം, ഓക്കെ. ഞാൻ ഇത് സംഭവിച്ചു അല്ലാണ്ട് എന്ന് ഇതാക്കരുത്, ഓക്കെ. കംപ്ലയിൻ ചെയ്യരുത് അനാവശ്യമായിട്ട് കംപ്ലയിൻ ചെയ്യരുത്, ആവശ്യത്തിനല്ല കേട്ടോ. ഇഫ് യു ക്യാൻ ഫോഴ്സ് യുവർ ഹാർട്ട് ആൻഡ് നെർവ് ആൻഡ് സിന്യൂ ടു സെർവ് യുവർ ടേൺ ലോങ് ആഫ്റ്റർ ദേ ആർ ഗോൺ. അതായത് ചിലപ്പോഴൊക്കെ ലൈഫിൽ എന്താണ്, ചിലപ്പോൾ നമ്മുടെ ഹാർട്ടും, നെർവ് എന്ന് പറഞ്ഞാൽ ബ്രെയിനാണ് ഉദ്ദേശിക്കുന്നത്, ബ്രെയിനും സിന്യൂ എന്ന് പറഞ്ഞാൽ അതിനെ ഹോൾഡ് ചെയ്യുന്ന സാധനം. ചിലപ്പോൾ എന്താണ് നമ്മുടെ ഹൃദയവും നമ്മുടെ ബ്രെയിൻ എന്താണ് വർക്ക് ചെയ്യാത്ത പോലെ വരും. അതായത് ഫിസിക്കലി വർക്ക് ചെയ്യാത്ത പോലെ അല്ല, നമുക്ക് ചിലപ്പോൾ എന്താണ് അയ്യോ തല വർക്ക് ചെയ്യുന്നില്ല, എൻ്റെ തല പിണ്ണായോ എന്നുള്ള അവസ്ഥയൊക്കെ ചിലപ്പോൾ വരും. അപ്പം എന്താ അദ്ദേഹം പറയുന്നത്? ഇഫ് യു ക്യാൻ ഫോഴ്സ് യുവർ ഹാർട്ട്, അപ്പം ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല ഞാൻ ചെയ്യും. ടു സെർവ് യുവർ ടേൺ ലോങ് ആഫ്റ്റർ ദേ ആർ ഗോൺ. അതൊക്കെ പോയിട്ടുണ്ടാവും. നമ്മുടെ ബുദ്ധിയല്ല, നമുക്ക് ചിന്തിക്കാനുള്ള കഴിവും അതുപോലെ എന്താണ് നമുക്ക് ആ ഹാർട്ടിൻ്റെ കഴിവ്, പിടിച്ചിരിക്കാനുള്ള കഴിവൊക്കെ പോകുമ്പോഴും എന്താണ് ഫോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കഴിവ് നിനക്ക് ഉണ്ടായാൽ അടിപൊളിയാവല്ലേ? അതാണ് പറയുന്നത്. ആൻഡ് സോ ഹോൾഡ് ഓൺ വെൻ ദർ ഇസ് നത്തിങ് ഇൻ യു. ഒന്നും നിൻ്റെ ഉള്ളിൽ ഇല്ലെങ്കിൽ പോലും, നിങ്ങൾക്ക് ഒരു മെൻ്റൽ കറേജ് ഒന്നും ഇല്ലെങ്കിൽ പോലും പിടിച്ചിരിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ, എക്സെപ്റ്റ് ദ വിൽ, ഒരൊറ്റ കാര്യം മാത്രം ഉണ്ടാവണം. ഈ കാര്യമൊക്കെ പോയിക്കോട്ടെ, നിൻ്റെ ഹാർട്ടും നിൻ്റെ ബ്രെയിനും ഒക്കെ എന്താണ് നിങ്ങളുടെ വർക്കിംഗ് ആവാതിരിക്കുന്ന അവസ്ഥയിലും ഒരു കാര്യം മാത്രം ഉണ്ടാവണം, എക്സെപ്റ്റ് ദ വില്ലെന്ന് പറഞ്ഞാൽ നിൻ്റെ ഇച്ഛാശക്തി, വിച്ച് സേസ് ടു ദെം. ഈ വില്ല് എന്ത് ചെയ്തോളും, നിൻ്റെ ഇച്ഛാശക്തി എന്ത് ചെയ്തോളും, ഇവരോട് പറയും, ഹാർട്ടിനോടും ബ്രെയിനിനോടും അതിനോടൊക്കെ പറയും എന്താണ്, ഹോൾഡ് ഓൺ, പിടിച്ച് നിൽക്ക്. ബേസിക്കലി ഇദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്, നമുക്ക് ആ ഉള്ളൊരു വിൽ പവർ ഇല്ലേ, ആ വിൽ പവർ മാത്രമെങ്കിലും നമുക്ക് ഉണ്ടായിരിക്കണം. നമുക്ക് ചിലപ്പോൾ നമ്മുടെ ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും, നമുക്ക് ഇമോഷണലി കണക്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ പല ബുദ്ധിമുട്ടുകളുണ്ടാവും. പക്ഷേ ആ വിൽ പവർ നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം. ആ വില്ല് അവരോടൊക്കെ പറയണം, ഈ ബ്രെയിനിനോടൊക്കെ പറയണം, പിടിച്ച് നിൽക്കടാ എന്ന് പറയണം, ഹോൾഡ് ഓൺ എന്ന് പറയണം. മനസ്സിലാവുന്നുണ്ടോ? ഇഫ് യു ക്യാൻ ടോക്ക്, ഇനി അടുത്ത വേറെ കാര്യങ്ങളാണ് പറയുന്നത്. ഇഫ് യു ക്യാൻ ടോക്ക് വിത്ത് ക്രൗഡ്സ് ആൻഡ് കീപ് യുവർ വെർച്യു. ക്രൗഡ്സ് ഉദ്ദേശിക്കുന്നതാണ് സാധാരണ മനുഷ്യന്മാർ. അപ്പോൾ സാധാരണ മനുഷ്യന്മാരോട് നിങ്ങൾക്ക് എന്താണ് ഇടപഴകാൻ പറ്റണം, പക്ഷെ അതേസമയം എന്താണ് കീപ് യുവർ വെർച്യു എന്ന് പറഞ്ഞാൽ സത്യസന്ധത, ട്രൂത്ത്ഫുൾനെസ്. അതായത് നമുക്ക് സാധാരണ മനുഷ്യന്മാരോട് ഇടപഴകാൻ പറ്റണം, ഓക്കെ. ഏത് ക്ലാസ്സിലുള്ള ആൾക്കാരോട് ഇടപഴകാൻ പറ്റണം. പക്ഷെ അതേസമയം എന്താണ് ചില ആൾക്കാർ എന്താണ് ചിലപ്പോൾ കള്ളത്തരം കാണിക്കുന്ന ആൾക്കാരായിരിക്കും, ഓക്കെ. പക്ഷേ അവർ കള്ളത്തരം കാണിച്ചു നമ്മൾ അവരെ പോലെ കള്ളത്തരം കാണിക്കാൻ പോകാൻ പറ്റുന്നുണ്ടോ? ഇല്ല. നമ്മൾ നമ്മുടെ സത്യസന്ധത ഹോൾഡ് ചെയ്യാൻ പറ്റണം. എന്നാൽ എന്താണ് നമുക്ക് എല്ലാവരുടെയും ഞാൻ ഭയങ്കര സത്യസന്ധന, ഞാൻ നല്ല ആൾക്കാരോട് മാത്രമേ സംസാരിക്കുള്ളൂ, ഞാൻ നിന്നോട് സംസാരിക്കാൻ പറ്റില്ല, നീ പഠിക്കാത്തവനല്ല, അങ്ങനെയല്ലേ, നീ പഠിക്കുന്നില്ല, നീ അലമ്പ് കാണിച്ചെടുക്കുന്നില്ല, ഞാൻ നിന്നോട് സംസാരിക്കും. അങ്ങനെ ആവരുത്. അവരോട് സംസാരിക്കാൻ പറ്റണം, എല്ലാവരോടും സംസാരിക്കാൻ പറ്റണം. പക്ഷേ അവൻ അലമ്പ് കാണിക്കുന്നതനുസരിച്ച് ഞാനും അലമ്പ് കാണിക്കാൻ പോരുത്. മനസ്സിലായില്ലേ? അതേസമയം ഓർ വാക്ക് വിത്ത് കിങ്സ് നോർ ലൂസ് ദി കോമൺ ടച്ച്. ഇതിനർത്ഥം എന്താണ്? കിങ്ങിൻ്റെ കൂടെ, രാജാവിൻ്റെ കൂടെ കൈ പിടിച്ച് നടക്കണോ?
രാജാവേ വരൂ നമുക്ക് കൈ പിടിച്ച് ആടാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അല്ല, ഇവിടെ രാജാക്കന്മാരൊന്നും ഇപ്പം ഇല്ല, അറ്റ്ലീസ്റ്റ് ഇന്ത്യയിലില്ല, ഇന്ത്യ പോലത്തെ ഡെമോക്രസിയിലില്ല, വേറെ പലയിടത്ത് രാജാക്കന്മാരുണ്ടാവും. അതല്ല ഉദ്ദേശിക്കുന്നത്. വലിയ വലിയ ആൾക്കാർ, ഹൈ സ്റ്റേറ്റസ് പീപ്പിൾ അല്ലെ പവർഫുൾ പീപ്പിൾ ആയിട്ടുള്ള വലിയ വലിയ പദവിയിലുള്ള ആൾക്കാരില്ലേ, അല്ലെ വലിയ നമ്മൾ തന്നെ വലിയ കൺസിഡർ ചെയ്യുന്നു. നിങ്ങൾ ആരെയാ വലിയ കൺസിഡർ ചെയ്യുന്നത് എനിക്കറിയില്ല, പക്ഷേ കൺസിഡർ ചെയ്യുന്ന ആൾക്കാരോട് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റണം, അതിനുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടാവണം. നോർ ലൂസ് ദി കോമൺ ടച്ച്. അതേസമയം എന്താണ് കോമൺ പബ്ലിക്കുമായിട്ട് കോമൺ ടച്ചുമായിട്ട് നിങ്ങൾ എന്താണ് ഗ്രൗണ്ട് ലൂസ് ചെയ്യാൻ പാടില്ല. കീപ് യുവർ സെൽഫ് ഗ്രൗണ്ടഡ് എന്ന് പറയും അല്ലെ. ഡോണ്ട് ഫോർഗെറ്റ് യുവർ റൂട്ട്സ്. നിങ്ങൾ എവിടുന്നാണ് വന്നത് നിങ്ങൾ മറന്നു പോകരുത്. പക്ഷെ അതേസമയം എന്താണ് വലിയ ആൾക്കാരോട് സംസാരിക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടാവണം. ഇഫ് നീദർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എനിമി, ഇഫ് നീദർ ഫോഴ്സ് നോർ ലവിങ് ഫ്രണ്ട്സ് ക്യാൻ ഹേർട്ട് യു. നിങ്ങളുടെ എനിമീസ് നിങ്ങളെ ഹേർട്ട് ചെയ്യാൻ പാടില്ല. അവർ ട്രൈ ചെയ്യും, പക്ഷെ നിങ്ങൾ ഹേർട്ടാൻ പാടില്ല. നിങ്ങളുടെ ഫ്രണ്ട്സും അല്ലെ ഏറ്റവും കൂടുതൽ ഹേർട്ട് ചെയ്യാനാണ്. നമുക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത ആൾക്കാരാണോ ഇഷ്ടമുള്ള ആൾക്കാരാണോ നമ്മളെ ഹേർട്ട് ചെയ്യാൻ സാധ്യത കൂടുതൽ, അല്ലെ നമ്മൾ ഹേർട്ട് ആകാൻ സാധ്യത കൂടുതൽ? നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാർ എന്തെങ്കിലും മോശം ചെയ്യുമ്പോഴല്ലേ നമുക്ക് ഹേർട്ടാവാൻ സാധ്യത കൂടുതൽ. അപ്പോൾ രണ്ട് പേരും നിങ്ങളെ ഹേർട്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ, അവർ ഹേർട്ട് ചെയ്യാൻ ചിലപ്പോൾ ട്രൈ ചെയ്യായിരിക്കും, അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ, പക്ഷെ നിങ്ങൾ ഹേർട്ട് ചെയ്യാൻ പാടില്ല. ആ രീതിയിലാവണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇഫ് യു ക്യാൻ ഫിൽ ദി അൺഫോർഗിവിങ് മിനിറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് ടൈമിനെയാണ്. ടൈം അൺഫോർഗീവിങ് ആണെന്നാണ് പറയുന്നത്. എന്താണ് ടൈം? എന്താണ്? ആരോടും ഫൊർഗീവ് ചെയ്യില്ല, ആരെയും മൈൻഡ് ചെയ്യില്ല. എന്താ ഉദ്ദേശിക്കുന്നത്? സമയം പോയിക്കൊണ്ടിരിക്കും, സമയം നിങ്ങൾക്ക് വേണ്ടി സ്റ്റോപ്പ് ചെയ്യില്ല. ടൈം അൺഫോർഗീവിങ് ആണ്, സമയം പോയിക്കൊണ്ടിരിക്കും. ഇഫ് യു ക്യാൻ ഫിൽ ദി അൺഫോർഗീവിങ് മിനിറ്റ്, അപ്പോൾ ടൈം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, നിങ്ങൾക്കത് ഫില്ല് ചെയ്യാൻ പറ്റണം. അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യില്ല. അയ്യോ നിനക്കൊന്ന് മൂടില്ലല്ലോ, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും, ഞാൻ എന്താണ് ടൈം ഒന്ന് പോസ് ചെയ്തേക്കാം, വെയിറ്റ് ചെയ്യാം, നീ മൂഡ് വരുമ്പോൾ പറഞ്ഞാൽ മതി, ടൈം സ്റ്റാർട്ട് ചെയ്യാം എന്നാണോ? അല്ല, ടൈം ഇസ് ഗോയിങ് ടു മൂവ്. നിങ്ങൾക്കാ ഫില്ല് ചെയ്യാൻ പറ്റുമെങ്കിൽ വിത്ത് 60 seconds വർത്ത് ഓഫ് ഡിസ്റ്റൻസ് ആണ്. ബേസിക്കലി എന്താണ്, എന്തെങ്കിലും വൃത്തിയായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് അത് ഫില്ല് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ, ഇത്രയും കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ ഇല്ലേ, ഇതൊക്കെ നിനക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അദ്ദേഹം അവസാനം പറയുകയാണ്, 2 ലൈൻ ശ്രദ്ധിച്ചോ. യുവേഴ്സ് ഇസ് ദി എർത്ത്, ഈ ഭൂമി നിൻ്റെത്. ആൻഡ് എവ്രിതിങ് ദാറ്റ്സ് ഇൻ ഇറ്റ്, ഈ ഭൂമിയിലുള്ള എല്ലാം നിൻ്റെത്. ആൻഡ് വിച്ച് ഇസ് മോർ, യു വിൽ ബി എ മാൻ മൈ സൺ. നീ എന്താണ് ഒരു പെർഫെക്റ്റ് അല്ല ഒരു കംപ്ലീറ്റ് മാനായി മാറും. റെയ്മൺസിലെ പോലെ കംപ്ലീറ്റ് മാൻ എന്ന് ഉദ്ദേശിക്കുന്നതാണ് ഒരു കംപ്ലീറ്റ് മാൻ ആവണമെന്നാണ്. അപ്പോൾ സാർ ഞങ്ങൾ പെൺകുട്ടികൾക്ക് ഒന്നും ആവണ്ടേ? ഇല്ല, അതല്ല ഉദ്ദേശിക്കുന്നത്. ഹീസ് ഇൻഫറിങ് അല്ലേ ഇംപ്ലൈയിങ് എ കംപ്ലീറ്റ് ഹ്യൂമൻ ബീയിങ്, ഒരു നല്ലൊരു മനുഷ്യൻ, കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ഹ്യൂമൻ ബീയിങ് ആവുന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയാൽ. ബുദ്ധിമുട്ടാണ്, എളുപ്പപരിപാടിയല്ല, പക്ഷെ ഇതാണ്, അവിടെയാണ് ചാപ്റ്റർ തീരുന്നത്. ഓക്കെ, പോയത്തിൻ്റെ അർത്ഥം മനസ്സിലായോ മക്കളെ? പോയത്തിൻ്റെ അർത്ഥം മനസ്സിലായോ? നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെങ്കിൽ യെസ് സർ എന്ന് പറയാം. ബേസിക് ആയുള്ള അർത്ഥം മനസ്സിലായാൽ മതി. ഇനി കൂടുതൽ നിങ്ങൾ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും എന്ത് ചെയ്യാം മക്കളെ, ഇതാണ്ടോ ഓരോ ചാപ്റ്ററിൻ്റെയും ഓരോ സ്റ്റാൻസയുടെയും ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഞാൻ നോട്ട്സിൽ കൊടുത്തിട്ടുണ്ട്. ക്ലാസ് ചെയ്യുമ്പോൾ നോട്ട്സ് അയച്ചു തരുന്നതായിരിക്കും. നാളെ രാവിലെയൊക്കെ സമയമുണ്ടല്ലോ ക്ലാസ് കഴിഞ്ഞിട്ട്, കുത്തിരുന്ന് വായിക്കുക. ബൈ ഹാർട്ട് പഠിക്കണ്ട കേട്ടോ, ഇതിൻ്റെ ഒന്നും അതിൻ്റെ ആവശ്യമില്ല. മനസ്സിലാക്കുക. ഓക്കെ, മനസ്സിലാക്കാൻ പറ്റാത്തവരൊന്ന് ബാക്ക് അടിക്കുക, ഒന്നുകൂടി കാണാൻ മനസ്സിലാക്കുക, അല്ലാണ്ട് ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും എനിക്ക് പറയാനില്ല. ഓക്കെ മക്കളെ, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ട, പണി കഴിഞ്ഞില്ല. പോയത്തിൻ്റെ കേസിൽ വരുമ്പോൾ നമുക്ക് എന്താണ് പോയറ്റിക് ഡിവൈസസും ഫിഗേഴ്സ് ഓഫ് സ്പീച്ചും കൂടി പഠിക്കാനുണ്ട്. ഓക്കെ, സിമ്പിളാണ്. ഈ ചാപ്റ്ററിൽ ഈ പോയത്തിൽ കുറേയൊന്നുമില്ല, പക്ഷെ ഉള്ളത് നമുക്ക് പഠിക്കാനുണ്ട്. ഇഫ് യു ക്യാൻ എന്ന് പറയുന്ന ആനഫോറ വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നുമില്ല. ഓക്കെ, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ വെച്ചാൽ ഓക്കെ, ആനഫോറാന്നോ പറയാം. ഇഫ് യു ക്യാൻ എന്ന് പറഞ്ഞാൽ വീണ്ടും റിപ്പീറ്റഡ് ആയി വരുന്നത്. ഡിഡാക്റ്റിക് അതിൻ്റെ അർത്ഥം എന്താണ്? ഉപദേശിക്കുന്ന ടോണിൽ. ഓക്കെ, അഡ്വൈസിങ് ടോൺ, അഡ്വൈസ് ചെയ്യുന്ന ടോൺ, ഉപദേശിക്കുന്ന ടോൺ, അതിനാണ് ഡിഡാക്റ്റിക് എന്ന് പറയാം. ശരിയല്ലേ? ഡോണ്ട് ഡീൽ ഇൻ ലൈസ്, നീ എന്താണ് കളവ് പറയരുത്. ഡോണ്ട് ഗിവ് വേ ടു ഹേറ്റിംഗ്, നീ ഹേറ്റ് ചെയ്യരുത് ബാക്കിയുള്ളവരെ. ഡോണ്ട് ലുക്ക് ടു ഗുഡ്, നീ ഓവർ ഷോ ഓഫ് ആവരുത്. നോട്ട് ടു ടോക്ക് ടു വൈസ്. ഇതൊക്കെ എന്താണ്? ഉപദേശിക്കുന്ന ടോൺ അല്ലേ? അപ്പോൾ ഈ മൊത്തം പോയത്തിൻ്റെ ടോൺ തന്നെ എന്താണ്? ഡിഡാക്റ്റിക് ആണ്. ഈ ലൈൻസ് ഒക്കെ അതിനെ സൂചിപ്പിക്കുന്നു. ഭയങ്കര ഒരു ഉപദേശിക്കുന്ന ടോണല്ല. നീ ഇങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് എന്താണ് ഇത് സംഭവിക്കും, നീ ഇത് ചെയ്യാൻ പാടില്ല, നീ അത് ചെയ്യാൻ പാടില്ല എന്നൊക്കെയല്ലേ പറയുന്നത്. അതിനെ ഡിഡാക്റ്റിക് എന്ന് പറയും കേട്ടോ. ആ പേര് ഓർത്ത് വെച്ചോ. പോയത്തിൻ്റെ അപ്രീസിയേഷൻ എഴുതുമ്പോൾ എന്തായാലും എഴുതിയിരിക്കേണ്ട സാധനമാണ്. ഈ പോയത്തിൻ്റെ മെയിൻ തീം പറയുമ്പോൾ ടോൺ ഓഫ് ദി പോയറ്റ് ഇസ്, ടോൺ ഓഫ് ദി പോയം എന്താണ് മക്കളെ? ടോൺ ഓഫ് പോയം ഒന്നും പറയാനില്ല, ഡിഡാക്റ്റിക് ആണ്. ഇതിൻ്റെ അപ്രീസിയേഷൻ ഞാൻ കാണിച്ചു തരാം, പേടിക്കണ്ട. പക്ഷെ ആ ഒരു വേർഡ് അവിടെ കുത്തി കയറ്റുക.
ഓക്കെ, അപ്പോൾ ടീച്ചറിന് മനസ്സിലാവും നിങ്ങൾ ഈ പോയം പഠിച്ചിട്ടുണ്ടെന്ന്. ഓക്കെ, റെഡി ആണല്ലോ. അടുത്ത സ്റ്റാൻസയിലേക്ക് വരുമ്പോൾ പെർസോണിഫിക്കേഷൻ ഉണ്ട് മക്കളെ. പെർസോണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? പെർസോണിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർസോണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഗിവിങ് ഹ്യൂമൻ നേച്ചർ ടു തിങ്സ്. അതായത് സാധനങ്ങൾക്ക് ഒരു ഹ്യൂമൻ നേച്ചർ, ഒരു മാനുഷിക നേച്ചർ കൊടുക്കുന്നതിനാണ് നമ്മൾ പെർസോണിഫിക്കേഷൻ എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ, ദ ട്രീസ് ഡാൻസ്ഡ് ഇൻ ദ വിൻഡ്. മരങ്ങൾ ശരിക്കും ഡാൻസ് ചെയ്യോ? ഇല്ല, മനുഷ്യർ ഡാൻസ് ചെയ്യും. പക്ഷേ മരങ്ങൾ ഡാൻസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതാണ് കാറ്റ് വന്നപ്പോൾ എന്താണ് മരങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടായി എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ട്രീസ് ഡാൻസ് ഇൻ ദ വിൻഡ്, അത് പെർസോണിഫിക്കേഷൻ ആണ്. ട്രീനെ എന്താണ് ഒരു മനുഷ്യനെ പോലെ കരുതിയിരിക്കുകയാണ്. ദ സൺ സ്മൈൽ ഡൗൺ അറ്റ് us. അപ്പോൾ സൂര്യപ്രകാശം ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? സൺ സ്മൈൽ ചെയ്തു. സണ്ണ് രാവിലെ ഉണ്ടെങ്കിൽ സ്മൈൽ ചെയ്യണം സണ്ണിൻ്റെ പണി അല്ല. പക്ഷേ നമ്മൾ സണ്ണിന് ഒരു ഹ്യൂമൻ നേച്ചർ കൊടുത്തിരിക്കുക. പെർസോണിഫിക്കേഷൻ എക്സാമ്പിൾ, ദ ക്ലൗഡ്സ് ക്രൈഡ് ഡ്രോപ്സ് ഓഫ് റെയിൻ. ക്ലൗഡ്സ് അങ്ങനെയാണോ? നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ആ ക്ലൗഡ്സ് മനുഷ്യന്മാരെ പോലെയാണ്. പെർസോണിഫിക്കേഷനാണ്. പെർസോണിഫിക്കേഷൻ എന്താണെന്ന് മനസ്സിലായോ? സാർ എന്താ മനസ്സിലായി? അപ്പോൾ നമ്മുടെ പോയത്തിൽ എവിടെ പെർസോണിഫിക്കേഷൻ ഉള്ളത് നോക്കാം. അടുത്ത രണ്ടാമത്തെ സ്റ്റാൻസയിൽ മക്കളെ പെർസോണിഫിക്കേഷൻ ഉണ്ട്. എവിടെയാണുള്ളത്? ഈ നീല കളർ നോക്കി അണ്ടർലൈൻ ചെയ്ത പെർസോണിഫിക്കേഷൻ ആണ്. നോട്ട് മേക്ക് ഡ്രീംസ് യുവർ മാസ്റ്റേഴ്സ്. ഡ്രീംസിനെ നിങ്ങളുടെ മാസ്റ്റേഴ്സ് ആക്കരുത് മക്കളെ. ഡ്രീംസിനെ നിങ്ങളുടെ മാസ്റ്റർ ആക്കാൻ പറ്റുമോ? ഇല്ല. അതൊരു സാധനമല്ല, ഒരു മനുഷ്യനല്ല. പക്ഷെ ഇവിടെ അത് മനുഷ്യനായിട്ടാണ് ഇതിനെ കരുതിയിരിക്കുന്നത്. ഡ്രീംസിനെ ഒരു മനുഷ്യനെ പോലെ, ഒരു മാസ്റ്റർ പോലെ, ഒരു മനുഷ്യനെ പോലെയാണ് കരുതിയിരിക്കുന്നത്. ഇറ്റ് ഇസ് എ എക്സാമ്പിൾ ഓഫ് പെർസോണിഫിക്കേഷൻ. ഓക്കെ, ഇതുകൂടാതെ ട്രയംഫിനെയും ഡിസാസ്റ്ററിനെയും, സക്സസിനെയും ഫെയിലിയറിനെയും എന്താണ്? ഇമ്പോസ്റ്റേഴ്സ് ആയിട്ട് പറഞ്ഞു അല്ലേ? അപ്പോൾ വീണ്ടും സക്സസിനെയും ഫെയിലിയറിനെയും ട്രയംഫിനെയും ഡിസാസ്റ്ററിനെയും എന്തായിട്ടാണ്? മനുഷ്യന്മാരെ പോലെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ? നോക്കിക്കേ, ഇഫ് യു ക്യാൻ മീറ്റ് വിത്ത് ട്രയംഫ് ആൻഡ് ഡിസാസ്റ്റർ ആണ്. നിങ്ങൾക്ക് ട്രയംഫിനെയും ഡിസാസ്റ്ററിനെയും കാണാൻ പറ്റുമെങ്കിൽ ആരെ കാണാം? മനുഷ്യന്മാരെയല്ലേ പൊതുവെ കാണുക. അപ്പം മനുഷ്യന്മാരെ പോലെയാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. അതും പെർസോണിഫിക്കേഷൻ്റെ എക്സാമ്പിൾ ആണ് കേട്ടോ. ഇത് കൂടാതെ പെർസോണിഫിക്കേഷൻ്റെ ഈ 2 എക്സാമ്പിൾസ് ആണ് ഈ ഒരു സ്റ്റാൻസയിലുള്ളത്. ഇത് കൂടാതെ മെറ്റഫർ ഉണ്ട്. എന്താണ് മക്കളെ ഈ മെറ്റഫർ എന്ന് പറഞ്ഞാൽ? മെറ്റഫർ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം ആദ്യം. മെറ്റഫർ എന്ന് പറഞ്ഞാൽ 2 ഡിഫറെൻറ്റ് തിങ്സ് ആർ കമ്പയർഡ് ഡയറക്ട്ലി. 2 ബന്ധമില്ലാത്ത കാര്യങ്ങൾ ഡയറക്ട്ലി കമ്പയർ ചെയ്യാണ് ഇതിന് മെറ്റഫർ എന്ന് വിളിക്കും. ഫോർ എക്സാമ്പിൾ, ലവ് ഇസ് എ ബാറ്റിൽ ഫീൽഡ്. ലവും ബാറ്റിൽ ഫീൽഡും വേറെ വേറെ സാധനങ്ങളാണ്. യുദ്ധക്കളവും ലവും സ്നേഹവും അല്ലെ പ്രണയവും വേറെ വേറെ കാര്യങ്ങളാണ്. പക്ഷേ ലവ് ഇസ് എ ബാറ്റിൽ ഫീൽഡ് നമ്മൾ പറയാറില്ലേ? നമ്മൾ പറയാറുണ്ടാവില്ല, പക്ഷേ വേറെ കുറേ ആൾക്കാർ പറയാറുണ്ടോ? അതിൻ്റെ അർത്ഥം എന്താണ്? ഈ ലവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭയങ്കര ഒരു യുദ്ധ മൂവി പോലെയാണ്. പല പല വെഡിങ് ഇതൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ് അല്ലേ എന്ന് പറയുമ്പോൾ നമ്മളെന്താണ് ലവിനെയും ബാറ്റിൽ ഫീൽഡും ഒരേപോലെയാണെന്ന് പറയുന്നത്. ലവ് ഇസ് ലൈക്ക് എ ബാറ്റിൽ ഫീൽഡ് എന്ന് പറഞ്ഞാൽ മെറ്റഫർ ആവില്ല. ലവ് ഇസ് എ ബാറ്റിൽ ഫീൽഡ് എന്ന് പറയണം. ഡയറക്ട്ലി കമ്പയർ ചെയ്യണം. ലവ് ഒരു ബാറ്റിൽ ഫീൽഡ് പോലെയാണെന്ന് പറഞ്ഞാൽ പോരാ. ലവ് ഇസ് എ ബാറ്റിൽ ഫീൽഡ്. ടൈം ഇസ് മണി. സമയം പൈസയാവുന്നു അല്ലേ? സമയം പൈസയ്ക്ക് തുല്യമാണെന്ന് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ടൈം ഇസ് മണി എന്നാണ്. ടൈം ഇസ് ലൈക്ക് മണി അല്ല. ടൈം ഇസ് ലൈക്ക് മണി എനിക്ക് പറയായിരുന്നു, സെയിം അർത്ഥമായിരുന്നു. പക്ഷെ അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. ടൈം ഇസ് മണി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ടൈം ഇസ് മണി എന്ന് ഡയറക്റ്റ് പറയാൻ ഇറ്റ് ഇസ് മെറ്റഫർ. ടൈം ഇസ് ലൈക്ക് മണി എന്ന് പറഞ്ഞാൽ അതെന്താണ്? അത് സിമിലിയാണ്. ഓക്കെ, ഇതുപോലെയാണ് എന്ന് ലൈക്കൊക്കെ ചേർത്ത് പറയുകയാണെങ്കിൽ അത് സിമിലിയാണ്. സിമിലി എന്താണ് നമ്മൾ അടുത്ത പോയത്തിൽ പഠിക്കും. ഹാർട്ട് ഓഫ് ഗോൾഡ്, ലൈറ്റ് ഓഫ് മൈ ലൈഫ്. എൻ്റെ ജീവിതത്തിലെ പ്രകാശമാണ് നീ. ലൈറ്റ് ഓഫ് മൈ ലൈഫ് അല്ല, ലൈറ്റ് ഓഫ് മൈ ലൈഫ്, എൻ്റെ ജീവിതത്തെ പ്രകാശമാണ് എന്നൊക്കെ പറയാറില്ലേ? ഈ ക്ലാസ് എന്താ? ടീച്ചർ പറയൂലേ, എന്താണ് പറയുക? ഈ ക്ലാസ് എന്താ? ചന്തയോ എന്ന് പറയില്ലേ? അപ്പം എന്താണ്? ക്ലാസ്സിനെയും ചന്തേനെയും ഡയറക്റ്റ് ആയിട്ട് ഇത് ക്ലാസ് എന്താ ചന്ത പോലെയാണോ എന്നാണോ ചോദിക്കുന്നത്? അല്ല, ക്ലാസ് എന്താ ചന്തയാണോ ചോദിക്കുന്നത്? ഇറ്റ് ഇസ് മെറ്റഫർ. അപ്പം അടുത്ത പ്രാവശ്യം അങ്ങനെ പറയുകയാണെങ്കിൽ യു ഷുഡ് റേസ് യുവർ ഹാൻഡ്സ്. ടീച്ചർ ഗുഡ് യൂസ് ഓഫ് മെറ്റഫർ, ഒരു 2 മാർക്ക് ഞാൻ തരാം എന്ന് പറയണം കേട്ടോ. അപ്പോൾ ട്രയംഫ് ആൻഡ് ഡിസാസ്റ്റേഴ്സ് ആർ ഇക്വേറ്റഡ് ടു ഇമ്പോസ്റ്റേഴ്സ്. അപ്പോൾ ഈ ഇതിലെവിടെയാണ് മെറ്റഫർ ഉള്ളത്? ട്രയംഫിനെയും ഡിസാസ്റ്റേഴ്സിനെയും ആരായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്? ഇമ്പോസ്റ്റേഴ്സ്, ആട്ടിൻതോലിട്ട ചെന്നായി ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ട്രയംഫും ഡിസാസ്റ്ററും സക്സസും ഫെയിലിയറൊക്കെ ആ 2 ഇമ്പോസ്റ്റേഴ്സാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് മെറ്റഫറും കൂടിയാണ്. പെർസോണിഫിക്കേഷൻ ആണ്, മനുഷ്യന്മാരെ പോലെ ട്രീറ്റ് ചെയ്യുന്നത്. മാത്രമല്ല മെറ്റഫറാണ്. ട്രയംഫ് ആൻഡ് ഡിസാസ്റ്റർ ഇക്വേറ്റഡ് ടു, എന്തിനോട് തുല്യമായിട്ട് പറയുന്നത് അല്ല എന്തിനോട് ഈക്വൽ ആയിട്ട് പറയുന്നത്? ഇമ്പോസ്റ്റർ ആയിട്ടാണ് പറയുന്നത്. ഇതുകൂടാതെ എന്താണ്? worn out tools equated to human potential. ഇവിടെ worn out tools എന്ന് പറഞ്ഞാൽ എന്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത്? ഹ്യൂമൻ പൊട്ടൻഷ്യൽ, നമുക്കുള്ള കഴിവ്, അതിനോടാണ് ഉപമിച്ചിരിക്കുന്നത്. ഇതിൽ കൂടുതൽ ഇമ്പോർട്ടൻറ്റ് ട്രയംഫ് ആൻഡ് ഡിസാസ്റ്റർ കേട്ടോ. അപ്പോൾ പരീക്ഷ ചോദിക്കുകയാണ് വിച്ച് ആർ ദി മെറ്റഫോറിക് എക്സ്പ്രഷൻസ് ഇൻ ദിസ് പോയം. ഏതാണ് മെറ്റഫോറിക് എക്സ്പ്രഷൻസ്? ട്രയംഫ് ആൻഡ് ഡിസാസ്റ്റേഴ്സ് ഇക്വേറ്റഡ് ടു ഇമ്പോസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു വെക്കുക, മാർക്ക് അവിടെ വീഴും. വിച്ച് ആർ ദി പെർസോണിഫിക്കേഷൻസ്? ഡ്രീം ട്രീറ്റഡ് ആസ് മാസ്റ്റേഴ്സ്, ട്രയംഫ് ആൻഡ് ഡിസാസ്റ്റർ ട്രീറ്റഡ് ആസ് ഇമ്പോസ്റ്റേഴ്സ്, ഒക്കെ പെർസോണിഫിക്കേഷൻ ആണ് കേട്ടോ. നെക്സ്റ്റ് ചാൻസിലേക്ക് വരുമ്പോൾ അവിടെ ഒരു ഇമേജറി ഉണ്ട്. ഇമേജറി എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസിക്കലി നമുക്കൊരു ഇമാജിൻ ചെയ്യാൻ വേണ്ടി സാധനം ഇട്ട് തരാണ് പോയിട്ട്. 1 heap ഓഫ് ഓൾ യുവർ വിന്നിങ്സ്. നിങ്ങളുടെ വിന്നിങ്സിൻ്റെ എല്ലാം ഒരു വലിയ കൂടാരം, ഒരു കൂമ്പാരോ വോട്ടവർ, ആ സാധനം വലിയ ഹീപ്പ് ഇമാജിൻ ചെയ്യാൻ പറ്റും. അതിനാണ് ഇമേജറി എന്ന് വിളിക്കുക.
ഇവിടെയും പെർസോണിഫിക്കേഷൻ ഉണ്ട്. ആലോചിച്ച് നോക്കിക്കേ, എക്സെപ്റ്റ് ദി വിൽ, ആ ഇച്ഛാശക്തി, വിച്ച് സേസ് ടു ദം, ഈ ഹാർട്ടിനോടും ഈ നെർവിനോടും ബുദ്ധിനോടൊക്കെ പറയാണ് ഹോൾഡ് ഓൺ. മക്കളെ ഇവിടെ വില്ലിന് എന്താണ്, ഒരു ഹ്യൂമൻ നേച്ചർ കൊടുത്തിരിക്കുകയാണ്. കാരണം വില്ല് സംസാരിക്കും, ഹോൾഡ് ഓൺ എന്നൊക്കെ പറയുന്നതാണ് അറിയുന്നത്. സോ ഈ വില്ലിന് എന്താണ്, പെർസോണിഫൈ ചെയ്തിരിക്കുകയാണ്. ഇവിടെ പെർസോണിഫിക്കേഷൻ ആണ്. ക്ലിയർ ആണോ മക്കളെ? അപ്പോൾ വില്ലിനും പെർസോണിഫിക്കേഷൻ ചെയ്തു. പിന്നെ ആരൊക്കെ പെർസോണിഫിക്കേഷൻ ചെയ്തു? ട്രയംഫിന്, ഡിസാസ്റ്ററിനെയും ഡ്രീമിനെയും ഒക്കെ പെർസോണിഫിക്കേഷൻ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. പരീക്ഷ ചോദിക്കൂട്ടോ. അടുത്ത സ്റ്റാൻസിലേക്ക് വരുമ്പോൾ അൺഫോർഗിവിങ് മിനിറ്റ്. മിനിറ്റ് എന്ന് പറഞ്ഞ ടൈമാണ്. അൺഫോർഗിവിങ് എന്ന് പറഞ്ഞാൽ ഫോർഗിവ് ചെയ്യാത്ത. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് എക്സ്പ്രഷൻ? ഇവിടെ സമയത്തിനെ അൺഫോർഗിവിങ് ആയിട്ട് എന്താണ് ഉപമിച്ചിരിക്കുകയാണ്, ഈക്വേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇറ്റ് ഇസ് എ മെറ്റഫോറിക് എക്സ്പ്രഷൻ, മെറ്റഫറാണ്. മിനിറ്റ് അഥവാ ടൈം ഇസ് ഇക്വേറ്റഡ് ടു ബീങ് അൺഫോർഗിവിങ്. സമയം അൺഫോർഗിവിങ് ആയ, അത് ബന്ധമില്ലാത്ത കാര്യമാണ്, പക്ഷേ സമയം അൺഫോർഗിവിങ് ആണെന്നാണ് പറയുന്നത്. ഇറ്റ് ഇസ് എ മെറ്റഫോറിക് എക്സ്പ്രഷൻ. ഓക്കെ, ഹൈപ്പർബോളി എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ഹൈപ്പർബോളി എന്താണെന്ന് നമുക്ക് ആദ്യം പഠിക്കാം. ഓക്കെ, ഹൈപ്പർബോളി എന്താണെന്ന് പഠിക്കാം. ഹൈപ്പർബോളി എക്സാജറേറ്റഡ് സ്റ്റേറ്റ്മെന്റ്സ്, ഓവർ ആക്കി പറയുന്ന സ്റ്റേറ്റ്മെന്റ്സ് അല്ലേ? തള്ള്. ഐ ക്യാൻ ഈറ്റ് എ ഹോഴ്സ് നൗ. എനിക്ക് എന്താണ്, ഒരു കുതിരനെ തിന്നാനുള്ള വിശപ്പുണ്ട് അല്ലേ? ഒരു കാളനെ തിന്നാനുള്ള വിശപ്പുണ്ട് എന്നൊക്കെ പറയൂലേ? അപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? എനിക്ക് ശരിക്കും കുതിരനെ തിന്നാൻ വേണ്ടിയിട്ടാണ്? അല്ല, കുറച്ച് എക്സാജറേറ്റ് ചെയ്ത് പറയുന്നതാണ്. ദിസ് ടീ ഈസ് ഹോട്ടർ ദാൻ സൺ. ഈ ചായക്ക് എന്താണ്, സൂര്യനെക്കാളും ചൂടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് കുറച്ച് എക്സാജറേറ്റഡ് ആയി പറയുന്നതാണ്. ശരിക്കും അങ്ങനെ ഉദ്ദേശമല്ല. അതിനൊക്കെ ഹൈപ്പർബോളി എന്ന് വിളിക്കുക. നിന്നെ കാണാൻ ഒരു അസ്ഥികൂടം പോലെ ഉണ്ടല്ലോ എന്ന് എന്നോട് പണ്ട് എന്താണ് എൻ്റെ അപ്പൂപ്പൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പണ്ട് ഭയങ്കര മെലിഞ്ഞിട്ടായിരുന്നു. ഇപ്പോൾ കാണുമ്പോൾ തോന്നുന്നുണ്ടാവില്ല, പണ്ട് ഞാൻ ഭയങ്കര മെലിഞ്ഞിട്ട് എല്ലും കോലി പോലെയായിരുന്നു. അപ്പോൾ ഒരു പ്രാവശ്യം എന്താണ്, കുളിച്ച് ഇറങ്ങി വന്നപ്പോൾ, ചെറുതായിരുന്നു അപ്പോൾ, കുളിച്ച് ഇറങ്ങി വന്നപ്പോൾ എന്താണ്, എൻ്റെ ഗ്രാൻഡ് ഫാദർ, ഓക്കെ, ഇച്ചാച്ചൻ എന്നെ വിളിക്കാം, എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിന്നെ കാണാൻ എന്താണ് അസ്ഥികൂടം പോലെ ഉണ്ടല്ലോ എന്നോട് പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, നിങ്ങൾക്ക് അറിയാത്ത വേറെ കാര്യമുണ്ട്, ചിലർക്ക് അറിയുന്നുണ്ടാവും. എൻ്റെ പണ്ടത്തെ പേരെന്തായിരുന്നു അറിയോ? ഞാൻ 3rd സ്റ്റാൻഡേർഡ് വരെ പഠിക്കുമ്പോൾ എൻ്റെ പേര് അലന്നായിരുന്നു. അതേ ജനിക്കുമ്പോൾ അല്ലേ എൻ്റെ പേരെന്തായിരുന്നു? 3ാം ക്ലാസ് വരെ 2ാം ക്ലാസ് വരെ തോന്നുന്നു എൻ്റെ പേര് അലന്നായിരുന്നു. അപ്പോൾ എൻ്റെ ഗ്രാൻഡ് ഫാദർ എന്നോട് പറഞ്ഞു, വെറുതെ അല്ല നിൻ്റെ പേര് എല്ലെന്നിട്ടത്, നീ എല്ല് പോലെയല്ലേ എല്ല്. ഓക്കെ, അപ്പം അറിയാത്തവർക്ക് വേണ്ടിയിട്ട് എൻ്റെ പേരെന്താണ്, 3rd സ്റ്റാൻഡേർഡ്, എൻ്റെ 2nd സ്റ്റാൻഡേർഡ് വരെയെങ്കിലും, 3rd സ്റ്റാൻഡേർഡും കൂടി ഇല്ലയെന്ന് പറഞ്ഞു, 2nd സ്റ്റാൻഡേർഡ് വരെയെങ്കിലും എൻ്റെ പേര് അലന്നായിരുന്നു. പിന്നെ എനിക്ക് ആ പേര് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞാൻ എൻ്റെ പിതാജി സേ ബാത് കിയ, മെനെ ബത്തായാക്കി, ഈ പേര് എത്ര സ്റ്റൈലിൽ പോരാ, എനിക്കിഷ്ടമില്ല എന്ന് ഞാൻ ആക്ച്വലി പറഞ്ഞിട്ട് എൻ്റെ പേര് അലക്സ് എന്നാക്കിപ്പിച്ചാണ്. അലക്സ് എന്നാക്കാനുള്ള കാരണം എനിക്ക് തോന്നുന്നു അലനായിട്ട് സാമ്യത കൊണ്ട്. മാത്രമല്ല, അന്ന് ഏതോ ഒരു സിനിമ ഞാൻ കണ്ടു, അതിലൊരു വില്ലൻ ഉണ്ടായിരുന്നു, ഒരു അടിപൊളി വില്ലൻ. അദ്ദേഹത്തിൻ്റെ പേര് അലക്സ് എന്നായിരുന്നു. അപ്പോൾ അത് കേട്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞു അലൻ എന്നുള്ള പേരൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് അലക്സ് എന്നാക്കി. ഇപ്പോഴും എൻ്റെ 1st സ്റ്റാൻഡേർഡിലും 2nd സ്റ്റാൻഡേർഡിലേക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. നമ്മളിങ്ങനെ സ്പോർട്സിനൊക്കെ പങ്കെടുക്കുമ്പോഴുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാവില്ലേ, അതിലൊക്കെ അലൻ തോമസ് എന്നാണ് പേര്. ഇതിൽ അലൻ സാർ ജനിച്ചപ്പോൾ എന്താണ്, അലൻ സാർ എന്താണ് ആ ബാക്കിയുള്ള പേരെടുത്തിട്ട് ഇങ്ങോട്ട്, അതാണ് സംഭവിച്ചത്. ഓക്കെ, അതാണ് സംഭവം. അപ്പം നിന്നെ കാണാൻ അസ്ഥികൂടം പോലെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ ആക്ച്വലി അസ്ഥികൂടം പോലെ ഉണ്ടെന്നാണോ ഉദ്ദേശിക്കുന്നത്? അല്ല, ചിലപ്പോൾ ആയിരിക്കാം കേട്ടോ, പക്ഷെ അല്ലാന്ന് നിന്റെ വിശ്വാസം. അതൊക്കെ ഹൈപ്പർബോളിയാണ്. യോസ് ഇസ് ദി എർത്ത് എന്ന് റഡ്യാർഡ് കിപ്ലിംഗ് പറയുന്നതും നിന്റേതാണോ ഭൂമി മൊത്തമാണോ? അല്ല, ഇറ്റ് ഇസ് ഹൈപ്പർബോളി, എക്സാജറേറ്റഡ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അപ്പോൾ ഇത്രയും പോയറ്റിക് ഡിവൈസസും ഫിഗേഴ്സ് സ്പീച്ചുമാണ് ഈ ഒരു പോയത്തിലുള്ള എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ മക്കളെ? മനസ്സിലായോ മക്കളെ? അത്രയും മനസ്സിലാക്കി കഴിഞ്ഞു. റൈറ്റ് ആൻ അപ്രീസിയേഷൻ ഓഫ് ദി പോയം എന്ന് പറയുമ്പോൾ ഇത്ര പോയിന്റ്സ് ഇവിടെ ഉണ്ട്. എല്ലാ നോട്ട്സിലും ഞാൻ കൊടുത്തിട്ടുണ്ട്. ക്ലാസ് കഴിഞ്ഞിട്ട് ഇന്ന് രാത്രിയോ, അത്ര സമയം ഉണ്ടാവില്ല, നാളെ രാവിലെ വായിക്കുക. അപ്രീസിയേഷൻ ചോദിക്കും. ഇത് മൊത്തം ബൈഹാർട്ട് പഠിക്കണം. ഡിഡാക്റ്റിക് നേച്ചർ, പിന്നെന്താണ്, തീമുകൾ പറയണം, എന്താണ് റൈം സ്കീം പറഞ്ഞു കൊടുക്കണം. ഓക്കെ, റൈം സ്കീം പറഞ്ഞു കൊടുക്കണം. പിന്നെ ഇമേജസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. പോയറ്റിക് ഡിവൈസ്, പെർസോണിഫിക്കേഷനും മെറ്റഫോറിക് ഉണ്ട്, അൺഫോർഗിവിംഗ് മീൻസ്, കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ അവസാന കൺക്ലൂഷൻ. ഓക്കെ, ഇതിൽ സ്റ്റാർ ഇട്ട കാര്യങ്ങൾ എന്തായാലും നിങ്ങളുടെ അപ്രീസിയേഷൻ ഉണ്ടാവണം. സ്റ്റാർ ഇടാത്ത കാര്യങ്ങൾ, ഇമേജസ്, സൗണ്ട് എഫക്ട്സ് ഒക്കെ നിങ്ങൾക്ക് വേണം ഒഴിവാക്കാം. ഓക്കെ, ഇതെപ്പോൾ നിങ്ങൾ വായിക്കും? നാളെ രാവിലെ എങ്കിലും വായിച്ചിട്ട് വേണം പോകാൻ. ഇതേപോലെ കോപ്പി പേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. 30,000 പേര് എല്ലാ സാധനവും ഒരേ സാധനം എഴുതി വെച്ച് കഴിഞ്ഞാൽ അവസാനം കറക്റ്റ് ചെയ്യുന്ന ടീച്ചർ ആയിരിക്കും ഇത് എന്താ സംഭവം. പബ്ലിക് എക്സാം അല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല, ടീച്ചറെ കറക്റ്റ് ചെയ്യുന്നത്. പക്ഷേ പബ്ലിക് എക്സാം ഒക്കെ ആകുമ്പോൾ അത് കോമഡി ആയി പോകും. ഓക്കെ, അപ്പോൾ ഒരേ കാര്യം എഴുതി വെക്കണമെന്നില്ല, പക്ഷേ യു ക്യാൻ യൂസ് ദി ഐഡിയാസ്. ഓക്കെ, ഈ വാക്കുകൾ, പിന്നെ റൈം സ്കീമൊക്കെ എന്തായാലും ഉണ്ടാവണം. പിന്നെ പെർസോണിഫിക്കേഷനും അതുപോലെ മെറ്റഫോറിക് എക്സ്പ്രഷൻസും കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ ഹൈപ്പർബോളിയൊക്കെ ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് എഴുതാം. ഓക്കെ, അപ്രീസിയേഷൻ ക്ലാസ് കഴിയുമ്പോൾ നോട്ട്സ് കിട്ടുന്നതായിരിക്കും, വായിച്ചു നോക്കണം. റെഡി ആണല്ലോ മക്കളെ? അപ്പോൾ അതോടെ ഇഫ് എന്ന് പറഞ്ഞ പോയവും നമ്മൾ തീർത്തു. സിമ്പിൾ പോയായിരുന്നു, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? എല്ലാ പോയറ്റിക് ഡിവൈസസും, എല്ലാ ഫിഗേഴ്സ് സ്പീച്ചും, ഇൻക്ലൂഡിങ് ദ സമ്മറി ഓഫ് ദി പോയം. സമ്മറി ഒന്നല്ല, എന്ത് സമ്മറി? ചാപ്റ്റർ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ ഓഫ് ദി പോയം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഒരു 2 ചാപ്റ്റർ പഠിച്ചതിന് ശേഷം അടുത്ത പോയത്തിലേക്ക് കടക്കാം. നമുക്ക് ചാപ്റ്റേഴ്സ് വേഗം തീർക്കണം, പോയം കുറേ സമയം എടുക്കും.
അടുത്ത ചാപ്റ്റർ നമുക്ക് എന്ത് ചെയ്യാം, ഏതിനെ പിടിക്കാം, ഏതാ പിടിക്കാം മക്കളെ? ആൻഡ് ദെൻ ഗാന്ധി കെയിം ഒരെണ്ണം പിടിക്കാം. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തത് ഡിസാസ്റ്റർ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റും കൂടി പിടിക്കാം. അതോടെ നമുക്ക് എന്താണ് ഒരു 2 ചാപ്റ്ററും കൂടി തീർന്നു. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, സൺറൈസ് ഓൺ ദി ഹിൽസും പിടിക്കാം. ഓക്കെ, വേഗം പഠിച്ചാലോ? ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, രണ്ടും ബോറിംഗ് ചാപ്റ്റേഴ്സ് ആണ്. അപ്പോൾ രണ്ടിനും നിങ്ങൾ എന്ത് ചെയ്യണം, എൻ്റെ കൂടെ പിടിച്ചിരിക്കേണ്ടി വരും. ആൻഡ് ദെൻ ഗാന്ധി ഗെയിമും ബോറിംഗ് ആണ്, കുറച്ച് ബോറിംഗ് ആണ്. മറ്റെന്താണ് അതിന് കഴിഞ്ഞ ശേഷമുള്ള ചാപ്റ്ററും ഡിസാസ്റ്റർ ആൻഡ് ഡിസാസ്റ്റർ മാനേജ് ഒരു എസ്സേ പോലത്തെ ചാപ്റ്ററാണ്. കഥയൊന്നുമില്ല, അതുകൊണ്ട് അതും കുറച്ച് എന്താണ് ബോറിംഗ് ആണ്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, പിടിച്ചിരിക്കാം. കാരണം ബോറിംഗ് ഓർ നോട്ട് ബോറിംഗ്, നമുക്ക് എന്ത് ചെയ്യണം, ചോദ്യം പരീക്ഷയിൽ വരും. അപ്പം നമുക്ക് എന്ത് ചെയ്യണം, ഉത്തരം കൊടുക്കണം. എങ്ങനെയാണ് ചോദ്യം വരിക? ചാപ്റ്ററിന് മാത്രമല്ല ഡിസ്കോഴ്സസിലും എന്താണ് ചാപ്റ്റർ ബേസ്ഡ് ആയിട്ടാണ് വരിക. അപ്പോൾ ഗാന്ധി ഗെയിം എന്ന് പറഞ്ഞ ചാപ്റ്റർ നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ നാളെ എന്താണ് ഗാന്ധിജിയുടെ ഫിയർലെസ്നെസ്സിനെ പറ്റിയിട്ടും ട്രൂത്ത്ഫുൾനെസ്സിനെ പറ്റിയിട്ടും എന്താണ് ഗാന്ധിജിയുടെ അഭിപ്രായം, അല്ലെങ്കിൽ ഗാന്ധിജിയുടെ ടു ഫോൾഡ് കോൾ ഫോർ ആക്ഷനെ പറ്റിയിട്ട് ഒരു സ്പീച്ച് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ടു ഫോൾഡ് കോൾ ഫോർ ആക്ഷൻ എന്താണെന്ന് അറിയില്ല, നിങ്ങൾക്ക് എഴുതാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ അത് നമുക്ക് അത്രയെങ്കിലും അറിഞ്ഞിരിക്കണം. എന്തായിരുന്നു ഗാന്ധിജിയുടെ ടു ഫോൾഡ് കോൾ ഫോർ ആക്ഷൻ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്തായിരുന്നു ഗാന്ധിജിയുടെ ഫിയർലെസ്നെസ്സിനെ പറ്റിയും ട്രൂത്ത്ഫുൾനെസ്സിൻ്റെ അഭിപ്രായം, എന്തായിരുന്നു ഗാന്ധിജിയുടെ ഇക്വാലിറ്റിനെ പറ്റിയുള്ള അഭിപ്രായം, ഒക്കെ ഈ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അറിയാണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു സ്പീച്ച് പറയാനോ അല്ലെങ്കിൽ ഒരു റൈറ്റപ്പ് പറയാനോ പറ്റില്ല. Get the points? Let's move ahead. Let's look into the chapter. And then Gandhi came. ബിഫോർ ഗാന്ധി അറൈവ്ഡിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. ഇന്ത്യയിലെ ഗാന്ധിജി വരുന്നതിൻ്റെ മുൻപുള്ള കുറച്ച് സിനാരിയോ ആണ് പറയുന്നത്. മനസ്സിലാക്കി വെക്കാം, വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും മനസ്സിലാക്കി വെക്കാം. ആൻഡ് ദെൻ ഗാന്ധി കെയിം ബൈ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എഴുതിയ ഒരു വലിയൊരു ബുക്ക് ഉണ്ട്. ആ ബുക്കിലെ ഒരു ഭാഗമാണ് ഗാന്ധിജീനെ പറ്റി മെൻഷൻ ചെയ്ത കുറച്ച് ഭാഗങ്ങളാണ് ഈ ചാപ്റ്റർ ആക്കിയിട്ട് അവരെന്ത് ചെയ്ത് പ്രിന്റ് അടിച്ചത്. ഈസ് എൻ എസ്സേ ദാറ്റ് പേസ് ട്രിബ്യൂട്ട് ടു ഹിസ് മാസ്റ്റർ മഹാത്മാ ഗാന്ധി. നെഹ്റു brings his essay by making a reference to the bad aspects of our national life. അപ്പോൾ ഗാന്ധിജി വരുന്നതിന് മുമ്പ് നമ്മുടെ മോശമായുള്ള അവസ്ഥ, കാരണം ബ്രിട്ടീഷുകാർ നമ്മൾ ഭരിക്കുന്നത്, അത് മോശമായുള്ള കുറേ ആസ്പെക്ട്സിനെ പറ്റി അദ്ദേഹം എന്താണ് ഈ ഒരു എസ്സേയിൽ പറയുന്നുണ്ട്. അതെന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. The social life of India was disturbed by the First World War. ഫസ്റ്റ് വേൾഡ് വാർ ശേഷം എന്താണ് ഭയങ്കര മോശം അവസ്ഥയിലായിരുന്നു ഇന്ത്യ. കാരണം എന്താണ്, ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം എന്താണ് ഈ ബ്രിട്ടീഷും അങ്ങനത്തെ കുറേ ആൾക്കാർ തോറ്റുപോയാൽ അത് കാരണം എന്താണ് ഇന്ത്യയുടെ അവസ്ഥയും മോശമായിരുന്നു. കാരണം ഇന്ത്യയിൽ നിന്ന് കുറേ പൈസ കൊണ്ടുപോയിട്ട് പുട്ടടിച്ചിട്ടാണ് ഇവർ വാറൊക്കെ നടത്തുന്നത്. അപ്പോൾ എന്താണ് അവസാനം അത് തോറ്റുപോയി കഴിഞ്ഞാൽ എന്താണ് പിന്നെ ആർക്കാണ് ബുദ്ധിമുട്ടുണ്ടാവുക? ഇന്ത്യക്കാണ് ബുദ്ധിമുട്ടുണ്ടാവുക. കാരണം അവരുടെ പൈസ ഇല്ല, ഇന്ത്യക്ക് പൈസ ഇല്ല, എല്ലാം അവസ്ഥയായിരുന്നു. പോവർട്ടി ആൻഡ് അൺഎംപ്ലോയ്മെന്റ് വാസ് റാമ്പൻ. ആർക്കും എന്താണ് പൈസ ഉണ്ടായിരുന്നില്ല, ആർക്കും ജോലി പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പൈസ ഉണ്ടാക്കാനുള്ള മാർഗ്ഗം ഉണ്ടായിരുന്നില്ല. ദ പൊളിറ്റിക്കൽ കണ്ടീഷൻസ് ഓൾസോ ബിക്കെയിം വേഴ്സ്. കാരണം മാർഷ്യൽ ലോ ആയിരുന്നു, മിലിറ്ററി ഭരണമായിരുന്നു എന്താണ് ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ മിലിറ്ററി ആയിരുന്നു ഭരിക്കുന്നത്. അപ്പോൾ ഭയങ്കര ക്രൂവലായിട്ടുള്ള ഭരണമായിരുന്നു ഉണ്ടായിരുന്നത്. അല്ലേ തന്നെ ബ്രിട്ടീഷുകാർ വന്നിട്ട് ക്രൂവലായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലേ, ജാലിയൻവാല ബാഗ്, പല മാസക്കേഴ്സും നിങ്ങൾക്കറിയാം. അപ്പോൾ അതുപോലെ എന്താണ് ഭയങ്കര ക്രൂവലായിരുന്ന അവസ്ഥയിൽ അതിനേക്കാളും ക്രൂവലായുള്ള അവസ്ഥയായിരുന്നു ഈ മാർഷ്യൽ ലോ, മിലിറ്ററി ഭരണം ഉണ്ടായിരുന്ന കാലഘട്ടം. People had given their heart and soul for generations to come out of poverty. എല്ലാവരും എന്താണ് അവരെ ചങ്കും ഹൃദയവും എല്ലാം കൊടുത്തെന്നാണ് ഈ പോവർട്ടിയിൽ നിന്ന് എങ്ങനെയും പുറത്തേക്ക് വരണമെന്ന് വേണ്ടി കുറേ പ്രയത്നിച്ചു. ബട്ട് ദേ ഹാഡ് ഫെയിൽഡ്. എന്നിട്ട് നടന്നില്ല. അവർക്ക് എന്താണ് പോവർട്ടിയിൽ നിന്ന് പുറത്തേക്ക് വരാൻ സാധിച്ചില്ല. ഇതാണ് ഗാന്ധിജി വരുന്നതിന് മുമ്പുള്ള അവസ്ഥ. ഓക്കെ, പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. റെഡി ആണല്ലോ? ഓക്കെ. ഗാന്ധിജീസ് ഫിലോസഫി. ഇനി ഗാന്ധിജിയുടെ ഫിലോസഫിനെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇറ്റ് വാസ് അറ്റ് ദിസ് ടൈം ദാറ്റ് ഗാന്ധി അറൈവ്ഡ്. ഗാന്ധിജി എവിടെ നിന്നാണ് മക്കളെ വരുന്നത്? സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരികയാണ്. ഹിസ് കമ്മിങ് വാസ് ലൈക്ക് എ ബീം ഓഫ് ലൈറ്റ് ദാറ്റ് പിയേഴ്സ് ദി ഡാർക്ക്നെസ്. അന്ധകാരം പിടിച്ച ഒരു ഇന്ത്യയെ പ്രകാശത്തിൻ്റെ ഒരു കിരണം വെച്ചെന്താണ് ഇങ്ങനെ പിയേഴ്സ് ചെയ്ത് ഇങ്ങനെ കുത്തിക്കേറി എന്നാണ് വരുന്ന പോലെയായിരുന്നു നമ്മുടെ ഗാന്ധിജിയുടെ വരവ്. ഇന്ത്യയിൽ മൊത്തം അന്ധകാരമായിരുന്നാണ് പറയുന്നത്. ഗാന്ധിജി എന്നാണ് പ്രകാശമായിട്ടാണ് ഊർമ്മിച്ചിരിക്കുന്നത്. മെറ്റഫോറിക് എക്സ്പ്രഷൻസ് ആണല്ലേ. ഇന്ത്യാസ് ഫ്രീഡം സ്ട്രഗിൾ ടുക്ക് എ ന്യൂ പാത്ത്. അപ്പോൾ ഇന്ത്യയുടെ ഫ്രീഡം സ്ട്രഗിൾ അന്ന് വരെ പോയ രീതിയിലല്ലായിരുന്നു ഗാന്ധിജി വന്നതിന് ശേഷം പോയത്. എങ്ങനെയായിരുന്നു പോയത് നമുക്ക് മനസ്സിലാക്കാം. ഗാന്ധിജിയുടെ ഫിലോസഫി മനസ്സിലാക്കാം ആദ്യം. ഗാന്ധിജി സ്ട്രെസ്ഡ് ഓൺ ദി ഇമ്പോർട്ടൻസ് ഓഫ് ട്രൂത്ത്ഫുൾനെസ് ആൻഡ് ഫിയർലെസ്നെസ്. സത്യസന്ധതയും ഫിയർലെസ്നെസ്, അത് ഭയമില്ലാത്ത അവസ്ഥയാണ്. ഭയത്തെ എന്താണ്, ഭയത്തെ അല്ല, ആരെയും പേടിക്കാത്തൊരവസ്ഥ എന്താണ് ഗാന്ധിജി എന്താണ് ബിലീവ് ചെയ്തു. നമ്മളെന്താണ് ആരും പേടിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഗാന്ധിജി ബേസിക്കലി പറഞ്ഞത്. ഓക്കെ, നമ്മുടെ ഇവിടെ എന്തൊക്കെ എഴുതി വരുന്നുണ്ട് നമുക്കൊന്ന് പോക്കാം. ഇവർ പറയുന്നത് നമ്മൾ ടി വി എത്രയോ സമയം കൊണ്ട് ഓഫ് ആവുന്നൊക്കെയാണ്. അങ്ങനെ അപ്പോൾ പറ്റില്ലല്ലോ. ഒന്ന് ഓഫ് ആവത്തെ, ഇനി പേടിക്കണ്ട. നമ്മൾ ടി വിനെ എന്ത് ചെയ്യാം, ഒരു പാഠം പഠിപ്പിക്കാം. ആ പാഠം പഠിച്ചു. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ ട്രൂത്ത്ഫുൾനെസ്സും ഫിയർലെസ്നെസ്സും അദ്ദേഹം ഭയങ്കര എംഫസൈസ് ചെയ്തു. ഹി അവേക്കൻഡ് ദി മില്യൺസ് ഓഫ് ഇന്ത്യൻസ്. ഫിയർലെസ്നെസ്, നോട്ട് മിയർലി ബോഡിലി കറേജ് ബട്ട് ദി ആബ്സെൻസ് ഓഫ് ഫിയർ ഫ്രം ദി മൈൻഡ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് എന്താണ് ആരും നിങ്ങളെ ഇടിക്കുമോ എന്നുള്ള പേടി, ആ പേടി മാത്രമല്ല നിങ്ങൾ ഒഴിവാക്കേണ്ടത്. മൈൻഡ്,
നമ്മുടെ മൈൻഡിനെയുള്ള പേടി, നമ്മുടെ മൈൻഡ് ആരെങ്കിലും ഹൈജാക്ക് ചെയ്യോ അല്ലെങ്കിൽ അത് ആ ഒരു പേടിയിൽ നിന്നാണ് നിങ്ങൾ രക്ഷപ്പെടണം എന്നാണ് പറഞ്ഞത്. ഓഹോ, നല്ല കാര്യം. ഇനി ഫിയറിനെ പറ്റി, എന്താണ് ഈ ഫിയർ, ആരെയാണ് പേടിക്കേണ്ടത്, അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അത് ഓർത്തു വെക്കണം. പരീക്ഷയിൽ വേണം ചോദിക്കാം, റൈറ്റപ്പ് അല്ലെ സ്പീച്ച്. ഗാന്ധിജി ഫിയറിനെ പറ്റി എന്തൊക്കെയാണ് പറഞ്ഞത്, ഏതൊക്കെ തരം ഫിയേഴ്സ് ഉണ്ട്, പഠിച്ചു വെച്ചോ. ബ്രിട്ടീഷ് ടൂൾ ഫോർ റൂളിംഗ് വാസ് ഫിയർ. ബ്രിട്ടീഷുകാർ നമ്മളെ ഭരിച്ചെന്താണ്, നമ്മളുടെ പേടി അഡ്വാൻറ്റേജ് ആയിട്ട് എടുത്തിട്ടാണ്. എന്തിനെ പറ്റിയുള്ള പേടി, ഫിയർ ഓഫ് ആർമി, ആർമിയെ പറ്റി പേടി, പോലീസ്, ലോസ്, നിയമങ്ങൾ, മണി ലെൻഡർ അല്ലെ പൈസ നമ്മൾ വായ്പയ്ക്ക് എടുക്കുന്ന ആൾക്കാർ, മണി ലെൻഡർ, സ്റ്റാർവേഷൻ, ഭക്ഷണം ഇല്ലാതെ എന്താണ് സ്റ്റാർവ് ചെയ്യുന്ന അവസ്ഥയെ, അൺഎംപ്ലോയ്മെന്റ്, ഇതിനൊക്കെ എന്താണ് ഇന്ത്യക്കാർക്ക് എന്താണ് നമുക്ക് പേടിയായിരുന്നു. ആ പേടി അഡ്വാൻറ്റേജ് ആയിട്ട് എടുത്ത് ആ പേടിയെ ചൂഷണം ചെയ്തിട്ടാണെന്നാണ് ബ്രിട്ടീഷുകാർ നമ്മളെ ഭരിച്ചതെന്നാണ് പറയുന്നത്. ഓർത്തു വെച്ചു, ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഫിയർ വാസ് എ ഫ്രണ്ട് ഓഫ് ഫാൾസ്ഹുഡ്. ഗാന്ധിജി പറയുന്നതാണ്, ഇത് മാത്രമല്ല, ഈ ഫിയർ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഉണ്ടാവുക, ഇവിടെ നമ്മളൊരു കളവ് ചെയ്താലേ നമുക്ക് പേടി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഫിയർ വാസ് എ ഫ്രണ്ട് ഓഫ് ഫാൾസ്ഹുഡ്, കളവിൻ്റെ ഫ്രണ്ടാണ് ഫിയർ അല്ലേ. നമ്മൾ കളവ് ചെയ്താലേ നമ്മൾ പേടിക്കേണ്ട ആവശ്യമുള്ളൂ, അല്ലെങ്കിൽ പേടിക്കേണ്ട ആവശ്യം. ഫിയർലെസ്നെസ് വാസ് ദി ഫ്രണ്ട് ഓഫ് ട്രൂത്ത്. നമ്മൾ സത്യസന്ധത മാത്രമേ ചെയ്യുന്നുള്ളൂ, സത്യമുള്ള കാര്യം മാത്രമേ ചെയ്യുന്നുള്ളെങ്കിൽ നമ്മൾ ഫിയർലെസ് ആവണം. കാരണം എന്തിനാണ് നിങ്ങൾ പേടിക്കണേ, സത്യമുള്ള കാര്യം മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ, നമ്മൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഗാന്ധിജി പറയുന്നത്. ഗാന്ധിജി ഏർജ് പീപ്പിൾ ടു ബി ട്രൂത്ത്ഫുൾ. നിങ്ങൾ സത്യസന്ധരാവ്, നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഫിയർലെസ് ആവും. ഓർത്തു വെച്ചോ, സ്പീച്ചിലും റൈറ്റപ്പിലും ഉപയോഗിക്കാൻ പോകുന്ന പോയിന്റാണ്. ഗാന്ധിജി ഏർജ്ഡ് എൻകറേജ് ചെയ്തു പീപ്പിൾ ടു ബി ട്രൂത്ത്ഫുൾ. കാരണം നിങ്ങൾ സത്യസന്ധരായാൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഫിയർലെസ്നെസ് വന്നോളൂ. കാരണം ഫിയർലെസ്നെസ് ഇസ് ദി ട്രൂത്ത്, ഫ്രണ്ട് ഓഫ് ട്രൂത്ത്. ഫിയർലെസ്നെസ് ആരുടെ ഫ്രണ്ടാണ്, ട്രൂത്തിന്റെ ഫ്രണ്ടാണ്. ഫിയർ ഇസ് ദ ഫ്രണ്ട് ഓഫ് ഫാൾസ്ഹുഡ്. ഇത്രയും പോയിന്റ്സ് എന്താണോ നിങ്ങളുടെ ആൻസറിൽ ഉണ്ടാവണം ഡിസ്കോഴ്സസ് വരുമ്പോൾ കേട്ടോ. പീപ്പിൾ ഡിഡ് നോട്ട് ചേഞ്ച് ഓവർ ടൈം. ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ എന്താണ് ആൾക്കാർ എന്താണ്, ഓവർനൈറ്റ് ഒറ്റ രാത്രി ഉണ്ടെന്നാണ് അവർ നന്നായിട്ടൊന്നുമില്ല. ബട്ട് എ സീ ഓഫ് ചേഞ്ച് വാസ് വിസിബിൾ. പക്ഷെ മൊത്തത്തിലൊരു ചെറിയൊരു ചേഞ്ച് എന്താണ് കാണാൻ സാധിച്ചു എന്നാണ് ജവഹർലാൽ നെഹ്റു പറയുന്നത്. ഇറ്റ് വാസ് എ സൈക്കോളജിക്കൽ ചേഞ്ച്. ഇതൊരു സൈക്കോളജിക്കൽ ചേഞ്ചും കൂടിയാണെന്നാണ് പറയുന്നത്. ആസ് ഇഫ് ആൻ എക്സ്പേർട്ട് ഇൻ സൈക്കോ അനാലിറ്റിക്കൽ മെത്തേഡ്സ് ഹാഡ് ട്രാവൽഡ് ഇൻ ടു ദി പേഷ്യൻസ് പാസ്റ്റ്, ഫൗണ്ട് ഔട്ട് ഇഷ്യൂസ് ആൻഡ് ഫ്രീഡ് ഹിം ഫ്രം ദം. അപ്പോൾ ഈ നെഹ്റു പറയുന്നത് എന്താണ്, ഗാന്ധിജി ഒരു സൈക്കോളജിസ്റ്റിനെ പറ്റി പോലെയാണ് ബിഹേവ് ചെയ്യുന്നത്. അതായത് അത്രയും നാളും ഇന്ത്യക്കാർക്ക് അറിയാത്ത കുറച്ച് കാര്യങ്ങൾ അല്ലേ, അത്രയും നാളും അവർ വിചാരിച്ചെന്താണ്, ബ്രിട്ടീഷ് ഞങ്ങളുടെ എനിമി, ബ്രിട്ടീഷ് ഞങ്ങൾ ഫൈറ്റ് ചെയ്യണം, ഞങ്ങൾക്ക് എല്ലാവരും പേടിയാണ്, പക്ഷേ ഞങ്ങൾ ഫൈറ്റ് ചെയ്യണം എന്ന് മാത്രം വിചാരിച്ചു നിന്നാൽ അവരോട് എന്താണ് ഗാന്ധിജി കാണിച്ചു കൊടുത്തു, നിങ്ങളുടെ ശരിക്കുള്ള പ്രശ്നം എന്താണ്, നിങ്ങളുടെ പേടിയാണ്. ബ്രിട്ടീഷുകാർ ഇങ്ങനെ ഉണ്ടാക്കി വെച്ച സംവിധാനങ്ങളോട് നിങ്ങൾക്കുള്ള പേടിയാണ്. ലോയിനോടും പോലീസിനോടും മണി ലെൻഡറിനോടും സ്റ്റാർവേഷനോടും അൺഎംപ്ലോയ്മെന്റിനോടുള്ള പേടി കൊണ്ടാണ് അവർക്ക് നിങ്ങളെ ഭരിക്കാൻ പറ്റുന്നതെന്ന് ഗാന്ധിജി എന്താണ് കാണിച്ചു കൊടുത്തത്. ജസ്റ്റ് ലൈക്ക് ഒരു സൈക്കോളജിസ്റ്റ് അദ്ദേഹത്തിൻ്റെ പേഷ്യൻ്റെ പാസ്റ്റിലേക്ക് പോയി ഫൗണ്ട് ഔട്ട് ഹിസ് ഇഷ്യൂസ് ആൻഡ് ഫ്രീഡ്, അവൻ്റെ ഇഷ്യൂസ് കണ്ടുപിടിച്ചു കൊടുത്ത് അവനെ മോചിപ്പിക്കുന്ന, ഫ്രീ ചെയ്യുന്ന പോലെയാണ് ഗാന്ധിജി എന്ത് ചെയ്തത്, ഇന്ത്യക്കാരുടെ മനസ്സിൽ ഈ പേടി, ഫിയർലെസ്നെസ് ഈ പേടിയുള്ള സംഭവം എന്നാണ് കാണിച്ചു കൊടുത്തത്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പേടി ഉള്ളത്, മാത്രമല്ല എന്തുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, എന്തുകൊണ്ട് നിങ്ങൾ ഫിയർലെസ് ആവണം എന്നുള്ള കാര്യം ഗാന്ധിജി കാണിച്ചു കൊടുത്തത്. നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ നിങ്ങൾ ഫിയർലെസ് ആവണ്ടെന്ന് പറഞ്ഞു കൊടുത്തു. പറഞ്ഞ കാര്യങ്ങൾ ഏതാണ്ട് ഒരു ഐഡിയ കിട്ടുന്നുണ്ടോ മക്കളെ? ഓക്കെ, ഈ പോയിന്റ്സ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രത്യേകിച്ച് റൈറ്റപ്പ് വരുമ്പോഴോ അല്ലെങ്കിൽ സ്പീച്ച് വരുമ്പോഴോ. അവിടെ ആയിരിക്കും മിക്കവാറും. ഇമെയിലിൽ എന്തായാലും റൈറ്റ് ഇമെയിൽ ടു യുവർ ഫ്രണ്ട് റിഗാർഡിങ് ഗാന്ധിജീസ് വിഷൻ ഓൺ ട്രൂത്ത്ഫുൾനെസ് എന്ന് പറയില്ലല്ലോ. അപ്പോൾ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. വാട്ട് ഇസ് ട്രൂത്ത്? അങ്ങനെയാണ്, എന്താണ് സത്യം? ഗാന്ധിജി പറയുന്നത് നോക്കാം. ആബ്സല്യൂട്ട് ട്രൂത്ത് ഉണ്ട്, അതായത് എല്ലാവർക്കും സത്യം, അതിനെപ്പറ്റി പറയാൻ പറ്റില്ല എന്ന് പറയുന്നത് ഗാന്ധിജി. എല്ലാവർക്കും സത്യം എന്നുള്ള സത്യമൊന്നുമില്ല, പക്ഷെ റിലേറ്റീവ് ട്രൂത്ത് ഉണ്ട്. അതായത് എനിക്ക് എൻ്റെതായ ഒരു സത്യം ഉണ്ടാവുമല്ലോ, നിങ്ങൾക്ക് നിങ്ങളുടേതായ സത്യം ഉണ്ടാവും, അതുണ്ടല്ലോ, അതുണ്ട്. എല്ലാവരും ഇതാണ് സത്യം എന്ന് പറയുന്ന ഒരു സത്യം ഒന്നും ഉണ്ടാവണമെന്നില്ല എന്ന് ഗാന്ധിജി പറയുന്നത്. പക്ഷേ റിലേറ്റീവ് ട്രൂത്ത് ഉണ്ട്, ഓരോ ആൾക്കാർക്ക് ഓരോ ആളുടെ സത്യമുണ്ട്. പീപ്പിൾ ഹാവ് ദെയർ ഓൺ ട്രൂത്ത്സ്. ഓരോ ആൾക്കാർക്ക് ഓരോ സത്യമുണ്ട്, ബട്ട് എവറി പേഴ്സൺ ഫോളോസ് ദം ഡിഫറെൻ്റ്ലി. ഓരോ ആൾക്കാർ എന്താണ് അതിനെ വേറെ രീതിയിലാണ് ഫോളോ ചെയ്യുക. അതിൻ്റെ അർത്ഥം എന്താണ്, അതായത് ഞാൻ വിചാരിക്കുകയാണ് കക്കുന്നത്, ഒരാളടുത്ത് സ്റ്റീൽ ചെയ്യുന്നത് തെറ്റാണ് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അങ്ങനെ ഞാൻ വിചാരിച്ചുകൊണ്ട് ഞാൻ കക്കാതിരിക്കണം നിർബന്ധമുണ്ടോ? ഇല്ല. ചിലപ്പോൾ ഞാൻ ഭയങ്കര നല്ല ആളാണെങ്കിൽ ഞാൻ ചിലപ്പോൾ കക്കില്ല. ഞാൻ എൻ്റെ ട്രൂത്തിനെ ഞാൻ അത് പ്രാക്ടീസ് ചെയ്യും. എല്ലാവരും അങ്ങനെ ചെയ്യണമെന്നില്ല. ചിലപ്പോൾ വേറൊരാളെന്താണ് അയാൾ വിശ്വസിക്കുന്ന കക്കുന്നത് തെറ്റാണെന്നാണ്, പക്ഷേ അയാൾ കക്കും. അപ്പം ഓരോ ആൾക്കാരും റിലേറ്റീവ് ആയിട്ടുള്ള ട്രൂത്ത് ഉണ്ട്, പക്ഷെ ഓരോ ആൾക്കാരും അത് വേറെ രീതിയിലാണ് പ്രാക്ടീസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. എല്ലാവരും അത് പ്രാക്ടീസ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. അക്കോർഡിംഗ് ടു നെഹ്റു പറയുന്നത് എന്താണ്, ഗാന്ധിജി ഡസ് ദിസ് ബെസ്റ്റ്, ഫോളോസ് ഹിസ് ട്രൂത്ത് പെർഫെക്റ്റ്ലി.
നെഹ്റു പറയുന്നത് ഗാന്ധിജിയുടെ സത്യമാണോ അല്ലയോ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ ഗാന്ധിജിയുടെ റിലേറ്റീവ് ട്രൂത്ത്, അതായത് സ്വന്തമായ ട്രൂത്ത് എന്ന് വിചാരിക്കുന്ന കാര്യം, അത് 100% പെർഫെക്റ്റ്ലി എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഗാന്ധിജി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും സത്യമാണോ എന്നുള്ള കാര്യമൊന്നും നെഹ്റുവിന് അറിയില്ല, അത് ശരിയാണോ എന്നുള്ള കാര്യം നെഹ്റുവിന് പറയാൻ പറ്റുന്നില്ല. പക്ഷേ ഗാന്ധിജി എന്താണോ സത്യം എന്ന് വിചാരിക്കുന്ന കാര്യം, അത് അദ്ദേഹം 100% പെർഫെക്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ള കാര്യം നെഹ്റു പറയുന്നുണ്ട്. അദ്ദേഹം എന്താണ് സത്യം വിചാരിക്കുന്നത്, അത് അദ്ദേഹം എന്താണ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, അത്രയും നെഹ്റുവിന് പറയാൻ പറ്റുന്നുണ്ട്. ഈ പോയിന്റ് ഓർത്ത് വെച്ചു കേട്ടോ. ഓക്കെ, ഇനി ഗാന്ധിജിയുടെ 2-fold കോൾ ഫോർ ആക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയിൽ സ്പീച്ചൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഇത് വേസ്റ്റ് ആയിട്ടായിരിക്കും വരാൻ ചാൻസ് ഉള്ളത്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ 2-fold കോൾ ഫോർ ആക്ഷൻ? 2 ആസ്പെക്ട്സ് ഉണ്ട് ഈ കോൾ ഫോർ ആക്ഷനിൽ. എന്താണ് മക്കളെ? 1 ചാലഞ്ചിങ് ആൻഡ് റെസിസ്റ്റിംഗ് ബ്രിട്ടീഷ് റൂൾ, 2 ഫൈറ്റിംഗ് അഗെയിൻസ്റ്റ് അവർ ഓൺ സോഷ്യൽ ഈവിൽസ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണ്? ബ്രിട്ടീഷ് റിലൈഡ് ഓൺ കോപ്പറേഷൻ ഓഫ് പീപ്പിൾ, പ്രസ്റ്റീജ്, വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഓഫ് സർട്ടൻ ക്ലാസസ്. അതായത് ആൾക്കാർ കോപ്പറേറ്റ് എന്ന് പറയാം കേട്ടോ. ഓക്കെ ആണോ? ഇപ്പം ഓക്കെ ആണോ? സ്റ്റക്കുണ്ടോ ഇപ്പം? ഓക്കെ, സ്റ്റക്കുണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾ എങ്ങനെയാണ് പറയുന്നത്? നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മൾ നെറ്റ് ഒന്ന് മാറ്റി നോക്കാം, ലാഗ് മാറ്റി നോക്കാം. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യും. റെഡി ആയോ? ഓക്കെ ആയോ? ഓക്കെ ആയോ? ഓക്കെ ആയോ മക്കളെ? ഓക്കെ ആയോ? ഓക്കെ ആയി, മുന്നോട്ട് പോവാം നമുക്ക്. ഓക്കെ അല്ലേ? ഓക്കെ, എനിക്ക് തോന്നുന്നില്ല ഇപ്പം പ്രശ്നം ഉണ്ടെന്ന് കേട്ടോ. നമ്മുടെ നെറ്റൊക്കെ മാറിയിട്ടുണ്ട്, ഇനി പ്രശ്നം ഉണ്ടാകാൻ സാധ്യത കാണുന്നില്ല. ഓക്കെ അല്ലേ? ഓക്കെ, മുന്നോട്ട് പോവാം. ഇനി ഭയങ്കര പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. അപ്പം ഈ 3 കാര്യങ്ങളുള്ളതുകൊണ്ടാണ്. എന്താണ്? കോപ്പറേഷൻ പീപ്പിൾ, ഇന്ത്യക്കാർ എന്താണ് കോപ്പറേറ്റ് ചെയ്തു, പിന്നെന്താണ് വലിയ വലിയ ആൾക്കാർക്ക് വലിയ പദവി കൊടുത്തിട്ട് അവരെന്താണ് കോപ്പറേറ്റ് ചെയ്തു, പിന്നെ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഓഫ് സർട്ടൻ ക്ലാസ്. അതിൻ്റെ അർത്ഥം എന്താണ്? അതായത് നിങ്ങൾക്കറിയാം പണ്ടെന്താണ് ഇന്ത്യയിൽ എന്താണ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിരുന്നു. ഇന്നൊക്കെ കുറച്ചൊക്കെ ഉണ്ട്, പക്ഷേ പണ്ടത്തെ അത്രയൊന്നും ഇല്ല. അപ്പോൾ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഉള്ളതുകൊണ്ട് ഹൈ കാസ്റ്റ് അപ്പർ കാസ്റ്റായുള്ള ആൾക്കാർക്ക് എന്താണ് അവരെന്താണ് ഈ ബ്രിട്ടീഷുകാർ ഭയങ്കര സന്തുഷ്ടരായി നിർത്തി, കുറേ പൈസ കൊടുത്തിട്ട്. അപ്പോൾ എന്താണ് അവരെന്ത് ചെയ്യും? ബ്രിട്ടീഷുകാരെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ അവരുടെ രീതിയിൽ എന്താണ് ബ്രിട്ടീഷുകാരെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് എന്താണ് ബ്രിട്ടീഷിന് എന്താണ് എളുപ്പത്തിൽ നമ്മളെ ഭരിക്കാൻ പറ്റും. അപ്പോൾ ഈ 3 കാര്യങ്ങൾ കൊണ്ടാണ് ബ്രിട്ടീഷ് നമ്മളെ ഭരിക്കാൻ പറ്റിയത്. ഗാന്ധി അറ്റാക്ക് ദീസ്. ഗാന്ധിജി പറഞ്ഞു എന്താണ്? ഇതൊക്കെ കൊണ്ടാണ് നമ്മളെ ഭരിക്കുന്നത്, നിങ്ങൾ ഇതൊക്കെ നിർത്തണം, കോപ്പറേഷൻ നിർത്തണം, ഈ അവാർഡ്സ് എന്താണ് ബ്രിട്ടീഷുകാർ നിങ്ങൾക്ക് തരുന്ന പദവിയൊക്കെ നിങ്ങൾ വിട്ടുകൊടുക്കണം, പിന്നെ എന്താണ് ഈ അപ്പർ ക്ലാസ്സിലുള്ള ആൾക്കാരെന്നാണ് നിങ്ങളിങ്ങനെ ബ്രിട്ടീഷുകാരെ സപ്പോർട്ട് ചെയ്യരുതെന്ന് പറഞ്ഞു. അതിൻ്റെ റിസൾട്ട് എന്താ ഉണ്ടായത്? ഇതുകൊണ്ട് എന്തെങ്കിലും നടന്നുണ്ടോ? റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. എന്താ റിസൾട്ട്? ടൈറ്റിൽസ് വെർ ഗിവൺ അപ്പ്. ബ്രിട്ടീഷുകാരുടെ പദവി എന്താണ്? പലരും എന്താണ്? എല്ലാവരും ഒന്ന് വെയിറ്റ്, നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഓക്കെ മക്കളെ, നിങ്ങൾ ഇനിയും നോക്കിക്കേ എന്താണ് സ്ഥിതി നോക്കിക്കേ. എന്താണ് സ്ഥിതി? ഓക്കെ ആണോ? ഓക്കെ ആണ് എല്ലാവരും ഓക്കെ പറഞ്ഞേ. ഓക്കെ ആണെങ്കിൽ എല്ലാവരും ഒന്ന് ഓക്കെ പറഞ്ഞേ. ഓക്കെ ആണെങ്കിൽ എല്ലാവരും ഒന്ന് ഓക്കെ പറഞ്ഞേ. ഓക്കെ ആണോ മക്കളെ? ഇപ്പൊ റെഡിയാണ്, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, എല്ലാവരും ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം, നമുക്ക് ഇവിടുത്തെ സെറ്റപ്പ് ഒക്കെ ഒന്ന് റെഡിയാക്കാം. ഓക്കെ, എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇപ്പൊ കുഴപ്പമുണ്ടാവില്ലല്ലോ? റെഡി?
ശരി, ഇനി ശരിയായിട്ടുണ്ടാവും. ഓക്കെ, ഇനി കുഴപ്പമുണ്ടാകാനുള്ള ഒരു സംഭവം ഞാൻ കാണുന്നില്ല, എല്ലാം ഓക്കെ ആയിട്ടുണ്ടാവും. ഓക്കെ, ഇനി കുഴപ്പമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഭയങ്കര കുഴപ്പമുണ്ടെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി, കുറച്ച് ലാഗൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക, കാരണം നമുക്ക് സമയം വേസ്റ്റ് ചെയ്യാനല്ലേ, നമുക്ക് കുറേ കാലം പിടിക്കാണ്ട്. അപ്പം മാത്രമല്ല, സെൻഡ് നെഹ്റു ആൻഡ് ഫോക്സ് ടു ദ വില്ലേജസ് ലേൺഡ് ഇന്ത്യൻ എക്കണോമിക്സ് പ്രാക്ടിക്കലി ഇമോഷണൽ എക്സ്പീരിയൻസ് വാസ് അൺഫോർഗെറ്റബിൾ. അതിനർത്ഥം എന്താണ്? നെഹ്റുവിന് എന്ത് ചെയ്തു? നെഹ്റുവിനെയും അങ്ങനത്തെ കുറേ ആൾക്കാർ എന്താണ് ഗാന്ധിജി പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ഭയങ്കര യൂണിവേഴ്സിറ്റിയിൽ പോയിട്ടുള്ള എക്കണോമിക്സ് ഒന്നും പഠിച്ചാൽ പോരാ, നിങ്ങൾ എന്ത് ചെയ്യണം? വില്ലേജിൽ പോകണം, അവരുടെ ശരിക്കത്തെ പ്രാക്ടിക്കൽ എക്കണോമിക്സ് പഠിക്കണം, എന്നിട്ട് വേണം എന്താണ് തിരിച്ചു വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ നെഹ്റുവിനെയും പല ആൾക്കാരും എന്താണ് ഗാന്ധിജി വില്ലേജസിലേക്ക് വിട്ടു. നെഹ്റു പറയുന്നുണ്ട് അത് വലിയ എക്സ്പീരിയൻസ് ആയിരുന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ഈ ടു ഫോൾഡ് കോൾ ഫോർ ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എന്താണ്? ചാലഞ്ചിങ് ആൻഡ് റെസിസ്റ്റിംഗ് ബ്രിട്ടീഷ് റൂൾ. അതായത് ബ്രിട്ടീഷുകാരെ ചാലഞ്ച് ചെയ്യണം, അവരുടെ റൂളിനെ, അവരുടെ ഭരണത്തിനെ റെസിസ്റ്റ് ചെയ്യണം. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്, ഫൈറ്റിംഗ് അഗെയിൻസ്റ്റ് അവർ ഓൺ സോഷ്യൽ ഈവിൾസ്. നമ്മുടെ സമൂഹത്തിൽ തന്നെ, ഇന്ത്യയിലുള്ള സമൂഹത്തിൽ തന്നെ എന്താണ് പല സോഷ്യൽ ഈവിൾസും ഉണ്ടായിരുന്നു അല്ലേ, പല ദുരാചാരങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ, കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിരുന്നു, സതി ഉണ്ടായിരുന്നു, പല കാര്യങ്ങളുണ്ടായിരുന്നു. അതിനെ നമ്മൾ ഫൈറ്റ് ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം ഗാന്ധിജി പറഞ്ഞു. ക്ലിയർ ആണല്ലോ മക്കളെ? ഇതായിരുന്നു ടു ഫോൾഡ് കോൾ ഫോർ ആക്ഷൻ. ക്ലിയർ ആണ്? ആൻഡ് ലാസ്റ്റ്ലി ഗാന്ധിജി ഇക്വാലിറ്റിനെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ ഓർത്ത് വെക്കണം, സ്പീച്ചിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ദ പൂറസ്റ്റ് ഷുഡ് ഫീൽ ഇറ്റ് ഇസ് ദെയർ ഓൺ കൺട്രി. ഇന്ത്യ എന്താണ്? പൈസക്കാരുടെ മാത്രമല്ല, ഏറ്റവും പാവപ്പെട്ടവരുടെയും രാജ്യമാണെന്ന് അവർക്ക് തോന്നണം. നോ ഹൈ ഓർ ലോ ക്ലാസ്, ഹൈ ക്ലാസ് ലോ ക്ലാസ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവാൻ പാടില്ല. ഓൾ കമ്മ്യൂണിറ്റീസ് ഇൻ പെർഫെക്റ്റ് ഹാർമണി. എല്ലാ റിലീജിയൻസും എല്ലാ കമ്മ്യൂണിറ്റീസും പെർഫെക്റ്റ് ഹാർമണിയിലായിരിക്കണം ജീവിക്കുന്നത്. നോ അൺടച്ചബിലിറ്റി ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രഗ്. ഡ്രഗ്സ് ഉണ്ടാവാൻ പാടില്ല, അൺടച്ചബിലിറ്റി ഉണ്ടാവാൻ പാടില്ല. വിമൻ വിൽ എൻജോയ് സെയിം റൈറ്റ്സ് ആസ് മെൻ. വിമൻ എന്താണ്? സെയിം റൈറ്റ്സ് ആയിരിക്കണം എൻജോയ് ചെയ്യേണ്ടത്. ഓൾ റിലീജിയൻസ് വിൽ ബി ഈക്വൽ. എല്ലാ റിലീജിയൻസും ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യപ്പെടണം. ഓൾ കൾച്ചേഴ്സ് വിൽ ബി അപ്രീഷിയേറ്റഡ് ബട്ട് ദ റൂട്ട്സ് ഓഫ് അവർ ഓൺ കൾച്ചർ വിൽ ബി മെയിൻറ്റെയിൻ. എല്ലാ കൾച്ചേഴ്സിനെയും, അത് ചൈനീസ് കൾച്ചർ ആയിക്കോട്ടെ, അമേരിക്കൻ കൾച്ചർ ആയിക്കോട്ടെ, യൂറോപ്യൻ കൾച്ചർ ആയിക്കോട്ടെ, അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യും. പക്ഷേ അതിന് നമ്മൾ നല്ല കാര്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുകയും ചെയ്യും. പക്ഷേ നമ്മുടെ റൂട്ട്സ് എന്താണ്? നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും. നമ്മുടെ ഇന്ത്യയുടെ കൾച്ചറൽ റൂട്ട്സ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് ഗാന്ധിജി ഇക്വാളിറ്റിനെ പറ്റിയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ ഈ ചാപ്റ്ററിന് എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റും. ഓക്കെ, ഒബ്വിയസ്ലി ഈ ചാപ്റ്ററിൽ കുറേ റാൻഡം കാര്യങ്ങളാണ് പറഞ്ഞത്. ഇതിനെപ്പറ്റി പറഞ്ഞു. പക്ഷെ ആ റാൻഡം പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കി വെക്കണം. ക്ലിയർ ആണല്ലോ മക്കളെ? സെറ്റ് ആണല്ലോ? അപ്പോൾ ഈ ചാപ്റ്റർ ക്രിസ്റ്റൽ ക്ലിയർ ആണെങ്കിൽ ക്രിസ്റ്റൽ ക്ലിയർ എന്ന് പറയാ, നമുക്ക് മുന്നോട്ട് പോവാം. ലെറ്റ്സ് മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് ചാപ്റ്റർ. ഓക്കെ, കുറച്ച് ബോറിംഗ് ചാപ്റ്റർ ആണ് ഈ ചാപ്റ്റർ, നെക്സ്റ്റ് വരാൻ പോകുന്ന ചാപ്റ്റർ. പക്ഷെ നമുക്ക് എന്ത് ചെയ്യണം? പഠിച്ച് സെറ്റ് ആകണം. ഓക്കെ, ക്രിസ്റ്റൽ ക്ലിയർ ആണല്ലോ മക്കളെ? ബുദ്ധിമുട്ടില്ല? ലാഗ് ഇപ്പോഴും ഉണ്ടോ നിങ്ങൾക്ക്? ഇപ്പോഴും ലാഗ് ഉണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. ഇപ്പോഴും ലാഗ് ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടി ഒരു റിസ്ക് എടുത്ത് വെക്കാം. കാരണം എന്തായാലും റെഡ്യാർഡ് കിപ്ലിംഗ് എന്താ പറഞ്ഞത്? യു ഷുഡ് ബി ഏബിൾ ടു മേക്ക് എ ഹീപ്പ് ഓഫ് യുവർ വിന്നിങ്സ് ആൻഡ് റിസ്ക് ഇറ്റ് ഓൺ ദ ഗെയിം ഓഫ് പിച്ച് ആൻഡ് ടോസ് അല്ലേ എന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമുക്കൊരു ചെറിയ റിസ്ക് എടുക്കാൻ ഞാൻ ഒന്നുകൂടി മാറ്റി നോക്കട്ടെ. പക്ഷെ മാറ്റി നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പം ഉള്ളതും കൂടി പോകും. റിസ്ക് എടുക്കണോ വേണ്ടോ? യെസ് ഓർ നോ? റിസ്ക് എടുക്കണോ വേണ്ടോ? ലാഗ് ഭയങ്കര ഉണ്ടെങ്കിൽ മാത്രം റിസ്ക് എടുക്കാൻ മതി, അല്ലെങ്കിൽ പണി പാടുട്ടോ. അവസാനം ഞാൻ കരഞ്ഞ് എന്താണ് റെഡ്യാർഡ് കിപ്ലിംഗിൽ പറയുന്ന പോലെ നടക്കൂല. ബിൽഡ് യുവർ സ്റ്റൂപ്പ് ആൻഡ് ബിൽഡ് യുവർ സ്റ്റഫ് എന്നൊന്നും പറഞ്ഞാൽ നടക്കില്ല കേട്ടോ. റിസ്ക് എടുക്കണ്ടെന്ന് പറയുന്നു. ചിലർ റിസ്ക് എടുക്കുക, അങ്ങനെ വെറുതെ എടുക്കണ്ട. നോ ലാഗ്. ലാഗ് കാര്യമായിട്ട് ഉണ്ടാകാനുള്ള ഒരു ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഒരു കാര്യം ചെയ്യാം, ഞാൻ എൻ്റെ ഫോണിൽ കൂടി എടുക്കാം. ഓക്കെ, നമുക്ക് അങ്ങനെ വെറുതെ വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ. ഒന്ന് നോക്കാം. എൻ്റെ ഫോണിൽ നെറ്റിനില്ല, നെറ്റ് കിട്ടുന്നില്ല സാർ. എന്നെ കാണാമല്ലോ എനിക്ക്. ഹലോ അലക്സ് സാർ. മക്കളെ, എൻ്റെ ഫോണിൽ ലാഗ് ഒന്നും കാണുന്നില്ലല്ലോ. നിങ്ങൾ മാത്രമല്ലേ പറയുന്നുണ്ട് ലാഗ് ഉണ്ടെന്ന്. എൻ്റെ ഫോണിൽ ലാഗ് ഞാൻ കാണുന്നില്ല കേട്ടോ. കുഴപ്പമില്ലല്ലോ, എല്ലാം ഓക്കെ അല്ലേ? നല്ല സുന്ദര കുട്ടപ്പനായിട്ട് നിൽപ്പുണ്ടല്ലോ. ഒരു കുഴപ്പമില്ല കേട്ടോ, സൂപ്പറായി നിൽക്കുന്നുണ്ട്. ലാഗൊന്നുമില്ല. ഓക്കെ, അപ്പം മുന്നോട്ട് പോവാം. ഭയങ്കര ലാഗ് ഉണ്ടെങ്കിൽ ഞാനിവിടെ കാണും. നിങ്ങൾ പറഞ്ഞാൽ മതി. ഭയങ്കര ലാഗ് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, അല്ലെ ഇഗ്നോർ ചെയ്യുക. വി ഹാവ് എ ലോട്ട് ടു ഡു. കോമഡി പറഞ്ഞിരിക്കാൻ സമയമില്ല. ലാസ്റ്റ് ചാപ്റ്റർ ആണ് എൻ്റെ. അതിനുശേഷം ബാക്കിയുള്ള അലൻ സാറിൻ്റെ ചാപ്റ്റർ കേട്ടോ.
ഫസ്റ്റ് എന്താണ് മക്കളെ ഡിസാസ്റ്റർ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് പഠിക്കാനുള്ളത്? ഇത്രയേ ഉള്ളൂ. ഇൻട്രൊഡക്ഷൻ ടു ഡിസാസ്റ്റർ. എന്താണ് ഡിസാസ്റ്റർ? ഇമ്പാക്ട് ഓഫ് ഡിസാസ്റ്റർ. ഡിസാസ്റ്റർ കൊണ്ട് എന്താണ് ഇമ്പാക്ട് ഉണ്ടാവുക? ടൈപ്സ് ഓഫ് ഡിസാസ്റ്റർ. ഇനി ഇന്ത്യയിൽ എന്തൊക്കെ ടൈപ്പ് ഡിസാസ്റ്റർ ഉണ്ടാവുക? ഇമ്പാക്ട് ഓഫ് ബിൽഡിംഗ് സ്ട്രക്ചർ. ഇന്ത്യയിലുള്ള ബിൽഡിങ്ങിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് ഡിസാസ്റ്റർ ഉണ്ടാകുക? ഗവൺമെന്റ് എങ്ങനെയാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ചെയ്യുന്നത്? ആൻഡ് ഫൈനലി റീഹാബിലിറ്റേഷൻ. അതായത് എങ്ങനെയാണ് ഈ ഡിസാസ്റ്റർ ഒക്കെ വന്നു കഴിഞ്ഞാൽ ആൾക്കാരെ നമ്മൾ റീഹാബിലിറ്റേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് മാറ്റി പാർപ്പിക്കുന്നത്? പർപ്പസ് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്റർ പഠിക്കാനുള്ളത്. അത്രയും കാലം പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ കഴിഞ്ഞു. അപ്പോൾ ഈ ചാപ്റ്റർ ബേസിക്കലി കുറേ ഇൻഫർമേഷൻ ആണ് മനസ്സിലാക്കുക, അല്ലാണ്ട് കഥയും കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, അപ്പോൾ ലെറ്റ് us സ്റ്റാർട്ട്. ബേസിക്കലി പോയിന്റ്സ് മനസ്സിലാക്കിയാൽ മതി. കാരണം പരീക്ഷയിൽ ഒന്നുകിൽ റൈറ്റപ്പ് ചോദിക്കാം, അല്ലെങ്കിൽ പരീക്ഷയിൽ സ്പീച്ച് ചോദിക്കാം, അല്ലെങ്കിൽ പരീക്ഷയിൽ വേറെ ഏതെങ്കിലും സാധനത്തിനുള്ളിൽ കുത്തി കയറ്റാൻ പറ്റും. അങ്ങനെ കുത്തി കയറ്റിയാൽ യു ഷുഡ് നോ എന്താണ് ഡിസാസ്റ്റർ, എന്താണ് ഇമ്പാക്ട്. അത് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട്. ഇൻട്രൊഡക്ഷൻ ടു ഡിസാസ്റ്റർ. എന്താണ് ഡിസാസ്റ്റർ? Disasters are common and have been happening for a long time. കുറേ നാളായിട്ടുള്ളതാണ്. Recent World Disaster Report indicates an increase in both frequency and intensity of disaster. പണ്ട് മുതലേ ഉണ്ടെങ്കിലും ഈ ഇടയായിട്ട് എന്താണ് ഫ്രീക്വൻസി കൂടുന്നുണ്ട്, അതായത് ഡിസാസ്റ്ററിൻ്റെ എണ്ണം കൂടുന്നുണ്ട് എന്ന് മാത്രമല്ല ഇൻറ്റൻസിറ്റിയും കൂടുന്നുണ്ട്. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. വേരിയസ് ടൈപ്സ് ഓഫ് ഡിസാസ്റ്റേഴ്സ് ഇൻക്ലൂഡിംഗ് എർത്ത് ക്വേക്ക്, ഫ്ലഡ്, സൈക്ലോൺസ്, ഡ്രൗട്ട്, വരൾച്ച, ആക്സിഡൻറ്റ്സ്, പ്ലെയിൻ ക്രാഷ്, ഫോറസ്റ്റ് ഫയർസ് എഫക്ട് ബോത്ത് ഡെവലപ്ഡ് ആൻഡ് ഡെവലപ്പിംഗ് കൺട്രീസ്. അപ്പോൾ ഡിസാസ്റ്റേഴ്സ് വരുമ്പോഴാണ് എല്ലാ കൺട്രീസും, ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിൽ നിന്നാണ് അവരുടെ പല നഷ്ടങ്ങളും ഉണ്ടാവും. ഡെവലപ്പിംഗ് കൺട്രീസിന് അതിനേക്കാളും ബുദ്ധിമുട്ടാണ്, കാരണം അവർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഇങ്ങനെ ഡിസാസ്റ്റേഴ്സ് വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇൻട്രൊഡക്ഷൻ ടു ഡിസാസ്റ്റേഴ്സിൽ പറയുന്നത്. മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല? ഓക്കെ, ഇനി എന്താണ് ഡിസാസ്റ്ററിൻ്റെ ശരിക്കത്തെ ഇമ്പാക്റ്റ്? ഡിസാസ്റ്റേഴ്സ് കോസ് ഡാമേജ്, ഡിസ്ട്രക്ഷൻ ആൻഡ് ഡെത്ത്. ഡാമേജ് ഉണ്ടാക്കും, എക്കണോമിക് ഡാമേജ് ഉണ്ടാക്കും, ഡിസ്ട്രക്ഷൻ ഉണ്ടാക്കും, അല്ലേ? വലിയ വലിയ ബിൽഡിങ്സും വലിയ വലിയ സിറ്റീസ് തന്നെ ഡിസ്ട്രക്റ്റഡ് ആയി പോകും, ആൻഡ് മരണം സംഭവിക്കും. ഓക്കെ, ലൈഫ് ലൈൻ സപ്പോർട്ട് സിസ്റ്റംസ് ലൈക്ക് കമ്മ്യൂണിക്കേഷൻ, പവർ സപ്ലൈ ആൻഡ് ഹെൽത്ത് കെയർ ഡിസ്ട്രപ്റ്റഡ്. ഒരു സൈക്ലോൺ വന്നു കഴിഞ്ഞാലോ എർത്ത് ക്വേക്ക് വന്നു കഴിഞ്ഞാലോ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുമോ? ഫോൺ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും? ഇല്ല, ടവറുകളൊക്കെ നശിച്ചു പോയില്ല, പിന്നെ ഫോൺ വെച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. പവർ സപ്ലൈ, ഇലക്ട്രിസിറ്റി ഉണ്ടാവില്ല. ഹെൽത്ത് കെയർ ഉണ്ടാവും, ഹോസ്പിറ്റൽസും തകർന്നു പോയി കഴിഞ്ഞാൽ ഹെൽത്ത് കെയർ ഉണ്ടാവുമല്ലോ. ഇതിനൊക്കെ എന്താണ് ഡിസാസ്റ്റേഴ്സ് എഫക്റ്റ് ചെയ്യും. എക്കണോമിക് ആക്ടിവിറ്റീസ് ആർ ബാഡ്ലി എഫക്റ്റഡ് ആൻഡ് ലൈഫ് കംസ് ടു എ സ്റ്റാൻഡ് സ്റ്റിൽ. ലൈഫ് എന്താണ് സ്റ്റാൻഡ് സ്റ്റില്ല്, എന്താണ് സ്റ്റോപ്പേജിലേക്ക് വരും. ഫോർ എക്സാമ്പിൾ നമുക്ക് കോവിഡ് എന്ന സമയത്ത് നമുക്കറിയാലേ നമ്മുടെ ലൈഫ് ഏതാണ്ട് ഒരു സ്റ്റോപ്പായ പോലെ ഒരു അവസ്ഥയിലായി, പക്ഷേ ഭാഗ്യത്തിന് നമ്മൾ അതിൽ നിന്ന് റിക്കവർ ചെയ്തു. സൈക്കോളജിക്കൽ ട്രോമ എഫക്ട്സ് വിക്ടിംസ് എസ്പെഷ്യലി ദ പുവർ. സൈക്കോളജിക്കൽ ട്രോമ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ആലോചിച്ചു, ഒരു ഡിസാസ്റ്റർ വന്നു, നമ്മുടെ ഏറ്റവും അടുത്തുള്ള ഒരാൾ മരിച്ചുപോയി. അദ്ദേഹം മരിച്ചുപോയത് ഒരു കാര്യം മാത്രമല്ല, അദ്ദേഹത്തിന് ചുറ്റുമുള്ള ആൾക്കാർ, അടുത്തുള്ള ആൾക്കാർ, ഫോർ എക്സാമ്പിൾ നമ്മളെപ്പോലെ ആൾക്കാർക്ക് എന്താണ് അത് വലിയൊരു സൈക്കോളജിക്കൽ ട്രോമയായി മാറുകയും ചെയ്യും. അതും എന്താണ് ഒരു ഇമ്പാക്റ്റാണ്. അപ്പോൾ പരീക്ഷയിൽ ഡിസാസ്റ്ററിനെ പറ്റിയിട്ട് റൈറ്റപ്പ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോയിന്റ്സ് നിങ്ങൾ എഴുതിയില്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. നിങ്ങളെ തോന്നുന്ന ആ ഡിസാസ്റ്റർ അങ്ങനെ ഇതുണ്ടാവും എന്ന് എഴുതി വെച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ ഈ പോയിന്റ്സ് എഴുതണം. അതിന് കൂടാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? യു ക്യാൻ റൈറ്റ് യുവർ ഓൺ പോയിന്റ്സ്. ക്ലിയർ ആണ് മക്കളെ? ടൈപ്സ് ഓഫ് ഡിസാസ്റ്റേഴ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യ ഡ്യൂ ടു ഇറ്റ്സ് ജോഗ്രഫിക്കൽ ലൊക്കേഷൻ, ഇന്ത്യയിലെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. ഫേസസ് വേരിയസ് ഡിസാസ്റ്റേഴ്സ് ഇൻക്ലൂഡിംഗ് ഫ്ലഡ്, ഡ്രൗട്ട്സ്, ലാൻഡ് സ്ലൈഡ്സ് ആൻഡ് എർത്ത് ക്വേക്സ്. ഈ പരീക്ഷയിൽ റൈറ്റപ്പ് ചോദിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ ഡിസാസ്റ്ററിനെ പറ്റിയിട്ടാണ്. ഇന്ത്യയിൽ കൂടുതൽ ഡിസാസ്റ്റർ ഉണ്ടാകുന്നതാണ് ഫ്ലഡ്, വെള്ളപ്പൊക്കം, ഡ്രൗട്ട്, വരൾച്ച, ലാൻഡ് സ്ലൈഡ്, മണ്ണിടിയൽ ആൻഡ് എർത്ത് ക്വേക്ക്, ഭൂമികുലുക്കം. ഇത്രയാണ് കൂടുതലും ഇന്ത്യയിൽ ഉണ്ടാവാറുള്ളത്. ഡിഫറെൻറ്റ് റീജിയൻസ് ഓഫ് ഇന്ത്യ എക്സ്പീരിയൻസ് സ്പെസിഫിക് ഡിസാസ്റ്റർ ടൈപ്സ്. ഓരോ റീജിയനും ഓരോ ടൈപ്പാണ് ഉണ്ടാവുക. സച്ച് ആസ് ഫ്ലഡ്സ് ഇൻ നോർത്തേൺ ആൻഡ് ഈസ്റ്റേൺ റീജിയൻ. ഇന്ത്യയിലെ ഈസ്റ്റേൺ, നോർത്ത് ഈസ്റ്റ് റീജിയനിലും നോർത്തേൺ റീജിയനിലൊക്കെ കൂടുതലും ഫ്ലഡ് ഉണ്ടാവും. പക്ഷേ നമുക്കറിയാം ഇപ്പോൾ ചെന്നൈയിലും നമ്മുടെ കേരളത്തിൽ വരെ ഫ്ലഡ് ഉണ്ടാവാറുണ്ട്. ഡ്രൗട്ട്സ് ഇൻ ദി വെസ്റ്റേൺ റീജിയൻ. ഗുജറാത്ത് പോലത്തെ റീജിയനിലൊക്കെ ഭയങ്കര ചൂടായതുകൊണ്ട് ഡ്രൗട്ട് ഉണ്ടാവും, അതായത് വരൾച്ച ഉണ്ടാവും. ആൻഡ് സൈക്ലോൺസ് ഇൻ ദി സദേൺ കോസ്റ്റൽ റീജിയൻ. അപ്പോൾ നമ്മുടെ കേരളവും അതുപോലെ ആ ഗോവ, താഴേക്കുള്ള കർണാടക കോസ്റ്റ് ലൈനൊക്കെ എന്താണ് സൈക്ലോൺസ് ഉണ്ടാവാറുണ്ട്. പക്ഷേ നമ്മുടെ കേരളത്തിൽ ഫ്ലഡ്സ് ഉണ്ടാവാറില്ലേ? 2 വർഷമായില്ലേ? ഓൾസോ ചെന്നൈയിൽ ഫ്ലഡ് ഉണ്ടായിട്ടില്ലേ? അപ്പോൾ ഫ്ലഡ്സ് ഇപ്പോൾ എല്ലായിടത്തും ഉണ്ടാവാറുണ്ട്, നോർത്ത് റീജിയനിലായിക്കോട്ടെ സൗത്ത് റീജിയനിലായിക്കോട്ടെ. ഇമ്പാക്റ്റ് ഓഫ് ബിൽഡിംഗ് സ്ട്രക്ചേഴ്സ്. അപ്പോൾ ഇന്ത്യയിലെ ഡിസാസ്റ്ററും ടൈപ്പും അതുപോലെ അത് ഓരോ ജോഗ്രഫിയിൽ എങ്ങനെയാണ് വേറെ രീതിയിൽ എഫക്റ്റ് ചെയ്യുകയാണെന്നുള്ള കാര്യം ഓർത്ത് വെക്കണം. ബേസിക് ആയിട്ട് ഓർത്ത് വെച്ചാൽ ഓർത്ത് വെക്കണം. ഇമ്പാക്റ്റ് ഓഫ് ബിൽഡിംഗ് സ്ട്രക്ചേഴ്സ്. ബിൽഡിംഗ് സ്ട്രക്ചേഴ്സ് ക്യാൻ കോൺട്രിബ്യൂട്ട് ടു ഡിസ്ട്രക്ഷൻ ആൻഡ് കാഷ്വാലിറ്റീസ് ആൻഡ് ഡിസാസ്റ്റേഴ്സ്. അതിൽ ഫോർ എക്സാമ്പിൾ നമ്മുടെ ബിൽഡിങ്സ് ഒക്കെ ഭയങ്കര എന്താണ് ഫ്രജൈലാണെന്ന് വിചാരിക്കും, പെട്ടെന്ന് എന്താണ് തകർന്നു പോകുന്നു വിചാരിക്കും. ഒരു എർത്ത് ക്വേക്ക് വന്നു, നല്ല ബിൽഡിങ്സ് ചിലപ്പോൾ എന്താണ് നിലനിൽക്കും, പക്ഷേ ഫ്രജൈൽ ബിൽഡിങ്സ് എന്താണ് അത് ഇടിയും. ബിൽഡിങ്സ് ഇടിയുമ്പോൾ എന്താണ് മനുഷ്യർക്ക് പ്രശ്നമാണ്, ആനിമൽസിന് പ്രശ്നമാണ്, ചുറ്റുമുള്ള ബിൽഡിങ്സിന് പ്രശ്നമാണ്, ചുറ്റുമുള്ള വഴി പോകുന്ന വണ്ടികൾക്കും പ്രശ്നമാണ്, എല്ലാം പ്രശ്നമല്ലേ? അപ്പോൾ ബിൽഡിങ് സ്ട്രോങ് അല്ലെങ്കിൽ
മൊത്തത്തിൽ ഡിസാസ്റ്റർ വരുമെന്നാണ്. അത് കൂടുതൽ ഡിസാസ്റ്റർ ഉണ്ടാക്കും. ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ് ഓൺലി 30% ബിൽഡിങ്സ് കംപ്ലൈ വിത്ത് സേഫ്റ്റി റെഗുലേഷൻസ്. ഫോർ എക്സാമ്പിൾ, ഇന്ത്യ ഒരു ഡെവലപ്പിംഗ് കൺട്രിയാണ് മക്കളെ. ഇന്ത്യയിൽ ബിൽഡിങ്സ് ഉണ്ടാക്കുമ്പോൾ പ്രത്യേക സേഫ്റ്റി റെഗുലേഷൻസ് പാലിക്കണം എന്നാണ്. പക്ഷേ ഓൺലി 30%, 30% ആൾക്കാർ മാത്രമേ എന്തുള്ളൂ ഈ ബിൽഡിംഗ് സേഫ്റ്റി റെഗുലേഷനൊക്കെ ഫോളോ ചെയ്യുള്ളൂ. ലാക്ക് ഓഫ് മാസ്റ്റർ പ്ലാൻസ് ആൻഡ് ലോ ക്വാളിറ്റി കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് വേഴ്സൺ ദി സിറ്റുവേഷൻ. ഇതുകൂടാതെ തന്നെ മാസ്റ്റർ പ്ലാൻ ഒന്നും ഇല്ലാണ്ട് തോന്നുന്ന പോലെ കൺസ്ട്രക്ഷനും അതുപോലെ ലോ ക്വാളിറ്റി കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് എന്താണ് ഇതിനെ കൂടുതൽ ഭയാനകമാക്കുന്നു. ബിൽഡിംഗ് കോഡ്സ് ആൻഡ് ക്വാളിറ്റി മെറ്റീരിയൽസ് ആർ എസെൻഷ്യൽ ഫോർ കൺസ്ട്രക്ഷൻ. അപ്പോൾ ഇവർ പറയുന്നത് എന്താണ്, ഈ എസ് ഐയിൽ പറയുന്നതാണ്, ആ ബിൽഡിങ്സ് ഉണ്ടാക്കുമ്പോൾ അതിന് പ്രത്യേക സെക്യൂരിറ്റി കോഡ്സും ക്വാളിറ്റി മെറ്റീരിയൽസ് ഉപയോഗിക്കേണ്ടത് എന്താണ് വളരെ എസെൻഷ്യലാണ്. അതിന് കുറച്ചും കൂടി ഗവൺമെൻറ് എന്ത് ചെയ്യേണ്ടത്, റെഗുലേഷൻസ് കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ഡിസാസ്റ്റേഴ്സ് വരുമ്പോൾ ഈ ബിൽഡിങ്ങുകൾ മാത്രം കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ക്ലിയർ ആണ് മക്കളെ? റെഡി. ഗവൺമെൻറ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. ഗവൺമെൻറ്റിൻ്റെ റോൾ എന്താണെന്നുള്ള കാര്യം, എന്താവണം എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻവോൾവ് സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെന്റ് കോർഡിനേഷൻ. സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളം പോലത്തെ സ്റ്റേറ്റ്. അതേസമയം കേരളം മാത്രമാണോ നോക്കേണ്ടത്? ഫോർ എക്സാമ്പിൾ, നമ്മുടെ കോവിഡ് വന്ന സമയത്തും ഫ്ലഡ് വന്ന സമയത്തും സെൻട്രൽ ഗവൺമെന്റ് വന്നാണ് അതിൽ പങ്കെടുത്തു. സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലാണ് നമ്മുടെ NSG ഒക്കെ വരുന്നത്, നാഷണൽ സെക്യൂരിറ്റി വിങ്ങും അതുപോലെ വേറെ പല വിങ്ങും വരുന്നത്. അപ്പോൾ അവരൊക്കെ ഇൻവോൾവ് ആണെങ്കിൽ സെൻട്രൽ ഗവൺമെന്റും കൂടെ അതിൽ തീരുമാനം എടുക്കണം. ഓൾസോ നമ്മുടെ റിലീഫ് പാക്കേജ്, ഡിസാസ്റ്റർ വന്നതിന് ഫ്ലഡ് വന്നതിന് ശേഷം എന്താണ് സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ് എന്താണ് റിലീഫ് പാക്കേജ് ഒക്കെ കൊടുക്കും. അതൊക്കെ ഡിസൈഡ് ചെയ്യേണ്ട ആരാണ്? സെൻട്രൽ ഗവൺമെൻറ്റാണ്, നാഷണൽ ഗവൺമെൻറ്റാണ്. സ്റ്റേറ്റ് ലെവൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റീസ് ആൻഡ് ക്രൈസിസ് മാനേജ്മെന്റ് കമ്മിറ്റി അറ്റ് ദി നാഷണൽ ലെവൽ ഓവർസീ ദ ഡിസാസ്റ്റർ റെസ്പോൺസ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ സ്റ്റേറ്റ് ലെവലിൽ നിന്നുണ്ട് ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റി ഉണ്ട്, നാഷണൽ ലെവലിൽ ക്രൈസിസ് മാനേജ്മെന്റ് കമ്മിറ്റി ഉണ്ട്. രണ്ടുപേരും കൂടിയാണ് ഒരു ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ എന്താണ് അതിന് റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ തീരുമാനം എടുക്കുക. സെൻട്രൽ ഗവൺമെന്റ് സപ്പോർട്ട് സ്റ്റേറ്റ് വിത്ത് റിസോഴ്സസ് ആൻഡ് സർവീസ് ലൈക്ക് ആസ് എയർ ഡ്രോപ്പിംഗ്, മെഡിക്കൽ സപ്പോർട്ട് ആൻഡ് ട്രാൻസ്പോർട്ട്. നമ്മൾ ഫ്ലഡ് വന്നപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു 2018 സിനിമയിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു എയർ ഡ്രോപ്പിംഗ്സ്, ഭക്ഷണമൊക്കെ എന്താണ് എയർ വഴി ഡ്രോപ്പ് ചെയ്യുക, മെഡിക്കൽ സപ്പോർട്ട്, ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് ഒക്കെ ഹെലികോപ്റ്ററൊക്കെ കൊടുത്തത് എന്താണ് അന്ന് സെൻട്രൽ ഗവൺമെൻറ്. കാരണം സെൻട്രൽ ഗവൺമെൻറ്റിന് അന്ന് റിസോഴ്സസ് ഉള്ളൂ. സ്റ്റേറ്റ് ഗവൺമെൻറ് പൊതുവെ എന്താണ് ഹെലികോപ്റ്റർ പോലത്തെ വലിയ വലിയ റിസോഴ്സസ് നിന്നാണ് പൊതുവെ ഉണ്ടാവാറില്ല. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് അതിനാണ് ഇൻവോൾവ് ചെയ്യേണ്ടേ വരും. ക്ലിയർ ആണ് മക്കളെ? ക്ലിയർ ആണ്. റീഹാബിലിറ്റേഷൻ ആൻഡ് സ്പെഷ്യൽ റിക്വയർമെൻറ്റ്സ്. എങ്ങനെയാണ് നമ്മൾ ഡിസാസ്റ്റർ കഴിഞ്ഞാൽ മാറ്റി പാർപ്പിക്കുക ആൾക്കാരെ? കാരണം അവരുടെ വീട് തകർന്നു പോയി, അവരുടെ എല്ലാം തകർന്നു പോയി, അതിൽ ഒന്നും ബാക്കിയില്ലെങ്കിൽ അവരെന്ത് ചെയ്യണം? അതാണ് റീഹാബിലിറ്റേഷൻ വിളിക്കുക. റീഹാബിലിറ്റേഷൻ ഇസ് എ ക്രൂഷ്യൽ പാർട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. നോൺ റുട്ടീൻ റെസ്പോൺസസ് ആർ നെസസറി ഡ്യൂ ടു യൂണീക് നേച്ചർ ഓഫ് ഡിസാസ്റ്റേഴ്സ്. അപ്പോൾ ഓരോ ഡിസാസ്റ്ററും വേറെ വേറെ രീതിയിലായതുകൊണ്ട് ഫ്ലഡ് വരുന്ന പോലെയല്ല സൈക്ലോൺ വരിക. സൈക്ലോൺ വന്നു കഴിഞ്ഞാലുള്ള പോലെയല്ല എർത്ത് ക്വേക്ക് വന്നു കഴിഞ്ഞാൽ, എർത്ത് ക്വേക്ക് വന്ന പോലെയല്ല ഡ്രൗട്ട് വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഓരോന്നിനും ഓരോ പോലെ ആയതുകൊണ്ട് നോൺ റുട്ടീൻ സർവ്വസാധാരണമല്ലാത്ത ഡിസാസ്റ്റർ റെസ്പോൺസസ് ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് പറയുന്നത്. റെസ്ക്യൂ ടീംസ് റിക്വയർ സ്പെഷ്യൽ സ്കിൽസ്, ദ ലേറ്റസ്റ്റ് ടെക്നോളജി ആൻഡ് പ്രോപ്പർ കോർഡിനേഷൻ എമോങ് ദി ഗവൺമെൻറ്റൽ ഡിപ്പാർട്ട്മെൻറ്റ്സ്. അപ്പം നിങ്ങൾ 2018 സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ്റൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് തമ്മിൽ അത്ര നല്ല കോർഡിനേഷൻ അല്ലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അത്ര നല്ല കോർഡിനേഷൻ വേണം, സ്പെഷ്യൽ സ്കിൽസ് വേണം, അതിൽ പങ്കെടുക്കുന്ന ആൾക്കാർക്ക് സ്പെഷ്യൽ സ്കിൽസ് വേണം, ലേറ്റസ്റ്റ് ടെക്നോളജി വേണം എന്നൊക്കെയാണ് പറയുന്നത്. Okay, and last, the purpose of disaster management. Disaster management purpose എന്താണ്? The primary goal of disaster management is not to prevent disasters. Disaster prevent ചെയ്യല്ല primary goal. കാരണം അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഫ്ലഡ് പ്രിവെൻറ്റ് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്, പറ്റില്ല എന്നല്ല ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ അതിൻ്റെ മെയിൻ പർപ്പസ് എന്താണ്? ബട്ട് ടു മിറ്റിഗേറ്റ് ദെയർ ഇമ്പാക്റ്റ് ആൻഡ് പ്രൊവൈഡ് എഫക്റ്റീവ് റെസ്പോൺസസ്. അതിൻ്റെ ഇമ്പാക്റ്റ് മിറ്റിഗേറ്റ് ചെയ്യാൻ, കുറയ്ക്കാനും അതുപോലെ എഫക്റ്റീവായിട്ടുള്ള റെസ്പോൺസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എഫക്റ്റീവായിട്ട് ആൾക്കാരെ എന്താണ് മാറ്റിപ്പാർപ്പിക്കാനും റീഹാബിലിറ്റേഷൻ കൊടുക്കാനും അവർക്കുള്ള വേണ്ട ഭക്ഷണം കൊടുക്കാനും അതൊക്കെ ചെയ്യാനാണ് ഏറ്റവും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ എയിം. This chapter discusses various aspects of disaster, their impact on society, government roles in disaster management, and the importance of preparation and coordination to reduce the harm done by disasters. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ ഈ ചാപ്റ്റർ കഴിഞ്ഞു. അപ്പോൾ ഒബ്വിയസ്ലി ഈ ചാപ്റ്ററിൽ ഈ ചാപ്റ്ററിൽ എന്താണ് കഥയുള്ളത്? ഒരു കഥയില്ല. ഈ ചാപ്റ്ററിൽ ഈ 7 പോയിന്റ്സ് ആണുള്ളത്. ഈ 7 പോയിന്റ്സ് ജസ്റ്റ് മനസ്സിലാക്കുക. നാളെ ഇതിന്നായിട്ട് ചോദ്യങ്ങളൊന്നും വരില്ല. പക്ഷെ നാളെ ഒരു സ്പീച്ച് പറയാൻ പറഞ്ഞാൽ, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സ്പീച്ച് പറയാൻ പറഞ്ഞാൽ ഈ പോയിന്റ്സ് അതിൽ ഉൾക്കൊള്ളണം. ഇതിൽ അറ്റ്ലീസ്റ്റ് മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് എങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്തൊക്കെയാണ് മെയിൻ പോയിന്റ്സ് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. അതിലുണ്ടാവണം. റൈറ്റപ്പ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഈ പോയിന്റ്സ് ഉണ്ടാവണം. അല്ലാണ്ട് ഡിസാസ്റ്ററിനെ പറ്റി നിങ്ങൾക്ക് ഉള്ള ഐഡിയാസ് എഴുതി വെച്ചിട്ട് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല, മാർക്ക് കിട്ടത്തില്ല. ക്ലിയർ ആണ്? മനസ്സിലായി? അതോടെ എൻ്റെ ചാപ്റ്റേഴ്സ് തീർന്നു. ഇനി നമുക്ക് ഒരു പോയം കൂടി ബാക്കിയുണ്ട്. ആ പോയം കൂടെ തീർത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഡിസ്കോഴ്സസിലേക്ക് കിടക്കാം. അതിനുശേഷം അലൻ സാർ ഇപ്പോൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും. നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലേ? അലൻ സാർ SSLC ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണല്ലേ?
അപ്പോൾ അലൻ സാർ ക്ലാസ് എടുത്ത് കഴിഞ്ഞിട്ട് വരണം. പാവം അലൻ സാർ കഷ്ടപ്പെട്ട് ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഇന്ന് രാവിലെ മുതൽ നിങ്ങളുടെ PPT പ്രിപ്പറേഷനും കുറേ കാര്യത്തിൽ വർക്കാണ്. ഇനി അത് കഴിഞ്ഞിട്ട് അലൻ സാർ വന്നിട്ട് അലൻ സാറിൻ്റെ ചാപ്റ്റേഴ്സ്, ബാക്കി കുറച്ച് ചാപ്റ്ററുകൾ 6 ചാപ്റ്റർ ഉണ്ടാവും. അലൻ സാറിൻ്റെ ഡിസ്കോഴ്സും കുറച്ച് സമയം നിങ്ങൾ ഇരിക്കേണ്ടി വരുമെന്ന്, എന്നാൽ മാത്രമേ നമുക്ക് കംപ്ലീറ്റ് തീർക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ ഇരിക്കാൻ റെഡിയാണോ? ഒരു 11:30 വരെയൊക്കെ ഇരിക്കാൻ റെഡിയാണോ? കുറച്ച് സമയം ഇരിക്കേണ്ടി വരും കേട്ടോ, എന്നാലേ ഫുൾ തീർക്കാൻ പറ്റുള്ളൂ. 80 മാർക്കിൻ്റെ പരീക്ഷയാണ്, നമുക്ക് ഫുള്ള് തീർക്കണ്ടേ മക്കളെ? തീർക്കാൻ നമുക്ക് തീർത്തിട്ടേ കിടക്കുള്ളൂ. ഫുൾ ചാപ്റ്റർ, ഫുൾ പോയും ഫുൾ ഡിസ്കോഴ്സും പഠിക്കാം. ഓക്കെ, അപ്പോൾ എനിക്ക് എന്താണ്, എൻ്റെ ഭാഗത്തിൽ ഇനി ഒരു പോയം കൂടിയാണുള്ളത്. ആ പോയം കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യും, ഡിസ്കോഴ്സിലേക്ക് കടക്കും. പിന്നെ അലൻ സാർ വന്നിട്ട് ബാക്കിയുള്ള പോയംസും ചാപ്റ്റേഴ്സും എടുക്കും കേട്ടോ. ഓക്കെ, സൺറൈസ് ഓൺ തിങ്. അപ്പോൾ ഇതുവരെ നമ്മൾ ഐ വിൽ ഫ്ലൈ പഠിച്ചു, ഇത് പഠിച്ചു, ഇഫ് എന്ന് പറഞ്ഞ പോയം പഠിച്ചു, ദെൻ ഗാന്ധി ഗെയിം പഠിച്ചു, കണ്ടവു പഠിച്ചു, ഡിസാസ്റ്റർ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് പഠിച്ചു, ആൻഡ് ഫൈനലി സൺറൈസ് ഓൺ ദി ഹിൽസ് എന്ന് പറഞ്ഞ പോയം പഠിക്കാം. അപ്പോൾ ഈ പോയം എന്താണ് സംഭവം? അടിപൊളി പോയമാണ്, കുറേ കാര്യങ്ങളുണ്ട് ഈ പോയത്തിൽ. നിങ്ങൾ ഈ പോയം ബൈഹാർട്ട് പഠിക്കാൻ നോക്കണ്ട ഓരോ കാര്യങ്ങളും, പക്ഷേ ജസ്റ്റ് എന്താണ് മനസ്സിലാക്കി എൻ്റെ കൂടെ ജസ്റ്റ് നിന്നാൽ മതി. ഈ ലാംഗ്വേജ് ഭയങ്കര ഡിഫിക്കൽട്ടാണ്, നമ്മുടെ റഡ്യാർഡ് കിപ്ലിംഗ് പോലെയൊന്നുമല്ല, കുറച്ച് ഡിഫിക്കൽട്ട് ലാംഗ്വേജ് ആണ്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാൽ നിങ്ങൾ മനസ്സിലാവും. അപ്പോൾ ഈ പോയം കുറച്ച് ശ്രദ്ധിക്കണേ, ഫിസിക്സും മാത്സൊക്കെ ശ്രദ്ധിച്ചാലേ മനസ്സിലാവുള്ളൂ കേട്ടോ. ഓക്കെ, പോയത്തിൻ്റെ പേരെന്താണ് മക്കളെ? സൺറൈസ് ഓൺ ദി ഹിൽസ് ആണ്. പോയം എഴുതിയത്, പോയറ്റിൻ്റെ പേരെന്താണ്? പോയം എഴുതിയ പോയറ്റിൻ്റെ H.W. ലോങ്ഫെല്ലോ ആണ്. ജസ്റ്റ് പോയറ്റിൻ്റെ പേരൊന്ന് ഓർത്ത് വെച്ചോ, പരീക്ഷയിൽ 1 മാർക്കിനൊക്കെ ചോദിക്കാം. വീണ്ടും നമ്മൾ ഈ പോയം ആദ്യം മനസ്സിലാക്കും, അതിനുശേഷം നമ്മളിതിൻ്റെ ഫിഗേഴ്സ് ഓഫ് സ്പീച്ചും പോയറ്റിക് ഡിവൈസസും പഠിക്കും. ഓക്കെ, പോയം സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഐ സ്റ്റുഡ് അപ്പോൺ ദ ഹിൽസ് വെൻ ദി ഹെവൻസ് വൈഡ് ആർക്ക് വാസ് ഗ്ലോറിയസ് വിത്ത് ദി സൺസ് റിട്ടേണിംഗ് മാർച്ച്. ഒന്നും മനസ്സിലായില്ലോ? ഞാനെന്താണ്, ഒരു മലയെ പോയി നിൽക്കുകയാണ്. ഓക്കെ, വെൻ ദി ഹെവൻസ് വൈഡ് ആർച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്കൈനെ പറ്റി ഞാൻ പറയുന്നത്, ആകാശം. ഓക്കെ, വാസ് ഗ്ലോറിയസ്, ആകാശം ഭയങ്കര ഗ്ലോറിയസ് ആയിരുന്നു, രാജകീയമായിരുന്നു. എന്തുകൊണ്ടാണ് രാജകീയമായത്? വിത്ത് ദ സൺസ് റിട്ടേണിംഗ് മാർച്ച്, സൺറൈസ് ഉള്ളതുകൊണ്ട്. ഈ സൺറൈസ് ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് ഈ ആകാശം എന്താണ്, ഭയങ്കര ഗ്ലോറിയസ് ആയി എന്നാണ് പറയുന്നത്. സൺസ് റിട്ടേണിംഗ് മാർച്ച് എന്നാണ് എന്താ ഉദ്ദേശിക്കുന്നത്? സൂര്യൻ രാത്രി ഇല്ലായിരുന്നല്ലോ, സൂര്യൻ റിട്ടേൺ ചെയ്യല്ലേ, ഒരു റിട്ടേണിംഗ് മാർച്ച് എന്നാണ്. റിട്ടേണിംഗ് മാർച്ച്. ആരാണ് മാർച്ച് ചെയ്യുക? സോൾജേഴ്സ് ആണ്. അപ്പോൾ സണ്ണിനെ ഒരു സോൾജിയർ ആയിട്ടാണ് ഉപമിച്ചിരിക്കുന്നത്. എൻ്റെ അമ്മോ, എന്താണ് ഒരു സോൾജിയർ അദ്ദേഹത്തിൻ്റെ ബാറ്റിൽ കഴിഞ്ഞ് തിരിച്ച് മാർച്ച് ചെയ്ത് വന്നിരിക്കുന്ന പോലെയാണ് സൂര്യൻ വന്നതെന്നാണ് പറയുന്നത്. അതിൻ്റെ ഗ്ലോറിയിൽ എന്താണ്, ആകാശം ഇങ്ങനെ നിൽക്കുകയാണ്. അത് ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇയാൾ ഇത്രയും കാര്യം എഴുതിച്ചത്. എന്താലേ, ഇപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ ഐ സ്റ്റുഡ് അപ്പോൺ ദി ഹിൽസ് വെൻ ദ ഹെവൻ സൈഡ് സ്കൈ വാസ് ഗ്ലോറിയസ് വിത്ത് ദി സൺറൈസ് എന്നാ പറയുന്നത്. അത് പറഞ്ഞാൽ മതിയായിരുന്നു, പക്ഷേ പോയറ്റിൻ്റെ കാര്യം. ആൻഡ് ദ വുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മരക്കഷ്ണമാണോ? അല്ല, കാട്, ഫോറസ്റ്റ്. ദ ഫോറസ്റ്റ് വേർ ബ്രൈറ്റായി പോയി, എന്തുകൊണ്ടാണ്? സണ്ണിൻ്റെ ഇതുകൊണ്ട്. ആൻഡ് സോഫ്റ്റ് ഗെയിൽസ് എന്ന് പറഞ്ഞാൽ സ്ട്രോങ് വിൻസ് ആണ്. ഗെയിൽസ് എന്ന് പറഞ്ഞാൽ സ്ട്രോങ് വിൻസ് ആണ്, സോഫ്റ്റ് ആയിട്ടുള്ള സ്ട്രോങ് വിൻസ്. വെൻ ഫോർ ടു കിസ് ദി സൺ ക്ലാഡ് വെയിൽസ്. എന്താണ് ഈ പറയുന്നത്? വുഡ്സ് ബ്രൈറ്റൻ ചെയ്യപ്പെട്ടു. അതായത് ഫോറസ്റ്റ് എന്താണ്, ഈ സൺറൈസ് വന്നുകൊണ്ട് ഫോറസ്റ്റ് എന്താണ്, ഫുള്ള് ലൈറ്റായി. സോഫ്റ്റ് ഗെയിൽസ്, വിൻഡ്. വെൻ ഫോർ ടു കിസ്, ഉമ്മോക്കാൻ പോയി. ആരും ഉമ്മോക്കാൻ പോയി? സൺ ക്ലാഡ് വെയിൽസ്, സൺ കവേർഡ് വാലി. അതായത് ബേസിക്കലി കാറ്റടിക്കുന്നുണ്ട്. കാറ്റ് ആരും ഉമ്മോക്കാൻ പോയി? വാലി എന്ന് പറഞ്ഞാൽ ഈ ക്ലൗഡിൻ്റെ താഴെ എന്താണ് ഉണ്ടാകുന്ന താഴ്വാര, അതിനെന്താണ് ഉമ്മ വെച്ചു എന്ന് പറയുന്നത്? ഉമ്മ വെച്ചതല്ല, ബേസിക്കലി കാറ്റ് എന്താണ് ഈ വാലിയിൽ കൂടി ഇങ്ങനെ അടിക്കുകയാണ്. അത് പറയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്, മനസ്സിലാവുണ്ടോ? അല്ലാണ്ട് ആരും ഇവിടെ പോയി ആരും ഉമ്മ വെച്ചിരുന്നില്ല. ചിലവർ എക്സൈറ്റഡ് ആയി, സാർ അടിപൊളി, നല്ല ചാപ്റ്റർ, അടിപൊളി. ഒന്നുമില്ല. ഓക്കെ, സംഭവം മനസ്സിലായല്ലോ. ദി ക്ലൗഡ്സ് വർ ഫാർ ബിനെത്ത് മീ. ക്ലൗഡ്സ് എന്താണ്? ഞാൻ മലേൻ്റെ മണ്ടയിൽ നിൽക്കുന്നത്, അപ്പോൾ ക്ലൗഡ്സ് എൻ്റെ താഴെയായിരുന്നു പറയുന്നത്. ഫാർ ബിനെത്ത് എന്ന് പറഞ്ഞാൽ ഡൗൺ. ഫാർ ബിനെത്ത് മീ ബേത്ത് ഇൻ ലൈറ്റ്. ലൈറ്റിൽ കുളിക്കുകയായിരിക്കും. ലൈറ്റിൽ കുളിച്ചിട്ടാണോ? ബേത്ത് എന്ന് പറഞ്ഞാൽ കുളിക്കുക. ലൈറ്റിൽ കുളിച്ചിട്ടാണോ ഉള്ളത്? അല്ല, ബേസിക്കലി ലൈറ്റിൽ കുളിച്ച പോലെയാണ് അല്ലേ, ലൈറ്റ് ഇങ്ങനെ വന്ന് ലൈറ്റ് കുളിക്കുന്ന പോലെയാണ് ക്ലൗഡ്സ് ഉണ്ടാകുന്നത്. ദേ ഗാതേർഡ് മിഡ് വേ റൗണ്ട് ദി വുഡഡ് ഹൈറ്റ്. ക്ലൗഡ്സ് എന്താണ്? ട്രീസിനെ സറൗണ്ട് ചെയ്തു എന്നാണ്. അതായത് ട്രീസ് എന്താണ്, ഇവിടെ ഉള്ളിൽ എന്താ ട്രീ ഉണ്ടാവില്ല, അപ്പോൾ ക്ലൗഡ് എന്താണ്? ട്രീ ഇങ്ങനെയല്ലോ, ട്രീ ഇങ്ങനെ ഉള്ളിൽ എന്താ ട്രീ ഉണ്ടാവും, ആ ട്രീസിന് എന്താണ് ഈ ക്ലൗഡ്സ് എന്താണ് സറൗണ്ട് ചെയ്തു എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇൻ ദെയർ ഫേഡിങ് ഗ്ലോറി ഷോൺ ലൈക്ക് ഹോസ്റ്റ് ഇൻ ബാറ്റിൽ ഓവർത്രോ. എന്നൊരു പറഞ്ഞുതരാം. ആൻഡ് ഇൻ ദെയർ ഫേഡിങ് ഗ്ലോറി ഷോൺ ലൈക്ക് ഹോസ്റ്റ് ഇൻ എ ബാറ്റിൽ ഓവർത്രോ. എന്താ പറയുന്നത്? ബേസിക്കലി ഈ പോയറ്റിന് പറയാൻ ആഗ്രഹിക്കുന്നതാണ്, സൺറൈസ് വന്നു കഴിഞ്ഞാൽ മെല്ലെ മെല്ലെ ഈ ക്ലൗഡ്സ് എന്താണ്,
അവരെന്താണ് ഫെയ്ഡ് ചെയ്യുമല്ലോ, അങ്ങനെ തന്നെ നിൽക്കുമോ? ഇല്ല, ഫെയ്ഡ് ചെയ്ത് പോകുമല്ലോ. അതാണ് പറയുന്നത്. ആൻഡ് ഇൻ ദെയർ ഫെയ്ഡിങ് ഗ്ലോറി ഷോൺ ലൈക്ക് ഹോസ്റ്റ് ഇൻ എ ബാറ്റിൽ ഓവർത്രോൺ. എന്താണ് പറയുന്നത്? ഒരു ബാറ്റിലിൽ സോൾജേഴ്സ് ഡിഫീറ്റ് ചെയ്യപ്പെട്ടതുപോലെയാണ് ക്ലൗഡ്സ് എന്താണ് ഫെയ്ഡ് ചെയ്തെന്ന് പറയുന്നത്. അതായത് ക്ലൗഡ്സ് ഫെയ്ഡ് ചെയ്യുമ്പം എന്താ പോയിന്റ് തോന്നിയത്? ഒരു യുദ്ധത്തിൽ എന്താണ് ഡിഫീറ്റ് ചെയ്ത സോൾജേഴ്സ് എന്താണ് അവരെങ്ങനെ മറച്ച് തെറിപ്പിച്ചിടുന്ന പോലെയാണ് ഈ ക്ലൗഡ്സ് പോയെന്നാണ് പറയുന്നത്. ലൈക്ക് ഹോസിൻ്റെ ബാറ്റിൽ ഓവർത്രോ എന്നാണ് ലൈക്ക് ഡിഫീറ്റഡ് സോൾജേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഈ ഫസ്റ്റ് സ്റ്റാൻസ മനസ്സിലായോ? ഒന്നുമില്ല, ഇദ്ദേഹം പോയിട്ട് എന്താണ് ഒരു മലേൻ്റെ മണ്ടായി നിന്നപ്പോൾ എന്താണ് സൂര്യപ്രകാശം ഒന്നാണ്, ക്ലൗഡ്സ് ഉണ്ടായിരുന്നു, കുറച്ച് കഴിയുമ്പോൾ ക്ലൗഡ്സ് എന്താണ് പോയി, അതിൻ്റെ ഇടയിൽ താഴെ മരങ്ങളുണ്ടായിരുന്നു. ഇത്രയേ പറയുന്നുള്ളൂ. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാരണം എഴുതി. അത്രയും മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അത്ര മാത്രമല്ല ഓരോ ലൈനും എന്താണ് അതിൻ്റെ ബേസിക് അർത്ഥം മനസ്സിലാക്കണം. ഓക്കെ, അതൊക്കെ ഞാൻ ഇവിടെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഈ നോട്ട്സ് വായിച്ചാൽ നിങ്ങൾക്ക് ഒരു ഡൗട്ടും ഉണ്ടാവില്ല. ഓക്കെ, റെഡി? യെസ്. അടുത്ത സ്റ്റാൻസയിൽ എന്താ പറയാം? ലാംഗ്വേജ് കുറച്ച് ഡിഫിക്കൽട്ട് ആണ്, പക്ഷേ നമുക്ക് മനസ്സിലാക്കണം. കാരണം അപ്രീസിയേഷൻ വരും. ഒരു സ്റ്റാൻസ തന്നിട്ട് അല്ലെങ്കിൽ 4 ലൈൻ തന്നിട്ട് അതിൻ്റെ അർത്ഥം പറയാൻ പറയും. അതിൽ ഈ ലൈനിൻ്റെ അർത്ഥം എന്താണെന്ന് പറയും. ഫോർ എക്സാമ്പിൾ ഇത് തന്നിട്ട് പറയും എന്താണ് ഈ ലൈൻ 2 ലൈനിൻ്റെ അർത്ഥം എന്താണ്? ബേസിക്കലി ക്ലൗഡ് എന്താണ് ഫെയ്ഡ് ചെയ്തു. ആ ക്ലൗഡ് ഫെയ്ഡ് ചെയ്തപ്പോൾ നമുക്ക് പോയിന്റ് എന്താ തോന്നിയത്? ഡിഫീറ്റഡ് സോൾജേഴ്സ് ഓവർത്രോ ചെയ്യപ്പെട്ട പോലെയാണ് തോന്നിയത്. അത് നിങ്ങൾക്ക് പറയാൻ സാധിക്കണം. അത്രയേ ഉള്ളൂ നമ്മുടെ എയിം. അല്ലാണ്ട് ഈ പോയത്തിൻ്റെ അപ്രീസിയേഷൻ ഒന്ന് ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യാനല്ല, ജസ്റ്റ് അത് അർത്ഥം പറഞ്ഞു കൊടുക്കാൻ പറ്റണം. ഓക്കെ, ലെറ്റ്സ് ലുക്ക് ഇൻ ദി നെക്സ്റ്റ് സ്റ്റാൻസ. ആസ് മെനി എ പിനക്കിൾ. പിനക്കിൾ എന്ന് പറഞ്ഞാൽ ബേസിക്കലി മരങ്ങളുടെ മോൾ ഭാഗം, അതാണ് ഉദ്ദേശിക്കുന്നത്. വാസ് വിത്ത് ഷിഫ്റ്റിംഗ് ഗ്ലാൻസ് ത്രൂ ദ ഗ്രേ മിസ്റ്റ് ത്രസ്റ്റ് അപ്പ് ഇറ്റ്സ് സ്റ്റാറ്റേർഡ് ലാൻഡ്സ്. എന്താണ് പറയുന്നത്? ബേസിക്കലി എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറേ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ മരങ്ങളെ എനിക്ക് എന്താണ് മിസ്റ്റിൻ്റെ ഉള്ളിൽ കൂടിയാണ് ഞാൻ കണ്ടത്. ഓക്കെ, മൂടൽമഞ്ഞില്ലേ, മൂടൽമഞ്ഞിൻ്റെ ഉള്ളിൽ കൂടിയാണ് ഞാൻ കണ്ടത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പറയുന്നത്. എന്താണ് കണ്ടത്? മരങ്ങളുടെ മോൾ ഭാഗം മാത്രം, ഉള്ളൊന്നും കാണാൻ പറ്റില്ല. കാരണം മൂടൽമഞ്ഞ് ഉണ്ടായിരുന്നല്ലോ, മിസ്റ്റ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് മാത്രം ഞാൻ കണ്ടു. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഓക്കെ, ആൻഡ് റോക്കിംഗ് ഓൺ ദ ക്ലിഫ് വാസ് ലെഫ്റ്റ് ദ ഡാർക്ക് പൈൻ ബ്ലാസ്റ്റഡ് ബെയർ ആൻഡ് ക്ലെഫ്റ്റ്. എന്താണ് പറയുന്നത്? റോക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആടുക. നമ്മളൊരു ചാര് കസേരയില്ലേ, ഓക്കെ, അതിൽ കിടന്നിട്ട് ആടില്ലേ, അതിന് നമ്മൾ റോക്കിംഗ് കളിക്കും. ഇങ്ങനെ റോക്ക് ചെയ്യാന്ന് പറയില്ല, അതിനാണ് റോക്കിംഗ് കളി. ഇവിടെ ആരാണ് റോക്ക് ചെയ്തത്? മരമായിരുന്നു. ഓക്കെ, മരങ്ങൾ എന്താണ് കാറ്റടിക്കുമ്പോൾ അല്ലേ, കാറ്റടിക്കുമ്പോൾ മരങ്ങൾ അങ്ങോട്ടും കൂടെ ആടില്ല. അത് പറയാൻ വേണ്ടിയിട്ടാണ് റോക്കിംഗ് ഓൺ ദ ക്ലിഫ് വാസ് ലെഫ്റ്റ്. ആരാണ്? ഏത് മരമാണ്? ഡാർക്ക് പൈൻ ട്രീ. ഇതിനെ പൈൻ ട്രീ എന്ന് വിളിക്കും. ആ പൈൻ ട്രീസ് ആയിരുന്നു ഫുൾ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം ഇതുപോലത്തെ മരമല്ല, പൈൻ ട്രീസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പൈൻ ട്രീസ് ഇങ്ങനെ ആടായിരുന്നു. ഡാർക്ക് കളർ പൈൻ ട്രീ, ബ്ലാസ്റ്റഡ് ബെയർ ആൻഡ് ക്ലെഫ്റ്റ്. അതിൻ്റെ അർത്ഥം എന്താണ്? ലീവ്സ് ഒന്നും ഇല്ലാത്ത പൈൻ ട്രീ ആയിരുന്നു. ഇങ്ങനെ എന്താണ് കുറേ ഇലകളൊന്നുമുള്ള പൈൻ ട്രീ അല്ല, ഇതുപോലെ ലീഫ് ഇല്ലാത്ത ബെയർ ആയിട്ടുള്ള പൈൻ ട്രീ എന്ന് പറഞ്ഞാൽ ലീഫ് ഇല്ലാത്ത പൈൻ ട്രീ ആണ്. അപ്പം നോ ലീവ്സ്, റൂയിൻഡ് ആയിട്ടുള്ള, മരിക്കാൻ പോയിട്ടുള്ള പൈൻ ട്രീ എന്താണ് അങ്ങോട്ടും കൂടെ ആടുന്നു പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. നെക്സ്റ്റ്, ദ വെയിൽ ഓഫ് ക്ലൗഡ് വാസ് ലിഫ്റ്റഡ് ആൻഡ് ബിലോ ഗ്ലോഡ് ദ റിച്ച് വാലി ആൻഡ് ദ റിവേഴ്സ് ഫ്ലോ. എന്താണ് പറയുന്നത്? ദ വെയിൽ ഓഫ് ക്ലൗഡ്. വെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് നിങ്ങൾ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, ചില എന്താണ് നോർത്ത് ഇന്ത്യൻ വെഡ്ഡിങ്സോ അല്ലെങ്കിൽ അമേരിക്കൻ യൂറോപ്യൻ വെഡ്ഡിങ്സിലൊക്കെ എന്താണ് ബ്രൈഡ് എന്ത് ചെയ്യും? ഇങ്ങനെ ഒരു വെയിൽ ധരിക്കും അല്ലേ, ഇങ്ങനെ ഒരു മറ അല്ലേ. അത് ലിഫ്റ്റ് ചെയ്യപ്പെട്ടു. ആരുടെ? ഈ കുട്ടിയുടെ അല്ല, ക്ലൗഡിൻ്റെ. ഈ ക്ലൗഡിൻ്റെ വെയിൽ എന്താണ് ലിഫ്റ്റ് ചെയ്യപ്പെട്ടു. അതായത് ബേസിക്കലി എന്താണ് ക്ലൗഡ് ഇങ്ങനെ വെയിലിങ്ങനെ ആക്കിയെന്നാണോ? അല്ല, ക്ലൗഡ് പോയി. ക്ലൗഡ്സ് എല്ലാം കൂടെ പോയി എന്നാണ് ഇതിനർത്ഥം. വെയിൽ ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ക്ലൗഡ്സ് എല്ലാം കൂടി പോയി. അത് പോയപ്പോൾ എന്താണ് കാണാൻ സാധിച്ചത്? ദ വെയിൽ ഓഫ് ദി ക്ലൗഡ് വാസ് ലിഫ്റ്റഡ് ആൻഡ് ബിലോ, താഴെ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? ഗ്ലോഡ് ദ റിച്ച് വാലി, വാലി ആയിരുന്നു ഉള്ളത്. ആൻഡ് ദ റിവേഴ്സ് ഫ്ലോ, അവിടെ ഒരു റിവർ ഉണ്ടായിരുന്നു, ഒരു നദി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. വാലിയും നദിയും കാണാൻ സാധിച്ചു ക്ലൗഡ് പോയപ്പോൾ എന്ന് പറഞ്ഞതാണ്. ഇത്രയുള്ള സംഭവം. വാസ് ഡാർക്കൻഡ് ബൈ ദ ഫോറസ്റ്റ് ഷെയ്ഡ്. ഈ റിവർ എന്താണ്? വാസ് ഡാർക്കൻഡ് ബൈ ദ ഫോറസ്റ്റ് ഷെയ്ഡ്. അതായത് ഫോറസ്റ്റിലെ മരങ്ങളല്ലേ, അതിൻ്റെ ഷാഡോ റിവറിൽ വീഴുമ്പോൾ എന്താണ്? ഷാഡോ അടിക്കുമ്പോൾ റിവറിൻ്റെ കളർ വൈറ്റ് ആയിട്ടുണ്ടാവുക അല്ലെങ്കിൽ ഡാർക്ക് ആയിട്ട് ഉണ്ടാവുക. ഇവിടെ റിവർ എന്താണ്? വൈറ്റ് കളർ, വൈറ്റ് ഷെയ്ഡ് അല്ലെങ്കിൽ നീല ഷെയ്ഡൊക്കെ ആയിരിക്കും ഉണ്ടാവില്ല, ട്രാൻസ്പെറൻ്റ് ആയിരിക്കും. പക്ഷേ ഈ മരങ്ങളുടെ എല്ലാം കൂടെ ഷാഡോ വീണ് കഴിഞ്ഞാൽ, ഷെയ്ഡ് വീണ് കഴിഞ്ഞാൽ അതിൻ്റെ കളർ എന്താണ്? ഡാർക്ക് ആവും, ബ്ലാക്ക് പോലെയോ. അതാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ ഷാഡോ വന്നിട്ട് കേട്ടോ. ഓർ ചില സ്ഥലങ്ങളിൽ അങ്ങനെ ഡാർക്ക് ആയിരുന്നു ഈ മരങ്ങളുള്ള സ്ഥലത്ത്, ഷാഡോ ഉണ്ട്. പക്ഷെ ചില സ്ഥലങ്ങളിൽ എന്താണ്? ഗ്ലിസൺ എന്ന് പറഞ്ഞാൽ ഗ്ലോ ചെയ്തു, ഷൈൻ ചെയ്തു. ഇൻ ദ വൈറ്റ് കാസ്കേഡ്, വൈറ്റ് ആയിട്ട് ഇങ്ങനെ ഗ്ലോ ചെയ്തു. അതിൻ്റെ അർത്ഥം ചില സ്ഥലങ്ങളിൽ വാട്ടർഫോൾ ഉണ്ടാവില്ലേ, വാട്ടർഫോൾ എടുത്ത് വെള്ളത്തിൽ ആയിട്ട് എന്താണ് വെള്ള കളറിലാവും. അപ്പോൾ ചില സ്ഥലങ്ങളിൽ ഡാർക്കണ്ടാണ്, കാരണം ഫോറസ്റ്റിൻ്റെ ഷെയ്ഡ് ഉള്ളതുകൊണ്ട്, ഈ മരങ്ങളുടെ ഷെയ്ഡ് ഉള്ളതുകൊണ്ട്. ചില സ്ഥലങ്ങൾ എന്താണ്? ഈ വാട്ടർഫോൾ അടുത്ത് നിന്നാണ് നല്ല വൈറ്റ് പത പോലെ ഉണ്ടായിരുന്നു. അത് പറയാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ.
വേർ അപ്വേർഡ് ഇൻ ദ മെല്ലോ ബ്ലഷ് ഓഫ് ദി ഡേ ദ നോയ്സി ബിറ്റേൺ എന്ന് പറഞ്ഞാൽ ഒരു തരം പക്ഷിയാണ്, വീൽഡ് ഹിസ് സ്പൈറൽ വേ. ഒരു ബിറ്റേൺ എന്ന് പറഞ്ഞൊരു പക്ഷി ഉണ്ടായിരുന്നു, അതിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇത്രയുള്ള ഈ സ്റ്റാൻസിൽ പറയുന്നത്. ബേസിക്കലി എന്താ പറയുന്നത്? ഒന്നുമില്ല, ഈ ക്ലൗഡ് എല്ലാം പോയപ്പോൾ എന്നാണ് ഇദ്ദേഹത്തിന് മരം കാണാൻ പറ്റി, താഴെ ഒരു വാലി ഉണ്ടായിരുന്നു, അവിടെ ഒരു നദി ഉണ്ടായിരുന്നു, നദിയിൽ എന്താണ് കുറച്ച് ട്രീസ് ഉള്ള ഭാഗത്തു നിന്നാണ് അതിൻ്റെ ഷാഡോ ഉള്ളതുകൊണ്ട് ഡാർക്കായിരുന്നു, ട്രീസ് ഇല്ലാത്ത ഭാഗത്തു നിന്നാണ് വാട്ടർഫോൾ ഉള്ളതുകൊണ്ട് അവിടെ പോലെ വെള്ള കളറായിരുന്നു. ഇത്രേ പറയുന്നുള്ളൂ. പിന്നെ ഒരു ബിറ്റേൺ ഉണ്ടായിരുന്നു, ബിറ്റേൺ എന്ന് പറഞ്ഞ ഒരു പക്ഷി ഉണ്ടായിരുന്നു, ആ വെച്ച് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇത്രേ പറയുന്നുള്ളൂ ഈ ഒരു സ്റ്റാൻസയിൽ. സെറ്റാണോ മക്കളെ ഈ സ്റ്റാൻസ സെറ്റാണോ മക്കളെ? 41K. എന്താണ് ഈ 41K എന്ന് നിങ്ങൾ പറയുന്നത്? നമ്മുടെ 22K അല്ലേ ഉള്ളൂ. അലൻ സാറിൻ്റെ ആണോ 41K? അലൻ സാറിന് 26K ആണല്ലോ. രണ്ടുപേരും ചേർത്തിട്ടാണോ 41K? ഓ 41K ലൈക്കായി. ആ ലൈക്ക് നമ്മൾ 42K. അലൻ സാറിനെക്കാളും പൊട്ടിച്ചു. അലൻ സാറിൻ്റെ 41K ഉള്ളൂ, നമ്മൾ 42K. പൊളി, എന്താ പൊളി. ഓക്കെ, നെക്സ്റ്റ് സ്റ്റാൻസ. ഐ ഹേർഡ് ദി ഡിസ്റ്റൻസ് വാട്ടേഴ്സ് ഡാഷ്. താഴെ നദിയില്ലേ, അതിൽ വെള്ളത്തിൻ്റെ സൗണ്ട് അതിനാ ഡാഷ് എന്ന് വിളിക്കുക. അത് സൗണ്ട് കേട്ടു ഇദ്ദേഹം. ഐ സോ ദി കറണ്ട് ആൻഡ് ദി വേൾ ആൻഡ് ഫ്ലാഷ്. കറണ്ട് എന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ ഫ്ലോ, അത് വേൾ ചെയ്യാം ആൻഡ് ഫ്ലാഷ് ചെയ്യാം. അതൊക്കെ എന്താണ്? ജസ്റ്റ് ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യണം. ആ സൗണ്ട് കേട്ടു, അത് കാണുമെന്നാണ് ഇങ്ങനെ വേൾ ചെയ്യുന്ന കണ്ടു എന്ന് പറയുന്നത്. ആൻഡ് റിച്ച്ലി ബൈ ദ ബ്ലൂ ലേക്ക് സിൽവർ ബീച്ച് ദ വുഡ്സ് വെർ ബെൻഡിങ് വിത്ത് എ സൈലന്റ് റീച്ച്. എന്താ പറയുന്നത്? ഈ ബ്ലൂ ലേക്ക് ഉണ്ടായിരുന്നു, ഒരു ലേക്ക് അവിടെ ഉണ്ട്. ആ ലേക്കിൻ്റെ സൈഡിൽ ബീച്ച് ഉണ്ടാവില്ലേ മക്കളെ? ചില ലേക്സിൻ്റെ സൈഡിൽ ചെറിയൊരു ലേക്ക്, ബീച്ച് എന്നൊന്നും പറയാൻ പറ്റില്ല, ചെറിയ പൂഴി പോലത്തെ സാധനം ഉണ്ടാവില്ലേ, സിൽവർ ബീച്ച്. ആ സിൽവർ ടൈപ്പ് പൂഴി പോലെ ഉണ്ടായിരുന്നു. ഓക്കെ, ദ വുഡ്സ് വെർ ബെൻഡിങ് വിത്ത് എ സൈലന്റ് റീച്ച്. അതായത് ബേസിക്കലി ഈ ലേക്കിൻ്റെ അറ്റത്തെന്താണ് മരങ്ങൾ, വുഡ്സ് എന്ന് പറഞ്ഞാൽ മരങ്ങൾ ഉണ്ടാകും. മരങ്ങൾ എന്താണ് കുറച്ചിങ്ങനെ ബെൻഡ് ചെയ്ത് നിൽക്കില്ലേ, ട്രീൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ബെൻഡ് ചെയ്ത് നിൽക്കില്ലേ, അതാണ് പറയുന്നത്. ദെൻ റിച്ച്ലി ബൈ ദ ബ്ലൂ ലേക്ക് സിൽവർ ബീച്ച്. ആ ബീച്ചിൻ്റെ അവിടെ ദ വുഡ്സ് വെർ ബെൻഡിങ് വിത്ത് എ സൈലന്റ് റീച്ച്. ബെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ട്രീസ് ബെൻഡ് ടുവേർഡ്സ് എ ലേക്ക് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇത്രയൊരു സംഭവം. ദെൻ ഓവർ എന്ന് പറഞ്ഞാൽ ഓവർ എന്നാണ്. ഓവർ, ഇത് ഓവറാണ്. ഓവർ എന്ന് പറഞ്ഞാൽ എബവ്. ദ വെയിൽ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? വാലി, മറന്നു പോരുത്. വെയിൽ എന്ന് പറഞ്ഞാൽ വാലിയാണ്, പഴയ ലാംഗ്വേജ് ആണത്. ഇതിൻ്റെ ഓവർ ദി വാലിയുടെ മണ്ടയിൽ എന്താ സംഭവിച്ചത്? മണ്ടയ്ക്ക് എന്താണ് സംഭവിച്ചത്? വിത്ത് എ ജെന്റിൽ സ്വെൽ ദ മ്യൂസിക് ഓഫ് ദി വില്ലേജ് ബെൽ കെയിം സ്വീറ്റ്ലി ടു ദി എക്കോ ഗിവിങ് ഹിൽസ്. സംഭവം എന്താണ്? അപ്പുറത്ത് ഏതൊരു വില്ലേജ് ഉണ്ട്, ഇത് ആരും ജീവിക്കാത്ത സ്ഥലമല്ല, ഏതൊരു വില്ലേജിൽ എന്താണ് രാവിലെ ഒരു ബെല്ലടിക്കുക. അവിടുത്തെ ചേർച്ച് ബെല്ലോ അല്ലെ വില്ലേജ് ബെല്ല് എന്ന സാധനമുണ്ട് പണ്ടത്തെ വില്ലേജസിലൊക്കെ. അപ്പോൾ രാവിലെ ആകുമ്പോൾ എന്താണ്, 6 മണിയാകുമ്പോൾ അവർ ബെല്ലടിക്കും. ആ ബെല്ലിൻ്റെ മുഴക്കം എന്താണ്? ഇവിടെ മ്യൂസിക് ഇവിടെ എത്തി എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഏതോ മനുഷ്യർ പാർപ്പിക്കുന്നുണ്ട്, ജീവിക്കുന്നുണ്ട് അവിടെ എവിടെയോ. അത് പറയാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് സ്റ്റാൻസ് നോക്കാം. ആൻഡ് ദി വൈൽഡ് ഹോൺബിൽ എന്ന് പറഞ്ഞൊരു പക്ഷിയില്ലേ, ഹൂസ് വോയിസ് ദി വുഡ്ലാൻഡ് ഫിൽസ് വാസ് റിംഗിങ് ടു ദി മെറി ഷൗട്ട്. അപ്പോൾ ആ ബെല്ല് കേട്ടപ്പോഴത്തേക്ക് എന്താണ്? വൈൽഡ് ഹോൺബിൽ എന്ത് ചെയ്തു? അതിൻ്റെതായ പാട്ട് പാടാൻ തുടങ്ങി. ദാറ്റ് ഫെയിൻഡ് ആൻഡ് ഫാർ ദി ഗ്ലെൻ സെൻഡ് ഔട്ട് വെയർ ആൻസറിംഗ് ടു ദി സഡൻ ഷോട്ട് തിൻ സ്മോക്ക് ത്രൂ ദി തിക്ക് ലീഫ് ബ്രാഞ്ചസ് ഫ്രം ദി ഡിംഗിൾ ബ്രോക്ക്. എന്തേ പറയുന്നത്? അപ്പോൾ ഈ മുഴക്കം കേട്ടില്ലേ? എന്തിൻ്റെ മുഴക്കം? വില്ലേജ് ബെല്ലിൻ്റെ. അപ്പോൾ വില്ലേജിൻ്റെ മണിയുടെ ബെല്ല് കേട്ടപ്പോഴത്തേക്കും എന്താണ്? എവിടുന്നോ ഒരു സ്മോക്ക്, തിൻ സ്മോക്ക് എന്നാണ് ഇങ്ങനെ പൊന്തി വരാൻ തുടങ്ങി. അതിനർത്ഥം എന്താണ്? എടോ വില്ലേജിൽ ആൾക്കാർ ജീവിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ രണ്ടാമത്തെ സൈനാണ് ഈ സ്മോക്ക് വരുന്നത്. കാരണം എപ്പോഴാണ് സ്മോക്ക് ഉണ്ടാവുക? ആരെങ്കിലും എന്തെങ്കിലും കുക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ. കേട്ടോ, ഇയാൾ പറയാണ് എവിടേക്കോ ആൾക്കാരെന്താണോ അവരുടെ ഡെയിലി റുട്ടീൻസ് എന്താണ് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു മുടക്കമൊക്കെ വന്നപ്പോഴത്തേക്കും എന്താണ്? മെല്ലെ സ്മോക്ക് വരാൻ തുടങ്ങി. അതിനർത്ഥം എന്താണ്? ആൾക്കാർ അവിടെ കുക്ക് ചെയ്യാനൊക്കെ തുടങ്ങി എന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായില്ല? അത്രേ പറയുന്നുള്ളൂ. ഓക്കെ, ഇനി ലാസ്റ്റ് സ്റ്റാൻസയിൽ. അപ്പോൾ ഇത്രയും നേരം ഇദ്ദേഹം എന്താ ചെയ്യുന്നത്? ഒന്നുമില്ല, നേച്ചറിൻ്റെ ബ്യൂട്ടി ഇദ്ദേഹം എന്താണ് മാക്സിമം ഭംഗിയായിട്ട് വിവരിക്കാൻ നോക്കുകയാണ്. നമുക്കത് വായിച്ചാൽ മനസ്സിലാവില്ലാന്നേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ മാക്സിമം അടിപൊളിയായിട്ട് ഇദ്ദേഹം എന്താണ് നേച്ചറിൻ്റെ ബ്യൂട്ടി ഇങ്ങനെ വിവരിക്കുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു. ഇനി ഇദ്ദേഹത്തിൻ്റെ പോയിന്റ് ഇദ്ദേഹം അവസാനത്തെ സ്റ്റാൻസയിലാണ് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇഫ് ദോ എന്ന് പറഞ്ഞാൽ യു, പഴയ ലാംഗ്വേജ് കേട്ടോ. ഇഫ് ദോ, അതായത് യു ആർ, ആർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്നാണ്. ഇഫ് യു ആർ വോൺ ആൻഡ് ഹാർഡ് ബിസെറ്റ്, അതായത് എക്സോസ്റ്റഡ് ആൻഡ് ഡിപ്രസ്ഡ്, നിങ്ങൾ എക്സോസ്റ്റഡ് ആൻഡ് ഡിപ്രസ്ഡ് ആണെങ്കിൽ,
വിത്ത് സോറോസ് ദാറ്റ് ദോ വുഡ് ഫൊർഗെറ്റ്. ഇപ്പൊ ദോ എന്ന് പറഞ്ഞാൽ യു ആണ്, വുഡ്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? വുഡ് എന്നാണ്. വിത്ത് സോറോ ദാറ്റ് യു വുഡ് ഫൊർഗെറ്റ്, അതായത് നിങ്ങൾ മറക്കാൻ ആഗ്രഹിക്കുന്ന സങ്കടങ്ങൾ വെച്ചിട്ട് നിങ്ങൾ ഡിപ്രസ്ഡും എക്സോസ്റ്റഡും ആണെങ്കിൽ എന്ത് ചെയ്യണം? ഇഫ് ദോ വുഡ് റീഡ് എ ലെസൺ, ദോ എന്ന് പറഞ്ഞാൽ വീണ്ടും യു ആയിട്ട് വായിക്കുക, വുഡ്സ്റ്റ് എന്ന് പറഞ്ഞാൽ വുഡ് ആയിട്ട് വായിക്കുക. ഇഫ് യു വുഡ് റീഡ് എ ലെസൺ ദാറ്റ് വിൽ കീപ്, ഡൈ എന്ന് പറഞ്ഞാൽ എന്താണ്? അതും സെയിം ആണ്, യുവർ എന്നാണ് അതിൻ്റെ അർത്ഥം. യുവർ, ഇത് യു ആണ്, ഇത് യുവർ. ഇഫ് യു വുഡ് റീഡ് എ ലെസൺ ദാറ്റ് വിൽ കീപ് യുവർ ഹാർട്ട് ഫ്രം ഫെയിൻറ്റിങ് ആൻഡ് ദൈ സോൾ ഫ്രം സ്ലീപ്പ്. എന്താണ് പറയുന്നത്? നിങ്ങളൊരു പാഠം വായിക്കാൻ റെഡി ആണെങ്കിൽ എന്തിനെ പറ്റിയിട്ട്? നിങ്ങളുടെ ഹാർട്ട് ഫെയിൻറ്റ് ചെയ്യാതിരിക്കാൻ, നിങ്ങളുടെ സോൾ, നിങ്ങളുടെ ആത്മാവിനെ ഉറക്കത്തിൽ നിന്ന് രക്ഷിക്കാൻ. അതായത് ബേസിക്കലി എന്താണ്? നിങ്ങൾ ഭയങ്കര അവസ്ഥയിലാണ്, നിങ്ങൾ ഭയങ്കര ഡിപ്രസ്ഡ് ആണ്, നിങ്ങൾ എക്സോസ്റ്റഡ് ആണ്, നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ മറക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു അടിപൊളി ലെസൺ വേണോ? ഓക്കെ, ഇതിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, ഇതൊന്നും നിങ്ങളെ ഡിപ്രസ്ഡ് ആക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ലെസൺ വേണോ? വേണമെങ്കിൽ എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്? നോക്കിക്കോ, ഗോ ടു ദി വുഡ്സ്. വുഡ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫോറസ്റ്റ്, ഗോ ടു, അല്ലെ നേച്ചർ, ഗോ ടു ദി വുഡ്സ് ആൻഡ് ഹിൽസ്. ഞാൻ ഈ പറഞ്ഞ ഈ ഹിൽസിലില്ലേ, ഈ നേച്ചറിൻ്റെ ഈ ഒരു ബ്യൂട്ടിയിലേക്ക് നിങ്ങൾ പോവോ. നോ ടിയേഴ്സ് ഡിം ദ സ്വീറ്റ് ലുക്ക് ദാറ്റ് നേച്ചർ വെയർസ്. ഇതിൻ്റെ അർത്ഥം എന്താണ്? ദ സ്വീറ്റ് ലുക്ക് ദാറ്റ് നേച്ചർ വെയർസ്, നേച്ചറിൻ്റെ ബ്യൂട്ടി അതിനെ ഡിം ചെയ്യാൻ മാത്രമുള്ള കണ്ണീര് ഇതുവരെ ഇല്ല എന്നാണ് പറയുന്നത്. നോ ടിയേഴ്സ് ഡിം ദ സ്വീറ്റ് ലുക്ക് ദാറ്റ് നേച്ചർ വെയർസ്. നേച്ചർ വെയർ ചെയ്യുന്ന ആ ബ്യൂട്ടിയെ ഡിം ചെയ്യാൻ മാത്രമുള്ള ടിയേഴ്സ്, കണ്ണീരുകൾ ഇന്നേവരെ ഉണ്ടായിട്ടില്ല. ബേസിക്കലി എന്താണ്? നിങ്ങൾ എത്ര സങ്കടം ഉണ്ടെങ്കിൽ പോലും, നിങ്ങൾ എത്ര സങ്കടപ്പെട്ടിരിക്കുകയാണ്, സോറോയിലാണെങ്കിലും എക്സോറിലാണ് ഡിപ്രസ്ഡ് ആണെങ്കിലും, നേച്ചറിൻ്റെ ഭംഗിയെ വെല്ലാനുള്ള ഒന്നുമില്ല. അപ്പം നിങ്ങൾ എത്ര സങ്കടപ്പെട്ട് നേച്ചറിലേക്ക് പോയാലും നിങ്ങൾക്ക് എന്താണ്? നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഹാപ്പിനെസ് കിട്ടും. അപ്പോൾ എത്ര സങ്കടപ്പെട്ട് നിങ്ങൾ ഇരിക്കുകയാണെങ്കിലും ഇദ്ദേഹം പറയുന്നത് എന്താണ്? നിങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി ഈ പറയുന്ന നേച്ചറിനെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് എന്നാണ് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ, എത്ര സങ്കടപ്പെട്ടിട്ടാണ് നിങ്ങളെങ്കിലും നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങളുടെ സങ്കടമൊക്കെ മാറിക്കൊള്ളും എന്നാണ് ഇദ്ദേഹം പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു ഡിഫിക്കൽട്ട് റീഡായിരുന്നു, കുറച്ച് വായിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നെങ്കിൽ പോലും ഇതിൻ്റെ അർത്ഥം മനസ്സിലായോ മക്കളെ? അർത്ഥം മാത്രം മനസ്സിലാക്കിയാൽ മതി. ഓരോ ലൈനും ഭയങ്കര ഇതൊന്നും ആക്കണ്ട സാർ, അതിൻ്റെ മീനിങ് ഇതിൻ്റെ മീനിങ് അതൊന്നും വേണ്ട. ബേസിക് അർത്ഥം മനസ്സിലാക്കുക ഓരോ ലൈനിൻ്റെയും. അത് മനസ്സിലായെങ്കിൽ യെസ് സാർ എന്ന് പറയാം, യെസ് സാർ എന്ന് പറയാം. ലൈക്കിൻ്റെ കൗണ്ട് ഇനിയും കൂടിക്കോട്ടെ, ലൈക്കിൻ്റെ കൗണ്ട് ഇനിയും കൂടിക്കോട്ടെ, ഇനിയും കൂടി പൊന്തിക്കോട്ടെ മക്കളെ, കൂടി പൊന്തിക്കോട്ടെ. ഓക്കെ, ചിലവർക്ക് മനസ്സിലായി, ചിലവർക്ക് സാർ നോ സാർ എനിക്ക് മനസ്സിലായില്ല. മക്കളെ മനസ്സിലാവാത്തവരുണ്ട്, ഒന്ന് ബാക്ക് അടിച്ച് കാണാൻ മനസ്സിലാക്കുക. ഓക്കെ, സിമ്പിളായിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ട്രൈ ചെയ്തത്. ഇതിനേക്കാളും സിമ്പിളാക്കിയുള്ള പ്രശ്നം എന്താണ്? പിന്നെ അതുകൊണ്ട് ആ അർത്ഥം പറച്ചിലുകൊണ്ട് നിങ്ങൾക്ക് കാര്യം ഉണ്ടാവില്ല. കാരണം ലൈൻസിൻ്റെ മീനിങ് ഏതാണ്ട് അതേപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം. കാരണം പരീക്ഷയിൽ അങ്ങനെ ചോദ്യം വരിക, ഇന്ന ലൈനിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദ്യം വരും. അപ്പോൾ നിങ്ങൾ ലൈനിൻ്റെ അർത്ഥം തന്നെ കൊടുക്കണം. നിങ്ങൾ എന്താ മനസ്സിലാക്കിയതിൻ്റെ അർത്ഥം കൊടുത്താൽ പോരാ. ഓക്കെ, റെഡി, ലെറ്റ്സ് മൂവ് ഫോർവേഡ്. അപ്പോൾ എൻ്റെ ചാപ്റ്റേഴ്സ്, അത് ഞാൻ എടുക്കാൻ ഉദ്ദേശിച്ച ചാപ്റ്റേഴ്സും പോയംസും ഞാൻ തീർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അല്ലെങ്കിൽ സാർ ബാക്കി ആരെടുക്കും? അലൻ സാർ SLC ലൈവ് കഴിഞ്ഞിട്ട് പുള്ളി എടുത്തരും. ഓക്കെ, പേടിക്കണ്ട. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത്രയും ചാപ്റ്റേഴ്സ് നമ്മൾ തീർത്തു, പോയം ചാപ്റ്റർ എടുത്ത് തീർത്തു. അതായത് 7 ചാപ്റ്റേഴ്സാണ് തീർത്തത്. ഇനി 6 ചാപ്റ്റേഴ്സാണ് ബാക്കിയുള്ളത്. നമുക്ക് ആ പഠിക്കാനുണ്ട്, അത് പഠിച്ചിട്ട് വേണമെന്ന് കിടന്നുറങ്ങാൻ. കാരണം മക്കളെ ഇന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇന്ന് രാത്രി നാളെ രാവിലെ മൊത്തം സമയം നമ്മൾ ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു? നമ്മൾ ക്രിസ്മസ് പരീക്ഷയിൽ മാർക്ക് ഉണ്ടാക്കുന്നത് മാത്രമല്ല, പബ്ലിക് എക്സാമിൻ്റെ ഒരു 80% ഇംഗ്ലീഷിലെ പോർഷൻസ് ഫുള്ള് തീർക്കുകയാണ്. ഡിസ്കോഴ്സിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഫുൾ സിലബസ് തീർക്കുകയാണ്. ഗ്രാമറിൻ്റെ കാര്യം ഫുള്ള് തീർക്കുകയാണ്. സോ പബ്ലിക് എക്സാമിൽ നിങ്ങൾ ഇംഗ്ലീഷിൽ മുഴുവൻ മാർക്കും കൂടി ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇന്നും നാളെ 2 ദിവസം, ജസ്റ്റ് 2 ദിവസം പോലില്ലേ, ഇന്ന് രാത്രി നാളെ രാവിലെ മാത്രം ഒരു പകുതി ദിവസം നിങ്ങൾ ഒന്ന് ഡെഡിക്കേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എന്താണ് പുഷ്പം പോലെ ക്രിസ്മസ് എക്സാമിന് മാത്രമല്ല പബ്ലിക് എക്സാമിന് ഇപ്പം തന്നെ ഇംഗ്ലീഷ് ഫുൾ മാർക്ക് ഉറപ്പിക്കാം, ഇപ്പം തന്നെ. ഓക്കെ, റെഡി? ഓക്കെ, അപ്പം നമുക്ക് ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട് മക്കൾ. ആ ചാപ്റ്ററിനെ പോയിട്ട് ഡിവൈസ് അത് നമുക്ക് ഇപ്പം ചെയ്യേണ്ട, അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൂഡ് മൊത്തം പോകും. അപ്പോൾ ലെറ്റ്സ് ഡു സം ഡിസ്കോഴ്സ്. നമുക്ക് കുറച്ച് ഡിസ്കോഴ്സസ് ഒക്കെ പഠിക്കാം. അതിനുശേഷം എന്ത് ചെയ്യാം? അതിൻ്റെ പോയിറ്റിക് ഡിവൈസും ഫിഗേഴ്സ് സ്പീച്ചിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ അവസാനം വരെ ഉണ്ടാവണം, എന്നാലേ കാര്യമുള്ളൂ. അതുകൊണ്ട് നിങ്ങളെ നിർത്തിക്കാനും കൂടി വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ പോയിന്റ് ഡിവൈസ് നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും. പക്ഷേ ആഫ്റ്റർ സം ഡിസ്കോഴ്സ് എളുപ്പമാണോ? ജസ്റ്റ് എന്താണ് കുറച്ച് ഫോർമാറ്റ് മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ക്ലാസ് 12 അല്ല ക്ലാസ് 11 ഡിസ്കോഴ്സിലേക്ക് കിടക്കാം.
ഡിസ്കോഴ്സിലേക്ക് കിടക്കാം. ഇത്രയും ഡിസ്കോഴ്സ് ആണ് ഞാൻ മാത്രം നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. പ്രൊഫൈൽ, ന്യൂസ് റിപ്പോർട്ട്, ട്രാവൽ എസ്സേ, സ്പീച്ച്, നാരേറ്റീവ്, റൈറ്റപ്പ്, പാരഗ്രാഫ്, ലൈവ് റിവ്യൂ റിപ്പോർട്ട്, ഡിബേറ്റ്, ഇന്റർവ്യൂ ക്വസ്റ്റൻ, റിവ്യൂ, ഡിസ്ക്രിപ്ഷൻ, ബ്ലർബ്. പെട്ടെന്ന് പഠിക്കാം, സമയം വേസ്റ്റ് ചെയ്യാനില്ല. ബ്ലർബ് താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ബ്ലർബ് എല്ലാം ഉണ്ട്. ഇത്രയാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. ബാക്കി അലൻ സാറിന്റെ ഭാഗം കൂടി വരുന്നുണ്ട്. അപ്പോൾ എല്ലാം നമ്മൾ പഠിക്കും. സാർ ബാക്കി വേറെ എന്തൊക്കെയോ ഇല്ലേ, ഇമെയിൽ, റൈറ്റിംഗ്, ലെറ്റർ, അത് അലൻ സാർ പഠിപ്പിക്കണോ, ഫുൾ പഠിപ്പിച്ചേ കിടക്കുള്ളൂ. പക്ഷേ ഈ ഡിസ്കോഴ്സ് പഠിപ്പിക്കുമ്പോൾ നമ്മളെങ്ങനെ പഠിക്കാൻ പോകുന്നത്, ഓരോന്നിൻ്റെ ആൻസർ നമ്മളിങ്ങനെ ഫുള്ള് നോക്കില്ല. നമ്മളെന്താ ചെയ്യാൻ പോകുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഓരോരോ ഡിസ്കോഴ്സിൻ്റെ ഫോർമാറ്റ് പറഞ്ഞുതരും. എല്ലാത്തിൻ്റെ എക്സാമ്പിൾസ് ഇഷ്ടം പോലെ ഉണ്ടാവും. പ്രൊഫൈലിൻ്റെ ഇഷ്ടം പോലെ എക്സാമ്പിൾസ് ഞാൻ നോട്ട്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം, ഇന്ന് രാത്രി ക്ലാസ് കഴിയുമ്പോൾ നോട്ട്സ് കിട്ടും നിങ്ങൾക്ക്. അത് നാളെ രാവിലെ എന്ത് ചെയ്യണം, ഓടിച്ച് നോക്കുക. ഓരോന്നും ബൈഹാർട്ട് പഠിക്കാൻ നോക്കണ്ട, ജസ്റ്റ് എന്ത് ചെയ്യുക, ഓടിച്ച് ഓരോ എക്സാമ്പിളിലൂടെ എടുക്കുക. അപ്പോൾ ഓരോ ഡിസ്കോഴ്സും ഓരോ ഡിസ്കോഴ്സിനും ഞാൻ എന്താണ് മൾട്ടിപ്പിൾ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ടോ. ട്രാവൽ എസ്സേൻ്റെ 2-3 എക്സാമ്പിൾ, സ്പീച്ചിന് 2-3 എക്സാമ്പിൾ, അതിന് ആൻസർ അടക്കം കൊടുത്തിട്ടുണ്ട്, ചോദ്യങ്ങൾ മാത്രമല്ല. ഓക്കെ, അത് പഠിച്ച് പോയിക്കോ. കാരണം അതിൽ ഏതെങ്കിലുമൊക്കെ ആയിരിക്കും ചിലപ്പോൾ എന്താണ് പരീക്ഷയിൽ അതുപോലെ ചോദിക്കുക. അപ്പോൾ നിങ്ങൾ ഏതാണ്ട് ഒരു ഐഡിയ ആക്കി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് അതിനെടുത്ത് കാച്ചിക്കൂടെ. ഓക്കെ, അപ്പോൾ ക്ലാസ് കഴിയുമ്പോൾ നോട്ട്സ് തരും. നമ്മൾ ഇപ്പോൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നതാണ്, നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ ഫോർമാറ്റുകൾ പഠിക്കണം. ഫോർമാറ്റ് ഉള്ളിടത്ത് ഫോർമാറ്റും, ഫോർമാറ്റ് ഇല്ലാത്തടത്ത് എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടെന്ന കാര്യങ്ങൾ പഠിക്കണം. കാരണം അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, ക്ലിയർ ആണല്ലോ മക്കളെ. അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് പ്രൊഫൈൽ. ഏറ്റവും സിമ്പിൾ പരിപാടിയാണ് പ്രൊഫൈൽ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, എങ്കിലും ഞാൻ പറഞ്ഞുതരാം. പ്രിപ്പയർ എ ഷോർട്ട് പ്രൊഫൈൽ ഓഫ് വൈക്കം മുഹമ്മദ് ബഷീർ യൂസിംഗ് ദ ഡീറ്റെയിൽസ് ഗിവൻ ബിലോ എന്ന് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഡീറ്റെയിൽസിന് എന്ത് ചെയ്യണം, സെന്റൻസുകളാക്കുക. അത്ര മാത്രം നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ. ഫോർ എക്സാമ്പിൾ, ബോൺ January 1919 NCERT Kerala. നിങ്ങൾ എങ്ങനെയാണ് സെന്റൻസ് ആക്കുക, വൈക്കം മുഹമ്മദ് ബഷീർ വാസ് ബോൺ ഓൺ January 1919 NCERT Kerala. ഒരു അഡീഷണൽ ഡീറ്റെയിൽ ഞാൻ ആഡ് ചെയ്തിട്ടില്ല, തന്നിരിക്കുന്ന കാര്യങ്ങൾ കൊണ്ട് എഴുതി വെച്ചെന്നുള്ളൂ, വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. നെക്സ്റ്റ്, ഫേമസ് ആസ്, ഇത് ഇങ്ങനെ എഴുതുക, ഹി വാസ് ഫേമസ് ആസ് എ ഷോർട്ട് സ്റ്റോറി റൈറ്റർ, നോവലിസ്റ്റ്, ഫ്രീഡം ഫൈറ്റർ. സാധാരണ എഴുതി വെക്കുക, ഹി വാസ് ഫേമസ് ആസ് എ ഷോർട്ട് സ്റ്റോറി റൈറ്റർ, നോവലിസ്റ്റ് ആൻഡ് ഫ്രീഡം ഫൈറ്റർ. ഡയറക്റ്റ് എഴുതി വെക്കുക, വേറെ ഒന്നും ആലോചിക്കാനില്ല. നോട്ടബിൾ വേർഡ്സ് എങ്ങനെ എഴുതുക, ഹിസ് നോട്ടബിൾ വേർഡ്സ് വേർ, അല്ലെങ്കിൽ ഹിസ് നോട്ടബിൾ വർക്ക്സ് ഇൻക്ലൂഡ് ബാല്യകാല സഖി, ശബ്ദങ്ങൾ, ആ പാത്തുമ്മയുടെ ആട്, അത് അതേപോലെ എഴുതി വെക്കുക. കണ്ടോ, ഹിസ് നോട്ടബിൾ വർക്ക്സ് ഇൻക്ലൂഡ് ബാല്യകാല സഖി, ബ്ലാ 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 ബ്ലാ. നേരെ കോപ്പി പേസ്റ്റ് ചെയ്യാം, ഒന്നും നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഹിസ് അവാർഡ്സ് വേർ പത്മശ്രീ എന്ന് പറയുമോ, അവിടെ മാത്രം ശ്രദ്ധിക്കണം. ഹി വാസ് അവാർഡഡ് എന്ന് പറയാം കേട്ടോ. ഹി വാസ് അവാർഡഡ് പത്മശ്രീ വിത്ത് ദ പത്മശ്രീന്നോ അല്ലെ ദ പത്മശ്രീന്നോ ഇൻ 1982 എന്ന് എഴുതണം കേട്ടോ. അപ്പോൾ ഈ അവാർഡ്സ് വേർന്ന് പറയില്ല നമ്മൾ, ഹി വാസ് അവാർഡഡ് ദി പത്മശ്രീ ഇൻ 1982 എന്ന് പറയാം കേട്ടോ. ഹി വാസ് അവാർഡഡ് ദി പത്മശ്രീ ഇൻ വാട്ട് എവർ. ഓക്കെ, അപ്പോൾ അത് എപ്പോഴും ശ്രദ്ധിക്കണം. നെക്സ്റ്റ്, ഹി ഡൈഡ് എന്ന് പറയുമോ, ഹി ഡൈഡ് എന്ന് പറയില്ല, ഹി പാസ്ഡ് അവേ എന്നാണ് പറയുക കേട്ടോ. ഹി പാസ്ഡ് അവേ ഇൻ 1994. അപ്പോൾ ഇയർ മാത്രമോ അല്ലെ മന്ത് മാത്രമോ തന്നെങ്കിൽ ഇന്ന് ഉപയോഗിക്കും. കൃത്യം ഡേറ്റ് തന്നു, ഫോർ എക്സാമ്പിൾ January 19 തന്നെങ്കിൽ നിങ്ങൾ ഓൺ ഉപയോഗിക്കണം കേട്ടോ. ഹി വാസ് ബോൺ ഇൻ അല്ല, ഹി വാസ് ബോൺ ഓൺ January 1908 ആണ് കേട്ടോ. ഇൻ കേരള, സ്ഥലം കൊടുക്കുമ്പോൾ ഇന്ന് കൊടുക്കണം, കൃത്യം ഡേറ്റ് കൊടുക്കുമ്പോൾ ഓൺ കൊടുക്കണം. ജസ്റ്റ് വർഷം മാത്രം തന്നുള്ളൂ, അല്ലെങ്കിൽ ജസ്റ്റ് മാസം മാത്രം, ഇൻ ജാനുവരി മാത്രം അല്ലെങ്കിൽ 1994 മാത്രം തന്നെങ്കിൽ ഇന്നാണ് ഉപയോഗിക്കേണ്ടത്. കൃത്യം ഡേറ്റ് തന്നാൽ ഓൺ ആണ് ഉപയോഗിക്കേണ്ടത്. അത്രയും കാരണം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പ്രൊഫൈൽ സെറ്റാണ് കേട്ടോ. ഇത്രയും കാര്യമുള്ളൂ. ഈ പാസ്റ്റ് അവേ 1994. ഏത് പ്രൊഫൈൽ എന്നാലും ഇത് എഴുതിക്കൊണ്ടല്ലോ. ഇനി ഒരൊറ്റ കാര്യം കൂടെ ശ്രദ്ധിക്കണം, ടൈറ്റിൽ കൊടുക്കണം. ആരാണ് ടൈറ്റിൽ ആയിട്ട് കൊടുക്കേണ്ടത്, നെയിം. ആരെ പറ്റിയിട്ടാണോ നിങ്ങൾ എഴുതുന്നത് അദ്ദേഹത്തിൻ്റെ നെയിം നിങ്ങൾ എന്ത് ചെയ്യണം, ടൈറ്റിലായിട്ട് കൊടുക്കുക. ബാക്കി നിങ്ങൾ എഴുതി തുടങ്ങുക, പരിപാടി തീർക്കുക. പ്രൊഫൈലിൻ്റെ ക്വസ്റ്റ്യൻസും ആൻസറും ഇതിൽ ഏതെങ്കിലുമൊക്കെ ആയിരിക്കും പരീക്ഷയിൽ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സും കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതെന്ത് ചെയ്യുക, ക്ലാസ് കഴിയുമ്പോൾ നോട്ട്സ് കിട്ടുമ്പോൾ ഇന്ന് രാത്രിയോ അല്ലെങ്കിൽ നാളെ രാവിലെയോ എന്ത് ചെയ്യുക, ഇരുന്ന് വായിക്കുക, പഠിക്കുക, പരീക്ഷ പോയി തകർക്കുക. സംഭവം മനസ്സിലായോ മക്കളെ? പ്രൊഫൈൽ റൈറ്റിംഗ് സെറ്റാണോ? പ്രൊഫൈൽ റൈറ്റിംഗ് എല്ലാവർക്കും സെറ്റാണോ? സെറ്റാണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോവാം. അടുത്ത പഠിക്കാനുള്ള ന്യൂസ് റിപ്പോർട്ടാണ്. ന്യൂസ് റിപ്പോർട്ടിൻ്റെ ഫോർമാറ്റ് എന്താണ് സാർ? ശ്രദ്ധിച്ചോളൂ മക്കളെ. ന്യൂസ് റിപ്പോർട്ടിൻ്റെ ഫോർമാറ്റ് ഫസ്റ്റ് ടൈറ്റിൽ വേണം. ടൈറ്റിൽ ഇല്ലാത്ത ന്യൂസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ അങ്ങനെ പരീക്ഷ പേപ്പർ എഴുതാൻ പാടില്ല. അപ്പം എന്ത് വേണം മക്കളെ? ഫസ്റ്റ് ടൈറ്റിൽ വേണം. ക്യാച്ചി ആയിട്ടുള്ള ടൈറ്റിലാണെങ്കിൽ നല്ലത്. ഇനി അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ക്യാച്ചി ആക്കാൻ വേണ്ടിയിട്ട് 10 മിനിറ്റ് അതിന് വേണ്ടി വേസ്റ്റ് ചെയ്താൽ നിങ്ങളുടെ സമയം വേസ്റ്റ് ചെയ്യാണ്. ഇംഗ്ലീഷ് പരീക്ഷയിൽ പലർക്കും ഉള്ള ബുദ്ധിമുട്ട് എന്താണ് മക്കളെ? സംഭവം അറിയാത്തതല്ല, സമയം കിട്ടിയില്ല അല്ലേ? നിങ്ങൾ ഇംഗ്ലീഷ് പരീക്ഷ എഴുതിയാണതിന് മുമ്പ് നിങ്ങൾക്ക് പലർക്കും ഉണ്ടായുള്ള പ്രശ്നം എന്താണ്? സമയം കിട്ടില്ല സാർ. സമയമില്ലാത്ത എന്താണ്? നിങ്ങൾ ടൈറ്റിൽ ഇത് ഇത്ര പോരല്ലോ, കുറച്ചുകൂടി നല്ല ടൈറ്റിൽ വേണമല്ലോ, ഇങ്ങനെ ആക്കിയാലോ, അത് ചെയ്യുന്നതുകൊണ്ടാണ്. ഡോണ്ട് ഡൂ ദാറ്റ്. ടൈറ്റിൽ എന്ത് എഴുതി വെക്കുക, അല്ലെങ്കിൽ സ്ഥലം വിടുക, അതിൻ്റെ അവസാനം എഴുതുക, അല്ലാണ്ട് അതിന് സമയം വേസ്റ്റ് ചെയ്യരുത്. നല്ലൊരു ക്യാച്ചി ടൈറ്റിൽ കൊടുക്കണം. നെക്സ്റ്റ് എന്താണ് വേണ്ടത്? പ്ലേസ് വേണം. പ്ലേസ് ട്രിവാൻഡ്രം എന്ന് പറഞ്ഞിട്ട് 2 കുത്തു വേണം കേട്ടോ. സാർ ഡേറ്റ് വേണം. നിങ്ങളുടെ സ്കൂളിലെ ടീച്ചർ നിങ്ങൾക്ക് തന്ന ഫോർമാറ്റിൽ ഡേറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഡേറ്റ് എഴുതുക, അല്ലെങ്കിൽ നിങ്ങൾ എന്താ ഡേറ്റ് എഴുതേണ്ട ആവശ്യമില്ല. കമ്മ്യൂണിറ്റി ഫുള്ളായോ? ഡോണ്ട് വറി, നമുക്ക് ശരിയാക്കാം കേട്ടോ. പുതിയ ലിങ്ക് ലൈവ് കഴിയുമ്പോഴത്തേക്കും പുതിയ ലിങ്ക് വരുന്നതായിരിക്കും. ഓക്കെ, നമ്മുടെ ടീമിനൊന്ന് മെസ്സേജ് അയക്കാം. +1ൻ്റെ കമ്മ്യൂണിറ്റി ഫുള്ളായി. ഡോണ്ട് വറി, നിങ്ങളിപ്പോൾ ട്രൈ ചെയ്യേണ്ട. ക്ലാസ് കഴിയുമ്പോഴത്തേക്കും പുതിയ ലിങ്ക് വന്നോളൂ കേട്ടോ. ഓക്കെ, പേടിക്കണ്ട.
ഓക്കെ, നമുക്ക് എന്താണ് മകളാ കുത്തുകുത്ത് വേണം. ഡേറ്റ് നിങ്ങൾ ടീച്ചർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ പ്ലേസ് മാത്രമേ. ട്രിവാൻഡ്രം കുത്തുകുത്ത് വേണം കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ്, സ്റ്റേറ്റ് ദ ഫാക്ട് ഫസ്റ്റ്. എന്താണോ ആ സംഭവം നടന്നത്, ഒരു ന്യൂസ് എഴുതുക എന്തിനെ പറ്റിയിട്ടാണല്ലോ, അതിനെ പറ്റിയിട്ടുള്ള ഫാക്ട് ആദ്യം എഴുതുക. എന്താണ് സംഭവിച്ചതെന്ന് ആദ്യം എഴുതുക. അതേ ന്യൂസ് റിപ്പോർട്ടിൽ നിങ്ങൾ ആദ്യം തന്നെ എന്ത് എഴുതുന്നില്ല, നിങ്ങൾ ബിൽഡപ്പ് കൊടുക്കരുത്. നിങ്ങൾ ഐ ആം ദി ന്യൂസ് റിപ്പോർട്ടർ, ഐ ആം അറ്റ് ദിസ് എന്താണ് ലൊക്കേഷൻ ഓഫ് ദിസ് മേർഡർ എന്ന് പറഞ്ഞിട്ട് എഴുതരുത്. എന്താണ് സംഭവിച്ചത്, ഒരു മേർഡറാണ് റിപ്പോർട്ട് ചെയ്യുന്നത്, മേർഡർ റിപ്പോർട്ട് ചെയ്യാൻ വരില്ല. അല്ല, ഒരു പ്രത്യേക ഇവൻ്റ് ആണ്, എന്താണ് ലെഹോർലയുടെ പൊന്തലാണ്, എന്താണ് അത് ഹോട്ട് എയർ ബലൂൺ പുറപ്പിക്കുന്നതാണ് റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണം, പീപ്പിൾ ഗ്യാതേർഡ് അറ്റ് ഇൻ എ പ്ലേസ് ടു വിറ്റ്നസ് ദി എന്ന് പറഞ്ഞിട്ട് ആ ഫാക്ട് കൊണ്ട് കൊടുക്കുക. എന്താണ് സംഭവിക്കുന്ന കാര്യം ആദ്യം കൊണ്ട് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുക. അതിനുശേഷം മാത്രം നിങ്ങൾ അതിനെ ഇലാബറേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഫസ്റ്റ് സെൻറ്റൻസ് എന്തായിരിക്കണം, ഫസ്റ്റ് സെൻറ്റൻസ് എന്താ സംഭവിച്ചെന്നുള്ള കാര്യത്തിനെ സൂചിപ്പിക്കണം കൃത്യമായിട്ട്. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ആര്, എന്ത്, എവിടെ വെച്ച്, എങ്ങനെ, എപ്പോൾ, എന്തുകൊണ്ട്, എല്ലാ കാര്യങ്ങളും. ഓക്കെ, എങ്ങനെ, എല്ലാ കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യുക, ഡിസ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു 4 കാര്യങ്ങൾ, മിനിമം 4 ഉണ്ടാവണം. ഓക്കെ, ആരാണ്, എന്താണ്, എപ്പോഴാണ്, എവിടെ വെച്ചാണ്, എന്തുകൊണ്ടാണ്, എങ്ങനെയാണ്, എല്ലാ കാര്യങ്ങളും ഒരു 4 കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യണം. അല്ലെങ്കിൽ ആ ന്യൂസ് റിപ്പോർട്ട് ആവില്ല. അതിന് ഫൈനലി ഒരു കൺക്ലൂഷൻ വേണം. എങ്ങനെ കൺക്ലൂഡ് ചെയ്യാം, മെനി പീപ്പിൾ ഗ്യാതേർഡ് ടു വിറ്റ്നസ് ദി എന്ന് പറഞ്ഞ് എഴുതി കൺക്ലൂഡ് ചെയ്യാം. അല്ലെങ്കിൽ ദി പോലീസ് സ്റ്റിൽ പ്രൊസീഡിംഗ് ടു ഇൻവെസ്റ്റിഗേറ്റ് എന്ന് പറയാം. അല്ല, ഏറ്റവും എളുപ്പം മെനി പീപ്പിൾ ഗ്യാതേർഡ് ടു വിറ്റ്നസ് ദിസ് ഗ്രേറ്റ് ഇവൻ്റ് എന്നോ അല്ലെങ്കിൽ ഇവൻ്റ് എന്ന് പറഞ്ഞിട്ട് പരിപാടി തീർക്കുക. ഇത്രയുള്ളൂ സംഭവം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ഇത് ചെയ്താൽ തന്നെ എന്താണ്, നിങ്ങൾക്ക് ഒരു 4 മാർക്ക് ന്യൂസ് റിപ്പോർട്ട് വന്നാൽ 3 മാർക്ക് കിട്ടും ഇത് ചെയ്താൽ തന്നെ. പിന്നെ ബാക്കി ഒരു 1 മാർക്ക് എന്താണ് നിങ്ങൾ എഴുതുന്ന കണ്ടന്റിന് കിട്ടും. ഓക്കെ, ഈ കാര്യങ്ങൾ ചെയ്യുക വൃത്തിക്ക്. ബാക്കി 1 മാർക്ക് എന്താണ് നിങ്ങൾ എഴുതുന്ന കണ്ടന്റിനായിരിക്കും ഉണ്ടാവുക. ഓക്കെ, മാർക്കിംഗ് സ്കീമിൽ ഇങ്ങനെയല്ല എനിക്കറിയാം, പക്ഷേ ഇതാണ് അവസാനം സംഭവിക്കാൻ പോകുന്നത്. എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്, ഓരോ ചോദ്യങ്ങളും അതിൻ്റെ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒരെണ്ണം വായിക്കാം. കണ്ടോ, ക്യാപ്റ്റൻ ജോവിസ് ടേക്സ് ദ സ്കൈസ്, ദ ത്രില്ലിംഗ് ട്രിപ്പ് ഓഫ് ലെഹോർല. സോറി, ഇതുപോലത്തെ ഒന്നും എനിക്ക് എഴുതാൻ അറിയില്ല, കുഴപ്പമില്ല. ദ ത്രില്ലിംഗ് ട്രിപ്പ് ഓഫ് ലെഹോർല എന്ന് എഴുതി വെച്ചാൽ മതി. അത്ര എഴുതാൻ പറ്റില്ലേ? പറ്റും. സ്ഥലം എഴുതുക, കുത്തുകുത്തിടുക. ഫസ്റ്റ് സെന്റൻസ് തന്നെ കാര്യം ഉണ്ടായിരിക്കണം. ഓൺ ദ ഈവനിങ് ഓഫ് 15 September 2021, ക്യാപ്റ്റൻ ജോവിസ് took to the skies in his hot air balloon on a journey like no other. ഇങ്ങനെയൊന്നും എഴുതിയാലും കുഴപ്പമില്ല. ക്യാപ്റ്റൻ ജോവിസ് എന്താണ് ഹോട്ട് എയർ ബലൂൺ പറപ്പിച്ചു എന്ന് എഴുതി വെച്ചാൽ മതി. അത്ര എഴുതിച്ചാൽ മതി. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോരോ കാര്യങ്ങൾ എന്ത് ചെയ്ത് കൊടുക്കുക, അവിടുത്തെ കാര്യങ്ങളൊക്കെ. ഓക്കെ, അതിന് അവസാനം കൺക്ലൂഡ് ചെയ്യുക. മെനി പീപ്പിൾ ഗ്യാതർ ടു വിറ്റ്നസ് ദിസ് എക്സ്ട്രോർഡിനറി പെക്യുലർ ഇൻസിഡന്റ്. തീർക്കുക. ഇതിനുള്ളിൽ എന്തൊക്കെ ഉണ്ടാവണം, ഹൂ, വാട്ട്, വെൻ, വേർ, വൈ ഒക്കെ ഒരു 4 എണ്ണം ഉണ്ടായിരിക്കണം. അത്രയും ഉണ്ടെങ്കിൽ ന്യൂസ് റിപ്പോർട്ടിൽ നിന്ന് ഫുൾ മാർക്കിംഗ് കിട്ടുക. ഇതിൻ്റെ കൂടാതെ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്, 2 എണ്ണം കൊടുത്തുള്ളൂ. ഓക്കെ, ഇത്രയും മതി. അത് വായിച്ചു നോക്കുക. സെറ്റാണല്ലോ മക്കളെ, ന്യൂസ് റിപ്പോർട്ട് സെറ്റാണല്ലോ. മുന്നോട്ട് പോകാം മക്കളെ. ട്രാവൽ എസ്സേ പഠിക്കാം. ട്രാവൽ എസ്സേ, നിങ്ങളൊരു സ്ഥലത്ത് പോയി ട്രാവൽ എസ്സേ എഴുതാൻ പറയും. 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. 1, പ്രാക്ടിക്കൽ ഇഷ്യൂസ് റിലേറ്റഡ് ടു ട്രാവൽ. നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ഇഷ്യൂസ് ഉണ്ടാവും ട്രാവൽ ചെയ്യാൻ പറ്റിയിട്ട്. നെക്സ്റ്റ്, ഡിസ്ക്രിപ്ഷൻ ഓഫ് ഫിസിക്കൽ ഫീച്ചേഴ്സ്. നിങ്ങൾ ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞാൽ എന്താണ് അവിടെ കാണുന്ന കുറേ കാര്യങ്ങൾ ഉണ്ടാവില്ലേ. അവിടെ എന്താണ് ഒരു ബിൽഡിംഗ് കണ്ടു, അവിടെ എന്താണ് ഫുട്പാത്തിൽ എന്താണ് ഭയങ്കര പുകയും കാര്യങ്ങളൊക്കെ ആയിരുന്നു, ഭയങ്കര പൊല്യൂഷനൊക്കെ ആയിരുന്നു. അവിടെ എന്താണ് അങ്ങനെ കുറേ ഫിസിക്കൽ ഫീച്ചേഴ്സ് എഴുതി വെക്കുക. നെക്സ്റ്റ്, എക്സ്പീരിയൻസ് ഓഫ് ദ പ്ലേസ്. നിങ്ങൾ അവിടെ പോയിട്ട് എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. മാത്രമല്ല അവിടുത്തെ ആൾക്കാരോട് നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടാവും, ഇടപഴകിയിട്ടുണ്ടാവും, അവിടുത്തെ ഫുഡിനെ പറ്റിയിട്ട്. അങ്ങനത്തെ എക്സ്പീരിയൻസ് എഴുതണ്ടേ. ലാസ്റ്റ്, പേഴ്സണൽ ഇംപ്രഷൻ. നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്തു അത് അവസാനം മാത്രം മതി, ഒരു സെൻറ്റൻസിൽ ഒതുക്കണം. നിങ്ങളെ പേഴ്സണൽ ഇംപ്രഷൻസ് പറഞ്ഞുകൊണ്ടിരുന്ന അതൊരൊറ്റ സെൻറ്റൻസിൽ നിങ്ങൾക്ക് ആ സ്ഥലത്തിനെ പറ്റി എന്താണ് തോന്നിയത്, നിങ്ങൾ അവിടെ ഇനി വിസിറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ടോ, വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അടുത്ത പ്രാവശ്യം എന്താണ് ഡിഫറൻ്റ് ആയിട്ട് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ അവസാനം കൊടുക്കുക. ഈ 4 കാര്യങ്ങളുണ്ടെങ്കിൽ, ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഗൈഡ് ലൈൻസ് ആട്ടോ, ഇത് ബേസ്ഡ് ആയിട്ടാണ് നിങ്ങളെ ടീച്ചർ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് മാർക്ക് തരിക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാർക്ക് കിട്ടും, ഇതൊന്നും ഇല്ലെങ്കിൽ മാർക്ക് കിട്ടില്ല. അല്ലാണ്ട് നിങ്ങളുടെ ട്രാവൽ എസ്സേയൊക്കെ തോന്നിയ പോലെ എഴുതി വെച്ചാൽ മാർക്ക് കിട്ടത്തില്ല. ക്ലിയർ ആണല്ലോ മക്കളെ? റെഡി. അപ്പോൾ ട്രാവൽ എസ്സിന് 4 പോയിന്റ്സ് മനസ്സിലായി. ആ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരിക. യു ആൻഡ് യുവർ ഫ്രണ്ട് വിസിറ്റ് ദ കണ്ടവു ഐലൻഡ് ഓൺ വൺ ഓഫ് യു വെക്കേഷൻസ്. റൈറ്റ് ട്രാവൽ എസ്സേ ഓൺ ദ ടൂർ. ഹിന്റുകൾ കൊടുത്തിട്ടുണ്ട്. 2021 പബ്ലിക് എക്സാമിൽ വന്നാണ്. ഒരു സാമ്പിൾ ആൻസറും കൊടുത്തിട്ടുണ്ട് കേട്ടോ. പ്രാക്ടിക്കൽ ഇഷ്യൂസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് എന്താണ് കൊടുത്തിരിക്കുന്നത്, മഞ്ഞ കളറിൽ നമ്മൾ എന്താ എഴുതി വെച്ചിട്ട് മക്കൾ, ഡിസ്ക്രിപ്ഷൻ ഓഫ് ഫിസിക്കൽ ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താണ്, എക്സ്പീരിയൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഫൈനലി എന്താണ്, പേഴ്സണൽ ഇംപ്രഷൻസ് ആണ്. കണ്ടോ, പേഴ്സണൽ ഇംപ്രഷൻസ് ഇവിടെ 2-3 സെന്റൻസിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ഒരു സെന്റൻസിൽ ഒതുക്കായിരിക്കുന്നല്ലേ. ഇനി 2 സെന്റൻസ് ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ പേഴ്സണൽ ഇംപ്രഷനെക്കാളും കുറവാവരുത് എക്സ്പീരിയൻസും ഫിസിക്കൽ ഫീച്ചേഴ്സും. അത്രയും ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ എഴുതി വെക്കുക. സാമ്പിൾ ആൻസർ, സാമ്പിൾ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, സാമ്പിൾ ആൻസർ കൊടുത്തിട്ടുണ്ട്. അത് കൃത്യമായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെന്തായിരിക്കും, പ്രാക്ടിക്കൽ ഇഷ്യൂസ് റിലേറ്റഡ് ടു ട്രാവൽ ആയിരിക്കും. ഇതെന്താണ്, ഫിസിക്കൽ ഫീച്ചേഴ്സ് ആണ്. ഇതെന്താണ്, എക്സ്പീരിയൻസ് ആണ്. ഇതെന്താണ്, പേഴ്സണൽ ഇംപ്രഷൻസ് ആണ്. അപ്പോൾ അത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വായിച്ച് നോക്കിയാൽ, ക്ലാസ് കഴിയുമ്പോൾ നാളെ രാവിലെ വായിച്ച് നോക്കിയാൽ
യു വിൽ ഗെറ്റ് എൻ ഐഡിയ. ഭാഗ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഇതേ ചോദ്യം അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ചോദ്യം പരീക്ഷയിൽ വന്നു കഴിഞ്ഞാൽ എടുത്ത് അങ്ങോട്ട് കാച്ചുക പഠിച്ചു വെച്ച സാധനങ്ങളൊക്കെ. ഇനി വന്നില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് അത് എഴുതി ഫുൾ മാർക്ക് വാങ്ങാനുള്ള ഇൻഫർമേഷനും നോളേജും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ട്രാവൽ എസ് സെറ്റ് അല്ലേ? ഇതിനേക്കാളും കൂടുതൽ സെറ്റായിട്ട് ആർക്കും പറഞ്ഞു തരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ടെക്സ്റ്റ് ബുക്കിലെ ഫോർമാറ്റ് കൃത്യമായിട്ട് പറഞ്ഞു തന്നു. അത് വേണ്ട രീതിയിലുള്ള എക്സാമ്പിൾസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നാളെ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് പഠിക്കാനുള്ള സ്പീച്ചാണ് മക്കളെ. സ്പീച്ചിൽ എന്താണുള്ളത്? സ്പീച്ചിൽ നിങ്ങൾ എഴുതാം സാർ സ്പീച്ച് കൊണ്ട് എഴുതി വെച്ചാൽ പോരാ. സ്പീച്ചിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഓക്കെ, മക്കളെ 2-3 കാര്യങ്ങൾ പറയാനുണ്ട്. നാളെ രാവിലെ നിങ്ങൾക്ക് അറിയില്ലെങ്കിലേ നാളെ രാവിലെ മോർണിംഗ് ബൂസ്റ്റർ കൃത്യം 7 മണിക്ക് എല്ലാവരും ഉണ്ടായിരിക്കണം. വൈകുന്നേരം അതിൽ ഗ്രാമർ ഇവിടെ പഠിപ്പിക്കില്ലേ? ഗ്രാമർ അവിടെയാണ്. 11 മാർക്ക് ഗ്രാമറാണ്. 69 മാർക്കിന്റെ ഡിസ്കോഴ്സും ചാപ്റ്റേഴ്സും പോയംസും ആണ് നമ്മൾ പഠിക്കുന്നത്. ബാക്കി 11 മാർക്ക് ഗ്രാമർ നാളെ രാവിലെയാണ് പഠിപ്പിക്കുക. വരണം. മാത്രമല്ല അടുത്ത പരീക്ഷ ഏതാണ്? കെമിസ്ട്രി. ആരാ വരിക? തുല്യ മിസ്സും ശരണ്യ മിസ്സും നാളെ റെഡിയായി നിൽക്കുകയാണ്. 7 മണിക്ക് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഫൈനൽ മാരത്തോൺ ആയിട്ട്. ഉണ്ടാവില്ലേ മക്കളെ? നിങ്ങൾ ഉണ്ടാവണം. കെമിസ്ട്രി നിങ്ങൾക്കറിയാം ഒരൊറ്റ ഈവനിങ് ഉള്ളൂ. മാത്സും അങ്ങനെ തന്നെയാണ്. ഒറ്റ ഈവനിങ് കൊണ്ട് മാക്സിമം ചോദ്യങ്ങൾ, തിയറി പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള സമയമില്ല. പരീക്ഷയിൽ വരാമെന്ന് മാക്സിമം ചോദ്യങ്ങൾ അവർ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നതായിരിക്കും. കയറി പോരണം. ഓക്കെ, ഇംഗ്ലീഷ് എക്സാം ഒക്കെ തകർത്ത് നിങ്ങൾ എഴുതും, നിങ്ങളുടെ ഫ്രണ്ട്സ് എഴുതും. എല്ലാവരോടും പറയുക കെമിസ്ട്രിയും അതുപോലെ ആയിരിക്കും ഉണ്ടാവുക. കൂട്ടിക്കൊണ്ടുവരണം കേട്ടോ. കോമേഴ്സുകാരുണ്ടെങ്കിൽ കോമേഴ്സ് ചാനലിലേക്ക് പോവാം നാളെ കേട്ടോ. കോമേഴ്സുകാരുണ്ടെങ്കിൽ കോമേഴ്സ് ചാനലിൽ എല്ലാം ഉണ്ടാവും. ബിസിനസ് സ്റ്റഡീസ് ഉണ്ടാവും കേട്ടോ. ഡോണ്ട് വറി. നമ്മുടെ റേച്ചല മിസ്സും റോസിൻ മിസ്സൊക്കെ ഇറങ്ങുന്നതായിരിക്കും. ഓക്കെ, കോമേഴ്സ് ചാനലിലായിരിക്കും ബിസിനസ് സ്റ്റഡീസ് ക്ലാസ്. അതുണ്ട്. മാരത്തോൺ ഉണ്ട് നാളെ 7 മണിക്ക് തന്നെ കേട്ടോ. ഓക്കെ, സ്പീച്ചിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഒന്ന് സാല്യൂട്ടേഷൻ. അതില്ലാണ്ട് തുടങ്ങരുത് സ്പീച്ച്. നേരെ കാര്യങ്ങൾ തുടങ്ങരുത്. എന്താണ് സാല്യൂട്ടേഷൻ? ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. ഒരു ജനറൽ ഓഡിയൻസിനാണ് നിങ്ങൾ സ്പീച്ച് കൊടുക്കുന്നതെങ്കിൽ അത് ക്വസ്റ്റ്യനിൽ ജനറൽ ഓഡിയൻസിനാണ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഗാന്ധിജിയാണ്. നിങ്ങൾ ഗാന്ധി സ്പീച്ച് കൊടുക്കുമ്പോൾ നിങ്ങൾ റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് എന്ന് പറയോ? ഇല്ല, നിങ്ങൾ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ എന്ന് പറഞ്ഞാൽ മതി. സ്റ്റാൻഡേർഡ് ആണ്. ഇനി നിങ്ങൾ സ്കൂളിലെ ഒരു സ്പീച്ച് കൊടുക്കുകയാണെങ്കിലോ സ്കൂളിലെ ആനുവൽ ഡേക്ക് അല്ലെങ്കിൽ സ്കൂളിലെ ഗാന്ധി ജയന്തിക്കാണ് നിങ്ങൾ സ്പീച്ച് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് സാല്യൂട്ടേഷൻ കൂടി ചെയ്യുക? ഏറ്റവും എളുപ്പം എന്താണ്? റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്. കഴിഞ്ഞു. റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ് സ്കൂളിലാണെങ്കിൽ കേട്ടോ. ഇൻട്രഡക്ഷൻ. അടുത്ത് വേണ്ട ഇൻട്രഡക്ഷൻ ആണ്. എന്താണ് നിങ്ങൾ സംസാരിക്കുന്ന ടോപ്പിക് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഇൻട്രൊഡ്യൂസ് എ ടോപ്പിക്. ടുഡേ ഐ വിൽ ബി സ്പീക്കിംഗ് ഓൺ ദി ഇമ്പോർട്ടൻസ് ഓഫ് വേസ്റ്റ് മാനേജ്മെന്റ്. അപ്പോൾ ഏറ്റവും എളുപ്പം എന്താണ്? എങ്ങനെ തുടങ്ങാനാണ്? ടുഡേ ഐ വിൽ ബി സ്പീക്കിംഗ് ഓൺ ദ ടോപ്പിക് ഇൻ എ ടോപ്പിക്. എന്നിട്ട് അതെന്താണ്? ജസ്റ്റ് എന്താണ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. എന്താണ് വേസ്റ്റ് മാനേജ്മെന്റ് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. അത്രേ ഉള്ളൂ സംഭവം. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആണ്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്താണെന്നുള്ള കാര്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ഡിസാസ്റ്റർ വരുമ്പോൾ അതിന് തക്കതായ റെസ്പോൺസ് കൊടുക്കുന്ന സംഭവമാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. അതാണ് ഇൻട്രഡക്ഷൻ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ സീക്വൻഷ്യലായിട്ട് സ്ട്രക്ചേർഡ് ആയിട്ട് പറയാൻ വേണ്ടി ശ്രമിക്കുക. ആൻഡ് ഫൈനലി കൺക്ലൂഷൻ വേണം. കൺക്ലൂഷൻ എങ്ങനെയായിട്ടും എളുപ്പം ഐ ഏർജ് യു ഓൾ ടു ബിക്കം പാർട്ട് ഓഫ് മേക്കിംഗ് അവർ വേൾഡ് എ ബെറ്റർ പ്ലേസ് എന്ന് പറഞ്ഞു കൊടുക്കാം. അല്ലെങ്കിൽ കുറച്ചുകൂടി സിമ്പിൾ കൺക്ലൂഷൻ എന്താണ് സാർ? സിമ്പിൾ ആയിട്ട് പറയാം എങ്ങനെയാ? ഐ വുഡ് ലൈക്ക് ടു കൺക്ലൂഡ് ബൈ സെയിങ് ദാറ്റ് എന്ന് പറഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യുക? ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഷുഡ് ബി ബ്ലാ 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 എന്ന് പറഞ്ഞ് തീർക്കുക. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ സ്പീച്ച് സെറ്റ്. ചോദ്യം ആൻസർ കഴിഞ്ഞു. 3 എക്സാമ്പിൾ ചോദ്യങ്ങളും. എക്സാമ്പിൾ ചോദ്യം എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന ചോദ്യങ്ങളാണ്. സിമ്പിൾ ചോദ്യങ്ങളാണ്. 2021 ക്വസ്റ്റ്യൻ പേപ്പറിൽ 2022 മാർച്ചിൽ 2021 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നാണ് ചോദ്യം എടുത്തിരിക്കുന്നത്. അപ്പോൾ കോമഡി ചോദ്യങ്ങളല്ല, പരീക്ഷ വന്നുള്ള ചോദ്യങ്ങളാണ്. ഇനിയും വരാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങളാണ്. എല്ലാവരും മനസ്സിലാക്കണം. ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സാല്യൂട്ടേഷൻ വേണം കണ്ടോ. ഇവിടെ കോട്ട് വെച്ചിട്ട് തുടങ്ങി, കൊട്ടേഷൻ വെച്ചിട്ട്. അത് തുടങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് കോട്ട് അറിയെങ്കിലല്ലേ തുടങ്ങാൻ പറ്റുള്ളൂ. കോട്ട് അറിയെങ്കിൽ നിങ്ങൾ കൊട്ടേഷൻ തുടങ്ങിക്കോ. ഗാന്ധിജി പറഞ്ഞ കാര്യമോ ക്രിസ്ത്യാനോ റൊണാൾഡോ പറഞ്ഞ കാര്യം മെസ്സി പറഞ്ഞ കാര്യം ഒന്നും എടുത്തിട്ട് ചിലപ്പോൾ വായിക്കുന്ന ടീച്ചറിന് മനസ്സിലാവുണ്ടാവില്ല എന്താ സംഭവം. അപ്പം എല്ലാവർക്കും അറിയുന്ന ആൾക്കാർ പറഞ്ഞ ഇതൊക്കെ എഴുതി വെക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് ഉണ്ടെങ്കിൽ മാത്രം. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ഐ വുഡ് ലൈക്ക് ടു സ്റ്റാർട്ട് ബൈ സെയിങ് ദാറ്റ് പറഞ്ഞിട്ട് തുടങ്ങിയാൽ മതി. കൺക്ലൂഷൻ ഏറ്റവും സിമ്പിൾ എന്താണ്? ഐ വുഡ് ലൈക്ക് ടു കൺക്ലൂഡ് ബൈ സെയിങ് ദാറ്റ്. കഴിഞ്ഞു. സാർ ടൈറ്റിൽ വേണം. ടൈറ്റിൽ ഇല്ല. സ്പീച്ചിന് ടൈറ്റിൽ ഇല്ല. ശ്രദ്ധിക്കണം കേട്ടോ. സ്പീച്ചിന് ടൈറ്റിൽ ഇല്ല. ന്യൂസ് റിപ്പോർട്ടിന് ടൈറ്റിൽ ഉണ്ട്, സ്പീച്ചിന് ടൈറ്റിൽ ഇല്ല. ഓക്കെ, റെഡി. അപ്പോൾ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഗോ ത്രൂ ദം ആഫ്റ്റർ ദിസ് ക്ലാസ്. നരേഷൻ അഥവാ നെറേറ്റീവ്. എന്താണ് നെറേറ്റീവ് എന്ന് പറഞ്ഞാൽ? ഒന്നുമില്ല, നടന്ന കാര്യങ്ങളും കൂടെ എഴുതി വെക്കുക. ഒരു കഥ നിങ്ങൾ ഒരാളോട് പറഞ്ഞു കൊടുക്കുകയാണ്, എന്ത് ചെയ്യും? നിങ്ങൾ ആ കഥ പറഞ്ഞു കൊടുക്കല്ലേ ചെയ്യുക. അതുപോലെ നിങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതി. ഫോർ എക്സാമ്പിൾ ചോദ്യം വരെ എങ്ങനെയാണ്? അറ്റ് ദി എൻഡ് ഓഫ് ദി സ്റ്റോറീസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ദി യങ് സീഗൾ സക്സസ്ഫുള്ളി ഫേസ് ദി ചാലഞ്ചസ് ഓഫ് ഇറ്റ്സ് ലൈഫ്. ഹാവ് യു എവർ ഫേസ് ചാലഞ്ചസ് ഇൻ യുവർ ലൈഫ്? ഹൗ ഡിഡ് യു ഓവർകം ദം? നരേറ്റ് എനി വൺ ഇൻസിഡന്റ്. ഒന്നുമില്ല, നിങ്ങൾ എന്തെങ്കിലും ചാലഞ്ചസ് ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് അതെങ്ങനെ നരേറ്റ്, അതൊന്ന് നരേറ്റ് ചെയ്ത് കൊടുക്കുക. അത്ര മാത്രമേ ഉള്ളൂ.
ഇറ്റ് വാസ് ഇൻ മൈ ചൈൽഡ്ഹുഡ് ഇഫ് മൈ മെമ്മറി ഈസ് റൈറ്റ് ഇറ്റ് വാസ് ഇൻ വെൻ ഐ എന്ന് പറഞ്ഞാൽ കഥ പറയാം. മൈ ഫാദർ വാണ്ടഡ് ടു ടീച്ച് മീ സ്വിമ്മിങ് ഹി ടുക്ക് മീ ടു ദ കോച്ചിങ് സെന്റർ ദർ വെർ അബൌട്ട് ഇതിന് കഥ പറയാം. അത്രേ ഉള്ളൂ. ഏറ്റവും എളുപ്പ പരിപാടി. 8 മാർക്കിനാ ചോദ്യം വരിക. ഏറ്റവും സിമ്പിൾ പരിപാടി നരേറ്റീവ്, കഥ പറയാം. ഇതിങ്ങനെ മാത്രമല്ല വരിക, ചിലപ്പോൾ എന്താണ് ഇങ്ങനെയും വരാം. ഈ കഥയിൽ ഫസ്റ്റ് ഫ്ലൈറ്റിലെ സീകളിനെ എന്താണ് എങ്ങനെയാണ് സീകൾ ചാലഞ്ച് ഓവർകം ചെയ്തതിൻ്റെ കഥ നെറേറ്റീവ് എഴുതാൻ പറയാം. അപ്പം നിങ്ങൾ എങ്ങനെ എഴുതുക? ഐ വെന്റ് ടു ദി സ്വിമ്മിംഗ് പൂൾ എന്ന് പറഞ്ഞാൽ എഴുതുമോ? ഇല്ല. അപ്പം നിങ്ങൾ തേർഡ് പേഴ്സണിൽ പറയണം. ദ സീകൾ ഇങ്ങനെയായിരുന്നു, സീകൾ അങ്ങനെ ഓവർകം ചെയ്തു, സീകൾ എന്താണ് അവസാനം പറഞ്ഞു. അങ്ങനെ സീകളിനെ പറ്റി പറയണം. നിങ്ങളെ പറ്റി പറയാൻ പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ പറ്റി പറയണം. ഐ എന്ന് പറയണം. അല്ല ഐ വെൻ ടു ദ ഫസ്റ്റ് പേഴ്സണിൽ പറയണം. നേരെ മറിച്ച് സീകളുടെ കഥ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നെറേറ്റീവ് പറയണം. നിങ്ങൾ തേർഡ് പേഴ്സണിൽ എഴുതണം. സീകൾ വെൻ ടു ദാറ്റ് സീകൾ വെൻ അങ്ങനെ പറയണം. മനസ്സിലായില്ല? അപ്പോൾ 2 ടൈപ്പ് നെറേറ്റീവ് ഉണ്ട്. സ്വന്തം കാര്യം പറയുന്ന നെറേറ്റീവ് ഉണ്ട്, ഫസ്റ്റ് പേഴ്സൺ നെറേറ്റീവ്. അപ്പോൾ നിങ്ങൾ എളുപ്പമാണ്. മറ്റേത് പറയുമ്പോൾ സീകളിനെ പറ്റി പറയണം. പിന്നെ സ്വന്തം കാര്യം പറയുമ്പോൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ആ ചാപ്റ്ററിലെ സീകൾ അങ്ങനെ ആയിരുന്നു, അതുപോലെ ആയിരുന്നു ഞാൻ എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ചാപ്റ്റർ ആയിട്ടൊന്ന് കണക്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ടീച്ചറിന് മനസ്സിലായി നിങ്ങൾ ചാപ്റ്റർ പഠിച്ച ആളാണ്. അല്ലാണ്ട് സ്വന്തം കാര്യം മാത്രം എഴുതി വെക്കുമ്പോൾ എന്താണ് ടീച്ചറിന് സംശയമാണ് നിങ്ങൾ ചാപ്റ്റർ വായിച്ചിട്ടുണ്ടോ എന്ന്. ബേസിക്കലി അവസാനം കറക്റ്റ് ചെയ്താൽ ടീച്ചറിന് അറിയണം നിങ്ങൾ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നാണ്. ശരിയല്ലേ? അല്ലേ? അപ്പം എന്ത് ചെയ്യുക? കുറച്ച് എന്ത് ചെയ്യുക? സീകളിൽ അങ്ങനെ ചെയ്ത പോലെ ഞാൻ എന്താണ് ചെയ്യാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചാപ്റ്ററിൽ കണക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ? ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, ആൻസർ കൊടുത്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, കഴിഞ്ഞു. അത്രേ ഉള്ളൂ. അപ്പം നരേറ്റീവ് ഇസ് ദി ഈസിയസ്റ്റ് 8 മാർക്സ് യു ക്യാൻ ഗെറ്റ്. ഒന്നുമില്ല, കഥ എഴുതി വെച്ചാൽ മതി. ഇനി സീകളുടെ കഥ പറയുമ്പോൾ ശ്രദ്ധിക്കണം, അതിൽ ഒപ്പീനിയൻ ഇടരുത്. നരേറ്റീവിൽ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കേണ്ട മക്കളെ, ടൈറ്റിലൊന്നും വേണ്ട കേട്ടോ. ടൈറ്റിലൊന്നും വേണ്ട. ടൈറ്റിൽ വേണോ ചിലർക്ക് സംശയമാണ്, സാർ ടൈറ്റിൽ വേണോ? വേണ്ട. ഒപ്പീനിയൻ വേണോ? ഒപ്പീനിയൻ വേണ്ട. കഥ മാത്രം മതി. പ്യുവർ കഥ എന്താണോ ചാപ്റ്റർ നടന്നത് അത് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക. മാക്സിമം ഡീറ്റെയിൽസ് ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോൾ എന്തിനാ മാക്സിമം ഡീറ്റെയിൽസ് ഇൻക്ലൂഡ് ചെയ്യാൻ പറയുന്നത്? ടീച്ചറിന് മനസ്സിലാവണം നിങ്ങൾ ചാപ്റ്റർ വായിച്ചോന്ന്. എങ്ങനെ മനസ്സിലാവുക? മാക്സിമം ഡീറ്റെയിൽസ് ആ ചാപ്റ്ററിൽ ഓരോരോ കാര്യങ്ങൾ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുമ്പോഴാണ് ടീച്ചർ മനസ്സിലാവും നിങ്ങൾ ചാപ്റ്റർ വായിച്ചോ ഇല്ലയോ എന്നുള്ള കാര്യം. ക്ലിയർ ആണ് മക്കളെ? യെസ് സർ. അപ്പോൾ നരേഷൻ്റെ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് റൈറ്റപ്പ് ആണ്. റൈറ്റപ്പിൻ്റെ വേറൊരു പേരാണ് എസ്സേ. ഇതിൽ ടൈറ്റിൽ വേണോ എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും ഒരു സംശയമാണ്. സോ അതിന് ഞാൻ ഓപ്ഷൻ എന്ന് പറയും. ടൈറ്റിൽ ഇടാതിരിക്കാം, ഇടാം. നിങ്ങൾ ടീച്ചർ സ്കൂളിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൈറ്റപ്പിന് ടൈറ്റിൽ ഇടണം, അല്ലെ എസ്സേക്ക് ടൈറ്റിൽ ഇടണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇടുക, അല്ലെങ്കിൽ നിങ്ങൾ ഇടണ്ട. അപ്പോൾ ഓരോ സ്കൂളിലെയും പോലെ ഇരിക്കും. അവസാനം പബ്ലിക് എക്സാമിന് നിങ്ങൾ ഇട്ടാലും ഇട്ടില്ലെങ്കിലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ? സംഭവം റെഡി ആണല്ലോ? പക്ഷേ ഇതിൽ പിന്നെ ഇതിൽ ഒപ്പീനിയൻ പറ്റുമോ? ഒപ്പീനിയൻ പറ്റും. ഒപ്പീനിയൻ ഇട്ടും കൂടി തകർക്കാനല്ല, ഒപ്പീനിയൻ പറ്റും. റൈറ്റപ്പ് നരേറ്റീവ് പോലെയല്ല, കഥ എഴുതി വെക്കാനല്ല, കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എഴുതണം. പക്ഷേ ഇതിനൊരു ഫോർമാറ്റ് ഉണ്ട്. പലരും വിചാരിക്കുക എസ്സേ അങ്ങോട്ട് എഴുതിയാൽ പോരെ. ഇല്ല, നിങ്ങളുടെ പരീക്ഷയിൽ വരുന്ന എസ്സേ എന്താണ് മക്കളെ? ഏതെങ്കിലും ഒരു ചാപ്റ്റർ ബേസ്ഡ് ആയിരിക്കും. അല്ലാണ്ട് വെറുതെ എന്താണ് വേസ്റ്റ് മാനേജ്മെൻറ്റ് എസ്സേ എഴുതുക അങ്ങനെ പറയില്ല. ഈ ഇന്ന ചാപ്റ്റർ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ നിങ്ങൾ പഠിച്ചല്ലോ എന്തൊക്കെയാണ് ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞാൽ ഗവൺമെൻറ് എടുക്കുന്ന റിലീഫ് മെഷേഴ്സ്. അപ്പം അതിനെ പറ്റിയിട്ട് ഒരു റൈറ്റപ്പ് എഴുതാൻ. അപ്പം നിങ്ങൾ നിങ്ങളുടേതാണ് എഴുതിയാൽ പോലെ ആ ചാപ്റ്ററിൽ പറയുന്ന കാര്യങ്ങളായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യണം. എന്നിട്ട് വേണം നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട്. മനസ്സിലാവുന്നുണ്ടോ? ഫോർ എക്സാമ്പിൾ നമ്മുടെ വെരി സോറി ഐ വിൽ ഫ്ലൈ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ അവർ പറയും ഐ വിൽ ഫ്ലൈ എന്ന് പറഞ്ഞ ചാപ്റ്റർ എന്താണ്, കലാം എന്താണ്, എങ്ങനെ യുണീക്ക് ആവണമെന്നുള്ള കാര്യം പറ്റി പറയുന്നുണ്ടല്ലോ. അങ്ങനെയാണ് അതിനെപ്പറ്റി റൈറ്റപ്പ് എഴുതാൻ. അപ്പം നിങ്ങൾ എങ്ങനെ യുണീക്ക് ആവണമെന്നുള്ള നിങ്ങളുടെ ഐഡിയാസ് മാത്രം എഴുതി വെച്ചാൽ മതിയോ? പോരാ, കലാം എന്തൊക്കെ പറഞ്ഞു എന്ന് എഴുതി വെക്കണം. ബാക്കിയുള്ളവർ എവ്രി വൺ എൽസ് ഇൻ അറൗണ്ട് യു വിൽ ട്രൈ ടു മേക്ക് യൂസ് ലൈക്ക് എവ്രി വൺ എൽസ് എന്നൊക്കെ പറയൂലേ, അതൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് കണക്ട് ചെയ്ത് വേണം റൈറ്റപ്പ് എഴുതാൻ. അപ്പോൾ അതിന് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഫസ്റ്റ് എന്താണ്? ഇൻട്രഡക്ഷൻ ഓഫ് സ്റ്റോറി ഓർ ടോപ്പിക്. നിങ്ങളുടെ ടോപ്പിക്കും ഏതെങ്കിലും ചാപ്റ്റർ ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റോറി ബേസ്ഡ് ആയിട്ടുള്ളതായിരിക്കില്ലേ, അതും നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അതിനെ കണക്ട് ചെയ്ത് കൊടുക്കുക, ലിങ്ക് ചെയ്ത് കൊടുക്കുക. ടോപ്പിക്കിനെ സ്റ്റോറിനെയും കണക്ട് ചെയ്ത് കൊടുക്കുക ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ. നെക്സ്റ്റ് എന്ത് ചെയ്യണം? ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഓഫ് ദി സ്റ്റോറി. ആ സ്റ്റോറിയോ അല്ല ആ ചാപ്റ്ററോ, സ്റ്റോറിയോ ചാപ്റ്ററോ എന്നുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എടുത്ത് എഴുതണം. നിങ്ങളുടെ പോയിന്റ്സ് അല്ല, ആ ചാപ്റ്ററിലോ ആ സ്റ്റോറിയിലോ. അപ്പോൾ ഈ ഐ വിൽ ഫ്ലൈ ബേസ്ഡ് ആയിട്ടാണെങ്കിൽ അതിലുള്ള പോയിന്റ്സ് നിങ്ങൾ എന്ത് ചെയ്യണം? എടുത്ത് എഴുതണം, നിങ്ങളുടെ ഒപ്പീനിയൻസ് അല്ല. ആൻഡ് അതിനുശേഷം എന്ത് ചെയ്യുക? ഇൻഫറൻസസ് ഫ്രം ദി സ്റ്റോറി. അതായത് ആ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കുക, ഇവിടെയാണ് നിങ്ങളുടെ ഒപ്പീനിയൻ വരേണ്ടത്. യുവർ ഒപ്പീനിയൻ അല്ല, യുവർ അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ? അപ്പോൾ ഡോക്ടർ കലാം ഇന്ന കാര്യങ്ങൾ പറഞ്ഞു, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇന്ന കാര്യങ്ങൾ മനസ്സിലാക്കാം എന്നുള്ള നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് വരേണ്ടത്. അപ്പോൾ ആദ്യം ആ ചാപ്റ്ററിലെ പോയിന്റ്സ് വേണം, എന്നിട്ട് വേണം നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ. ഫൈനലി എന്ത് ചെയ്യുക? കൺക്ലൂഷൻ എന്താണ്? നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യുക? ഇങ്ങനെ തന്നെ കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇൻ കൺക്ലൂഷൻ
അപ്പോൾ ടീച്ചറിന് മനസ്സിലായി നിങ്ങൾ കൺക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ പാരഗ്രാഫ് എഴുതുമ്പോൾ ടീച്ചറിന് മനസ്സിലായി നിങ്ങൾക്ക് ചാപ്റ്റർ അറിയാം. ഈ പാരഗ്രാഫിൽ നിങ്ങൾക്ക് ടീച്ചറിന് മനസ്സിലായി നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാം, കുറച്ച് ബോധമുണ്ടെന്ന്. ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് എന്താണ് ഈ പോയിന്റിൽ നിങ്ങൾക്ക് മനസ്സിലായി, ടീച്ചറിന് മനസ്സിലായി നിങ്ങൾക്ക് ബേസിക് ഫോർമാറ്റിംഗ് അറിയാമെന്ന്. ഈ കാര്യങ്ങൾ ടീച്ചറിന് മനസ്സിലാക്കിപ്പിച്ച് കൊടുത്താൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും, അല്ലാത്ത പക്ഷം മാർക്ക് കിട്ടില്ല. ഇറ്റ് ഈസ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ടീച്ചറിന് നിങ്ങളെ അറിയില്ല, ചിലപ്പോൾ നിങ്ങളെ പബ്ലിക് എക്സാം ക്രിസ്മസ് എക്സാം നിങ്ങൾ ടീച്ചർ കറക്റ്റ് ചെയ്യുന്നവർ അറിയായിരിക്കും, പക്ഷേ പബ്ലിക് എക്സാം കറക്റ്റ് ചെയ്യുന്ന ടീച്ചർ നിങ്ങൾ അറിയില്ല. നിങ്ങൾ എത്ര ഇംഗ്ലീഷ് അറിയും, നിങ്ങൾ ഭയങ്കര അടിപൊളിയാണോ അല്ലയോ എന്ന് ടീച്ചറിന് അറിയേണ്ട ആവശ്യമില്ല. ടീച്ചറിന് അറിയേണ്ടതാണ് ഈ കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടോ, നിങ്ങൾ ചാപ്റ്റർ വായിച്ച ആളാണോ, നിങ്ങൾക്ക് ബേസിക് ഫോർമാറ്റിംഗ് അറിയോ, നിങ്ങൾക്ക് ആ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് അറിയോ, ഇതാണ് ടീച്ചറിന് അറിയേണ്ടത്. അല്ലാണ്ട് നിങ്ങൾ ഇംഗ്ലീഷ് മുൻഷിയാണോ, നിങ്ങൾ ശശി തരൂരിൻ്റെ ബന്ധുവാണോ എന്നല്ല അറിയേണ്ടത്. മനസ്സിലായില്ലേ? ഇത് അറിയുമോ നിങ്ങൾക്ക്, അത് അറിയുമെന്ന് കാണിച്ചു കൊടുക്കുക, ഷോ ദം. അതിന് ഇത് ഫോളോ ചെയ്യണം. അതിന് ഞാൻ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാ ചോദ്യങ്ങൾ വരിക. അക്കോർഡിംഗ് ടു ചെക്കപ്പ്, മണി ലൈക്ക് വോഡ്ക ക്യാൻ പ്ലേ ക്വിയർ ട്രിക്സ് വിത്ത് എ മാൻ. ഹൗ ഫാർ ഇസ് ദി സ്റ്റേറ്റ്മെന്റ് റെലവെന്റ് ഇൻ ദ പ്രസന്റ് ഡേ വേൾഡ്? പ്രിപ്പയർ റൈറ്റപ്പ്. അപ്പോൾ വെറുതെ എഴുതി വെച്ചാൽ പോരാ. ഈ ചാപ്റ്ററിന് അടിസ്ഥാനം ഈ ചാപ്റ്റർ നമുക്ക് പഠിക്കാനല്ലേ പഠിക്കണ്ട, പക്ഷേ ഇതിന് അടിസ്ഥാനത്തിൽ എഴുതി വെക്കണം കേട്ടോ. അതിൻ്റെ ആൻസറും ക്വസ്റ്റ്യനൊക്കെ കൊടുത്തിട്ടുണ്ട്. ടൈറ്റാനിക്കിനെ നമുക്ക് പഠിക്കണം. റെക്ക് ഓഫ് ദി ടൈറ്റാനിക് അലൻ സാറിനെ ഒന്ന് പഠിപ്പിച്ചു തരും. അപ്പോൾ ഇത് ബേസ്ഡ് ആയിട്ടുണ്ട്, റൈറ്റപ്പ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എഴുതി വെക്കണം റൈറ്റപ്പ്. ഇപ്പോൾ ടൈറ്റിൽ കൊടുത്തിട്ട് ടൈറ്റിൽ നിങ്ങൾക്ക് കൊടുക്കാതിരിക്കാൻ കൊടുക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, റൈറ്റപ്പ് എഴുതാൻ വേണ്ടിയിട്ട്. ചാപ്റ്ററായിട്ട് കണക്ട് ചെയ്ത് വേണം എഴുതാൻ വേണ്ടിയിട്ട് കേട്ടോ. ക്ലിയർ ആണ് മക്കളെ? റെഡി? അപ്പോൾ ആൻസേഴ്സ് വായിച്ചു നോക്കുക കേട്ടോ. വായിച്ചു വെച്ചാൽ മനസ്സിലായിക്കോളും. പിന്നെ ഞാൻ പറഞ്ഞ ആ പോയിന്റ്സ് ഓർത്ത് വെക്കുക. പാരഗ്രാഫ് റൈറ്റിംഗ് ഒന്നുമില്ല. റൈറ്റ് എ പാരഗ്രാഫ് ഓഫ് ദി സിഗ്നിഫിക്കൻസ് ഓഫ് ദി ടൈറ്റിൽ ഓഫ് ദി പോയം ഡെത്ത് ലെവർ. ഒരു പാരഗ്രാഫ് അങ്ങോട്ട് എഴുതി വെക്കുക. സിംഗിൾ പാരഗ്രാഫ് ആയിരിക്കണം. ഇറ്റ് ഷുഡ് ബി എ സിംഗിൾ പാരഗ്രാഫ്. അതിനാണ് പാരഗ്രാഫ് റൈറ്റിംഗ് എന്ന് വിളിക്കുന്നത് കേട്ടോ. സിംഗിൾ പാരഗ്രാഫ് ആയിരിക്കണം. നിങ്ങൾ ഫോർമാറ്റ് ഒന്ന് ഫോളോ ചെയ്യേണ്ട, സ്ട്രക്ചർ ഫോളോ ചെയ്താൽ മതി. ബേസിക്കലി ഒരു സ്റ്റാർട്ടിംഗ് ഉണ്ടാവണം, ഒരു മിഡിൽ ഉണ്ടാവണം, എൻഡ് ഉണ്ടാവണം, അത്രേ ഉള്ളൂ. കൺക്ലൂഷൻ പറയാം. ഓക്കെ, കൺക്ലൂഷൻ പറയാം. ഓക്കെ, അത്രേ ഉള്ളൂ. പാരഗ്രാഫ് ഭയങ്കര ഭീകര ഫോർമാറ്റിംഗ് ഒന്നും. ടൈറ്റിൽ വേണോ? ടൈറ്റിൽ വേണ്ട. പാരഗ്രാഫ് എഴുതിയാൽ മതി. ഓക്കെ, ക്ലിയർ ആണല്ലോ? വീണ്ടും എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചോദ്യം വരാം. ഹിസ് കോൾ ഓഫ് ആക്ഷൻ വാസ് ടു ഫോൾഡ്. റൈറ്റ് എ പാരഗ്രാഫ് ഓൺ ഗാന്ധിജീസ് ടു ഫോൾഡ് ആക്ഷൻ. പബ്ലിക് എക്സാം 2021. പറ മക്കളെ, ഈ ചാപ്റ്ററിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗാന്ധിജിയുടെ 2 ഫോൾഡ് ഓഫ് ആക്ഷൻ എന്താണെന്ന് അറിയാത്തവർക്ക് ഇത് എഴുതാൻ പറ്റുമോ? അനങ്ങില്ല, അവരുടെ പെന്ന് കൈ അനങ്ങത്തില്ല. എന്തായിരുന്നു 2 ഫോൾഡ് ഓഫ് ആക്ഷൻ? നിങ്ങൾക്ക് ഇപ്പം അറിയാം. ഒന്നെന്താണ് ബ്രിട്ടീഷിന്റെ ഭരണം, അവരുടെ ഭരണം എതിർക്കുക. ഓക്കെ, അതിനെ റെസിസ്റ്റ് ചെയ്യുക, ബ്രിട്ടീഷ് റൂളിനെ റെസിസ്റ്റ് ചെയ്യുക. രണ്ടാമത് എന്തായിരുന്നു? അവർ ഓൺ സോഷ്യൽ ഈവിൾസ്, ഇന്ത്യയിൽ പ്രസന്റ് ആയിട്ടുള്ള സോഷ്യൽ ഈവിൾസിനെ റെസിസ്റ്റ് ചെയ്യുക, അല്ലെ ഒപ്പോസ് ചെയ്യുക. ഇത് രണ്ടുമായിരുന്നു. അത് അറിയാണ്ട് നിങ്ങൾ ഇത് എഴുതാൻ പറ്റുമോ? 5 മാർക്കിന് 4 മാർക്കിനൊക്കെ ചോദ്യം വരിക. മനസ്സിലാവുന്നുണ്ടോ മക്കളെ? അതാണ് സംഭവം. ഓക്കെ, അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആൻസർ. ജസ്റ്റ് റീഡ് ത്രൂ ഇറ്റ്. ഓക്കെ, നെക്സ്റ്റ് ലൈവ് ടി വി റിപ്പോർട്ട്. ടി വി റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ മക്കളെ ലൈവ് ടി വി റിപ്പോർട്ടാണ്. ന്യൂസ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ പത്രത്തിൽ എഴുതുന്ന റിപ്പോർട്ട്. ലൈവ് ടി വി റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ലൈവ് ആയിട്ടുള്ള ടി വി റിപ്പോർട്ടാണ്. മൈക്കും പിടിച്ച് ആൾ പറയില്ലേ. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ എഴുതുക? സിമ്പിളാണ്. ശ്രദ്ധിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യമുണ്ട്. സാല്യൂട്ടേഷൻ വേണം, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ വേണം, അല്ലെ ഗുഡ് ഈവനിങ് എവ്രി വൺ, അങ്ങനെ എന്തിലാവാം. പക്ഷേ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ ആണ് എപ്പോഴും അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ എന്ന് പറയണം. നെക്സ്റ്റ് ഇൻട്രഡക്ഷൻ വേണം. ഇൻട്രഡക്ഷൻ എങ്ങനെയാണ്? വെറുതെ എന്തിനും പറഞ്ഞാൽ പോരാ. നമ്മൾ ലൈവ് ടി വി റിപ്പോർട്ടാണ്, നമ്മുടെ മുന്നിൽ നിന്നാണ് എന്തോ കാര്യം സംഭവിക്കുക. അപ്പോൾ നമ്മൾ എങ്ങനെ പറയാ? വി ആർ വിറ്റ്നസിങ് എ ഗ്രേറ്റ് ഇവന്റ് ഹിയർ എന്ന് പറയണം. അത് മാക്സിമം എന്താണ് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കണം. അത് കേൾക്കുന്ന നല്ല ആൾക്ക് എന്താണ് അവിടെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റണം, അല്ലെ? കാണിച്ചു കൊടുക്കുന്ന രീതിയിൽ ഇതാണ് ഇവിടെ നിന്ന് സംഭവിക്കുന്നു, അവിടെ സംഭവിക്കുന്നു, ഇത്രയും ആൾക്കാരോട് ഗ്യാദർ ചെയ്തു ഉണ്ടോ, അങ്ങനെ ആ രീതിയിൽ വേണം നിങ്ങൾ എഴുതാൻ. അല്ലാണ്ട് എന്നോ നടന്നു, ഇന്നലെ അത് നടന്നു, അതല്ല. ലൈവ് ടി വി റിപ്പോർട്ടാണ്, നടന്നുകൊണ്ടിരിക്കുകയാണ് സംഭവങ്ങൾ. ആൻഡ് ഫൈനലി എന്താണ്? സൈനിങ് ഓഫ് ആണ്. ടുഗെദർ വിത്ത് ഫോട്ടോഗ്രാഫർ എക്സ്, ഐ ആം ബൈ സെഡ് ന്യൂസ്. ഫോട്ടോഗ്രാഫർ വിത്ത് അനീഷ്, ഐ ആം എന്താണ് വാസുദേവ് പ്രഭാകരൻ ഏഷ്യാനെറ്റ് ന്യൂസ് എന്ന് പറഞ്ഞ് എഴുതി വെക്കാം. സൈനിങ് ഓഫ് ആണ്. ഇത്രയും കാണുള്ളൂ. അപ്പോൾ അതിനിടയിൽ സാർ കണ്ടന്റ് വേണം, അവിടെ നടക്കുന്ന കണ്ടന്റ് എഴുതി വെക്കുക, അത്രേ ഉള്ളൂ. വേറൊന്നും ആലോചിക്കാനില്ല. ഡ്രാഫ്റ്റ് ലൈവ് ടി വി റിപ്പോർട്ട് ഓഫ് ലാഹോർ ലാസ്. ടൈറ്റിൽ വേണോ മക്കളെ? ലൈവ് ടി വി റിപ്പോർട്ടിന് എന്തിനാ മക്കളെ ടൈറ്റിൽ വേണ്ട, പക്ഷെ ന്യൂസ് റിപ്പോർട്ടിന് ടൈറ്റിൽ വേണം. ഓക്കെ, ഫോർ എക്സാമ്പിൾ വായിച്ചു നോക്കാം. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, സാല്യൂട്ടേഷൻ. പിന്നെ വെൽക്കം ടു ദി ഗ്യാസ് വർക്ക്സ് at Laville. There are some 500 people gathered here to watch the take off of Lahore La, the hot air balloon. The balloon has been filled up and blah 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 blah. Together with photographer Ajit, I am Anish Prabhakar, Asian News. ഇത്രയുള്ളൂ, ഒന്നുമില്ല. ഈ സാല്യൂട്ടേഷൻ വേണം. ഓക്കെ, ടൈറ്റിൽ ഒന്നും വേണ്ട. പിന്നെന്താണ്? സംസാരിക്കുന്ന ടോൺ എന്താണ്? ഇറ്റ് ഷുഡ് ബി എ സ്പീക്കിംഗ് ടോൺ ആയിരിക്കണം.
അതായത് എഴുതുന്ന ടോൺ ആവരുത്, സ്പീക്കിംഗ് ടോൺ ആയിരിക്കണം. നോക്കിക്കണ്ടോ, there are some 500 people gathered here to watch. ലൈവായി നടക്കുന്നതാണ്. മനസ്സിലായി ആ ഒരു ടോൺ. now the passengers are getting in. ഇപ്പോൾ പാസഞ്ചേഴ്സ് ഗെറ്റിംഗ് ഉള്ളിൽ കയറുകയാണ്. അപ്പോൾ ആ ലൈവ് ഫീല് വരണം. സ്പീക്കിംഗ് ടോൺ ആയിരിക്കണം, സംസാരിക്കുന്ന ടോൺ ആയിരിക്കണം. അത്ര മാത്രം ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ ബേസിക്കലി മണ്ടത്തരം കാണിക്കാറുണ്ട് മതി. നിങ്ങൾ ഭയങ്കര ഭീകര കാര്യമൊന്നും ഇംഗ്ലീഷ് പരീക്ഷയിൽ ചെയ്യേണ്ട ഫുൾ മാർക്ക് കിട്ടാൻ വേണ്ടി. മണ്ടത്തരം കാണിക്കാതിരുന്നാൽ മതി. ലൈവ് ടി വി റിപ്പോർട്ട് പോയിട്ട് ഇന്നലെ എന്താണ് ഒരു ബലൂൺ ഉണ്ടായിരുന്നു, അതിൻ്റെ മണ്ടയിൽ കുറേ പേര് കയറി, അതിൻ്റെ ബലൂൺ പറന്നുപോയി, ഇന്നലെ സംഭവിച്ചു, അപ്പോൾ കുറേ എന്താണ് ആൾക്കാർ വന്ന്. അല്ല, ലൈവ് ടി വി റിപ്പോർട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ആ മണ്ടത്തരം കാണിക്കാതിരുന്ന യു ഷുഡ് ഗെറ്റ് ദിസ്. അവസാനം സൈൻ ഓഫ് ചെയ്യണം. അത് ബേസിക് കാര്യങ്ങളാണ് കേട്ടോ. എങ്ങനെ ചെയ്യണം എന്ന് കൊടുത്തിട്ടുണ്ട്, വായിച്ചു നോക്കുക കേട്ടോ. ന്യൂസ് റിപ്പോർട്ട്, അടുത്ത ലൈവ് ടി വി റിപ്പോർട്ട് കൊടുത്തത്, ന്യൂസ് റിപ്പോർട്ട് ലൈവ് ടി വി റിപ്പോർട്ട് 2021 പരീക്ഷയിൽ വന്ന ചോദ്യമാണ്, വരുന്ന ചോദ്യങ്ങളാണ് അതൊക്കെ. ആൻസർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഡിബേറ്റ് ഒന്നുമില്ല മക്കളെ. യുവർ ക്ലാസ്സസ് കണ്ടക്ടിങ് എ ഡിബേറ്റ് ഓൺ ദ ഫോളോയിങ് ടോപ്പിക്, ടെക്നോളജി കീപ്സ് അവർ സൊസൈറ്റി അലൈവ്, പ്രിപ്പയർ 4 points എഗെയിൻസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. പരീക്ഷയിൽ എപ്പോഴും തരും ഫോർ ദി സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, സപ്പോർട്ടിംഗ് ആണോ? യെസ്, സപ്പോർട്ടിംഗ്. എഗെയിൻസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡോണ്ട് സപ്പോർട്ട്, സപ്പോർട്ടിങ് അതായത് എഗെയിൻസ്റ്റ് ആയിട്ട് പറയണം, ഒപ്പോസിങ് വ്യൂസ് പറയണം, ഒപ്പോസിങ്. അപ്പോൾ അത് മിക്ക സമയത്തും പറയും, പറഞ്ഞില്ല രണ്ടും എഴുതുക, അത്രേ ഉള്ളൂ കേട്ടോ. അങ്ങനെ പറയാതെ അവസ്ഥ വരില്ല, എപ്പോഴും പറയും. ഇവിടെ എന്താണ് എഗെയിൻസ്റ്റ് ദറ്റ് ഗിവൻ സ്റ്റേറ്റ്മെന്റ്, അതായത് ടെക്നോളജി കീപ്സ് അവർ സൊസൈറ്റി അലൈവ്, ഇതിന് എഗെയിൻസ്റ്റ് പറയണം. അതേ ടെക്നോളജി എന്താണ് നമ്മുടെ സൊസൈറ്റിക്ക് ബാഡ് ആണെന്നുള്ളതിൻ്റെ പോയിന്റ്സ് പറയണം. അപ്പോൾ എഴുതി വെക്കുക, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. 1 2 3 4 5 6 എന്ന് പറഞ്ഞാൽ എഴുതി വെക്കാം, അല്ലെങ്കിൽ ബുള്ളറ്റ് പോയിന്റ്സിൽ എഴുതി വെക്കാം, എങ്ങനെ വേണം എഴുതി വെക്കാം, ജസ്റ്റ് എഴുതി വെക്കുക, വേറെ ഒന്നും ആലോചിക്കാനില്ല. ഓക്കെ, അത്യാവശ്യം ബുദ്ധിപരമായിട്ട് എഴുതി വെക്കുക. യുവർ ക്ലാസ്, ഇതൊക്കെ പരീക്ഷയിൽ വരുന്ന ചോദ്യങ്ങളാണ്, 2021 പരീക്ഷയിൽ വന്ന ചോദ്യമാണ്. യുവർ ക്ലാസ് ഇസ് ഓർഗനൈസിംഗ് എ ഡിബേറ്റ് ഓൺ ദി ടോപ്പിക് ഫിസിക്കൽ എക്സസൈസ് ആൻഡ് ഗെയിംസ് ആർ ഇമ്പോർട്ടൻറ്റ് ഇൻ സ്കൂൾസ്. റൈറ്റ് 2 arguments സപ്പോർട്ടിംഗ് ദി സ്റ്റേറ്റ്മെന്റ്. 2 ആർഗ്യുമെന്റ് എഴുതിയാൽ മതി സപ്പോർട്ടിംഗ് സ്റ്റേറ്റ്മെന്റ്, കഴിഞ്ഞു. ഞാനിവിടെ 5 കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഫിസിക്കൽ എക്സസൈസിന് എന്തുകൊണ്ട് വേണം എഴുതി വെക്കുക. ഒരു 3 എഴുതി വെച്ചോ, കുഴപ്പമൊന്നുമില്ല. 2 ചോദിച്ചാൽ 3 എഴുതി വെച്ചോ, കഴിഞ്ഞു. ഡിബേറ്റ് ഇസ് കോമഡി. നെക്സ്റ്റ് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ്. ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ എന്ത് വേണം ചോദിക്കാം. നിങ്ങളുടെ വീട്ടിലെ പട്ടിക്ക് സുഖമാണോ, നിങ്ങളുടെ ടൂത്ത് പേസ്റ്റിൽ ഉപ്പുണ്ടോ എന്നൊക്കെ ചോദിക്കാം. പക്ഷെ അങ്ങനെ ചോദിച്ചാൽ മാർക്ക് കിട്ടുമോ? ഇല്ല. മാർക്ക് കിട്ടാൻ വേണ്ടിയുള്ള 7 ചോദ്യം ആരോടും ചോദിക്കാൻ പറ്റുന്ന ചോദ്യം ഞാൻ പറഞ്ഞുതരാം. ഏതാണ് 7 ചോദ്യങ്ങൾ? 1, മക്കളെ നിങ്ങളുടെ ഇൻ്റർവ്യൂ എടുക്കാൻ പോകുന്ന ആൾക്കാർ, അല്ലെ ചോദ്യത്തിൽ തരാൻ പോകുന്ന ഇൻ്റർവ്യൂവിലെ ക്യാരക്ടർ അല്ലെ പേഴ്സണാലിറ്റി ആരായിരിക്കും, അത് വലിയ ഒരാളായിരിക്കും. മിക്ക സമയത്തും നിങ്ങളുടെ ചാപ്റ്റർ ബേസ്ഡ് ആയിട്ടുള്ള ഒരാളായിരിക്കും, ചാപ്റ്ററിൻ്റെ ഓതറോ അല്ലെങ്കിൽ ചാപ്റ്ററിൻ്റെ ഉള്ളിലോ ക്യാരക്ടറോ അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പം നിങ്ങൾ ഇൻ്റർവ്യൂ എടുക്കുന്ന ആളെന്താണ്, അടിപൊളിയാണ്, അയാൾ എന്തോ ഭീകര കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും, ആ കാര്യത്തിനെ പറ്റി ചോദിക്കുക. ക്വസ്റ്റ്യൻ അബൌട്ട് ദി ഇൻസിഡൻറ്റ്. മിക്ക സമയത്തും ആ കാര്യങ്ങൾ ആ ചാപ്റ്ററിൻ്റെ ബന്ധമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ചോദിക്കേണ്ടത്, അല്ലാണ്ട് അയാളുടെ ലൈഫിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളല്ല, ചാപ്റ്ററിൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമല്ല. ഫോർ എക്സാമ്പിൾ അബ്ദുൽ കലാം ആണ് വന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അബ്ദുൽ കലാമിനോട് ISROയിൽ വർക്ക് ചെയ്തപ്പോഴുള്ള കാര്യമല്ല ചോദിക്കേണ്ടത്, ആ ചാപ്റ്ററിൽ നടന്ന ഒരു കാര്യം, ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നില്ല, ആ സ്പീച്ചിന് പോയപ്പോൾ ആ കുട്ടിയുടെ ക്വസ്റ്റ്യൻ എന്തുകൊണ്ടാണ് താങ്കൾക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് തോന്നിയത്, അതിനെപ്പറ്റി ചോദിക്കുക. ഓക്കെ, ആ ചാപ്റ്ററിന് കറസ്പോണ്ടിങ് അല്ല. ഫോർ എക്സാമ്പിൾ സ്റ്റീഫൻ ഹോക്കിങ്ങിനോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം ചോദിക്കാം. പക്ഷേ സ്റ്റീഫൻ ഹോക്കിങ്ങിനോട് ചോദിക്കാം, താങ്കളുടെ എന്താണ് ആ സ്ക്ലെറോസിസ് വന്നപ്പം, ആ ഡിസീസ് വന്നപ്പോൾ താങ്കൾ എങ്ങനെയാണ് അത് ഫീൽ ചെയ്തത്, അല്ലെ താങ്കൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടായിരുന്നു ഉണ്ടായത്, അല്ലെ ബുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് താങ്കൾ എത്രത്തോളം ചാലഞ്ച് ഫേസ് ചെയ്തു, അതൊക്കെ ചോദിക്കുക. അപ്പോൾ ആ ചാപ്റ്റർ ബേസ്ഡ് ആയിട്ടുള്ള ഇൻസിഡൻറ്റിനെ പറ്റി ചോദിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഓക്കെ, നെക്സ്റ്റ് ബിഫോർ ഇൻസിഡൻറ്റ് ചോദിക്കാം, അതിന് മുൻപ് അതിലേക്ക് ലീഡ് ചെയ്ത കാര്യങ്ങൾ എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് ചോദിക്കാം. നെക്സ്റ്റ് ഫ്യൂച്ചറിനെ പറ്റി ചോദിക്കാം. ഇനി താങ്കളുടെ പ്ലാൻ എന്താണ്, താങ്കൾ ഇനി ഇതുപോലത്തെ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ താങ്കൾ എങ്ങനെയാണ് ഡീൽ ചെയ്യുക, അല്ലെങ്കിൽ താങ്കൾ നെക്സ്റ്റ് എന്താണ്, അടുത്ത ബുക്ക് എഴുതാൻ എന്താണ് പ്ലാൻ, ഏത് ബുക്ക് എഴുതാനാണ് പ്ലാൻ, അല്ലെങ്കിൽ താങ്കളുടെ അടുത്ത മിഷനെ പറ്റിയിട്ട് അടുത്ത പ്രോഗ്രാമിനെ പറ്റി ചോദിക്കാം. ഇതാരോടും ചോദിക്കാം. വാട്ട് ഈസ് യുവർ ക്വസ്റ്റ്യൻ ഓൺ അഡ്വൈസ് ഫോർ ദി അതേഴ്സ്. താങ്കൾക്ക് ബാക്കിയുള്ളവരുടെ അഡ്വൈസ് എന്താണുള്ളത്. ആ മക്കളെ നിങ്ങൾ ഇൻ്റർവ്യൂ എടുക്കാൻ പോകുന്ന ആൾക്കാർ എന്തായാലും അടിപൊളിയായിരിക്കും, അത് വലിയ വലിയ ആൾക്കാരായിരിക്കും. സോ അവർക്ക് എന്തായാലും അഡ്വൈസ് ഉണ്ടാവും ആർക്കെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനെപ്പറ്റി ചോദിക്കാം. വാട്ട് ഈസ് യുവർ അഡ്വൈസ് ടു ദി യൂത്ത് എന്ന് ചോദിക്കാം. നെക്സ്റ്റ് ഒപ്പീനിയൻ ചോദിക്കാം. ഈ സമൂഹത്തിൽ ഇന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് നടക്കുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ അബ്ദുൽ കലാമിനോട് വേണമെങ്കിൽ ചോദിക്കാം, ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഒക്കെ എന്താണ്, ഒരു പ്രത്യേക രീതിയിലാണ് പോകുന്നത്. വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ ഓൺ ദി കറണ്ട് എഡ്യൂക്കേഷൻ സിസ്റ്റം ഇൻ ഇന്ത്യ ചോദിക്കാം. ഒപ്പീനിയൻ ചോദിക്കാം. നെക്സ്റ്റ് ഇൻസ്പിറേഷൻ ചോദിക്കാം. ആരാണ് തങ്ങളെ ഇൻസ്പയർ ചെയ്തത്, താങ്കളെ ആരാണ് ഇൻസ്പയർ ചെയ്തത്, അല്ലെ എന്താണ് ഇൻസ്പയർ ചെയ്തത്, വാട്ട് ഇൻസ്പയർഡ് യു ഓർ ഹൂ ഇൻസ്പയർഡ് യു. ആൻഡ് ലാസ്റ്റ് ഹൗ ഡിഡ് യു ഫേസ് ദീസ് ചാലഞ്ചസ് ആൻഡ് ഹൗ ഡിഡ് യു ഓവർകം ദം. ഇൻ്റർവ്യൂ എടുക്കുന്ന വലിയ പേഴ്സണാലിറ്റിയാണ്, എന്തായാലും ചാലഞ്ചസ് ഉണ്ടാവും, അവരത് ഓവർകമ്മും ചെയ്യുന്നുണ്ടാവും, എങ്ങനെ ചെയ്തു എന്ന് ചോദിക്കാം. ഇതിൽ എപ്പോഴും ഏറ്റവും ബെസ്റ്റ് ചോദ്യങ്ങൾ ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ അതും കൂടി ഞാൻ മാർക്ക് ചെയ്ത് തരാം. ഒന്നിത്, പിന്നെ ഇത്. ഇതിനേക്കാളും ബെറ്റർ ഇതായിരിക്കും.
1, 2, 3, 4, 5 ഏറ്റവും അടിപൊളി ചോദ്യങ്ങൾ. അതും കിട്ടിയില്ലെങ്കിൽ അതൊന്നും കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്ത് ഉപയോഗിക്കുക. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വെച്ച് സ്ക്രീൻഷോട്ട് വേണം എടുത്ത് വെച്ചോ, അല്ല നോട്ട്സ് കിട്ടും. ഇതിന് ആർക്ക് വേണം ചോദിക്കാം കേട്ടോ. ക്വസ്റ്റ്യൻസും അതിൻ്റെ എക്സാമ്പിൾസും ആൻസേഴ്സും കൊടുത്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻസും ആൻസേഴ്സും കൊടുത്തിട്ടുണ്ട്, വായിച്ചു നോക്കുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നോക്കിക്കേ. ഹൗ ഡിഡ് യു ഫസ്റ്റ് ബിക്കം, ഇത് ആരുടെ ചോദ്യം നോക്കലേ, ഹസൻ്റെ ആണ്, AJ ക്രോണിൻ്റെ ആണ് കേട്ടോ. അതില്ല നമുക്ക് പഠിക്കാൻ, നമുക്ക് ജസ്റ്റ് വായിച്ചു നോക്കാം. ഹൗ ഡിഡ് യു ഫസ്റ്റ് ബിക്കം ഇൻവോൾവ് ഇൻ പ്രൊവൈഡിങ് സർവീസ് ഡ്യൂറിങ് എപ്പിഡമിക്. പിന്നെ ചാലഞ്ചസിന് വേണ്ടി ചോദിക്കുന്നുണ്ട്, പിന്നെ അഡ്വൈസിന് വേണ്ടി ചോദിക്കുന്നുണ്ട്, പിന്നെന്താണ് എക്സ്പീരിയൻസിന് വേണ്ടി ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ചോദിക്കുക, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒപ്പീനിയൻ ചോദിക്കുക, ചാലഞ്ച് എങ്ങനെ ഓവർകം ചെയ്തെന്ന് ചോദിക്കുക, പിന്നെന്താണ് ഫ്യൂച്ചറിൽ എന്താണ് ചെയ്യാൻ പോകുന്നത് ചോദിക്കുക, കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ സംഭവം. ഓക്കെ, ഡിസ്ക്രിപ്ഷൻ ഫെയർലി സിമ്പിൾ ആണ് മക്കളെ, ഇത്രയേ ഉള്ളൂ. യു ആർ അപ്പോയിന്റഡ് ആസ് എ ട്രാവൽ ഗൈഡ് ഫോർ ടൂറിസ്റ്റ് സ്പോട്ട് ഇൻ യുവർ ലൊക്കാലിറ്റി. എ ഗ്രൂപ്പ് ഓഫ് ടൂറിസ്റ്റ് അറൈവ്സ് ഓൺ ദി സെയിം ഡേ ആൻഡ് ഇറ്റ് ഈസ് യുവർ ഡ്യൂട്ടി ടു ഡിസ്ക്രൈബ് ദി സ്പോട്ട് ഇൻ എൻ അപ്പീലിംഗ് മാനർ. റൈറ്റ് എ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി പ്ലേസ് ഹൈലൈറ്റിംഗ് ഇറ്റ്സ് ഫീച്ചേഴ്സ്. ഒന്നുമില്ല, ജസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്താൽ മതി. ടൈറ്റിലും വേണ്ട, ഒരു സാധനം വേണ്ട, നോ ഫോർമാറ്റ്. ടൈറ്റിൽ വേണ്ട, ഒന്നും വേണ്ട, ജസ്റ്റ് ഹലോ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ തുടങ്ങാൻ പരിപാടി തീർക്കുക. ഡിസ്ക്രൈബ് ചെയ്യുക, നിങ്ങൾക്ക് എന്തൊക്കെ ആ സ്ഥലത്തിന് പറ്റി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അത് ഡിസ്ക്രൈബ് ചെയ്യുക. ഇനി ഓർമ്മയില്ലെങ്കിൽ എന്താണ് ഉണ്ടാക്കി ഡിസ്ക്രൈബ് ചെയ്യുക. സിമ്പിൾ, ഈസി മാർക്സ് ആണ്, ഇതൊക്കെ കോമഡി മാർക്സ് ആണ്. ജസ്റ്റ് മാർക്ക് തന്നോളും. ഓക്കെ, മാക്സിമം എഴുതി വെക്കുക. എഴുതി വെക്കാതിരുന്നുകൊണ്ട് മാത്രമേ മാർക്ക് മിസ് ആവുള്ളൂ. എഴുതി വെക്കുക മാക്സിമം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ദി പോയം റിവ്യൂ ആണ്. ദ പോയം ഇഫ് ഡിസ്ക്രൈബ്സ് ദി ക്വാളിറ്റീസ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് നീഡഡ് ഫോർ എ പേഴ്സൺ ടു ബിക്കം എ പെർഫെക്റ്റ് മാൻ ഓർ പേഴ്സണാലിറ്റി. റൈറ്റ് എ റിവ്യൂ ഓഫ് ദി പോയം ഫോക്കസിങ് ഓൺ ദി ക്വാളിറ്റീസ് മെൻഷൻ ഇറ്റ്. ഇതെങ്ങനെയാണ് മക്കൾ എഴുതുക? ഒന്നുമില്ല, നിങ്ങൾ ജസ്റ്റ് റിവ്യൂ എഴുതിയാൽ മതി. ഇവിടെയാണ് നിങ്ങളുടെ അപ്രീസിയേഷൻ എന്നുള്ള പോയിന്റ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്രീസിയേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇഫിൽ നിങ്ങൾ പഠിച്ചില്ല, ഞാൻ തന്നിട്ടുണ്ട്. ആ നോട്ട്സ് നിന്ന് കിട്ടുമ്പോൾ കിട്ടും. അതും കൂടി ചേർത്തിട്ട് വേണം എഴുതാം. അപ്പോൾ മെയിൻ തീം വേണം, പോയം എന്താണ്, പോയിട്ട് എന്താ ഉദ്ദേശിക്കുന്നത്, പോയത്തിൻ്റെ ഒരു ബ്രീഫ് സമ്മറി വേണം. ബേസിക്കലി ഒരു അപ്രീസിയേഷനാണ്. അപ്രീസിയേഷനിൽ പറഞ്ഞ പോയിന്റ്സ് നേരെ എഴുതി വെക്കാം. ഓക്കെ, കഴിഞ്ഞു, റിവ്യൂ കഴിഞ്ഞു. ബ്ലർബ്, ലാസ്റ്റ് വണ്ണാണ് ബ്ലർബ്. ബ്ലർബ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ഒരു ബുക്ക് എടുക്കുക, ഒരു നോവൽ വല്ല എടുക്കുക, അതിൻ്റെ മുൻവശത്ത് എന്താണ് നല്ല അടിപൊളി കവറൊക്കെ ഉണ്ടാവും. ബാക്ക് എടുക്കുക, ബാക്ക് തിരിക്കുക, ബുക്ക് തിരിക്കുക. അപ്പോൾ ബുക്ക് തിരിക്കുമ്പോൾ എന്താണ് ആ ഓഥറിനെ പറ്റിയിട്ടും പിന്നെ ആ ബുക്കിൻ്റെ കാര്യങ്ങളെ പറ്റിയിട്ടും എന്താണ് കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാവില്ലേ, അതിനാണ് നമ്മൾ ബ്ലർബ് എന്ന് വിളിക്കുക. ബ്ലർബ് റൈറ്റിംഗ് പരീക്ഷയിൽ അങ്ങനെ ചോദിക്കാറില്ല. ചോദിക്കുകയാണെങ്കിൽ എന്താണ് ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. സിമ്പിളാണ്. പ്രിപ്പയർ എ ബ്ലർബ് യൂസിങ് ദ ഫോളോയിങ് ഹിൻസ്. Blurb is a description of a book on its back cover. It is a brief summary of the book designed for marketing. എന്നിട്ട് എന്താണ് കുറേ ഹിൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ബുക്കിൻ്റെ പേര് ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് ആണ്. നോവൽ എന്താണ് അരുന്ധതി റോയ് ആണ് എഴുതിയത്, ഓതർ. പബ്ലിഷ്ഡ് കൊടുത്തിട്ടുണ്ട്, ലാംഗ്വേജ് കൊടുത്തിട്ടുണ്ട്, അവാർഡ്സ് അദ്ദേഹത്തിന് അവർക്ക് കിട്ടിയത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് എന്താണ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഡെബ്യൂ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നോവൽ എന്നാണ്. പിന്നെ എന്താണ് സ്റ്റോറി ഓഫ് ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്, കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ബുക്കിൻ്റെ ബാക്കിൽ എഴുതാൻ വേണ്ടി ബ്ലർബ് എഴുതണം. സിമ്പിളാണ്. നമുക്ക് ഒരെണ്ണം ജസ്റ്റ് വായിച്ച് നോക്കാം, നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് അതിൻ്റെ ഒരു ഫോർമാറ്റ്. അതിന് ഫോർമാറ്റൊന്നുമില്ല, എല്ലാ ബുക്കിനും ഓരോ പോലെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിന് പ്രത്യേക ഫോർമാറ്റ് ഉണ്ടാവില്ല. ജസ്റ്റ് ഒന്ന് ഒരു സാമ്പിൾ വായിച്ച് നോക്കി നിങ്ങൾക്ക് മനസ്സിലായിക്കോളും എങ്ങനെയായിരിക്കും ഉണ്ടാവേണ്ടത്. ഒരു സാമ്പിൾ വായിക്കാം. ഹിൻസ് തന്നിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്കൊന്നും വിവരമൊന്നും അറിയേണ്ട ആവശ്യമില്ല. ഈ ബുക്കിനെ പറ്റിയിട്ട് ഹിൻഡ് തരും, അത് ഹിൻഡ് തന്നുള്ള വെച്ചിട്ട് എഴുതിയാൽ മതി. In a captivating debut novel, The God of Small Things, ബുക്കിൻ്റെ പേരാണ്, അരുന്ധതി റോയ് takes the readers on a journey through her own childhood experiences, weaving together a vivid and poignant story about a family in Aymanam, Kerala. ബേസിക്കലി ഇവിടെ കൊടുത്തിരിക്കുന്നതാണ് സ്റ്റോറി അബൌട്ട് അവർ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ് ആണ്. ദ നോവൽ എക്സ്പ്ലോസ് ഹൗ സ്മോൾ, അങ്ങനെയൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് അതുകൊണ്ട് എഴുതി വെച്ചാൽ മതി. സാർ ഇത്രയും അടിപൊളി ലാംഗ്വേജിലൊന്നും എനിക്ക് എഴുതാനില്ല, പോയിന്റ് എന്ന് പറഞ്ഞാൽ അർത്ഥം പോലും എനിക്കറിയില്ല സാർ, അപ്പം എന്ത് ചെയ്യണം? അത്രയും വാക്കുകളൊന്നും ഉപയോഗിക്കേണ്ട, സിമ്പിൾ ലാംഗ്വേജിൽ എഴുതിയാൽ മതി. നിങ്ങൾ തന്ന ഹിൻറ്റുകൾ വെച്ചിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക, ആ ബുക്കിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ എഴുതിയാൽ മതി. വായിച്ചു നോക്കാം. വിന്നർ ഓഫ് ദി പ്രസ്റ്റീജിയസ് ബുക്കർ പ്രൈസ്, അതിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് എഴുതാം, വിന്നർ ഓഫ് ദി പ്രസ്റ്റീജിയസ് ബുക്കർ പ്രൈസ് ദിസ് നോവൽസ് എന്ന് എഴുതാൻ അറിയില്ലെങ്കിൽ ഇറ്റ് ഇസ് ഓക്കെ. ദിസ് ബുക്ക് വൺ ദി, അല്ലെങ്കിൽ അരുന്ധതി റോയ് വൺ ദി ബുക്കർ പ്രൈസ് എന്ന് പറഞ്ഞു കൊടുത്താൽ മതി. അത്രേ ഉള്ളൂ, സിമ്പിളായിട്ട് കൊടുത്താൽ മതി. Winner of the prestigious book prize, this novel delves into the complex ways the small moments and events can shape the course of our lives. ഇതിവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്നതാണ് നോവൽ എക്സ്പ്ലോസ് ഹൗ സ്മോൾ ആൻഡ് സീമിംഗ്ലി ഇൻസിഗ്നിഫിക്കൻറ്റ് തിങ്സ് ഷേപ്പ് പീപ്പിൾസ് ബിഹേവിയർ ആൻഡ് ലൈഫ്. അത് അതുപോലെ തന്നെ എടുത്തുകൊണ്ട് കൊടുത്താൽ മതി. ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട ആവശ്യമില്ല. ത്രൂ റോയ്സ് റിച്ച് and prose and vivid stories telling readers will be transported to blah blah. ബുക്കിന് കുറേ ബുക്ക്. The God of Small Things is a masterpiece of modern literature and the novel will stay with you long after you've turned the final page. Basically എന്താ ബുക്കിനത് പൊക്കുക അവസാനത്തേക്ക്. ഓക്കെ, ബാക്കിയുള്ളടുത്ത് ഹിൻറ്റുകൾ വെച്ചിട്ട് എന്ത് ചെയ്യുക, കാര്യങ്ങൾ എഴുതി വെക്കുക. ഓക്കെ, സ്റ്റാർട്ടിങ് നോക്കിക്കോ. ഇൻ എ captivating debut novel, God of Small Things. ഇതൊന്ന് ബൈ ഹാർട്ട് പഠിച്ചു വെച്ചോ. ഇങ്ങനെ സ്റ്റാർട്ടിംഗ് ആണ് പലർക്കും ബുദ്ധിമുട്ട് വരിക. ഇതും ബൈ ഹാർട്ട് പഠിച്ചോ. ഏത് ബുക്കാണെങ്കിലും ഇങ്ങനെ തന്നെ എഴുതിച്ചോ.
ഡെബ്യൂ നോവൽ എന്ന് എല്ലായിടത്തും എഴുതി വെക്കരുത് കേട്ടോ. ഡെബ്യൂ എന്നാണ് പഠിക്കേണ്ട. കാരണം ഇത് അരുന്ധതി റോയിൻ്റെ ഫസ്റ്റ് നോവൽ ആയതുകൊണ്ടാണ് ഡെബ്യൂ നോവൽ എന്ന് പറയുന്നത്. നിങ്ങൾ എല്ലാവരുടെയും കൂടി ഡെബ്യൂ നോവൽ എന്ന് എഴുതി ഇൻ ഹിസ് ക്യാപ്റ്റിവേറ്റിംഗ് നോവൽ ഇത് എന്താണ് വേറൊരാൾ മിസ്റ്റർ എക്സ് ടേക്സ് റീഡേഴ്സ് ഓൺ എ ജേർണി ത്രൂ അതിൻ്റെ തീം പറഞ്ഞു കൊടുക്കുക. അത്രയുള്ള സംഭവം. ക്ലിയർ ആണോ മക്കളെ? സെറ്റ് ആണല്ലോ? അപ്പം ഓക്കെ മക്കളെ, അപ്പം അലൻ സാർ എത്തിയിരിക്കുകയാണ്. ഒരു മിനിറ്റ് അലൻ സാർ 1 മിനിറ്റ് ഉണ്ടാവില്ല. കഥയൊക്കെ പറഞ്ഞു ഞാൻ എടുക്കട്ടെ. ഓക്കെ, അപ്പം 33,000 അടിച്ചു. പിള്ളേരെല്ലാവരും അടിപൊളിയാണ്. ലൈക്കൊക്കെ അലൻ സാറിനെ പൊട്ടിച്ചു. ഞങ്ങൾ 46K ഒക്കെ 47K ആണ്. അത് അലൻ സാർ പറഞ്ഞിടിപ്പിച്ചാണ്, ഞങ്ങളിവിടെ പറഞ്ഞിടിപ്പിക്കാണ്ടാണ്. അപ്പം മക്കളെ, അലൻ സാറിന് ഒരു ചെറിയൊരു ഗ്യാപ്പ് നിങ്ങൾ കൊടുക്കണം. എന്നിട്ട് അലൻ സാർ വന്നിട്ട് ബാക്കിയുള്ള 6 ചാപ്റ്റേഴ്സും പിന്നെ കുറച്ച് ഡിസ്കോഴ്സും കൂടിയുള്ളൂ. അത് വേഗം തീർത്തിരുന്നതായിരിക്കും. നിങ്ങൾ ഓവർ ലേറ്റ് ആയിട്ട് വെക്കാൻ ഇരുത്താൻ ഞങ്ങൾക്കും താല്പര്യമില്ല. അതുകൊണ്ട് വേഗം പഠിപ്പിച്ചു തരുന്നതായിരിക്കും. പക്ഷേ നമുക്ക് ഫുള്ള് തീർക്കണം. ഓക്കെ, അല്ലെങ്കിൽ 80 മാർക്ക് കിട്ടുമെന്നൊക്കെ പറഞ്ഞാൽ അടിച്ചു വിട്ടിൽ നടക്കൂല. ഓക്കെ, അപ്പോൾ നമ്മൾ തീർത്ത കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് റിവ്യൂ ചെയ്യാം. പ്രൊഫൈൽ നമ്മൾ തീർത്തു. ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കണം നോട്ട്സ് കിട്ടുമ്പോൾ. പ്രൊഫൈൽ തീർത്തു, ന്യൂസ് റിപ്പോർട്ട് തീർത്തു, ട്രാവൽ എസ്സേ തീർത്തു, സ്പീച്ച് തീർത്തു, സാലുട്ടേഷനും മറ്റു കാര്യങ്ങളൊക്കെ മതി. നാരേറ്റീവ് തീർത്തു, റൈറ്റപ്പ് തീർത്തു, പാരഗ്രാഫ്, ലൈവ് ഡി റിപ്പോർട്ട്, ഡിബേറ്റ്, ഇൻ്റർവ്യൂ ക്വസ്റ്റൻസ്, റിവ്യൂ, ഡിസ്ക്രിപ്ഷൻ, ബ്ലർബ് എല്ലാം നമ്മൾ തീർത്തു. 7 ചാപ്റ്ററും തീർത്തു, ഇൻക്ലൂഡിങ് 2 പോയം. ഇനി 6 ചാപ്റ്ററും കുറച്ച് ഡിസ്കോഴ്സും കൂടി ബാക്കിയുള്ളൂ. ലെറ്ററും ഇമെയിലും അങ്ങനത്തെ ചെറിയ ചെറിയ ഡിസ്കോഴ്സും കൂടി ബാക്കിയുള്ളൂ. അതും കൂടി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ചാപ്റ്ററും കംപ്ലീറ്റ് പോയംസും കംപ്ലീറ്റ് ഡിസ്കോഴ്സും തീർത്തായിരിക്കും നമ്മൾ കിടന്നുറങ്ങാൻ പോകുന്നത്. കാര്യം മനസ്സിലായി? സൺറൈസ് ഓൺ ദ ഹിൽസ് ഒക്കെ തീർത്തേ, എല്ലാം പഠിപ്പിച്ചു. ബാക്ക് അടിച്ച് നോക്കുക കാണാത്തവരുണ്ടെങ്കിൽ. ഓക്കെ, ഇനി ക്ലാസ് കഴിയുമ്പോൾ നോട്ട്സ് കിട്ടും. വാട്സാപ്പ് കമ്മ്യൂണിറ്റി ഫുള്ളാന്ന് പറഞ്ഞവർ പേടിക്കണ്ട. ലൈവ് കഴിയുമ്പോഴത്തേക്കും പുതിയ കമ്മ്യൂണിറ്റിയിൽ ലിങ്ക് അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ അത് കഴിയുമ്പോൾ ജോയിൻ ചെയ്താൽ യു വിൽ ഗെറ്റ് ദി നോട്ട്സ്. ഡോണ്ട് വരി, കഴിയുമ്പോൾ തന്നെ ജോയിൻ ചെയ്തോ കേട്ടോ. കാരണം ലേറ്റ് ആയി കഴിഞ്ഞാൽ അത് നോട്ട്സ് കിട്ടില്ല. ഓക്കെ, അത്രേ പറയാനുള്ളൂ. ഇനി നമ്മൾ നാളെ രാവിലെ വീണ്ടും കാണും മക്കളെ 7 മണിക്ക്. നമ്മൾ കാണും എന്ന് മാത്രമല്ല, വൈകുന്നേരം 7 മണിക്ക് നമ്മുടെ ശരണ്യാമിസും അതുല്യാമിസും വന്നിട്ട് നിങ്ങൾക്ക് വേണ്ടി അടിപൊളിയായിട്ട് കെമിസ്ട്രിയുടെ ഫൈനൽ മാരത്തോൺ, അതായത് 7 ചാപ്റ്ററേ ഉള്ളൂ. ആ 7 ചാപ്റ്ററിന് എന്തൊക്കെ ചോദിക്കുമോ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളെ പഠിപ്പിച്ചു തരാൻ വേണ്ടി അവർ റെഡിയാണ്. ആകെ നിങ്ങൾ ചെയ്യാനുള്ളത് നാളെ 7 മണിക്ക് നിങ്ങൾ വരിക. നിങ്ങൾ വരുന്നതിനോടൊപ്പം നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനെ കൂട്ടിക്കൊണ്ട് വരിക. ഓക്കെ, അത് നിങ്ങളുടെ കയ്യിലാണ് ഇരിപ്പുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ 33K അടിച്ചു. അല്ല 33K അടിച്ചോ? ഞാൻ ശ്രദ്ധിച്ചില്ല സത്യം പറഞ്ഞാൽ. നമ്മളൊന്നും വിഷയമായില്ല. 30K ക്രോസ് ചെയ്ത് എനിക്ക് തോന്നുന്നു. ഇല്ല 30K അടിച്ചോ നമ്മൾ? ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. എത്രയാണ് നിങ്ങൾ എത്രയാണ് പറഞ്ഞത്? എനിക്ക് അത്രയൊന്നും അടിച്ചെന്ന് തോന്നുന്നില്ല. അത്രയും നമ്മൾ അടിച്ചില്ലെന്ന് തോന്നുന്നു കേട്ടോ. 40K അടിച്ചെന്ന് പറഞ്ഞാൽ അടിച്ചു വിടുന്നുണ്ട് വെറുതെ. 33 അടിച്ചു. 33 അടിച്ചു. 33 അടിച്ചു. നാളെ 33 അടിച്ചാൽ മതിയോ? നാളെ 50. മക്കളെ, നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്യാം. യൂസ്ഫുൾ ക്ലാസ് ആണ്, ഫ്രീ ക്ലാസ് ആണ്, നല്ല സ്നേഹമുള്ള ടീച്ചേഴ്സ് അല്ലേ. ഒന്ന് ഷെയർ ചെയ്യാം. നിങ്ങളെ പോലുള്ള ശരിക്കത്തെ കുട്ടികളെ കൊണ്ടേ നമുക്ക് കാര്യമുള്ളൂ. ഓക്കെ, നമ്മൾ അടിപൊളിയായിട്ട് ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് പഠിക്കാം. മക്കളെ, അലൻ സാർ നിങ്ങൾക്ക് വേണ്ടി വീണ്ടും വന്നിരിക്കുക. 2 മണിക്കൂറല്ല 2.25 മണിക്കൂർ അവിടെ പഠിപ്പിച്ചിട്ട് നേരെ ഇറങ്ങി വന്നിരിക്കുകയാണ് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി. അപ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി, ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, 100% ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ റെഡിയാണ്. ഒരു സംശയമില്ല. നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും ബെസ്റ്റ് നോട്ട്സ് ആയിക്കോട്ടെ, എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, ഏറ്റവും സിമ്പിളായിട്ട് പോയി എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിക്കോട്ടെ, ഞങ്ങൾ റെഡിയാണ്. നിങ്ങൾ ജസ്റ്റ് ഇരുന്നാൽ മതി, വേറെ പണി എടുക്കണ്ട. ഓക്കെ, അത് കെമിസ്ട്രി ആയിക്കോട്ടെ, അതിനുശേഷം മാത്സ് ആയിക്കോട്ടെ, ഫിസിക്സും ബയോളജിയും എല്ലാ സബ്ജക്റ്റിനും ഏറ്റവും ബെസ്റ്റ് ക്ലാസ് ആയിരിക്കും ഞങ്ങൾ പ്രോമിസ് ചെയ്യുന്നത്. യൂട്യൂബിലൂടെ ഫ്രീ ആയിട്ട്. കെമിസ്ട്രി നാളെ സെറ്റ് ആട്ടോ. ഓക്കെ, അപ്പോൾ അലൻ സാറിനെ ലീവ് ചെയ്തിട്ട് ഞാൻ പോവാണ്. അലൻ സാർ അടിപൊളി പെട്ടെന്ന് പഠിപ്പിച്ചു. ഞാൻ മാക്സിമം പെട്ടെന്ന് പഠിപ്പിച്ചു. എനിക്ക് നിർത്തണമെന്നുണ്ട്, നിങ്ങൾക്ക് നിർത്തണമെന്നുണ്ട്. നമുക്ക് ഒരുമിച്ച് പെട്ടെന്ന് പഠിച്ചെടുക്കാം. പക്ഷെ മാർക്ക് കിട്ടുന്ന പോലെ നിർത്തുള്ളൂ. ഓക്കെ, റെഡി. എന്നിട്ട് നാളെ 6 മണിക്ക് ബൂസ്റ്റർ കണ്ടില്ലേ? 7 മണിക്ക്. ബൈ ബൈ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, അപ്പോൾ അലക്സ് സാർ പോയിട്ട് നമുക്ക് വേഗം ചെയ്യാം. അലക്സ് സാർ ഒരു തവള എന്തെങ്കിലും കിട്ടണമെന്നല്ലായിരുന്നു. വേണ്ട, ഞാൻ തന്നെ റെഡിയാക്കി തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങാം. അതിന് മുമ്പ് നമുക്ക് ഈ ഐപാഡ് ഒന്ന് വൃത്തിയാക്കട്ടെ. നമുക്കൊരു പുതിയ ഫ്രഷ് പേജ് എടുക്കുന്ന പോലെ അലൻ സാർ എന്ത് ചെയ്യുന്നു, ഐപാഡ് ഒന്ന് തുടക്കട്ടെ. ഓക്കെ, റെഡി, അടിപൊളി. സോ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം മക്കളെ. അലക്സാറിന്റെ പോർഷൻസ് പറഞ്ഞു തന്നു. ഇനി എനിക്ക് ഏകദേശം അത്ര തന്നെ ചാപ്റ്റേഴ്സ് ഉണ്ട്. ഞാൻ പറഞ്ഞത് എന്തൊക്കെയാണ് ഇനി ബാക്കിയുള്ളത് കേട്ടോ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം, വേഗം തീർത്തരാം. അത് അലൻ സാറിന്റെ ചാപ്റ്റർ അത്യാവശ്യം സിമ്പിളാണ്. അലൻ സാറിന് പഠിപ്പിക്കാനുള്ള ഞാൻ ഒന്ന് മാർക്ക് ചെയ്യാം. ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് പഠിക്കാനുണ്ട്, പിന്നെ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്, ഡെത്ത് ദ ലെവലർ, പിന്നെ ട്രിപ്പ് ഓഫ് ലെഹോർല ആൻഡ് സെറാങ് ഓഫ് രണഗഞ്ചി ഇതും. ഓക്കെ, ഇത്രയും സാധനങ്ങളാണ് പഠിക്കാനുള്ളത്. അപ്പോൾ അലൻ സാർ വേണമെങ്കിൽ ഈ PPT ഒന്ന് ചെറുതാക്കി തരാം. ഓക്കെ, ഒന്ന് ഞാൻ ചെറുതാക്കാണ്, നിങ്ങൾക്ക് എല്ലാവരും കൂടി കാണാൻ പറ്റുന്ന പോലെ ആക്കി തരാം. ഓക്കെ,
അപ്പോൾ കുറച്ചുകൂടി വൃത്തിയായിട്ട് എല്ലാവരും കാണാൻ പറ്റി. ഇവിടെ അവസാനം വരെ കാണാം, എല്ലാ സാധനമുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഡിസ്കോഴ്സ്, നിങ്ങൾക്ക് ലെറ്റർ റൈറ്റിംഗ്, ലെറ്റർ ഫോർമൽ ഇൻഫോർമൽ എല്ലാം പഠിക്കാനുണ്ട്, കോൺവെർസേഷൻ പഠിക്കാനുണ്ട്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, ഇമെയിൽ സംഭവങ്ങളും പിന്നെ കുറേ ബോറടിക്കുന്ന സാധനങ്ങളൊക്കെ ഞാൻ പഠിപ്പിച്ചുതരാം. ഓക്കെ, സെറ്റാണല്ലോ, വേഗം പഠിപ്പിച്ചുതരാം. നമുക്ക് സമയമില്ല. പിന്നെ നിങ്ങൾക്കറിയാലോ +1 ക്രിസ്മസ് എക്സാം എന്ത് പഠിക്കണം, ഞാൻ വീണ്ടും പറയാണ്. ചാപ്റ്റേഴ്സ് ആദ്യത്തെ 4 യൂണിറ്റ് പഠിക്കണം. ഡിസ്കോഴ്സ് 56 മാർക്കിനുണ്ട്. 56 മാർക്ക് ഡിസ്കോഴ്സും 13 മാർക്ക് ചാപ്റ്ററിന് നേരെ. മക്കളെ ഇന്ന് മൊത്തം എല്ലാം കൂടി 69 മാർക്ക് നിൽക്കുന്നുണ്ട്. 69 മാർക്സാണ് മൊത്തം നിങ്ങൾ ഇന്ന് പഠിക്കും. നോട്ട്സിന് വേണ്ടിയുള്ള പുതിയ ലിങ്ക് വന്നിട്ടുണ്ട്, വേഗം ജോയിൻ ചെയ്യാം കേട്ടോ. അലക്സാറിൻ്റെ ഇതല്ലാണ്ട് കുറേ സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. അലൻ സാർ നാളെ രാവിലെ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇൻഡയറക്റ്റ് എടുക്കും. ബാക്കി എല്ലാ കാര്യങ്ങളും ഇന്ന് എടുത്തു തരും കേട്ടോ. ബാക്കി എല്ലാം ഇന്ന് എടുത്തു തരും. നാളെ രാവിലെയാണ് നിങ്ങൾക്ക് ഡയറക്റ്റ് ഇൻഡയറക്റ്റ്, കാരണം ഗ്രാമർ ആയുണ്ട്. ഓക്കെ, റെഡി? അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. മകളെ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് വെച്ചാൽ 4 വാക്കെന്ന് പറഞ്ഞേ, 2 വരി പറയാൻ പറ്റില്ല, അതേപോലെ 4 വാക്ക്. ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറയുമ്പോൾ മനുഷ്യൻ വല്ലതും പറക്കാൻ പോകുന്നതാണോ? അല്ല. ഇവിടെ ഹിസ് എന്ന് പറയുമ്പോൾ ആരാണ്? ഹിസ് എന്ന് പറയുമ്പോൾ യങ് സീകൾ. എന്ത് പക്ഷിയാണ്? സീകൾ. ഓക്കെ, സീകൾ. യങ് സീകളുടെ ഒരു സ്റ്റോറിയാണ് ലിയം ഓഫ് ഫ്ലഹർട്ടി എഴുതുന്നത്. ഓക്കെ, ലിയം ഓഫ് ഫ്ലഹർട്ടി ഓർത്ത് വെക്കുക. വെരി ഗുഡ്. ഒരു യങ് സീകൾ ഉണ്ട്. ആ സീകൾ എന്താണ് ചെയ്യുന്നത്? സീകളിന് പറക്കാൻ അറിയില്ല, സീകളിന് പറക്കാറില്ല. ആ സീകള് പറക്കാൻ തുടങ്ങുന്ന കഥയാണ് പറയുന്നത്. ഓക്കെ, ഞാൻ വളരെ ഷോർട്ടായിട്ട് ക്യാരക്ടേഴ്സിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. നമ്മുടെ സീകളാണ് സ്ഥലം കക്കാ കക്കാ എന്ന് പറഞ്ഞ സീകളുണ്ട്. ഓക്കെ, യങ് സീകളുണ്ട്. യങ് സീകൾ നമ്മൾ വിളിക്കുന്നത് ചെറിയ ആളാണ് കേട്ടോ, ചെറിയ ആളാണ്, പക്ഷെ ഓവർ ചെറുതൊന്നുമല്ല. ഓക്കെ, മെയിൻ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്? മെയിൻ ക്യാരക്ടറാണ് നമ്മുടെ യങ് സീകൾ. ഇനീഷ്യലി സ്കെയർഡ് ഓഫ് ഫൈനിങ്, ഇവൻച്വലി ഓവർകംസ് ഇറ്റ്. ആദ്യം പേടിയായിരുന്നു, പക്ഷെ എന്താണ് ഇത് മക്കളെ, ഞാൻ നിങ്ങളുടെ AI പോലെയാണ്. നിങ്ങൾ ആവശ്യമുള്ള സാധനം ഞാൻ അങ്ങനെ സിമ്പിളായിട്ട് തരും. ഓക്കെ, ഇനീഷ്യലി സ്കെയർഡ് ഓഫ്, ആദ്യം പേടിയാണ്, പിന്നെന്താണ് ഓവർകം ചെയ്യും. അവസാനം ഓവർകം ചെയ്യുമല്ലോ. ചെയ്യുന്ന ഉറപ്പുള്ളവരൊക്കെ ഒന്ന് ഫയർ ഇമോജിട്ട്. മദർ, നമ്മുടെ യങ് സീകളുടെ അമ്മ ഉണ്ടാവും. അമ്മയാണ് നമ്മുടെ മെയിൻ റോളായിട്ട് പ്ലേ ചെയ്യുന്ന മോട്ടിവേറ്റർ. ഓക്കെ, അമ്മ ഒരു മീൻ കഷ്ണം അടുത്ത് കൊണ്ടുവരുന്ന മോനെ പിടിച്ചോ എന്ന് പറയുമ്പോൾ ഇവൻ കയറി ചാടി വീഴും, എന്നിട്ട് പറക്കാൻ തുടങ്ങും. അങ്ങനെയാണ് സംഭവം. കീ മോട്ടിവേറ്റർ, ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്ത ആളാണ്. യൂസ് ടഫ് ലവ് ടു എൻകറേജ്. മക്കളെ ഈ ടഫ് ലവ് എന്നുള്ള വാക്കൊക്കെ നോട്ട് ചെയ്തോ കേട്ടോ. ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് പറയുന്നത്. മക്കളെ ഈ ടഫ് ലവ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ പേരൻസിന് നമ്മളോട് ഇഷ്ടമുണ്ടെങ്കിലും അത് സ്നേഹം കൊണ്ട് ഇങ്ങനെ, മോനെ നീ അങ്ങനെ പേടിക്കേണ്ട, നീ ഇങ്ങനെ ചെയ്യണം, അല്ലാണ്ട് കുറച്ച് സ്നേഹത്തോടെ അല്ലാണ്ട് പറയില്ലേ. ഇഷ്ടമാണ് നമ്മളെ, പക്ഷെ ചീത്തയൊക്കെ പറയില്ലേ, അതിനെ വിളിക്കും ടഫ് ലവ്. ഓക്കെ, ഒന്ന് കംപ്രസ് ചെയ്തേക്കോ. താങ്ക് യു. ഓക്കെ, ഇനി അച്ഛനുണ്ടാ, അച്ഛൻ സപ്പോർട്ട് ചെയ്തു, എൻകറേജ് ചെയ്തു, വലിയ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല, വലിയ റോളൊന്നുമില്ല അച്ഛൻ പറയാലോ. പിന്നെ സിബ്ലിങ്സ് ഉണ്ട്, 2 ബ്രദേഴ്സും ഒരു സിസ്റ്റർ ഉണ്ട്. അവർ ഓൾറെഡി പറക്കാൻ പഠിച്ചു. അതാണ് നാണക്കേട്. ഞാൻ വളരെ സിമ്പിളായിട്ട് ഫോട്ടോ വെച്ചിട്ട് കളിച്ചത്, ഇമേജ് വെച്ചിട്ടാണ്. അലൻ സാർ ഫുൾ സ്റ്റൈലിലാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ ഒരിക്കലും മറക്കൂല. ആ ലൈക്ക് ഒരു 50,000 ആക്കാം. ദ ഫിയർ ഓഫ് ഫ്ലൈയിങ്, ഫസ്റ്റ് പാർട്ട് ഞാൻ പറഞ്ഞുതരാം. The story begins with a young seagull alone on a ledge. ലെഡ്ജ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഒരു ക്ലിഫ്, ഒരു അറ്റത്ത്, ഒരു മൗണ്ടൻ്റെ ക്ലിഫിൽ അറ്റത്ത് ഇങ്ങനെ നിൽക്കുകയാണ് തന്നെ. പേടിയാണ്, പറക്കാൻ പേടിയാണ്. കാരണം എന്താ? പറക്കുമ്പോൾ എന്താണ്, വിങ്സ് ഹാൻഡിൽ ചെയ്യില്ല. ഇങ്ങനെ ഞാൻ നിങ്ങളോട് പറയണം, നാളെ പറക്കാൻ പറഞ്ഞാൽ നിങ്ങൾ പറക്കോ? ഇല്ല സാറേ, ഞാൻ കൈ കൊണ്ടാക്കി ഒന്നും ആവില്ല എന്ന്. അതേപോലെയാണ്. വെരി ഗുഡ്. ഒരാൾ ഫെയിൽ ടു മസ്റ്റർ അപ്പ് ഹിസ് കറേജ്, ധൈര്യം കൊണ്ടുവരാൻ പറ്റിയില്ല, അയാൾ പേടിച്ചു പോയി. ഓക്കെ, ഹിസ് സിബ്ലിങ്സ് ആർ ഓൾറെഡി ഫ്ലോൺ. ഇതാ നമുക്ക് കാണാൻ പറ്റും സിബ്ലിങ്സ്, സിസ്റ്റേഴ്സും ബ്രദറും ഉണ്ട്. അവരെന്താണ് ഓൾറെഡി പറക്കാൻ തുടങ്ങി. ഇയാൾക്ക് പേടി, നാണക്കേട് അല്ലേ? ഡിസ്പൈറ്റ് ഹിസ് ഫാമിലീസ് എൻകറേജ്മെന്റ്, ഫാമിലി എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കുക, ആളെ പറക്ക്. പക്ഷേ സ്കോൾഡിങ്, ചീത്തയും പറഞ്ഞതിൻ്റെ ഇടയ്ക്ക് ആളെ പറഞ്ഞില്ലെങ്കിൽ ഭക്ഷണം തരില്ല എന്ന് പറഞ്ഞു. ഹീ കുഡൻ മസ്റ്റർ അപ്പ് ദ കറേജ്. ദ നോട്ട് ചെയ്ത വെരി ഇമ്പോർട്ടൻറ്റ്, ഹീ കുഡൻ മസ്റ്റർ അപ്പ് ദ കറേജ്. മസ്റ്റർ എന്ന് പറഞ്ഞാൽ കളക്ട് കേട്ടോ, മസ്റ്റേഡ് അല്ല, മസ്റ്റർ അപ്പ് കറേജ്. ഇങ്ങനെ പ്ലിങ് ആയിട്ട് നിൽക്കുക കേട്ടോ, ഇങ്ങനെ പ്ലിങ് ആയി നിൽക്കുക. സംഭവം റെഡിയാലോ? ഇതാണ് സീൻ 1. സീൻ 2 എന്താണ്? ഐസൊലേഷൻ ആൻഡ് ഹങ്കർ. തന്നെ ഇരിക്കുകയാണ് ആൻഡ് വിശന്നിരിക്കുകയാണ്. ഓക്കെ, ആഫ്റ്റർ 24 hours ഓഫ് ഐസൊലേഷൻ. മക്കളെ, അമ്മ ഇതിൽ പറയുന്നുണ്ട്, നമ്മുടെ സീകളുടെ അമ്മ പറയാണ്, നീ വന്നില്ലെങ്കിൽ നിനക്ക് ഭക്ഷണം കിട്ടൂല, ഞങ്ങൾ തരാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. ഇത് ചെറുപ്പക്കാലല്ല, നിനക്ക് സ്വന്തം ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ 24 മണിക്കൂർ ഭക്ഷണം കഴിക്കാണ്ട് ഇങ്ങനെ അവശനായി ഇങ്ങനെ ഇരിക്കുമ്പോൾ ദ സീഗൾ ഫെൽറ്റ് ഇൻറ്റൻസ് ഹങ്കർ ആൻഡ് ഡെസ്പറേഷൻ. അവിടെ ഇരിക്കുന്ന ചെളിയും മണ്ണും എന്തോ എഗ് ഷെൽസ് മുട്ടത്തോടൊക്കെ കഴിക്കാൻ തുടങ്ങി. ഹി ഒബ്സർവ്ഡ് ഹിസ് ഫാമിലി മാസ്റ്ററിങ് ഫ്ലൈറ്റ് ആൻഡ് ഹണ്ടിങ് ഫോർ ഫുഡ്. ഫാമിലി ആണെങ്കിൽ അവിടെ മാസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുക. എന്താണ്? ഫ്ലൈയിങ്ങും ഹണ്ടിങ്ങും എല്ലാം പഠിച്ചുകൊണ്ടിരിക്കുക. ഹണ്ടിങ് എന്ന് പറയുമ്പോൾ ഫിഷിനെ പിടിക്കുക കേട്ടോ. വിച്ച് ഇൻറ്റൻസിഫൈഡ് സാരി. മക്കളെ, നമ്മൾ ഇവിടെ ഇരുന്ന് വിശക്കുമ്പോൾ വേറെ ഒരുത്തൻ അവിടെ നിന്നൊരു ഷവർമ കഴിക്കുമ്പോൾ കുറച്ചുകൂടി വിശപ്പ് കൂടൂലേ, കൊതിയാവൂലേ? അതാണ് സംഭവം. അത് കാണുമ്പോൾ ഇയാൾക്കും വിഷമമായി. ഹിസ് ഹങ്കർ ലെഡ് ഹിം ടു ദ സെർച്ച് ഓഫ് ഫുഡ് സ്ക്രാപ്സ് ഓൺ ദ ലെഡ്ജ് ഹൈലൈറ്റിംഗ് ഹിസ് ഡെസ്പറേഷൻ. മക്കളെ, ഈ ലെഡ്ജിൽ ഇവിടെയുള്ള കുറച്ച് മുട്ടത്തോടും ഈ മണ്ണും കല്ലൊക്കെ കഴിക്കാൻ തുടങ്ങി. ഓക്കെ, അതൊക്കെ അന്വേഷിക്കാൻ തുടങ്ങി. എന്തെങ്കിലും കിട്ടുകയാണ്. നമ്മളൊരു ബിസ്ക്കറ്റിൻ്റെ ഒരു പാക്കറ്റ് കഴിക്കുമ്പോൾ അവസാനം ഒന്നുമില്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യും? ആ ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റിലെ പൊടിയൊക്കെ
നക്കി വാക്യൂം ഒക്കെ ചെയ്തെടുക്കില്ലേ, അതേ സംഭവം തന്നെ. ഓക്കെ, ഡിലെമ്മ എന്ന് പറയുമ്പോൾ കൺഫ്യൂഷൻ. എന്താണ് കൺഫ്യൂഷൻ നോക്കാം. ദ സീഗൾ സ്ട്രഗിൾ വിത്ത് ഫൈൻഡിങ് എ വേ ടു ജോയിൻ ഹിസ് ഫാമിലി വിത്തൗട്ട് ഫ്ലൈ. അപ്പോൾ നമ്മുടെ സീഗൾ ഇവിടെ നിൽക്കുകയാണ്, അപ്പുറത്തെ ക്ലിഫിൽ അമ്മയും എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ പറക്കാണ്ട് വേറെ വഴിയില്ല, ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകണേ പറക്കാണ്ട് വഴിയില്ല, ഇങ്ങനെ കൺഫ്യൂഷനായി നിൽക്കുക, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം എന്താ ചെയ്യുക, പറക്കാണ്ട് വേറെ വഴി ഉണ്ടോ എന്ന് നോക്കുകയാണ്. He consider various impossible options like walking along the cliff. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നടക്കാൻ പറ്റുമോ, പറ്റൂല. Indicating his deep fear of flying. പറക്കാണ്ട് എങ്ങനെയെങ്കിലും അവിടെ എത്തിയാൽ മതി എന്നായിരുന്നു. His family, particularly his mother, watched him but didn't listen, adding to his helplessness. മക്കളെ, ഈ യങ് സീകൾ അവിടുന്ന് കക്കാ എന്ന് പറയുന്നുണ്ട്, ടെക്സ്റ്റ് ബുക്കിലേക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നിട്ട് ക്രൈങ് ശ്രില്ലി എന്ന് പറയും, ഇവിടെ നിന്നിട്ട് കരയാണ്. പക്ഷെ അമ്മ മൈൻഡ് ചെയ്തില്ല, അമ്മ പോയി പണി നോക്കാൻ പറഞ്ഞു, വേണേ വാന്ന് പറഞ്ഞു. ഓക്കെ, അമ്മ അങ്ങനെ അതാണ് പറഞ്ഞത്. ഓക്കെ, റെഡി സെറ്റ്, അതാണ് സംഭവം. ഇനി ഫസ്റ്റ് അറ്റംപ്റ്റ്. ഓക്കെ, ഫസ്റ്റ് അറ്റംപ്റ്റ് എന്താണ്, എക്സാമിൻ്റെ ആണോ? അല്ല. ഇൻ ആൻ അറ്റംപ്റ്റ് ടു ഗെറ്റ് അറ്റൻഷൻ. ഓക്കെ, അമ്മമാർ അവസാനം സോഫ്റ്റ് ആണല്ലോ, അമ്മമാരെ ഒന്ന് സോപ്പിട്ട വീഴുന്ന ആൾക്കാരാണല്ലോ. സീകൾ പ്രിറ്റൻഡഡ് ടു സ്ലീപ്പ് ഓൺ ദി എഡ്ജ് ഓഫ് ദ ലെഡ്ജ്. ഓക്കെ, ഒരു കാലം ഇങ്ങനെ വെച്ചിട്ട് ഒരു കാല് പൊക്കി വെച്ച് ഒരു കാലം ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കിടന്നുറങ്ങുക. ഞാൻ ഉറങ്ങി എന്നുള്ളത്, എനിക്ക് വിശപ്പൊന്നുമില്ല, ഉറങ്ങിയെന്ന്. അപ്പോൾ ആരെങ്കിലും ഭക്ഷണം കൊണ്ട് വരുന്നു വിചാരിച്ചിട്ട്, എക്സെപ്റ്റ് ഫോർ ഹിസ് മദർ. ഓക്കെ, അപ്പോൾ എന്താണ്, ഹിസ് ഫാമിലി സീംഡ് ഇൻഡിഫറൻറ്റ് എന്ന് പറഞ്ഞാൽ വലിയ മൈൻഡൊന്നും ചെയ്തില്ല. ഫാമിലി ആരും മൈൻഡ് ചെയ്തില്ല, എക്സെപ്റ്റ് ഫോർ ഹിസ് മദർ ഹു കെപ്റ്റ് an eye on him. അമ്മയായതുകൊണ്ട് ഒരു സ്നേഹം കൊണ്ടൊന്നിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. ദിസ് സെക്ഷൻ അണ്ടർസ്കോർസ് എന്താണ്, ഹിസ് ഇൻക്രീസിങ് ഡെസ്പറേഷൻ. ഓക്കെ, നമ്മുടെ ഒരു ആർത്തി, നമ്മുടെ ആ വിശപ്പിൻ്റെ അവസ്ഥ ഫീൽ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കാണിക്കുന്നത്. ഓക്കെ, ഇനി എന്താണ് സംഭവിക്കുന്നത്, ദ ലീപ്പ് ആൻഡ് ട്രയംഫ്. ലീപ്പ് എന്ന് പറഞ്ഞാൽ ആ ചാട്ടവും, ട്രയംഫ് എന്ന് പറഞ്ഞാൽ സക്സസ്. ഓക്കെ, ട്രയംഫ് എന്ന് പറയുമ്പോൾ സക്സസ്. അലൻ സാർ എന്താ ചൂട് ഹോർലിക്സ് എത്തി, നാളെ രാവിലെ ബൂസ്റ്റർ ലൈവ് ഉണ്ട്, ഇതല്ല, ഇത് ഹോർലിക്സ് ആണ്. ഡ്രിവൺ ബൈ ഹങ്കർ. ഇത് ശ്രദ്ധിച്ചോ മക്കളെ, ഹങ്കറിനെ നമ്മളെ ഡ്രൈവ് ചെയ്യാൻ പറ്റും ഇല്ല. സി, ഡ്രിവൺ ബൈ മാഡ്നസ് എന്നൊക്കെ പറയും. നമ്മുടെ വിശപ്പ് കാരണം എന്ന് ഉദ്ദേശിക്കുന്നത്. ഡ്രിവൺ ബൈ ഹങ്കർ, വിശപ്പ് കാരണം എന്താ സംഭവിച്ചത്, ദ സീഗൾ ലീപ്ഡ് എന്നല്ല പറയാം, ലീപ്ഡ് ആണ് സംഭവം, പക്ഷേ ലീപ്പ് ചെയ്തു, ഇവിടെ നിന്ന് ചാടി. അല്ല, ഇത് അമ്മ ഇവിടെ നിന്ന് കൊതിപ്പിച്ചു. ഓക്കെ, അമ്മ ഇവിടെ വന്നിട്ട് ഇങ്ങോട്ടേക്ക് ഇതാ ഈ മീൻ കഷ്ണം നീ എടുത്തോ എന്ന് പറഞ്ഞ് ഇങ്ങനെ വന്ന് കൊതിപ്പിച്ചു. അപ്പോൾ എന്ത്, വിശപ്പ് കാരണം, മാഡൻഡ് ബൈ ഹങ്കറിന് ടെക്സ്റ്റ് ബുക്കിൽ എടുത്തിട്ടുണ്ട്. മാഡൻ, വട്ടായി, ഭ്രാന്തായി വിശപ്പ് കാരണം സീഗൾ ലീപ്ഡ് ടുവേർഡ്സ് എ പീസ് ഓഫ് ഫിഷ് ഇൻ ഹിസ് മദർ. അമ്മ നൈസായിട്ട് ആ ലീപ്പ് ചെയ്ത് ഇങ്ങനെ വരുമ്പോൾ അമ്മ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ താഴേക്ക് വീണു. ഹി എക്സ്പീരിയൻസ് ദ മൂമെന്റ് ഓഫ് ടെറർ. ഒരു നിമിഷം ടെറർ സീനായിരുന്നു, ഫോളോഡ് ബൈ എക്സിലറേഷൻ ഓഫ് ഫ്ലൈറ്റ്. ആ ടെൻഷനൊക്കെ ഒഴിച്ചിങ്ങനെ ചെസ്റ്റിലേക്ക് കാക്കറ്റ് കടിക്കുന്ന ഭയങ്കര പേടിയാവുന്ന അങ്ങനെ സംഭവം. ഓക്കെ, റെഡി, എനിക്ക് കിട്ടി. മിസ്സിന്റെ ഹോർലിക്സിലൊക്കെ വന്നതാ? അല്ല, എനിക്ക് വേണ്ടി ഉണ്ടാക്കി. മിസ്സിനെ കാണുന്നില്ല. ഇതാ മിസ്സിന്റെ ബയോളജി എക്സാമിന് എല്ലാവരും വരാൻ പറയണം കേട്ടോ. യെസ്, അപ്പം നമ്മുടെ ഈ സാധനം അമ്മ വന്നിട്ട് ഇങ്ങനെ പറ്റിക്കാൻ വന്നു. അപ്പോൾ ഇയാൾ ചാടി, എന്നിട്ട് ഇവൻ ചാടിയപ്പോൾ പേടിച്ചു, അയ്യോ അമ്മേന്ന് പറഞ്ഞു. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ തന്നെ പറക്കാൻ തുടങ്ങി. ഓക്കെ, കാറ്റൊക്കെ കുഞ്ഞു പിള്ളേരെയൊക്കെ ജനിച്ചപ്പോ തന്നെ സ്വിമ്മിംഗ് പൂളിൽ ഇടണം അല്ലേ, അപ്പൊ അവരൊറ്റയ്ക്ക് നീന്താൻ. അവർക്ക് കുറച്ചുകൂടി വേറെ തന്നെ സാധനമല്ലോ. ഓക്കെ, മിസ്സിന്റെ പിള്ളേരെടുത്ത്, മിസ്സിന്റെ കുട്ടിയാകുമ്പോൾ നമുക്ക് എടുത്തിട്ട് സ്വിമ്മിംഗ് പൂളിൽ ഇടാം, അല്ലേ, നമുക്ക് എക്സാമിനർ സ്വിമ്മിംഗ് പൂളിൽ ഇടാം. ഓക്കെ, അപ്പം ഇതാ നമ്മൾ എന്നിട്ട് അങ്ങനെ അടിപൊളിയായിട്ട് പറക്കുന്നു. അങ്ങനെ നമുക്ക് കുട്ടിയെടുത്ത് പറപ്പിച്ചാലോ? ഉറപ്പാണ്. അത് തന്നെയായിരുന്നു ഈ സീകളുടെ പ്രശ്നം. അവസാനം പറന്നപ്പോ പറഞ്ഞു, ഇങ്ങ് വീണപ്പോ പറഞ്ഞു, ചിറകൊക്കെ എന്തിനാ. ദ ഫൈനൽ സെക്ഷൻ ഡെപിക്ട്സ് ഹിസ് ട്രാൻസ്ഫോർമേഷൻ ഫ്രം ഫിയർ ടു ജോയ് ബ്ലാബ്ലി ബ്ലൂ. എന്റെ ഫാമിലി ആയിട്ട് സെലിബ്രേറ്റ് ഇത്ര സംഭവം. ഇല്ലല്ലോ, നമ്മളിപ്പോ നല്ല സിനിമ കാണാൻ പോയ പേടി ഉണ്ടാവോ? നമ്മളിപ്പം എന്തെങ്കിലും റോളർ കോസ്റ്ററിലൊക്കെ പോയാൽ ചിലവർക്ക് ഇഷ്ടാവല്ലേ, എല്ലാവർക്കും പേടിയുണ്ട്. എല്ലാ സാധനം ആദ്യം ചെയ്യുമ്പോൾ പേടി ഉണ്ടാവോ? ആദ്യം ചെയ്യുമ്പോൾ എന്താണ് പേടി ഉണ്ടാകാത്ത? മിസ് പോയിക്കോ, എനിക്ക് കുറേ പഠിപ്പിക്കാനുണ്ട്. ഓക്കെ, ഇനി ചാപ്റ്റർ മനസ്സിലായല്ലോ. ഈ ചാപ്റ്ററിന്റെ തീം എന്താണ്? ഓവർകമ്മിങ് ഫിയർ. ആരുടെ ഫിയർ? എൻ്റെ ഫിയർ അല്ല, യങ് സീകളുടെ പറക്കാനുള്ള ദ ഫിയർ ഓഫ് ഫ്ലൈയിങ് ഓവർകം ചെയ്യുന്നു. ഓക്കെ, ക്യാരക്ടർ സ്കെച്ച് പറഞ്ഞത് യങ് സീകളിനെ പറ്റി ഒരു ക്യാരക്ടർ സ്കെച്ച് എഴുതാൻ പറഞ്ഞാൽ നിങ്ങളിങ്ങനെ വരച്ച് വെക്കരുത് കേട്ടോ. നോക്കിയേ, പോയിന്റ്സ് പറഞ്ഞുതരാം, ഞാൻ പറഞ്ഞുതരാം, അത് കഴിഞ്ഞിട്ട് ഞാൻ അതിന് ക്യാരക്ടർ സ്കെച്ച് തരാം. നോട്ട്സിൽ എല്ലാം ഉണ്ട്, നിങ്ങൾ ഇനി വേറെ എവിടെയും പോകണ്ട, ഇത് നോക്കിയാൽ മതി. ഓക്കെ, മെയിൻ ക്യാരക്ടർ ഓഫ് ദ സ്റ്റോറി, അതിനെ നമ്മൾ പ്രൊട്ടാഗോണിസ്റ്റ് എന്ന് പറയും. എന്താണ് പ്രൊട്ടാഗോണിസ്റ്റ്? നമ്മൾ ഈ ഹീറോ എന്നൊക്കെ പറയില്ലേ, ഇംഗ്ലീഷിൽ ശരിക്കും പ്രൊട്ടാഗണിസ്റ്റ് എന്ന് പറയും. ഓക്കെ, വെരി സ്കെയർഡ് ടു ട്രൈ ഫ്ലൈ. പറക്കാൻ വേണ്ടി പേടിയാ. സ്റ്റേസ് അലോൺ ഓൺ എ ക്ലിഫ്, ടു സ്കെയർഡ് ടു. ഒരു ക്ലിഫിൽ, ഒരു മലമുകളിലെ അറ്റത്ത് തന്നെ നിൽക്കണം, പേടിയാണ്. വാച്ചസ് ഹിസ് ഫാമിലി ഫ്ലൈ വിത്തൗട്ട് ഹിം, ഗെറ്റ്സ് വെരി ഹംഗ്രി, ഭയങ്കര വിശപ്പായി. പിന്നെ വാണ്ട്സ് ടു ഫ്ലൈ, പറക്കണം എന്നുണ്ട്, പക്ഷെ അറിയില്ല എങ്ങനെയാണെന്ന്. ഫൈനലി ജംപ്സ് ഫോർ ഫുഡ് വെൻ ഹിസ് മോം ഹെൽപ്സ്. അമ്മ വന്ന് കൊതിപ്പിച്ചപ്പോൾ വന്ന് ചാടി. ഇനി എന്താണ്?
മോയെ അതന്നെ, ഇത് മോയാണ്, ഫുൾ മോയാണ്. ലേൺസ് ടു ഫ്ലൈ ആൻഡ് ഫീൽസ് ഹാപ്പി ആൻഡ് പ്രൗഡ്. അവസാനം പറഞ്ഞിട്ട് ഹാപ്പിയായി സന്തോഷമായി സെറ്റ്, ഇത്രയുള്ള സംഭവം. പൊട്ട കഥ, പക്ഷെ നല്ല കഥ. ഓക്കെ, ക്യാരക്ടർ സ്കെച്ച് ഞാൻ ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ട് അത് വെച്ചിട്ട് ഞാൻ ഡീറ്റെയിൽസ് വെച്ചിട്ട് ക്യാരക്ടർ സ്കെച്ച് കൊടുത്തിട്ടുണ്ട്. നോട്ട്സ് കിട്ടുമ്പോൾ ചെയ്യാം. മക്കളെ, ഇത് ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കസ് ചെയ്യാനായിട്ടൊന്നുമില്ല, വളരെ സിമ്പിളാണ്. ഇനി നിങ്ങളോട് പറയാനുള്ളത് നോക്കിയാൽ ഇത് മാത്രം നോക്കൂ കേട്ടോ. ഇതൊരു നല്ലൊരു ക്വസ്റ്റ്യനാണ്. ഡു യു തിങ്ക് ദ ബേർഡ്സ് പാരൻസ് ലവ്ഡ് ഹിം? ആ യങ് സീകളുടെ അച്ഛനും അമ്മയ്ക്കും കുട്ടീനോട് സ്നേഹം ഉണ്ടായിരുന്നോ? ഉണ്ട്, ഇല്ലാന്ന് എഴുതരുത് കേട്ടോ. നിങ്ങൾക്ക് തോന്നുന്നല്ല എഴുതേണ്ടത്, ഞാൻ പറയുന്നത് എഴുതേണ്ടത്. ഓക്കെ, സി യെസ്. കാരണം എന്താണ്? സി ആ യങ് സീകൾ ഷുഡ് ബി, പോയിന്റ്സ് എഴുതിക്കോ, സെൽഫ് റിലയൻറ്റ്. ഓക്കെ, സെൽഫ് റിലയൻസിന് എഴുതി വെക്കരുത്, സെൽഫ് റിലയൻറ്റ്. ഓക്കെ, ആൻഡ് ഇൻഡിപെൻഡൻറ്റ് അല്ലേ മക്കളെ? എല്ലാ ദിവസവും അച്ഛനും അമ്മയും ഉണ്ടാവും, നിങ്ങൾക്ക് ഭക്ഷണം വാരി കോരി തരാൻ വേണ്ടിയിട്ട് ഇല്ല. അതുകൊണ്ടാണ് പറയുന്നത് ഇയാളോട്, ഈ പക്ഷീനോട് പറയാം, സ്വന്തം ഭക്ഷണം കണ്ടുപിടിക്കാൻ പഠിക്കണം. അത് ഇന്ന് പഠിച്ചില്ലെങ്കിൽ ഒരിക്കലും പഠിക്കില്ല. അതുകൊണ്ടാണ്. ഓക്കെ, അപ്പം സ്നേഹമുണ്ടായിരുന്നു, അമ്മ വന്നിട്ട് കൊതിപ്പിച്ചുകൊണ്ടല്ലേ പ്രശ്നമായത്. ആ ത്രട്ടനൊക്കെ ചെയ്യുന്ന സ്നേഹം കൊണ്ടാണെന്ന് പറയാം. ഓക്കെ, നാളെ രാവിലെ 7 മണിക്ക്, നാളെ രാവിലെ 7 മണിക്ക്. ഓക്കെ, റെഡി. അടുത്തത് പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്. മക്കളെ, പൂക്കളുടെ വില എത്രയാ? പൂക്കളുടെ വില എത്രയാ? 4 രൂപ. അതാണോ? ഇല്ല. ഇവിടെ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറയുമ്പോൾ ദ മെറ്റഫോറിക്കൽ വാല്യൂ ഓഫ് ഫ്ലവേഴ്സ് പറയുന്നത്. ഓക്കെ, ഇവിടെ എവിടെയാണ് ഫ്ലവേഴ്സ് വരുന്നത്? ഫ്ലവേഴ്സ് ഈ ചാപ്റ്ററിൽ അവസാനത്തെ പാരഗ്രാഫിൽ വരുന്ന ഫ്ലവേഴ്സ്. ഓക്കെ, ഇവിടെ നമ്മുടെ നെറേറ്റർ ഉണ്ട്. ഇവിടെ മെയിൻ ക്യാരക്ടേഴ്സ് ആരൊക്കെയാ? നെറേറ്റർ ഉണ്ട്. ഓക്കെ, പിന്നെന്താണ്? മാഗി നൂഡിൽസ് ഉണ്ട് അല്ലേ? മാഗി നൂഡിൽസിൻ്റെ സ്പെല്ലിംഗ് ശ്രദ്ധിച്ചോ, MAGGI ആണ്. ഈ കുട്ടീൻ്റെ പേര് ആലിസ് മാർഗരറ്റ് ക്ലിഫേർഡ് ആണ്. പിന്നെ മാഗീൻ്റെ അമ്മയുണ്ട്. ഈ 3 ആൾക്കാരാണ് ഉള്ളത്. ഓക്കെ, വളരെ സിമ്പിളാണ്. ഈ നെറേറ്ററിന് വലിയ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ കുട്ടീനെ കണ്ട് കുട്ടീനോട് സംസാരിച്ച് കുട്ടീനെ വീട്ടിൽ പോയിട്ട് മനസ്സിലായി മാഗീൻ്റെ ചേട്ടൻ ഇന്ത്യയിൽ വാറിലാണ്. അപ്പോൾ പിന്നെ മനസ്സിലായി എന്താ മരിച്ചു എന്ന്. പിന്നെ സാഡായി, ഫുൾ സാഡ് സീനാണ്. ഓക്കെ, എന്നിട്ട് ഈ കുട്ടി പറയാണ് കുറച്ച് ഫ്ലവേഴ്സ് കൊണ്ടിട്ട് എൻ്റെ ചേട്ടൻ്റെ ഗ്രേവിൽ കൊണ്ടുപോയി വെക്കുമെന്ന്. പക്ഷേ ഇന്ത്യ എന്നുള്ള നാട്ടിൽ ഫുൾ കാടാണല്ലോ അല്ലേ? ഫുൾ കാടും പക്ഷികളും പൂച്ചകളും ഒക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് പൂക്കളിടാനുള്ള പ്രൈസ് ഓഫ് ഫ്ലവേഴ്സിനെ പറ്റിയാണ് പറയുന്നത്. അപ്പം അതാണ് പറയുന്നത്. പക്ഷെ നമുക്ക് ക്യാരക്ടേഴ്സ് ആരൊക്കെ നോക്കാം. ക്യാരക്ടർ ആരൊക്കെ നോക്കിയാൽ മക്കളെ, നിങ്ങൾക്ക് ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ആക്കി തരാം. ബ്ലാക്ക് ആയോ? ഇല്ല, ബ്ലാക്ക് ആയില്ല. ഇപ്പോൾ ബ്ലാക്ക് ആയോ? ബ്ലാക്ക് ആയി. ഓടി നോക്കിയേ. നെറേറ്റർ ആണ് നമ്മുടെ മെയിൻ ആൾ കേട്ടോ. പ്രഭാത് കുമാർ മുഖോപാധ്യായ്. ഓക്കെ, നെറേറ്റർ വിസിറ്റ്സ് എ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് ഇൻ ലണ്ടൻ ആൻഡ് ബിക്കംസ് ഇൻട്രീഗ്ഡ് ഇൻ എ യങ് ഗേൾസ് ഇൻട്രസ്റ്റ്. ഓക്കെ, ഒരു യങ് ഗേൾ അവിടെ നിന്നിട്ട് എന്നെ പറ്റി ചോദിക്കുന്നു. അത് കേട്ടപ്പോൾ നമ്മുടെ നെറേറ്റർ എന്താ ഇൻട്രസ്റ്റഡ് ആയി. മാഗീൻ്റെ പേര് ആലിസ് ക്ലിഫേർഡ് മാർഗരറ്റ് കേട്ടോ. ആലിസ് മാർഗരറ്റ് ക്ലിഫേർഡ്. ഓക്കെ, നമുക്ക് മാഗി എന്ന് വിളിച്ചാൽ MAGGI അല്ല, MAGGIE. ഓക്കെ, എ യങ് ഇംഗ്ലീഷ് ഗേൾ ഹു വർക്ക്സ് എസ് എ ടൈപ്പിസ്റ്റ്. വർക്ക് എന്താണ്? ടൈപ്പ് ചെയ്യുക. നിങ്ങളെല്ലാ ദിവസവും ചാറ്റിൽ കോഴിക്കളിയില്ലേ? അതേപോലെ തന്നെ, പക്ഷേ ശരിക്കും ജോബ് ടൈപ്പിസ്റ്റ്. വറീഡ് അബൌട്ട് അവർ ബ്രദർ ഇൻ ഇന്ത്യ ആൻഡ് കെയർസ് ഡീപ്ലി ഫോർ അവർ മദർ. അമ്മയോട് വലിയ സ്നേഹമാണ്, ചേട്ടനോടും വലിയ സ്നേഹമാണ്. മാഗീസ് മദർ, അമ്മ. ഓക്കെ, വിഡോ എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡ് മരിച്ചാണ് കേട്ടോ. വിഡോ ഹു ബേക്സ് കേക്ക് ടു സെൽ ഓൺ ദ സ്ട്രീറ്റ്സ്. കേക്ക് ഉണ്ടാക്കി വിൽക്കുന്ന ആളാണ്. ആങ്ഷ്യസ് അബൌട്ട് അവർ സൺ സേഫ്റ്റി. മോൻ എന്തെങ്കിലും പറ്റിയെന്നുള്ള പേടിയാണ്. ഓക്കെ, റെഡിയാണല്ലോ. ഹസൻ്റെ ക്യാരക്ടർ സ്കെച്ച് വരും, ഞാൻ പഠിപ്പിച്ചുതരാം. മാഗീസ് ബ്രദർ ഫ്രാങ്ക് ആണ് മാഗീൻ്റെ ബ്രദറിൻ്റെ പേര്. എ സോൾജിയർ സ്റ്റേഷൻഡ് ഇൻ ഇന്ത്യ ഹു സേഫ്റ്റി ഈസ് ഇൻ ദ കോസ്. ഓക്കെ, അതാണ് ഇവരെ പേടി. സേഫ്റ്റി ആണോ, ജീവിച്ചിരിക്കുന്നുണ്ടോ എന്നൊക്കെയാണ് പേടി. ഓക്കെ, റെഡി. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് മാറ്റട്ടെ. റെഡി. ഈ സമ്മറി പറഞ്ഞുതരാം. 4-5 പോയിന്റ് വെച്ചിട്ട്. ഓക്കെ, ദ നെറേറ്റേഴ്സ് ലഞ്ച് ആൻഡ് ഔട്ട്. എവിടെ നിന്നാണ് ഇവർ മീറ്റ് ചെയ്യുന്നത്? നെറേറ്റർ ഫീലിംഗ് ഹംഗ്ലി ചൂസസ് ടു ഈറ്റ് എ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്. ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് നെറേറ്റർ ഇന്ന് കഴിക്കുക അറ്റ് സെയിൻറ്റ് മാർട്ടിൻസ് ലെയ്ൻ. ഓക്കെ, സെയിൻറ്റ് മാർട്ടിൻസ് ലെയ്ൻ ഒക്കെ കാണാൻ പറ്റും. അടിപൊളി ഇമേജസ് ഉണ്ട്. വൈൽ ഡൈനിങ്, കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹി നോട്ടീസസ് എ യങ് ഗേൾ. ആരാണ് ഈ യങ് ഗേൾ? മാഗി. ചാറ്റിലിട്ടോ MAGGIE ടൈപ്പ് ചെയ്യുക. MAGGIE ടൈപ്പ് ചെയ്യാം. ഓക്കെ, അപ്രോക്സിമേറ്റ്ലി 13 or 14 years old. അപ്പോൾ ചെറിയ കുട്ടിയാണ്. ഡ്രസ്ഡ് ഇൻ സിമ്പിൾ ക്ലോത്ത്സ്. ഓക്കെ, സിമ്പിൾ ക്ലോത്ത്സ് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? പോവർട്ടി കാണിക്കുന്നുണ്ട്. ഓക്കെ, അത് ടെക്സ്റ്റ് ബുക്കിൽ കുറച്ചുകൂടി പറയുന്നുണ്ട്, പോവർട്ടി. ഓക്കെ, ആ കുട്ടീനെ കണ്ടാൽ മനസ്സിലായി വലിയ പൈസക്കാരിയൊന്നുമല്ല, സാധാരണ ക്ലോത്ത്സും ആൻഡ് മുടിയൊന്നും വലിയ വൃത്തിയിലുണ്ട്. ലുക്കിംഗ് അറ്റ് ഹിം വിത്ത് എ മിക്സ്ചർ ഓഫ് സർപ്രൈസ്. ആ കുട്ടി ഇയാളെ നോക്കിക്കൊണ്ടിരിക്കുക, ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിക്കുക, ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. മാഗീസ് ക്യൂരിയോസിറ്റി ആൻഡ് നെറേറ്റേഴ്സ് ഇൻട്രസ്റ്റ്. ദ ഗേൾ മാഗി discreetly ask the cashier if the narrator is Indian. നമ്മുടെ മാഗി, ആ കുട്ടി കാഷ്യറിനോട് പൈസ എടുക്കുന്ന ആളോട് ചോദിക്കുക, അയാളെ ഇന്ത്യൻ ആണെന്ന് ചോദിക്കുക. എന്ത് ഇന്ത്യൻ ആണെന്ന് ചോദിക്കാൻ? റിവീലിംഗ് ഹെർ ക്യൂരിയോസിറ്റി. അത് ഇയാൾ അറിഞ്ഞു. ഇത് നെറേറ്റർ അറിഞ്ഞപ്പോൾ നെറേറ്റർ അങ്ങോട്ട് ക്യൂരിയോസിറ്റി, ഈ കുട്ടിക്ക് ഇങ്ങോട്ട് ക്യൂരിയോസിറ്റി. അതറിഞ്ഞപ്പോൾ ഈ നെറേറ്റർ അങ്ങോട്ട് ക്യൂരിയോസിറ്റി.
Intrigued by his interaction, the narrator questions the waitress about Maggie. അപ്പോൾ വെയിട്രസിനോട് ചോദിക്കുക ഈ മാഗി ആരാണ്, ഈ കുട്ടി എന്താണ് പണി എന്നൊക്കെ ചോദിക്കാം. ലേണിംഗ് ഷീ ഓൺലി കംസ് ഹിയർ ടു റെസ്റ്റോറൻറ്റ്സ് ആൻഡ് സാറ്റർഡേസ് മാത്രം വരുന്നതാണ്, പോസിബിളി ഡ്യൂ ടു ലിമിറ്റഡ് ഫൈനാൻസസ്. പൈസ കുറയൊന്നും ഇല്ലാത്തതുകൊണ്ട് സാറ്റർഡേ മാത്രം വന്ന് ഇവിടുന്ന് ലഞ്ച് കഴിക്കാറുണ്ടെന്ന് വെയിട്രസ് പറഞ്ഞു. ആയിക്കോട്ടെ, അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു, ഇയാൾ അടുത്ത സാറ്റർഡേ വന്നു. എന്ത് പരിപാടി. ദ ഫോളോയിങ് സാറ്റർഡേ ദ നെറേറ്റർ റിട്ടേൺസ് ടു എൻഗേജ് മാഗി. എൻഗേജ് മാഗി എന്ന് പറഞ്ഞാൽ സംസാരിക്കാൻ അല്ലെങ്കിൽ കൂട്ടിമുട്ടാൻ, അല്ലാണ്ട് ആ എൻഗേജ്മെന്റ് അല്ല കേട്ടോ. എൻഗേജസ് മാഗി ഇൻ കോൺവെർസേഷൻ. ഓക്കെ, സംസാരത്തിൽ ഇടപെട്ടു. ഷീ റിവീൽസ് ഹർ ബ്രദർ. അപ്പൊ എന്തുകൊണ്ടാണ് ഇന്ത്യൻ ആണെന്ന് അറിയാൻ വലിയ താല്പര്യം? കാരണം മാഗീന്റെ ബ്രദർ എന്താണ്, ഇന്ത്യയിലെ സോൾജറാണ്. അപ്പൊ ഇന്ത്യനെ പറ്റി അറിയാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും കേട്ടോ. എക്സ്പ്ലെയിനിങ് ഹർ ഇൻട്രസ്റ്റ് ഇൻ ദ നെറേറ്ററിൽ ഇൻട്രസ്റ്റ് ഉണ്ടാകും. കാരണം നെറേറ്റർ ഇന്ത്യൻ ആണെന്ന് വിചാരിച്ചോണ്ടാ. നെറേറ്റർ ഇന്ത്യൻ ആണോ? യെസ്. മാഗി ഷെയർസ് ഹർ ആൻഡ് ഹർ മദേഴ്സ് കൺസേൺ അബൌട്ട് നോട്ട് ഹിയറിംഗ് ഫ്രം ഹർ ബ്രദർ. ചേട്ടനെ പറ്റിയുടെ വലിയ വിശേഷങ്ങളൊന്നും അറിയുന്നില്ല, ജീവിച്ചിരിക്കുന്നുണ്ടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഒന്നും അറിയുന്നില്ല. അതുകൊണ്ടാണ് ഇവർക്ക് ഇന്ത്യനെ കണക്ഷൻ കിട്ടുന്നത്. ഓക്കെ, ഫ്യൂറിംഗ് ദ നെറേറ്റേഴ്സ് ഇൻട്രസ്റ്റ്. അപ്പോൾ നെറേറ്ററിന് ഭയങ്കര ഇൻട്രസ്റ്റ് എന്താ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. വിസിറ്റ് ടു മാഗീസ് ഹംബിൾ ഹോം എന്ന് പറഞ്ഞാൽ സാധാരണ വിനയത്തോടെയുള്ള വീട്. ഓക്കെ, വലിയ പൈസ ഇല്ലാതെ വീടെന്നാണ് ഉദ്ദേശിക്കുന്നത്. മൂഡ് ബൈ മാഗീൻ്റെ സിറ്റുവേഷൻ അവസ്ഥ അറിഞ്ഞിട്ട് നെറേറ്റർ എന്ത് ചെയ്തു, വീട്ടിൽ വരാമെന്ന് പറഞ്ഞു. ഓക്കെ, എന്തിനാന്ന് എനിക്കറിയില്ല. ദെയർ ഹി മീറ്റ്സ് ഹർ വിഡോഡ് മദർ. ഭർത്താവില്ലാത്ത ഭാര്യ, അമ്മേനെ കണ്ടു എന്ന് പറഞ്ഞു. ഓക്കെ, ഹു ബേക്സ് ആൻഡ് സെൽസ് കേക്ക്. അപ്പോൾ അവിടെ കേക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പോൾ കേക്കാണ് അവരുടെ പൈസ വരാനുള്ള ഇൻകം. ദ നെറേറ്റർ ഒബ്സർവ്സ് ദ സിംപ്ലിസിറ്റി ആൻഡ് ക്ലെൻലിനെസ് ഓഫ് ദ ഹോം. അപ്പോൾ വളരെ സിമ്പിൾ വീടാണ്, ക്ലീൻ ആണ്, കോൺട്രാസ്റ്റിംഗ് വിത്ത് ദർ ഫൈനാൻഷ്യൽ സ്ട്രഗിൾസ്. പൈസ ഇല്ലെങ്കിലും ക്ലീൻ ആണ്, വൃത്തിയാണ്. ഓക്കെ, വീട്. അഡ്രസ്സിങ് മിസ്കൺസെപ്ഷൻസ് ആൻഡ് മാജിക് റിംഗ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സ്ലൈഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സി, അമേരിക്കക്കാർക്കും ബാക്കിയുള്ള ലോകത്തെ കുറേ ആൾക്കാർക്കും ഇന്ത്യനെ പറ്റി വളരെ മിസ്കൺസീവ് നോഷൻസ് ഉള്ളത്. അപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ആഫ്രിക്കനെ പറ്റി ആലോചിക്കാമെന്ന് പറയും. നിങ്ങൾ ആലോചിക്കും ആഫ്രിക്കയിൽ കുറേ സൂ ഉണ്ട്, കുറേ ആനിമൽസ് മാത്രമേ ഉള്ളൂ, മനുഷ്യരൊക്കെ കുറവാണ്, ഉള്ളവരൊക്കെ ട്രൈബൽ പോലെയാണ്. അങ്ങനെയൊന്നും അല്ല. സി, ആഫ്രിക്കനെ പറ്റി നമുക്കുള്ളൊരു മിസ്കൺസെപ്ഷനാണ് കുറേ ആൾക്കാർ ഇന്ത്യനെ പറ്റിയുള്ളത്. ഇന്ത്യ ഫുൾ ജംഗിളാണ്, പശുവും പട്ടിയും പൂച്ചയൊക്കെയാണ്, സിംഹമൊക്കെ നമ്മുടെ റോട്ടിൽ കൂടെ നടക്കുന്നതാണ് വിചാരം. നമുക്കറിയാലേ ഇവിടെ എന്താ ലുലു മോളും ഹൈലൈറ്റ് മോളും ഫുൾ ഒബ്രോൺ മോളും ഫുൾ ഹൈവേയും സെറ്റപ്പ് ആണെന്നൊക്കെ നമുക്കെല്ലാം അറിയുള്ളൂ, അവർക്കറിയില്ല. അപ്പം അതേപോലെയാണ് ദ നെറേറ്റർ അസ്വേജസ്. ഓക്കെ, പെർസ്വേഡ് ഒക്കെ പോലെ എന്താണ്, അല്ലെങ്കിൽ റിലാക്സ്, വേറൊരു മീനിങ് നിങ്ങൾ അതിനെ പറ്റി ആലോചിക്കുന്നത്. മാഗീസ് മദർ അബൌട്ട് ഇന്ത്യസ് ഫിയേഴ്സ് അബൌട്ട് ഇന്ത്യ, ഡിബങ്കിങ് മിത്ത്സ് ആൻഡ് ഇറ്റ്സ് ഡേഞ്ചേഴ്സ്. ഓക്കെ, ഇനി സിമ്പിൾ ആക്കി തരാം മക്കളെ. മിത്ത് എന്ന് പറഞ്ഞാൽ അന്ധവിശ്വാസങ്ങൾ. ഓക്കെ, അന്ധവിശ്വാസങ്ങൾ പോലത്തെ സംഭവം. ക്ലിയർ ആയിട്ട് അതല്ല. മിത്ത് എന്ന് പറയുമ്പോൾ എന്താണ്, ഇവരുടെ ഒരു വിശ്വാസങ്ങൾ. ആൻഡ് ഡേഞ്ചേഴ്സ്. ഓക്കെ, ഇവർ വിശ്വസിച്ച് എന്താണ്, റോട്ടിൽ കൂടെ ലയനും ഇതൊക്കെ ഉണ്ട്, സ്നേക്സും ടൈഗേഴ്സും ഫിൽഡാന്ന് പറയുന്നുണ്ട്. ഓക്കെ, ടൈഗറും സ്നേക്കും ഫിൽഡ് ആയിട്ടുള്ള കൺട്രിയാണ് ഇന്ത്യ എന്ന് വിചാരിക്കുന്നത്. ഞാൻ ജീവിതത്തിൽ അവസാനം എപ്പോഴാണ് സ്നേക്കും ടൈഗറും കണ്ടെന്ന് എനിക്കാൻ അറിയില്ല. സൂല് പോയാലും പോലും കിട്ടാത്ത സാധനം. ഓക്കെ, അപ്പോൾ അതായിരുന്നു ഇവരുടെ വരി. അയ്യോ, അവിടെ കടുവയും പൂച്ചയും പട്ടിയും പൂച്ചയൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ മോൻ കുടുങ്ങുമല്ലോ ഒന്നുമില്ല. അപ്പം നെറേറ്റർ പറയുന്നതൊന്നും പേടിക്കണ്ട. മാഗി ഷോസ് ദ നെറേറ്റർ എ റിംഗ്. ഓക്കെ, എന്താണ് റിങ്? ഈ റിങ്ങും വളരെ ഇമ്പോർട്ടൻ്റ് കേട്ടോ. വിത്ത് ക്രിസ്റ്റൽ. ഓക്കെ, അപ്പോൾ റിങ്ങിൻ്റെ അറ്റും ഒരു ക്രിസ്റ്റലാണ്. ഓക്കെ, നിങ്ങൾക്ക് അറിയില്ല ഇങ്ങനെ ക്രിസ്റ്റൽ ഇങ്ങനെ ഫ്യൂച്ചറൊക്കെ പറയുന്ന ആൾ. ഓക്കെ, ബിലീവ് ടു പൊസസ് മാജിക്കൽ പവേഴ്സ്. മാജിക്കുള്ള ക്രിസ്റ്റൽ കേട്ടോ. ടു സീ ഡിസ്റ്റൻറ്റ് പീപ്പിൾ, ദൂരെയുള്ള ആൾക്കാരെ. എടോ, വീഡിയോ കോൾ ചെയ്യുന്ന ഫേസ് ടൈം വാട്സാപ്പ് കോൾ വീഡിയോ കോൾ ചെയ്യുന്നതിന് പകരം അന്ന് ഈ ക്രിസ്റ്റലിലേക്ക് നോക്കിയാൽ വീഡിയോ കോൾ ചെയ്യാൻ പറ്റുന്ന പറഞ്ഞത്. ഓരോ പൊട്ടത്തരം നമുക്കറിയാലോ. ഹോപ്പിംഗ് ഇറ്റ് മൈറ്റ് റിവീൽ യുവർ ബ്രദേഴ്സ് കണ്ടീഷൻ. ബ്രദറിനെ വിളിക്കാൻ വേണ്ടിയിട്ട് ഉള്ള റിംഗ് ആണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. കൈൻഡ് ഡിസെപ്ഷൻ. കൈൻഡ് എന്ന് പറഞ്ഞാൽ കരുണപൂർവ്വമായിട്ടുള്ള കള്ളത്തരം. എന്താ നോക്കാം. ഡിസ്പൈറ്റ് സീയിങ് നത്തിങ് ഇൻ ദ റിംഗ്. അപ്പം ഇന്ത്യൻ ആയല്ലോ, ഇന്ത്യൻ ആകുമ്പോൾ നമുക്കെന്തോ ഇന്ത്യ ആയിട്ട് വേറെ എന്തോ ലോങ് ഡിസ്റ്റൻസ് BSNL കണക്ഷൻ ഉണ്ടെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ദ നെറേറ്റർ. ഓക്കെ, നെറേറ്ററിനോട് ഈ റിംഗ് ഇട്ടിട്ട് ചോദിക്കുക, എൻ്റെ ബ്രദറിനെ കാണാൻ പറ്റുമോ, ജീവനോടെ ഉണ്ടോ എന്ന് ചോദിക്കുക. അപ്പം കള്ളം പറഞ്ഞു. അറ്റ് മാഗീസ് ബിഹെസ്റ്റ് എന്ന് പറഞ്ഞാൽ നിർബന്ധത്തോടെ ടെൽസ് ഹർ മദർ ദാറ്റ് ഹീസ് ഹർ സൺ ആൻഡ് വെൽ ആൻഡ് ലൈഫ്. ഓക്കെ, സി, ആദ്യം നമ്മുടെ നെറേറ്റർ റിംഗ് ഇട്ടപ്പോൾ നോക്കിയപ്പോൾ ഇവർ ചോദിച്ചു, ചേട്ടനെ കാണാം. ഇയാൾ വേറെ ഒന്നും കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നീട് നമ്മുടെ മാഗീൻ്റെ അമ്മ പനി പിടിച്ച് കിടന്നുറങ്ങുമ്പോൾ ഭയങ്കര പ്രശ്നമായപ്പോൾ മാഗി വിളിച്ചിട്ട് പറഞ്ഞു, സാറേ ഒന്ന് പ്ലീസ് പറയാ, ചേട്ടനെ കാണുന്നുണ്ട്, എല്ലാം ഓക്കെ ആണെന്ന്, അല്ലെങ്കിൽ അമ്മ മരിച്ചു പോകും, അങ്ങനത്തെ അവസ്ഥയാണ്. ഓക്കെ, അപ്പോൾ കള്ളം പറഞ്ഞു. എന്താണ്, മോൻ ഓക്കെയാണ്. ക്രിസ്റ്റൽ നോക്കിയിട്ട് പറഞ്ഞു മോൻ ഓക്കെയാണ്, ഒരു കുഴപ്പമില്ല, അടിപൊളിയായിട്ടിരിക്കുന്നത്. ഹി ലേറ്റർ ഡിസ്കവേഴ്സ് ദാറ്റ് കുറച്ച് ആഴ്ചകൾ ശേഷം മാഗീസ് ബ്രദർ ഹാഡ് ഓൾറെഡി ഡൈഡ് ഇൻ കോമ്പാറ്റ്. അപ്പം ആർമിയിൽ വാറിൻ്റെ ഇടയ്ക്ക് ഓൾറെഡി മരിച്ചു കഴിഞ്ഞു. അന്ന് പറഞ്ഞില്ലേ ജീവിച്ചിരിക്കുന്നുണ്ട്, അതിൻ്റെ മുമ്പേ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ന്യൂസ് എത്തി. ഓക്കെ,
ഇന്റേണൽ കോൺഫ്ലിക്റ്റ് ഓവർ സ്ലേവ്. അപ്പോൾ പിന്നെ വിഷമാവുമല്ലോ, നമ്മളൊരാൾ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് പറയാം പക്ഷെ മരിച്ചിട്ടുണ്ടായിരുന്നു, സങ്കടാവൂലേ? ഓക്കെ, റെഡി. ആൻഡ് ഇമോഷണൽ പാർട്ടിങ് ആൻഡ് സിംബോളിക് ഷില്ലിങ്. ഓക്കെ, സിംബോളിക് ഷില്ലിങ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു കോയിനാണ്. സിംബോളിക് ആകുക, അതിനൊരു സിംബലിസം ഉണ്ടെന്ന കാരണം എന്ന് പറയാം. ബിഫോർ ദ നെറേറ്റർ ഡിസ്പാച്ചസ്. ഓക്കെ, അപ്പോൾ നെറേറ്റർ ലണ്ടനിൽ നിന്ന് തിരിച്ചു വരികയാണ് ഇന്ത്യയിലേക്ക്. ഓക്കെ, അപ്പോൾ എന്താണ് ഡിപ്പാർച്ചർ ഫ്രം ലണ്ടൻ, മാഗി വിസിറ്റ്സ്. മാഗി വന്ന് കാണുന്നുണ്ട് കേട്ടോ. ഇയാൾക്ക് അങ്ങോട്ടേക്ക് പോകാൻ മടിയാണ്, കാരണം കള്ളൊക്കെ പറഞ്ഞിരിക്കുകയല്ലേ. ഓഫറിങ് ഹിം എ ഷില്ലിങ്. ഓക്കെ, ഒരു ഷില്ലിങ് കൊടുക്കുകയാണ്, ഒരു കോയിൻ കൊടുക്കുകയാണ്. എന്നിട്ട് പറയണം ടു പ്ലേസ് ഫ്ലവേഴ്സ് ഓൺ അവർ ബ്രദേഴ്സ് ഗ്രേവ് യാർഡ്. ഓക്കെ, ചേട്ടൻ്റെ ഗ്രേവ് യാർഡിന് മേലെ. ഓക്കെ, ഇവരെ അടക്കുകയാണല്ലോ ചെയ്യുക, ക്രിസ്ത്യൻ ആണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ എന്താണ് അടക്കുകയാണല്ലോ ചെയ്യുക. അപ്പോൾ അതിന് മേലെ കുറച്ച് പൂക്കളൊന്ന് കൊണ്ടുപോയി വെക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യാം. എന്നിട്ടൊരു ഷില്ലിങ് കൊടുക്കാം. Touched by Maggie's gestures, the narrator accepts, understanding the depth of her sacrifice and the solace it brings to her. See, നിങ്ങൾ അങ്ങനെ വല്ലതും ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഒരു രൂപ എടുക്കേണ്ട ആവശ്യമുണ്ട്? പൂക്കൾ അവിടെ ഇവിടെയൊക്കെ കിട്ടും, ഏകദേശം ഫ്രീ പോലെ കിട്ടും ഇന്ത്യയിൽ അല്ലേ, കുറച്ച് ചെടിയും പൂക്കളൊക്കെ കിട്ടുക. പക്ഷേ അത് ആവശ്യമില്ലായിരുന്നു അല്ലേ. സി, അവിടെ ഒരു ഷില്ലിങ്ങിൽ 1 രൂപേൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ? ഇല്ല. പക്ഷെ എന്നാലും കുഴപ്പമില്ല, യെസ് എന്ന് പറഞ്ഞു. ഓക്കെ, യെസ് ഞാനത് വെക്കാമെന്ന്. സി, അത് എടുക്കുമ്പോൾ, ആ പൈസ എടുക്കുമ്പോൾ മാഗിക്ക് ഒരു ഹോപ്പാണുള്ളത് അല്ലേ. എൻ്റെ ബ്രദറിൻ്റെ മേലെ ആ ഫ്ലവേഴ്സ് ഞാൻ കാരണം, ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പൈസയും കൊണ്ട്, ഹാർഡ് ഏൺഡ് മണിയും കൊണ്ട് അവിടെ ഫ്ലവേഴ്സ് വീടുന്നുള്ള ഒരു 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 സമാധാനം കിട്ടും, ഒരു ഒരു ഗ്രീഫ് ഒഴിവായി കിട്ടും. ഓക്കെ, അതുകൊണ്ടാണ് വേണ്ട നീ പൈസ വെച്ചോ ഞാൻ പൂക്കൾ വെച്ചോളാം എന്ന് പറയുമ്പോൾ സുഖമില്ലല്ലോ. അപ്പോൾ ആ ഫീലിങ്ങിന് വേണ്ടിയിട്ടാണ്, അവർക്ക് അവരുടെ ഒരു സന്തോഷത്തിന്, ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടാണ് മാഗിനോട് ആ പൈസ എടുത്തത്. ആവശ്യമില്ലെങ്കിലും. ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ നെറേറ്ററിന് കുറേ പൈസ വേണ്ടി വരും, നല്ല പിശുക്കനാണ്, അതുകൊണ്ടായിരിക്കും. എനിവേസ്, സംഭവം മനസ്സിലായി. ആ സിംബോളിക് ഷില്ലിംഗ് എന്ന് മനസ്സിലാക്കണം, ആ അവിടെയുള്ള ഇന്നർ മീനിങ് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, reflections on relationship and cultural ties. The story concludes with the narrator reflecting on the brief yet impactful relationship, okay, with Maggie and her mother and the cultural ties that connected them to the shared experience for a concern for Maggie's brother. ഇവിടെ സ്നേഹത്തിനെ പറ്റിയാണ് പറയുന്നത്. ഇനി ഇവിടെ എന്താ യങ് സീകൾ വരുന്നത്? യങ് സീകളല്ല, ക്യാരക്ടർ സ്കെച്ച് ഇല്ല. ഓക്കെ, ഇനി ഇവിടെ ക്യാരക്ടർ സ്കെച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ സിമ്പിൾ. എന്തൊക്കെയാണ് ക്യാരക്ടർ സ്കെച്ച്? മാഗീനെ പറ്റി പറയുകയാണെങ്കിൽ എന്തൊക്കെയാണ് ക്യാരക്ടർ സ്കെച്ച് വരാം? മാഗീൻ്റെ ക്യാരക്ടർ സ്കെച്ച്, യങ് ഗേൾ. ഓക്കെ, യങ് ഗേൾ, പോയിന്റ്സ് നോട്ട് ചെയ്തു. യങ് ഗേൾ, പുവർ. ഓക്കെ, പിന്നെന്താണ്? പുവർ ആണ്, ടൈപ്പിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തു. ലവ്സ്. ഓക്കെ, എന്താണ് ഞാൻ ഇവിടെ ഹാർട്ട് ഇമോജി ഇടാം, ഹാർട്ട് ഇമോജി. ബ്രദർ. ഓക്കെ, ബ്രോ മോമിനെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെന്താണ്? പിന്നെ വയലിനൊക്കെ വായിക്കും അല്ലേ, വയലിൻ വായിക്കും. ഓക്കെ, പിന്നെന്താണ്? വെരി റെസ്പോൺസിബിൾ. അമ്മേനെയൊക്കെ ടേക്ക് കെയർ കേട്ടോ. നോക്കിയാൽ അമ്മയ്ക്ക് പനിയാന്ന് പറഞ്ഞപ്പോൾ, ഭയങ്കര സീനാന്ന് പറഞ്ഞപ്പോൾ നെറേറ്ററിനോട് പറയാം നിങ്ങൾ കള്ളം പറഞ്ഞ ഒരു കുഴപ്പമില്ല, ഇങ്ങനെ രക്ഷപ്പെടുത്താൻ. ഇനിയിപ്പോൾ നെറേറ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ എന്താണ് ക്യൂരിയസ് ആണ്, ഭയങ്കര ക്യൂരിയസ് ആണ്, ഒരു കുട്ടീൻ്റെ പുറകെ പോകാൻ വേണ്ടിയിട്ട് ക്യൂരിയസ് ആണ്. പിന്നെന്താണ്? വോൺസ് ഹെൽപ്ഫുൾ ആണ്, വളരെ ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, ഹെൽപ്ഫുൾ ആണ്. ഇനി കള്ളം പറയാനും റെഡിയാണ്. ഓക്കെ, റെഡി ടു ലൈ ടു ഹെൽപ്പ്. ഓക്കെ, ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കള്ളം പറയാൻ റെഡിയാണ്, റെഡി ടു ഹെൽപ്പ് ബൈ ലൈങ്. ഓക്കെ, കള്ളം പറയാൻ റെഡിയാണ്. ആൻഡ് എന്താണ്? അത്രയും കഴിഞ്ഞാൽ മതി, വലിയ ഹാപ്പിയാണ്, കാര്യങ്ങളൊക്കെ ഇത്രയും മതി, ഇത്രയും സംഭവം മതി. ഓക്കെ, സംഭവം റെഡിയാണല്ലോ. ഓക്കെ, ഇനി ഡെത്ത് ദ ലെവലർ. മക്കളെ, ഡെത്ത് ദ ലെവലറിനെ പറ്റി എന്താ അറിയാം? ഡെത്ത് ദ ലെവലർ എന്നുള്ള ഈ ടൈറ്റിൽ തന്നെ ഒരു പോയറ്റിക് ഡിവൈസ് ഉണ്ട്. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? വാട്ട് ഈസ് ദ പോയറ്റിക് ഡിവൈസ് ഇൻ ദ ടൈറ്റിൽ? ഡെത്ത് എന്ന് പറഞ്ഞാൽ മരണം. ലെവലർ എന്ന് പറഞ്ഞാൽ ലെവലാക്കുന്ന ആൾ കേട്ടോ. ഞാൻ ഇപ്പോൾ പറയുകയാണ്, നിങ്ങൾക്ക് കുറേ പൈസ ഉണ്ട്, നിങ്ങൾക്ക് പൈസ ഇല്ല, നിങ്ങളുടെ കുറേ പൈസ എടുത്തിട്ട് നിങ്ങൾ കുറച്ച് ആൾക്കാർക്ക് കൊടുക്കുക. എന്താണ് സാർ കുറച്ച് പൈസയുടെ കാര്യം പറഞ്ഞു? അയ്യേ മക്കളെ, ഒരൊറ്റ പ്രാവശ്യം കൂടെ ഓർമ്മിക്കുകയാണ്. നാളെ രാവിലെ 7 മണിക്ക്, നാളെ വൈകുന്നേരവും 7 മണിക്ക് കെമിസ്ട്രി അറിയാലോ, പ്രശ്നമാണ്. നിങ്ങളായിരിക്കും സാർ 7 ചാപ്റ്ററല്ലേ ഉള്ളൂ, എന്ത് പ്രശ്നം? 7 ചാപ്റ്റർ ഉണ്ട്, പക്ഷേ എത്ര മാർക്കിന് ചോദ്യം വരും? ഫിസിക്സിന് എത്ര വരുമോ, ബയോളജിക്ക് എത്ര വരുമോ, അത്ര തന്നെ മാർക്സിന് ചോദ്യം വരും പരീക്ഷയിൽ. അപ്പം അത് 7 മാർക്കിന് ചോദിക്കണം. ഫിസിക്സിന് എന്താണ് 10 മാർക്ക്, 10 ചാപ്റ്റർ എന്ന് ചോദിച്ചാൽ മതി. കെമിസ്ട്രിക്ക് അത് 7 ചാപ്റ്റർ എന്ന് ചോദിക്കണം. അപ്പോൾ ഓരോ ചാപ്റ്ററും അടിപൊളിയായിട്ട് പഠിക്കണം. പഠിപ്പിക്കാൻ വേണ്ടി ആരുണ്ട്? അത്തിലിയാമസും ശരണ്യമസും നാളെ വൈകുന്നേരം ഉണ്ടായിരിക്കണം, നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സും. ഓക്കെ, റെഡി? അപ്പൊ ഡെത്ത് എന്ന് പറയുമ്പോൾ എന്താ? ഡെത്ത് ഒരു മനുഷ്യനാണോ? അല്ല. കാരണം എന്നൊക്കെ നമ്മൾ പറയും, പക്ഷേ ഡെത്ത് ഒരു മനുഷ്യനല്ല, ഡെത്ത് ലെവലറാണെന്ന് പറയുന്നത്. ലെവലർ എന്ന് പറയുമ്പോൾ ആ ലെവൽ ചെയ്യുന്ന ആൾക്കാർ. ഓക്കെ, ഇപ്പം ഇവിടെ കുറച്ച് മണ്ണ് കൂടുതലുണ്ട്, ഇവിടുന്ന് എടുത്ത് കുറച്ച് ഇങ്ങോട്ട് ഇടുന്നത്, അത് ലെവൽ ചെയ്യുന്ന പോലെ അല്ലേ, അതേപോലെ ട്രാക്ടറൊക്കെ പോലെ. പക്ഷേ ഡെത്ത് ലെവലറാണോ? അല്ല. ഡെത്ത് ഒരു മനുഷ്യനാണോ? അല്ല. അപ്പോൾ പെർസോണിഫിക്കേഷൻ. ഇനി മെറ്റഫർ, ഡെത്ത് ലെവലറാന്ന് പറയുമ്പോൾ ഒരു ബന്ധമില്ലാത്ത 2 കാര്യങ്ങൾ പറയും. ഞാൻ പറയാണ്, നിങ്ങൾ പുലിക്കുട്ടികളാണോ? അല്ല, നിങ്ങൾ മനുഷ്യക്കുട്ടികളാണ്. അപ്പോൾ അതൊരു മെറ്റഫറാണ്. രണ്ടും ബന്ധമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ കമ്പയർ ചെയ്യുന്നതാണ് എന്ത്? മെറ്റഫർ. നിങ്ങൾ പുലിക്കുട്ടി പോലെയാണെന്ന് പറയുന്നത്
എന്താണ് സിമിലി. നിങ്ങൾ പുലിക്കുട്ടിയാണെന്ന് പറയുന്നത് മെറ്റഫർ. അതേപോലെ ഡെത്ത് ലെവലറാന്ന് പറയുന്നത് എന്താണ് മെറ്റഫറാണ്. ജെയിംസ് ഷേർലിയാണ് എഴുതിയത്, നോട്ട് ചെയ്ത് ആവശ്യം വരും. ഓക്കെ, ജെയിംസ് ഷേർലിയാണ് എഴുതിയത്. റൈം സ്കീം എന്താണ് ABABCCDD. ABABCCDD ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, നോക്കിയാൽ മതി. ഓക്കെ, മാൻ ഇസ് മോർട്ടൽ, ഇതാണ് ഇതിൻ്റെ തീം. ഓക്കെ, മാൻ ഇസ് മോർട്ടൽ എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ, മോർട്ടൽ എന്ന് പറയുമ്പോൾ ഇമ്മോർട്ടൽ അല്ല, എപ്പോഴും എന്താണ് ഫോർ എവർ ജീവിച്ചുകൊണ്ടിരിക്കില്ല, മരിക്കും, ഫുൾ സ്റ്റോപ്പ് ഉണ്ട്. ദ തീം ഓഫ് ദ പോയം ഇസ് ദാറ്റ് ഡെത്ത് ഇസ് സംതിങ് ദാറ്റ് ഷുഡ് നോട്ട് ബി ആപ്രിഹെൻഡഡ് ഓർ ഫോട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൻ്റെ ഡെത്ത് അയ്യോ ഞാൻ മരിക്കരുതെന്ന് പറഞ്ഞിരിക്കരുത്, പേടിക്കേണ്ട ആവശ്യമില്ല. ബട്ട് ആസ് ഹ്യൂമൻസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഡെത്ത് ഇസ് എ റിയാലിറ്റി ആൻഡ് വി ഷുഡ് ഓൾവേസ് കീപ് ദാറ്റ് ഇൻ മൈൻഡ്. എല്ലാവരും ഇഫ് യു ആർ ബോൺ യു വിൽ ഡൈ അല്ലേ. ഡെത്ത് ജനിച്ചിട്ടുണ്ടേ മരിക്കുന്ന പറയുന്നത് അല്ലേ, എല്ലാവരും മരിക്കും, നമ്മളെല്ലാവരും മരിക്കും, എന്തെങ്കിലും അല്ലെങ്കിൽ എപ്പോഴെങ്കിലും മരിക്കും. ഓക്കെ, അതാണ് മനസ്സിലാകുന്നത്. ഫസ്റ്റ് 4 lines ഓഫ് ഈച്ച് സ്റ്റാൻസ illustrates and the last 4 gives 4 depth. ഓക്കെ, നമുക്ക് നോക്കാം. ഇത് വളരെ സിമ്പിൾ, എല്ലാ കാര്യങ്ങളും ഞാൻ വേഗം പറഞ്ഞത്, നിങ്ങൾക്ക് ഈ ലൈൻസ് ആണ് വേണ്ടതെന്ന് എനിക്കറിയാം, പക്ഷേ ആദ്യം ഇത് വായിക്കാം. ദ ഗ്ലോറീസ് ഓഫ് അവർ ബ്ലഡ് ആൻഡ് സ്റ്റേറ്റ്. എന്താണ് മക്കളെ ഗ്ലോറീസ് ഓഫ് അവർ ബ്ലഡ് ആൻഡ് സ്റ്റേറ്റ്? മക്കളെ ബ്ലഡ് ആൻഡ് സ്റ്റേറ്റ് ഞാൻ പറഞ്ഞുതരാം. ഒരു എൻ്റെ പെൻ എടുക്കട്ടെ. ഓക്കെ, ഇയാളല്ല വേണ്ടത്. ഓക്കെ, റെഡി മക്കളെ. ദ ഗ്ലോറീസ് ഓഫ് അവർ ബ്ലഡ് ആൻഡ് സ്റ്റേറ്റ്. ഇവിടെ എന്താണ് ഇവിടെ പറയുന്നത്? നമ്മുടെ അച്ഛന്മാരും, ബ്ലഡ് എന്ന് പറയുമ്പോൾ ആൻസെസ്റ്റേഴ്സ്. ഓക്കെ, നമ്മുടെ ആൻസെസ്റ്റേഴ്സും വീട്ടുകാരൊക്കെ ഉണ്ടാക്കി വെച്ച് കുറേ പൈസ. ഗ്ലോറീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ വലിയ റെപ്യൂട്ടേഷൻ ആയിക്കോട്ടെ, സ്റ്റേറ്റസ് ആയിക്കോട്ടെ, എല്ലാ സംഭവം. ആർ ഷാഡോസ് നോട്ട് സബ്സ്റ്റാൻഷ്യൽ തിങ്സ്. ആർ ഷാഡോസ് മക്കളെ, ഷാഡോ നിഴലിന് ആർക്കെങ്കിലും വരേണ്ടോ? എൻ്റെ ഷാഡോ ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും നോക്കുക? അല്ല, അതിങ്ങനെ ഒരു ടെമ്പററി സാധനം, ഒരു വേസ്റ്റ് സാധനം. നോട്ട് സബ്സ്റ്റാൻഷ്യൽ, നോട്ട് ഇമ്പോർട്ടൻറ്റ് തിങ്സ്. ഇമ്പോർട്ടൻ്റ് ആയ കാര്യമല്ല. നിങ്ങളുടെ അച്ഛനും അമ്മയും, നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ കുടുംബം മൊത്തം ഉണ്ടാക്കി വെച്ച്, നിങ്ങളുടെ സമൂഹം ഉണ്ടാക്കി വെച്ച പൈസയും വലിയ റെപ്യൂട്ടേഷനും ഒന്നും അല്ല എന്ന് പറയുന്നത്. അതൊന്നും സബ്സ്റ്റാൻഷ്യൽ തിങ്സ് അല്ല എന്ന് പറയുന്നത്. ഓക്കെ, ഗ്ലോറീസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ റെപ്യൂട്ടേഷൻ, പൈസ, എനിത്തിങ്. ഓക്കെ, ഡെത്ത്. ഓക്കെ, ദർ ഇസ് നോ ആർമർ അഗെയിൻസ്റ്റ് ഫേറ്റ്. ഫേറ്റ് എന്ന് പറഞ്ഞാൽ വിധി. ഓക്കെ, വിധീൻ്റെ അഗെയിൻസ്റ്റ് നിങ്ങൾക്ക് ഒരു പ്രൊട്ടക്ഷനും ഇല്ല. നാളെ ഞാൻ മരിക്കാനുള്ള ആൾ, ഞാൻ കുറേ ആർമർ വാങ്ങിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല, മരിക്കുന്ന പറയുന്നത്. ദർ ഇസ് നോ ആർമർ. നിങ്ങൾക്ക് ഒരിക്കലും വിധിയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റൂല. ഡെത്ത് ലേസ് ഇറ്റ്സ് ഹൈസി ഹാൻഡ്സ് ഓൺ കിങ്സ്. ഓക്കെ, ഡെത്ത് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ പോലെയായിട്ടാണ് കാണുന്നത്. ഓക്കെ, ഇവിടെ ഡെത്ത് ഹാൻഡ് ഉണ്ടോ? ഐസി ഹാൻഡ് എന്ന് പറഞ്ഞാൽ തണുപ്പ്. മരണത്തിന് നമ്മൾ തണുപ്പായിട്ടാണ് കയറുന്നത് അല്ലേ, കാരണം നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ ബോഡിക്ക് ഒരു ഹീറ്റ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ കോൾഡാണ്. അപ്പം ഡെത്തിൻ്റെ ഐസി ഹാൻഡ് കിങ്ങിൻ്റെ മേലെ. ഡെത്ത് ഒരാൾ തൊട്ടാ പോലീസ് പോലെ, നീ മരിച്ചു, അതേപോലെയാണ് തൊട്ടാ പോലീസ് പോലെയാണ് കിങ്ങിൻ്റെ മേലെ തൊട്ടു. ഓക്കെ, അപ്പോൾ കിങ് ആണെങ്കിലും മരിക്കും, രാജാവാണെങ്കിൽ മരിക്കില്ല എന്നുണ്ടോ? രാജാവ് മരിക്കും. Scepter and crown must tumble down and in the dust be made equal with the poor and scythe and spade. Okay, poor, crooked, scythe and spade. പറഞ്ഞു തരുന്നത് എന്താണ്? ഡെത്ത് കിങ്ങിനെയും കൊണ്ടുപോകും. ഓക്കെ, രാജാവിനെയും കൊല്ലും. ഓക്കെ, സെപ്റ്റർ ആൻഡ് ക്രൗൺ. സെപ്റ്റർ ആൻഡ് ക്രൗൺ എന്ന് പറയുമ്പോൾ, ക്രൗൺ എന്ന് പറഞ്ഞാൽ കിരീടം, സെപ്റ്റർ എന്ന് പറയുന്ന സാധനം കേട്ടോ, ഈ സാധനം ഈ കമ്പിയില്ലേ, അത് പവറിനെയാണ് കാണിക്കുന്നത്. ഓക്കെ, ഇറ്റ്സ് എ സിമ്പിൾ ഓഫ് പവർ. ഓക്കെ, കിങ്ങിൻ്റെ പവറിനെ കാണിക്കുക. എത്ര വലിയ ആളാണെങ്കിലും ഓക്കെ, അയാളുടെ സെപ്റ്ററും ക്രൗൺ മസ്റ്റ് ടംബിൾ ഡൗൺ. അവിടെ പെട്ടെന്ന് കിങ് അവിടെ നിന്ന് ഡിസപ്പിയർ ചെയ്താൽ ക്രൗൺ വീണ് ഉരുണ്ട് മറിയും, ആൻഡ് സെപ്റ്ററും വീഴും. ഓക്കെ, മസ്റ്റ് ടംബിൾ ഡൗൺ. അതിങ്ങനെ പോകും. മെറ്റനിമി എന്താണെന്ന് ഞാൻ കാരണം, ക്രൗൺ എന്ന് പറയുമ്പോൾ മെറ്റനിമി എന്താണെന്ന് ഞാൻ പറഞ്ഞത്. ഓക്കെ, ആൻഡ് ഇൻ ദ ഡസ്റ്റ് ബി മെയ്ഡ് ഈക്വൽ. മക്കളെ, ഇൻ ദ ഡസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ മണൽ കൊണ്ടുണ്ടാക്കിയെന്ന് പറയില്ലേ? ശരിയല്ല, കാർബണാണ്, പക്ഷേ വേറെ കാര്യം, അത് മണൽ കൊണ്ടാണ് ഉണ്ടാക്കിയത്. നമ്മളെല്ലാവരും മണലാണ്. അപ്പം മരിച്ചു കഴിയുമ്പോൾ നമ്മൾ മണൽ പോലെയാണെന്ന് പറയുന്നത്. ഓക്കെ, ഇൻ ദ ഡസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പൊടിയാകുമ്പോൾ ബി ഈക്വൽ മെയ്ഡ്. ഓക്കെ, നമ്മളെല്ലാവരും ഈക്വലാണ്. മരിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഈക്വലാണെന്ന്. വിത്ത് ആരുടെ കൂടെ? ഈ രാജാക്കന്മാർ ആരോട് ഈക്വൽ ആവുന്നത്? വിത്ത് ദ പുവർ, ക്രിക്കറ്റ്, സൈത്ത് ആൻഡ് സ്പേഡ്. കൈക്കോട്ടും ഇതാണ് പറയുന്നത്. ഓക്കെ, തൂമ്പയും, ഇതാണ് സൈത്ത്, ഇതാണ് സ്പേഡ്. കൈക്കോട്ടും തൂമ്പേൻ്റെയും കൂടി കിങ്. ഇവിടെ ഈ കിങ്ങും ഇവരായിട്ട് എന്താ ബന്ധം? ഈ കിങ്, രാജാവ്, വലിയ പൈസക്കാരനായ രാജാവ്, ഈ കൈക്കോട്ടും തൂമ്പയായിട്ട് എന്താണ് ബന്ധം? ഇവർ ഉദ്ദേശിക്കുന്നത് ഇവിടെ കൈക്കോട്ടും തൂമ്പയല്ല, വർക്കിംഗ് ലോവർ ക്ലാസ് പീപ്പിൾ. ഓക്കെ, വർക്കിംഗ് ലേബറേഴ്സ് ഇല്ലേ, സാധാരണ കൂലിപ്പണിക്കാരെ ഉദ്ദേശിക്കുന്നത്. അപ്പം കൂലിപ്പണിക്കാരെ, പുവർ എന്ന് പറയുമ്പോൾ പാവപ്പെട്ടവരെന്ന് ഉദ്ദേശിക്കുന്നത്. ക്രുക്കഡ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ വളഞ്ഞിരിക്കുന്നത്, അല്ല ഒടിഞ്ഞിരിക്കുന്നത്. സൈത്ത് ആൻഡ് സ്പേഡ്. ഓക്കെ, ഇത് വർക്കിംഗ് ക്ലാസ്സിനെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ലേബറേഴ്സിനെ ഉദ്ദേശിക്കുന്നത്. പുവർ എന്ന് ഉദ്ദേശിക്കുന്നത് പാവപ്പെട്ട, ഇതല്ല ട്രാൻസ്ഫേർഡ് എപ്പിറ്ററ്റ് കേട്ടോ. ഇവർ പാവപ്പെട്ട കൈക്കോലാണോ, പാവപ്പെട്ട തൂമ്പയാണോ? അല്ല, പാവപ്പെട്ട ഈ ഇന്നർ മീനിങ് ഉള്ള ആൾക്കാർ, അതിനെ ട്രാൻസ്ഫേർഡ് എപ്പിറ്ററ്റ് എന്ന് പറയും. ഓക്കെ, റെഡി. ഇനി രാജാവാണെങ്കിലും മരിക്കും, ആൻഡ് സാധാരണ കർഷകനാണെങ്കിലും മരിക്കും. മരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഈക്വലാകും. മസ്റ്റ് ബി ഈക്വൽ മെയ്ഡ് ഇൻ ദ ഡസ്റ്റ് എന്നാണ് പറഞ്ഞത്. മരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഈക്വലാണെന്നാണ് പറഞ്ഞത്. ഞാൻ എൻ്റെ എക്സ്പ്ലനേഷനൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ വായിക്കാം.
അടുത്തത് സം മെൻ വിത്ത് സ്വാർഡ്സ് മേ റീപ് ദ ഫീൽഡ്. മക്കളെ, കർഷകർ ഫീൽഡിനെ റീപ്പ് ചെയ്യാം, കട്ട് ചെയ്യാന്ന് പറയുന്നത് സ്വാഡ് വെച്ചിട്ടാണോ? അല്ലെ വേറെ നൈഫ് വെച്ചിട്ട് അല്ലേ? ഇവിടെ മെൻ വിത്ത് സ്വാർഡ്സ് എന്ന് പറയുമ്പോൾ വാറിയേഴ്സ്, ബിഗ് വാറിയേഴ്സ് മേ റീപ് ദ ഫീൽഡ്. ഫീൽഡ് എന്ന് പറയുമ്പോൾ കുറേ ആൾക്കാരെ കൊന്നിട്ടുണ്ടാവും. ആര്? മെൻ വിത്ത് സ്വാർഡ്, വലിയ ഫൈറ്റേഴ്സും വാറിയേഴ്സും. ആൻഡ് പ്ലാന്റ് ഫ്രഷ് ലോറൽസ് വേർ ദേ കിൽ. റോമൻ ട്രഡീഷനിൽ നിങ്ങൾ ഒരാളെ കൊന്നാൽ അവിടെ വേറൊരു ചെടി നമ്മൾ നടുന്നതാണ് പറയുന്നത്. ഓക്കെ, ലോറൽസ് എന്ന് പറഞ്ഞ ചെടി. അപ്പം നിങ്ങൾ കുറേ ആൾക്കാരെ കൊന്നാൽ കുറേ ആൾക്കാരെ ചെടി നടാമെന്ന് പറയുന്നത്, അതാണ് സംഭവം. പക്ഷെ അതൊന്നും ബന്ധമല്ല. ആൻഡ് പ്ലാന്റ് ഫ്രഷ് ലോറൽസ് വേർ ദേ കിൽ. മരിച്ചവരുടെ ഒക്കെ അവിടെ നമുക്ക് ലോറൽസ് നടാമെന്നാണ് പറയുന്നത്. ബട്ട് ദർ സ്ട്രോങ് നെർവ്സ്, അവരുടെ സ്ട്രോങ് നെർവ്സ്, അവരുടെ സ്ട്രോങ് മെൻ്റൽ സ്റ്റേറ്റ് അറ്റ് ലാസ്റ്റ് മസ്റ്റ് ഈൽഡ്. അവസാനം വിട്ടുകൊടുക്കണം. വലിയ ശക്തിയും വലിയ സ്വാഡൊന്നും ഇട്ട് കാര്യമില്ല. അവസാനം അവരുടെ നേഴ്സ്, അവരുടെ മെൻ്റൽ സ്റ്റേറ്റ് എന്താണ്? അവസാനം വിട്ടുകൊടുക്കും. ദേ ടൈം ബട്ട് വൺ അനദർ സ്റ്റിൽ. അവർ ഓരോ ആൾക്കാരെ കൺട്രോൾ ചെയ്യും, പക്ഷെ എന്താണ്? അവസാനം അവരെ തന്നെ കൺട്രോൾഡ് ആവും. ഓക്കെ, ഏർലി ഓർ ലേറ്റ്, ഇന്നല്ലെങ്കിൽ നാളെ ദേ സ്റ്റൂപ്പ് ടു ഫേറ്റ്. അവർ അവസാനം എന്താ? വിധീൻ്റെ മുമ്പിൽ കുമ്പിടും. ഓക്കെ, ഡെസ്റ്റിനി. ഓക്കെ, അവർക്ക് മരിക്കാനുള്ള ദിവസം അവർ മരിക്കുന്ന പറയുന്നത്. ഒന്നും ചെയ്യാൻ പറ്റില്ല. എത്ര വലിയ മസിലുള്ള ആളായിക്കോട്ടെ, എത്ര സിക്സ് പാക്ക് ഉണ്ടായിക്കോട്ടെ, ഒരു കാര്യമില്ല അല്ലേ? അവസാനം തട്ടത്തിമാറിയതിൽ തന്നെ സിക്സ് പാക്ക് ഉണ്ടായിട്ട് കാര്യമില്ല. അവസാനം നമ്മൾ കൊണ്ടുപോയില്ലേ അല്ലേ? ആൻഡ് മസ്റ്റ് ഗിവ് അപ്പ് ദെയർ മർമറിങ് ബ്രെത്ത്. അവസാനം ഉണ്ടാകുന്ന കുറച്ച് മേമറി ചെയ്യുന്നിങ്ങനെ ബ്രെത്ത്, അവസാനമുള്ള കുറച്ച് ശ്വാസം, ആ അംശമുള്ള ശ്വാസം വിട്ടുകൊടുക്കേണ്ടി വരും. വെൻ ദേ പെയിൽ ക്യാപ്റ്റീവ്സ് എന്ന് പറയുമ്പോൾ, പെയിൽ എന്ന് പറയുമ്പോൾ ഈ ബ്ലഡൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ വൈറ്റ് പോലെ ആവില്ലേ, അതാണ് പെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, ക്യാപ്റ്റീവ്സ് എന്ന് പറയുമ്പോൾ പിടിക്കപ്പെട്ടവർ ക്രീപ് ടു ഡെത്ത്. അപ്പം ഈ വലിയ വാറിയേഴ്സിന് അവസാനം എന്താണ്? ക്യാപ്റ്റർ ചെയ്ത് ജയിലിലിരിക്കുന്ന ആളെ പോലെ ആയിട്ട് കരുതുന്നത്. വെൻ ദേ പെയിൽ ക്യാപ്റ്റീവ്സ് ക്രീപ് ടു ഡെത്ത്. ക്രീപ്പ് എന്ന് പറഞ്ഞാൽ മരണത്തിലേക്ക് ഇങ്ങനെ എങ്ങനെയെങ്കിലൊക്കെ ഇഴഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇത്രയുള്ള സംഭവം. എത്ര വലിയ മസിൽമാൻ ആയിക്കോട്ടെ, എത്ര വലിയ സംഭവം ആയിക്കോട്ടെ, എത്ര ആൾക്കാരെ കൊന്നിട്ടുണ്ടോ, അവസാനം നിങ്ങളുടെ നെർവ്സ് വിട്ടുകൊടുക്കും, നെർവ്സ് തോക്കും. അപ്പം നിങ്ങൾ മരിക്കേണ്ടി വരും. നിങ്ങൾ എത്ര വലിയ സംഭവം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ അവസാനം മരിച്ചേ പറ്റുള്ളൂ. ഒരു ആർമറും ഇല്ല, അതാണ് പറയുന്നത്. ഓക്കെ, സെറ്റാണല്ലോ. അടുത്തത് ദ ഗാർലൻഡ്സ് വിതർ ഓൺ യുവർ ബ്രൗ. നമുക്ക് ഗാർലൻഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ റീത്ത് പോലത്തെ സാധനമല്ലേ, റീത്ത് തലയിലിടുമ്പം ഇങ്ങനെ വലിയ പരിപാടിക്കൊക്കെ ഉണ്ടാവില്ലേ, ആ രാജാക്കന്മാരൊക്കെ പണ്ടിടും. ഓക്കെ, അപ്പോൾ പൂക്കളൊക്കെ ഇടും വലിയ സംഭവമായിട്ട്. അപ്പോൾ നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ ഈ ഗാർലൻഡ്സ്, ഈ പൂക്കളൊക്കെ വാടിപ്പോവും അല്ലേ? അപ്പം ബ്രൗൺ എന്ന് പറയുമ്പോൾ ഐബ്രൗൻ്റെ അവിടെ. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള ആ സാധനമൊക്കെ വിതറിയും, എന്താണ്? വാടിപ്പോവും. ഓക്കെ, ദെൻ ബോസ് നോ മോർ ഓഫ് യുവർ മൈറ്റി ഡീഡ്സ്. അപ്പോൾ നമ്മൾ വലിയ സംഭവമാണെങ്കിൽ ഇത് കാണിക്കണമെങ്കിൽ ഇതുണ്ടാവണം അല്ലേ? പക്ഷെ അത് കുറച്ച് കഴിയുമ്പോൾ വാടിപ്പോവും. അപ്പോഴെന്താണ്? ദെൻ ബോസ്റ്റ് നോ മോർ ഓഫ് യുവർ മൈറ്റി ഡീഡ്സ്. നിങ്ങൾ വലിയ രാജാവ് എന്നുള്ളത് പിന്നെ പൊക്കാൻ പറ്റില്ല, അതങ്ങ് വാടിപ്പോയാൽ പോയി. അപ്പോൺ ദ ഡെത്ത്സ് പേർപ്പിൾ ആൾട്ടർ. ഡെത്തിൻ്റെ പേർപ്പിൾ ആൾട്ടർ എന്ന് പറയുമ്പോൾ ഡെത്തിൻ്റെ പേർപ്പിൾ അൽത്താരം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പ്ലാറ്റ്ഫോം. ഡെത്ത് അവിടെ ഇരിക്കുകയാണെങ്കിൽ വലിയൊരു പ്ലാറ്റ്ഫോം ഉണ്ടാവും. അവിടെ എത്തുമ്പം എന്താണ്? നൗ സീ വേർ ദ വിക്ടിം ബ്ലീഡ്സ്. ഓക്കെ, വിക്ടർ എന്ന് പറഞ്ഞാൽ ജയിച്ച ആള്, വിക്ടിം എന്ന് പറഞ്ഞാൽ സഹിച്ച ആൾ. ഓക്കെ, വിക്ടർ എന്ന് പറഞ്ഞാൽ ജയിച്ച ആള്, വിക്ടിം എന്ന് പറയുമ്പോൾ സഹിച്ച ആൾ. ഓക്കെ, അപ്പോൾ ജയിക്കും തോറ്റ ആള് ഒരുമിച്ച് വരുമ്പോൾ ഓക്സിമോറൺ, ഓപ്പോസിറ്റ് വേർഡ്സ് ഒരുമിച്ച് വരുമ്പോൾ ഓക്സിമോറൺ, ബ്ലീഡ്സ്. അപ്പം ഡെത്തിൻ്റെ അവിടേക്ക് വരുമ്പോൾ രാജാവായിക്കോട്ടെ, ഫാർമർ ആയിക്കോട്ടെ, വലിയ മസിൽമാൻ ആയിക്കോട്ടെ, സാധാരണ തോറ്റ ആളായിക്കോട്ടെ, ജയിച്ച ആളും തോറ്റ ആളും ഡെത്തിൻ്റെ പേർപ്പിൾ ഓൾട്ടർ, ഡെത്തിൻ്റെ ആ പ്ലാറ്റ്ഫോമിലേക്ക് വരുമ്പോൾ എല്ലാവരും വിക്ടിമും എന്താണ്? ബ്ലീഡ് ചെയ്യും, മരിക്കുന്നു ഉദ്ദേശിക്കുന്നത്. യുവർ ഹെഡ്സ് മസ്റ്റ് കം ഡൗൺ ടു ദ കോൾഡ് ടൂം. ഓൺലി ദ ആക്ഷൻസ് ഓഫ് ദ ജസ്റ്റ് മെൽറ്റ്സ് വെൽസ്. യുവർ ഹെഡ്സ് മസ്റ്റ് കം ഡൗൺ. നിങ്ങളുടെ തല കുനിയണം. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ യു ഹാവ് ടു ഗിവ് അപ്പ് ടു ദ കോൾഡ് ടൂം. കോൾഡ് ടൂം എന്ന് പറയുമ്പോൾ കല്ലറ. ഓക്കെ, കോൾഡ് എന്ന് പറയുമ്പോൾ തണുപ്പ്, ഡെത്തിനെ സിഗ്നിഫൈ ചെയ്യാം. ഓൺലി ദ ആക്ഷൻസ് ഓഫ് ദ ജസ്റ്റ്. ഈ പോയിന്റ് നോട്ട് ചെയ്ത് വെച്ചോ. ഓൺലി ദ ആക്ഷൻസ് ഓഫ് ദ ജസ്റ്റ്. മക്കളെ, ജസ്റ്റ് എന്ന് പറയുമ്പോൾ ആരെങ്കിലും ആണോ? ജസ്റ്റ് എന്ന് പറയുമ്പോൾ ജസ്റ്റിസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ജസ്റ്റിസ്. പക്ഷേ ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ എന്താണ്? ന്യായകരമായ കറക്റ്റായ കാര്യങ്ങൾ മാത്രമാണ്. യെസ്, ഓൺലി ദ ഗുഡ് ഡീഡ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. എന്താണ്? ഓൺലി ഗുഡ് ഡീഡ്സ്. നിങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങൾ. ഓക്കെ, നിങ്ങൾ ഒരാളെ ഹെൽപ്പ് ചെയ്തു, നിങ്ങളൊരു നല്ല കാര്യം ചെയ്തു, ആ നല്ല കാര്യങ്ങൾ, ആക്ഷൻസ് ഓഫ് ദ ജസ്റ്റ്, നിങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങൾ മാത്രമേ സ്മെൽ സ്വീറ്റ് ആൻഡ് ബ്ലോസം ഇൻ ദിയർ ഡസ്റ്റ്. ഓക്കെ, നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ എന്താണ്? ബ്ലോസം ചെയ്യുള്ളൂ. ഓക്കെ, നിങ്ങളെ ഓർത്ത് വെക്കുന്നത് നിങ്ങൾ കുറേ പൈസക്കാരനായിട്ടാണോ, അല്ലെങ്കിൽ നിങ്ങൾ വലിയ പൈസക്കാരനോ വലിയ മസിലുണ്ടായിട്ടാണോ? ഇല്ല, നിങ്ങൾ ഓർത്തിരിക്കുക എപ്പോഴാണ്? നിങ്ങൾ കുറച്ച് നല്ല കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ. ഓക്കെ, നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ, ഇൻ ദിയർ ഡസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്ത കുറച്ച് നല്ല കാര്യങ്ങളാണ് ഇമ്മോർട്ടലായി നിൽക്കുള്ളൂ. നിങ്ങൾ മരിക്കും, നിങ്ങളുടെ പൈസ മരിക്കും, നിങ്ങളുടെ ഫാമിലി ഉണ്ടാക്കി വെച്ച പൈസയൊക്കെ എല്ലാവരും മറക്കും. പക്ഷെ എന്താണ്?
ഇൻ ദെയർ ഡസ്റ്റ്. മരിച്ചു കഴിയുമ്പോൾ only the acts of the just, നല്ല ചെയ്ത കാര്യങ്ങൾ മാത്രമേ ഓർമ്മയുണ്ടാവുള്ളൂ. ഓക്കെ, അതാണ് പറയുന്നത്. ഇതാണ് ഈ പോയത്തിൻ്റെ പോയിന്റ്. മരണത്തിന് മുമ്പ്, ഡെത്തിന് മുമ്പ് നിങ്ങളൊക്കെ ഈക്വലാണ്. ടീമിൻ്റെ എല്ലാ സാധനങ്ങളും ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്, മീനിങ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, പിന്നെ പെർസോണിഫിക്കേഷൻ ഇതൊക്കെ ഞാൻ പിന്നെ മാർക്ക് ചെയ്ത് തന്നിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല, എല്ലാം ഉണ്ട്. ഓക്കെ, പോയം അപ്രീസിയേഷൻ വരെ കൊടുത്തിട്ടുണ്ട്. നോക്കി എവിടെ നോക്കിയത്, പോയം ടീച്ചേഴ്സ് എസ് എ ഗുഡ് ലെസൺ. എന്താണ്? ഡെത്ത് ഇസ് എ ഗ്രേറ്റ് ലെവലർ. ഡെത്തിന് മുമ്പിൽ എല്ലാവരും സെയിം ആണ്. ഇറ്റ് ഇസ് ആർ എർത്ത്ലി ഗ്ലോറീസ് ആർ മിയർ ഷാഡോസ്. ഓക്കെ, നിങ്ങൾ ഉണ്ടാക്കി വെക്കുന്ന പൈസയും സമ്പാദ്യം ഒക്കെ വേസ്റ്റ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, ദർ ഇസ് നോ ഷീൽഡ് അഗൈൻസ്റ്റ് ഫേറ്റ്. മരണത്തിന് മുമ്പിൽ ഒന്നും നിങ്ങൾക്ക് ചെയ്യാനാവില്ല. മരിക്കേണ്ടവൻ മരിക്കും, സമയത്തിന് മരിക്കും. ഓക്കെ, നിങ്ങൾ വലിയ മസിലായുള്ള ആളെക്കൂടെ എന്തായിക്കോട്ടെ ഒരു വിഷയമല്ല. കാര്യം മനസ്സിലായല്ലോ? സെറ്റാണല്ലോ? റെഡി. ആനിമേ ഇസ് നോട്ട് കാർട്ടൂൺ. എവിടെ ഇവിടെ ശ്രദ്ധിക്കുക, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. വേറെ എന്തൊക്കെയോ ഡിസ്കഷൻ. റെഡി. അടുത്ത നമുക്ക് പോകാം. ദ ട്രിപ്പ് ഓഫ് ലഹോർല. ഓക്കെ, ദ ട്രിപ്പ് ഓഫ് ലഹോർല എന്ന് പറയുമ്പോൾ ഗീ ടു മൊപ്പസോം. ഓക്കെ, ഇതാണ് കറക്റ്റ് പ്രശ്നം. ഗൈഡേ മോപ്പസാൻ എന്നല്ല, ഗീ ടു മൊപ്പസോം. ഓക്കെ, പേരുകൾ ഓർത്ത് വെച്ചാൽ ഇമ്പോർട്ടൻ്റ് കേട്ടോ. മെയിൻ ക്യാരക്ടേഴ്സിലേക്ക് ഇതൊരു ബോറിംഗ് കഥയാണ്, വളരെ ബോറിംഗ് കഥയാണ്. ഒന്നുമില്ല, ഒരു ബലൂണിൽ കയറുന്ന കുറച്ച് ആൾക്കാർ മേലെ പറന്ന് എങ്ങനെയൊക്കെയോ താഴെ ലാൻഡ് ചെയ്യുന്നു. ഓക്കെ, എവിടേക്കോ. വലിയ രസമൊന്നുമില്ല, പക്ഷെ ശ്രദ്ധിക്കുക. ഓക്കെ, നോക്കിക്കുക. ദ നെറേറ്റർ. ഈ ചാപ്റ്ററിൽ നെറേറ്റർ ആരാണ്? ഗീ ടു മൊപ്പസോം. ഗീ ടു മൊപ്പസോം നെറേറ്റർ എന്ന് പറഞ്ഞാൽ മതി. ദ സ്റ്റോറി ഈസ് നെറേറ്റർ ആൻഡ് വൺ ഓഫ് ദ പാസഞ്ചേഴ്സ് ഓഫ് ദ ബലൂൺ ട്രിപ്പ്. ഒരു ബലൂൺ, ഹോട്ട് എയർ ബലൂൺ കേട്ടോ ഉദ്ദേശിക്കുന്നത്. ഈ ബലൂണും പിടിച്ചുകൊണ്ട് പറക്കാൻ പറ്റൂല കേട്ടോ. receives a telegram inviting them on the journey, provides a perspective through. ഓക്കെ, കഥ മൊത്തം നടക്കുമ്പോൾ കഥയൊക്കെ പറയാൻ സംഭവമാണ്. ഓക്കെ, ക്യാപ്റ്റൻ ജോവിസ് ആണ് നമ്മുടെ മെയിൻ ക്യാപ്റ്റൻ, നമ്മുടെ ബലൂൺ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, ബലൂൺ എന്ന് പറയുമ്പോൾ കോമഡിയാണ്. ഹോട്ട് എയർ ബലൂൺ കൺട്രോൾ ചെയ്യുന്ന മെയിൻ ആളാണ്. വളരെ ബ്രേവ് ആളാണ് കേട്ടോ. ദ എക്സ്പീരിയൻസ് ബലൂണിസ്റ്റ് എന്നൊക്കെ പറയും. ബലൂണിസ്റ്റ് ഹു ഓർഗനൈസസ് ആൻഡ് പൈലറ്റ്സ് ദ ട്രിപ്പ് ഇൻ ലഹോർല. ഓക്കെ, ആ ട്രിപ്പിനെ ക്യാപ്റ്റൻ പൈലറ്റ് ചെയ്ത ആളാണ്. ഓക്കെ, demonstrate skills of confidence in the management of the balloon throughout the journey. ബലൂണിനെ മാനേജ് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഇയാൾക്കുണ്ടായിരുന്നു. പിന്നെ സബ് ക്യാരക്ടേഴ്സ് 2 ഉണ്ട്. ല്യൂട്ടനൻറ്റ് മാലറ്റ്. ഓക്കെ, ഇത് ല്യൂട്ടനൻ്റ് എന്ന് പറയും. ഓക്കെ, അല്ലെങ്കിൽ ലെഫ്റ്റനൻ്റ് എന്ന് പറയും. രണ്ടും കറക്റ്റാണ്. ലെഫ്റ്റനൻ്റ് എന്ന് പറയും, ല്യൂട്ടനൻ്റ് എന്ന് പറയും. ഓക്കെ, മാലറ്റ് വൺ ഓഫ് ദ പാസഞ്ചേഴ്സ് എന്ന പാർട്ട് ഓഫ് ദ ഗ്രൂപ്പ്. ഒരു പാസഞ്ചേഴ്സ് ആണ്. സസ്പെൻഡഡ് നെറ്റിംഗ് ബിറ്റ്വീൻ ദ ബാസ്ക്കറ്റ് ആൻഡ് ദ ബലൂൺ, ഒബ്സർവ്സ് ദ ബലൂൺസ് മൂവ്മെൻറ്റ് ഡ്യൂറിംഗ് ദ നൈറ്റ്. ഇത് വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. പിന്നെ എറ്ററീൻ ബിയറും, പിന്നെ എന്താണ് പോൾ ബെസോൺ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നു കേട്ടോ. പാട്രിസ് ഐറീസ്. ഓക്കെ, ഇതൊന്നും ഓർത്തില്ലെങ്കിലും കഥയൊന്നും ഓർത്ത് വെക്കാം. കഥ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, കഥ എത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. നോക്കാം. ഇതെവിടെ പോയി? ആൻസറിന് ബ്ലാക്ക് ഒന്ന് പോകട്ടെ. റെഡി. നോക്കിയാൽ സമ്മറി ചെയ്യാൻ പറഞ്ഞാൽ പ്രിപ്പറേഷൻസ് അറ്റ് ദ ഗ്യാസ് വർക്ക്. സി, ആദ്യം തന്നെ ചാടിക്കറി പറന്നു പോവല്ല. ആദ്യം തന്നെ എന്താ സംഭവിക്കാൻ നോക്കാം. ദ ചാപ്റ്റർ ബിഗിൻസ് വിത്ത് ദ പ്രൊട്ടാഗനിസ്റ്റ്. മെയിൻ ആൾ കേട്ടോ. പ്രൊട്ടാഗനിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? മെയിൻ ആൾ, നമ്മുടെ നെറേറ്റർ. ഓക്കെ, റിസീവിങ് എ ടെലിഗ്രാം. ഒരു ടെലിഗ്രാം കിട്ടുന്നത്. ടെലിഗ്രാം എന്ന് പറഞ്ഞാൽ ആപ്പ് കൂടിയല്ല. ടെലിഗ്രാം എന്ന് പറഞ്ഞാൽ പണ്ടത്തെ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് കേട്ടോ. ഇൻവൈറ്റിംഗ് ദം ടു എ ബലൂൺ ട്രിപ്പ്. ഒരു ബലൂൺ പറപ്പിക്കാൻ പോകാന്ന് പറഞ്ഞു. ദ അറൈവ് അറ്റ് ദ ഗ്യാസ് വർക്ക്സ് ഇൻ ലാ വിലെ. ഓക്കെ, ലാ വിലെറ്റ് ആയിരിക്കും, പക്ഷെ ലാ വിലെ എന്നായിരിക്കും പറയാം. They see a balloon. Okay, ലഹോർല. ഓക്കെ, ലഹോർല ആണ് ബലൂണിൻ്റെ പേര്. ഓർത്ത് വെച്ചോ, അതെങ്കിലും ഓർത്ത് വെക്കണം, വളരെ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, റെഡി. ബീങ് പ്രിപ്പയർഡ്. ഓക്കെ, അവിടെ ഒരു ബലൂൺ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. വലിയ ഹോട്ട് എയർ ബലൂൺ അല്ലേ. എക്സ്പേർട്സ് ആൻഡ് ദ ഓൺലുക്കേഴ്സ്. അപ്പം നോക്കിയിരിക്കുന്നവർ, വായ്നോക്കികൾ, അതന്നെ. have mixed opinions about the balloon's chances for successful journey. കുറേ ആൾക്കാർ സംശയമാണ്, ഇത് സർവൈവ് ചെയ്യുമെന്നൊക്കെ സംശയമാണ്. ബോർഡിങ് ദ ബലൂൺ. The passengers gather for dinner at the gas works canteen. അപ്പോൾ പാസഞ്ചേഴ്സ്, അതിൽ പറക്കാൻ പോകുന്ന ആൾക്കാരൊക്കെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ക്യാൻറ്റീനിലേക്ക് പോയി. Upon returning to the balloon, the basket is attached. ഒരു ബാസ്ക്കറ്റ് അറ്റാച്ച് ചെയ്തു. ആൻഡ് വേരിയസ് എക്യുപ്മെൻറ്റ്സ്. ഓക്കെ, സി, ഒരു ബലൂൺ മാത്രം പോരല്ല, നിൽക്കാൻ വേണ്ടി ഒരു ബാസ്ക്കറ്റ് ഉണ്ടല്ലോ, അതിൽ എക്യുപ്മെൻറ്റ്സും ഗ്യാസും സ്റ്റൗവും ഇൻഡക്ഷൻ കുക്കറൊക്കെ വേണ്ടേ. ഓക്കെ, അതിനെല്ലാം കൊണ്ടുവരികയാണ്. ദ ഗ്രൂപ്പ് ഇൻക്ലൂഡ്സ് എഴുതിക്കോ ല്യൂട്ടനൻ്റ് അല്ലെങ്കിൽ ലെഫ്റ്റനൻറ്റ് മാലിക്, എട്രീൻ ബിയർ, പോൾ ബെസോൺ, പാട്രിസ് ഐറീസ് ആൻഡ് ദ പ്രൊട്ടാഗനിസ്റ്റ് ഗീ ടു മൊപ്പസോം. ഡിപ്പാർച്ചർ ആൻഡ് അസെൻറ്റ്. ആക്സെൻ്റ് അല്ല, അസെൻറ്റ് എന്ന് പറഞ്ഞാൽ കയറുക. ഓക്കെ, ഡിസെൻറ്റ് എന്ന് പറഞ്ഞാൽ താഴേക്ക് വരിക. The balloon takes off with the passengers aboard. Okay, they rise above Paris. പാരീസിൻ്റെ മേലെയാണ് പറി. ഓക്കെ, പരീൻ്റെ മേലെയാണ്. എൻജോയിങ് ദ വ്യൂ ആൻഡ് ദ സൗണ്ട്സ് ഫ്രം ബിലോ. ഓക്കെ, അപ്പോൾ പാരീസിൻ്റെ മേലെ കൂടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, താഴെ നിന്നുള്ള സൗണ്ടൊക്കെ വ്യൂ ഒക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. വൈകുന്നേരമായിട്ടോ തുടങ്ങുന്നത്, അപ്പോൾ രാത്രി മൊത്തം നല്ല രസമാണ്, ബ്യൂട്ടിഫുൾ ആയിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ചാപ്റ്ററിലെ മെയിൻ പോയിന്റ് പറയേണ്ടത്, എന്ത് ചോദിച്ചാലും ഈ നറേറ്റർ ഇതിൻ്റെ വിവിഡ് ഇമേജറി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നേച്ചറിനെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. പാരീസിൽ കൂടെ ഓരോ സൗണ്ടും ഓരോ വിഷ്വലും ഓരോ സൗണ്ടൊക്കെ പറയുന്നത്. ഓക്കെ,
The balloon's altitude അല്ല, altitude is determined by the releasing of cigarette paper to observe the movement. Okay, see, വെയിറ്റ് കുറച്ചാൽ മേലേക്ക് പറക്കും, ഗ്യാസ് കുറച്ചാൽ താഴേക്ക് പോകും, അങ്ങനത്തെ സംഭവമാണ്. ഓക്കെ, the journey continues into the night with the moon rising. സൺറൈസ് അല്ല, മൂൺ റൈസ്. ഓക്കെ, രാത്രിയാകുമ്പോൾ മൂണ് പെട്ടെന്ന് കാണുന്നതാണ് മൂൺ റൈസ്. മൂണ് മേലേക്കൊന്നും വരുമല്ലോ കേട്ടോ അത്രയും. The passengers feel detached from the world and enjoy the feeling of ഫ്ലോട്ടിങ് ത്രൂ സ്പേസ്. സീ, ലോകമായിട്ടുള്ള ഡിറ്റാച്ച്മെൻറ്റ്, ഒരാളുമില്ല, കുറച്ച് ആൾക്കാർ ഇങ്ങനെ മേലെ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുക, ഭയങ്കര ഫീൽ ആട്ടോ. They observe the earth below and listen to the sounds from the ground, including the animals' reactions to the balloon passing by. കുറേ പട്ടികൾ എന്താ കുരയ്ക്കുന്നോ, കുറേ ആനിമൽസ് എന്താ റിയാക്ട് ചെയ്യുന്ന പക്ഷികളൊക്കെ നോക്കുന്നുണ്ട്. അതൊക്കെ നോക്കി ഇങ്ങനെ ഭയങ്കര രസമായിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്രോച്ചിങ് ഡോൺ ആൻഡ് ഡിസെൻറ്റ്. മക്കളുടെ ഡോൺ എന്താണ്? ഡോൺ എന്ന് പറയുമ്പോൾ സൺറൈസ് കേട്ടോ, ഡസ്ക് എന്ന് പറയുമ്പോൾ സൺസെറ്റ്, ഡോൺ എന്ന് പറയുമ്പോൾ സൺറൈസ്, ആൻഡ് ഡിസെൻറ്റ് രാവിലെ ആവാനേ, ഡിസെൻറ്റ് ചെയ്യാനേ, താഴേക്ക് പോകാനേ. As dawn approaches, the passengers witness the beauty of earth below. അപ്പോൾ രാവിലെ വരുമ്പോൾ ഇത് ശരിക്കും ഭയങ്കര രസമാണ്. ആൻസർ ഒരു ട്രെക്കിന് പോയിട്ടുണ്ടായിരുന്നു. സൺറൈസ് പോകുമ്പോൾ രാത്രിയായിരിക്കും, പെട്ടെന്ന് സൺലൈറ്റ് വരുമ്പോൾ വേൾഡ് മൊത്തം ലൈറ്റ് ആവും, ഭയങ്കര രസമാണ്. അതേപോലെ തന്നെയാണ് പാരീസിൽ സംഭവിക്കുന്നത്. They see a river-like highway of lights resembling precious stones. Okay, river-like highway of lights, full ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വരുന്നു. ഓക്കെ, resembling precious stones. The captain prepares for the descent as they approach the sea and the passengers secure their belongings. Okay, പെട്ടെന്ന് അപ്പോൾ ലാൻഡിങ് തുടങ്ങണം. അപ്പോൾ എല്ലാവരും ആ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇടൂ, നമുക്ക് എന്താണ് ശ്വാസകോശ സ്പോഞ്ച് പോലെ എന്നൊക്കെ പറയാണ്. അപ്പോൾ ലാൻഡിങ് ആൻഡ് റിട്ടേൺ. The balloon touches down briefly and bouncing and settling. Peasants and curious cows surround the balloon. ഓക്കെ, അപ്പോൾ ലാൻഡ് ചെയ്യുമ്പോൾ ആലോചിക്കും, നിങ്ങളിവിടെ പുറത്തിങ്ങനെ അമ്മേ ചായ എന്ന് പറയുമ്പോണ്ട് അവിടെ ഒരു ബലൂൺ വീഴുന്നു. അപ്പോൾ നിങ്ങൾ ഇത് സംഭവം. അതേപോലെ ആൾക്കാർ ഇങ്ങനെ വന്ന് നോക്കുക. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ബെൽജിയൻ പെസൻസ്. ബെൽജിയത്തിലെത്തി, ഫ്രാൻസിൽ നിന്ന് തുടങ്ങിയ ആൾക്കാർ ബെൽജിയം എത്തി, അടുത്ത കൺട്രി കേട്ടോ. The group packs up their equipment and heads to the home. ഓക്കെ, ഹെഡ്സ് ഹോം, തിരിച്ചു പോയി. ഇതിനിടയ്ക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, മേലേക്ക് പോകാനും താഴേക്ക് പോകാനും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, റെഡിയാണല്ലോ, സംഭവമാണല്ലോ. ഇത് ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഗീഡു മപ്പസോൺ, ക്യാപ്റ്റൻ ജോസ് നല്ല സ്ട്രോങ് ആണ്, കോൺഫിഡൻ്റ് ആളാണ്. പിന്നെ കുറച്ച് ആൾക്കാർ ഇതിന് ബ്യൂട്ടിയാണ് ഇമ്പോർട്ടൻറ്റ്, ഇവർ എക്സ്പീരിയൻസ് ചെയ്താൽ എക്സ്പീരിയൻസിനെ പറ്റി ഡിസ്ക്രൈബ് ചെയ്തതാണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഈ കാര്യമൊക്കെ റെഡിയാണല്ലോ, സെറ്റാണല്ലോ. എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് A+ ആണ്. അലൻസാറിൻ്റെ ഒരു കോമഡി കാര്യം പറഞ്ഞു. അലൻസാർ 12th വരെ അലൻസാർ വിചാരിച്ച അലൻസാർ O+ ആണ്. ഓക്കെ, O+ വന്ന +2 വരെ വിചാരിച്ചത്. ഓക്കെ, +2 കഴിഞ്ഞപ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് വേണ്ടി വെറുതെ, ഓക്കെ, എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് എൻ്റെ പേരൻസ് ആണ് എന്നോട് പറയാം. അപ്പം ബ്ലഡ് ഗ്രൂപ്പ് +2 വരെ ഞാൻ എന്താണെന്ന് വിചാരിച്ചത്. +2 ആയപ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ബ്ലഡ് ഗ്രൂപ്പ് എടുക്കണം, ബ്ലഡ് ഗ്രൂപ്പ് ഒന്നുകൂടി എടുക്കണം. പിന്നെ എന്തോ ഐ ടെസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ, ഡ്രൈവിംഗ് ടെസ്റ്റ്. നിങ്ങൾ അടുത്ത വർഷം മിക്കവാറും എടുക്കുമായിരിക്കും കുറേ ആൾക്കാർ, അല്ലെങ്കിൽ +2 കഴിയുമ്പോൾ. ആ സമയമാകുമ്പോൾ ഞാൻ വെറുതെ ബ്ലഡ് ഗ്രൂപ്പ് എടുത്തു കേട്ടോ, എന്തോ ടെസ്റ്റിനും കൂടി വേണ്ടിയിട്ട്. അപ്പോൾ നോക്കുമ്പോൾ ഉണ്ട് അതെന്താണ് A+. കോമഡി. അപ്പോൾ ഇത്രയും കാലം ജീവിതത്തിൽ വിചാരിച്ച O+ ആണ്, എല്ലാ ഫോമിലൊക്കെ ഫില്ല് ചെയ്ത് O+. എന്നിട്ട് ബ്രിട്ടീഷ് ആക്സെൻറ്റ് ചെയ്യുമോ, നല്ല കോമഡിയോ. ഓക്കെ, എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ചെയ്യാറ്, എനിക്കറിയില്ല. അപ്പം എന്നിട്ട് കാര്യം പറയാം. എന്നിട്ട് എന്താ സംഭവിച്ചത്? എന്നിട്ട് ഭാഗ്യത്തിന് അലൻസാറിന് വല്ല ആക്സിഡൻറ്റോ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ ID കാർഡിൽ എവിടെയും നോക്കുമ്പോൾ എന്താണ് ഈ O+. ആ ബ്ലഡ് വല്ലതും കയറ്റി എനിക്ക് വല്ല അടുത്ത പ്രശ്നം വന്നേനെ. ഓക്കെ, പക്ഷേ ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല, A+. അപ്പം നിങ്ങൾ നോട്ട് ചെയ്തോ. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ കിട്ടി, സംഭവം മനസ്സിലായല്ലോ. ക്യാരക്ടർ സ്കെച്ച് ക്യാപ്റ്റൻ ജോവിസിനെ പറ്റിയിട്ട് വരാൻ സാധ്യതയുണ്ട്. എക്സ്പീരിയൻസ് ബലൂണിസ്റ്റ് ആണ്, നല്ല എക്സ്പീരിയൻസ് ആയിട്ടാണ്, കോൺഫിഡൻറ്റ് ലീഡർ, ക്ലിയർ ഇൻസ്ട്രക്ഷൻസ്. ഇവർക്കൊക്കെ പണിയുണ്ടായിരുന്നു അതും ഇതൊക്കെ ചെയ്യാൻ. ഫ്രണ്ട്ലി, ബലൂൺ കൺട്രോൾ ചെയ്തു, സേഫ്റ്റി ഫോക്കസ്ഡ് ആണ്, സ്കിൽ നാവിഗേറ്റ്, സെൻട്രൽ റോൾ. ഇതിനെപ്പറ്റി മൊത്തം ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്യാപ്റ്റൻ ജോവിസ്. ഓക്കെ, എല്ലാം എഴുതിയല്ലോ, നോട്ട് ചെയ്തല്ലോ. നാളെ രാവിലെ 6 മണിക്ക് ഗ്രാമർ. ഓക്കെ, റെഡി. ഇനി സെറാങ് ഓഫ് രണഗഞ്ചി. ഓക്കെ, ഇതെന്താ സെറാങ്? ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ, കഥ പോലത്തെ ചാപ്റ്റർ. ഓക്കെ, നോട്ട് ചെയ്താൽ മക്കൾ. ഈ സെറാങ് ആരാ? സെറാങ്ങിൻ്റെ പേരെന്താന്ന് പറഞ്ഞേ? സെറാങ് എന്ന് മലയാളത്തിൽ പറയണ സ്രാങ്ക്. ഓക്കെ, ബോട്ടിലല്ലേ, ഷിപ്പിൻ്റെ സ്രാങ്ക്. ഓക്കെ, രണഗഞ്ചി ഒരു വെസലിൻ്റെ പേരാണ്. ഓക്കെ, ഇവിടെ സെറാങ്ങിൻ്റെ പേരെന്താണ്? ഹസൻ. ഓക്കെ, ഹസൻ മിൻഹാജ് അല്ല, ഇത് ഹസൻ, പാവ ഒരു ഹസൻ. ഡോക്ടർ AJ ക്രോണിനും ഇതിൻ്റെ നെറേറ്ററാണ് ആൻഡ് ഒരു മേജർ റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. ഓക്കെ, നോക്കിയേ, ഡോക്ടർ AJ ക്രോണിനുണ്ട്, ഒരു ഷിപ്പിൻ്റെ ഫിസിഷ്യനാണ്. ഓക്കെ, രണഗഞ്ചി എന്നുള്ളൊരു ഷിപ്പുണ്ട്, ഒരു വെസലിനാണ് പറയുക, അതിൻ്റെ ഫിസിഷ്യനാണ്, അതിൻ്റെ ഒരു ജനറൽ ഡോക്ടറാണ്, അത് രണഗഞ്ചി. ഡയഗ്നോസിസ് ആൻഡ് മാനേജസ് ദ സ്മോൾ പോക്സ്. ഇവിടെ ഈ ബോട്ടിൽ സ്മോൾ പോക്സ് ഔട്ട് ബ്രേക്ക് ഉണ്ടാവും കേട്ടോ. ഹസൻ ദ സെറാങ്, ഇന്ത്യൻ സ്രാങ്ക് ആണ്. ആൻഡ് ക്വാർട്ടർ മാസ്റ്റർ എന്നാണ് പറയുക സെറാങ്ങിന് കേട്ടോ, ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ. ഓക്കെ, ക്വാർട്ടർ മാസ്റ്റർ ഒരു ക്രൂവിൻ്റെ ലീഡറാണ്. മോക്ഡ് ഫോർ ഹിസ് അപ്പിയറൻസ്, ആൾ കാണാൻ വലിയ സുഖമൊന്നുമില്ല, കുറച്ച് ബട്ട് പ്രൂവ്സ് ടു ബി ഡെഡിക്കേറ്റഡ്, വളരെ നല്ല, അറ്റ് ഹാർട്ട് ഈസ് വെരി ഗുഡ്. ഷോർട്ടാണ്, കൈയും കാലൊക്കെ എന്താ വിയേഡാണ്, മുടിയൊക്കെ വൃത്തിയൊന്നുമില്ല, പക്ഷേ ഭയങ്കര ഹെൽപ്പാണ്.
മിസ് ജോബ് സ്മിത്ത്, ഒരു വലിയ പൈസക്കാരി പാസഞ്ചർ, ഹസനെ കളിയാക്കുന്നതും വലിയ ഡയലോഗ് അടിക്കുന്ന ഒരാൾ. പിന്നെ ക്യാപ്റ്റൻ ഹാമ്പിൾ, ഓക്കെ, ക്യാപ്റ്റൻ ഓഫ് ദ രണഗഞ്ചി. ഓക്കെ, ഇവരൊക്കെയാണ് മെയിനായിട്ട് പഠിക്കാനുള്ളത്. സംഭവം പഠിക്കാൻ ഇത്രേ ഉള്ളൂ. ഡോക്ടർ AJ ക്രോണിൻ വലിയ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡോക്ടറല്ല. ആൻഡ് ഈ ഷിപ്പിൽ ആകെ ലിവർപൂളിൽ നിന്ന് ബാർസലോണ വഴി കേപ്പ് ടൗൺ കൂടെ, ബാർസലോണ ഇല്ല അങ്ങനെ എന്തോ പോയിട്ട് കേപ്പ് ടൗണിൽ കൂടെ ഇന്ത്യയിലേക്ക് എത്തേണ്ടതാണ്, കൊൽക്കത്ത എത്തേണ്ടതാണ്. ഇതിനിടയ്ക്ക് സ്മോൾ പോക്സ് ബ്രേക്ക് ആവും. സ്മോൾ പോക്സ് എന്ന് പറഞ്ഞാൽ ചിക്കൻ പോക്സ് പോലെയാണ്, പക്ഷേ കുറച്ചുകൂടി പ്രശ്നക്കാരാണ്, മരിക്കും. ഓക്കെ, പക്ഷെ അത് സ്പ്രെഡ് ആയാൽ ബോട്ടിലുള്ള എല്ലാവരും മരിക്കും. അപ്പോൾ സ്പ്രെഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് സീക്രട്ട് ആക്കാൻ വേണ്ടി ഇത് എല്ലാവരോടും പറഞ്ഞാൽ എല്ലാവരും പാനിക്കും, അതിനെക്കാട്ടും പ്രശ്നമാണ്. അപ്പം അതെങ്ങനെ കൺട്രോൾ ചെയ്തു എന്നാണ് കഥ. ഡോക്ടർ AJ ക്രോണിനെ ഹാൻഡ് ഇൻ ഹാൻഡ് വളരെ ഹെൽപ്പ് ചെയ്ത ഒരാളാണ് ഹസൻ. ഹസനെ പറ്റിയിട്ടാണ് മെയിനായിട്ട് കഥ. ഓക്കെ, ഇൻട്രഡക്ഷൻ ആൻഡ് ഡിപ്പാർച്ചർ ഫ്രം ലിവർപൂൾ. ലിവർപൂൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇംഗ്ലണ്ടിലെ ലിവർപൂൾ. ഓക്കെ, the two first class passengers, a young woman and her companion, ridiculed എന്ന് പറഞ്ഞാൽ കളിയാക്കുക the Indian സെറാങ്. ഓക്കെ, നമ്മുടെ ഹസനെ അതിനെ കളിയാക്കിയിട്ടാണ് തുടങ്ങുന്നത്. ഹസൻസ് അപ്പിയറൻസ് ഫൈൻഡിങ് ഹിം കോമിക്കലി അൺഅട്രാക്റ്റീവ്. കോമഡിയാണ് ആൾ കാണാൻ, ഒരു രസമില്ല, അൺഅട്രാക്റ്റീവ് ആണെന്ന് പറഞ്ഞിട്ട് കളിയാക്കാം. ദി ഷിപ്പ് രണഗഞ്ചി ഡിപ്പാർട്ട്സ് ഫ്രം ലിവർപൂൾ ഫോർ എ വോയേജ് ടു കൽക്കട്ട. ലിവർപൂളിൽ നിന്ന് തുടങ്ങിയിട്ട് കൽക്കട്ടയിലേക്കാണ് വരുന്നത്, കൊൽക്കത്ത. ഇൻ കാം ആൻഡ് ക്ലിയർ വെതർ. Dr. Cronin, AJ Cronin, the ship's physician, reflects on the diverse mix of passengers. കുറേ പാസഞ്ചേഴ്സ് ഉണ്ട്, ഇങ്ങനത്തെ ഫസ്റ്റ് ക്ലാസ് പാസഞ്ചേഴ്സ് ഉണ്ട്, പിന്നെ എന്തോ ഒരു ഗ്രൂപ്പിൻ്റെ, എന്താണ് ആ ഗ്രൂപ്പ് എന്ന് ചാറ്റിൽ എന്ന് പറയാം. ഓക്കെ, അതൊന്ന് പറയണേ. എന്തായിരുന്നു ആ ഗ്രൂപ്പിൻ്റെ പേര്? ഞാൻ മറന്നുപോയി. ഏതൊരു ആർമിയും അവരുടെ ഫാമിലി എന്തോ ഉണ്ടായിരുന്നു. നിങ്ങളൊന്ന് ചാറ്റ് ചെയ്ത് ഒന്ന് പറയണേ. ഓക്കെ, റെഡി? ഇനി എന്തൊക്കെയാണ് ഇവിടെ സംഭവം? സോഷ്യൽ ആക്ടിവിറ്റീസ് ഓൺ ബോർഡ്. ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം. ദ വോയേജ് ഇസ് മാർക്ഡ് ബൈ ഗേറ്റി ആൻഡ് സോഷ്യൽ ആക്ടിവിറ്റീസ് ലാർജ്ലി ഡ്രിവൻ ബൈ മിസ് ജോബ് സ്മിത്ത്, പ്രോമിനൻറ്റ് പാസഞ്ചർ. ഭയങ്കര ഡയലോഗ് അടിക്കുന്ന ഒരു അമ്മച്ചിയാണ് സംഭവം. ഓക്കെ, ദ പാസഞ്ചേഴ്സ് മേക്ക് എ സ്റ്റോപ്പ് അറ്റ് പോർട്ട് സെയ്ഡ് ഫോർ ഷോപ്പിംഗ് ആൻഡ് ബൈ. ഇതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല, ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊന്നല്ല ഇമ്പോർട്ടൻറ്റ്. ഡിസ്കവറി ഓഫ് സ്മോൾ പോക്സ്. ഓക്കെ, സ്മോൾ പോക്സ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ശ്രദ്ധിച്ചോ. ഓക്കെ, ദ സെറാങ് ഹസൻ അപ്രോച്ചസ് ഡോക്ടർ ക്രോണിൻ. ഓക്കെ, സെറാങ് വന്നിട്ട് ഡോക്ടർ ക്രോണിനോട് പറയാം, എക്സ്പ്രസിങ് കൺസേൺ അബൌട്ട് ടു ക്രൂ മെമ്പേഴ്സ്. ഡെക്ക് ഹാൻഡ്സ് എന്ന് എഴുതണ്ട, 2 ക്രൂ മെമ്പേഴ്സ്. ഓക്കെ, റെഡി? 2 ക്രൂ മെമ്പേഴ്സിന് ഭയങ്കര പനി, എന്തോ അസുഖം, ഭയങ്കര സിക്കാണ്. ഡോക്ടർ ക്രോണിൻ എക്സാമിൻസ് ദ ക്രൂ മെമ്പേഴ്സ്, ഐഡൻറ്റിഫൈ സ്മോൾ പോക്സ് സിംറ്റംസ്. ഓക്കെ, എന്തോ നോഡ്യൂൾസിലൊക്കെ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഐഡൻറ്റിഫൈ സ്മോൾ പോക്സ് ലീഡിങ് ടു ഹൈറ്റൻഡ് ആങ്സൈറ്റി. ഭയങ്കര പ്രശ്നമാണ് സ്മോൾ പോക്സ്. ക്യാപ്റ്റൻ ഹാമ്പിൾ സ്ട്രെസ്സസ് ഡോക്ടർ ക്രോണിൻസ് റോൾ ഇൻ മാനേജിങ് ദ ഔട്ട് ബ്രേക്ക്. അപ്പോൾ ഫിസിഷ്യനായ ഡോക്ടർ AJ ക്രോണിൻ എന്ത് ചെയ്തു? വേഗം തന്നെ ക്യാപ്റ്റൻ ഹാമ്പിളിൻ്റെ അടുത്ത് പോയി. ക്യാപ്റ്റനോട് പറയാണ് സ്മോൾ പോക്സ് എന്താ ചെയ്യുക? ക്യാപ്റ്റൻ ഹാമ്പിൾ പറയും, നിങ്ങൾ തന്നെ നോക്കണം, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, ഇത് ഔട്ട് ബ്രേക്ക് ആരും അറിയരുത്, ഹസനെ എടുത്തോ, ഹസൻ ശരിയാക്കി തരും എന്ന് പറഞ്ഞ് വിട്ടു. ഡോക്ടർ ക്രോണിൻ ആൻഡ് ഹസൻ കൊലാബറേറ്റ് ടു ഐസൊലേറ്റ് ദ ഇൻഫെക്റ്റ്. നിങ്ങൾക്കറിയാലോ, കോവിഡ് വന്നപ്പോൾ കോവിഡുള്ളവരെ ഐസൊലേറ്റ് ചെയ്യും, വേറെ എവിടെയെങ്കിലും പോയിട്ട്. അതേപോലെ തന്നെ ഈ ഷിപ്പിൽ ബാക്കിൽ എവിടെയെങ്കിലും ജനറേറ്ററിൻ്റെ അടുത്ത് എന്തോ സ്ഥലത്ത് കുറേ ഷീറ്റൊക്കെ കിട്ടിയിട്ട് ഇവരെ ഔട്ട് ബ്രേക്ക്, ഇവരെ ഐസൊലേറ്റ് ചെയ്ത് വെച്ചു. ആൻഡ് ആഫ്റ്റർ ഡെക്ക് ടു പ്രിവെൻറ്റ് ഫർദർ കണ്ടീഷൻ. ഓക്കെ, ഫർദർ സ്പ്രെഡ് ആവാതിരിക്കാൻ വേണ്ടി ആഫ്റ്റർ ഡെക്കിൽ ഒരു ഐസൊലേഷൻ ഉണ്ടാക്കി. മെഡിക്കൽ ഇൻസ്പെക്ഷൻസ് ഓഫ് ദ ക്രൂ അൺകവർ മോർ സ്മോൾ പോക്സ്. ഓക്കെ, അപ്പോൾ പിന്നെ ഒന്ന് നോക്കിയപ്പോൾ ഉണ്ട് കുറച്ചുകൂടി ആൾക്കാർക്ക് വരുന്നുണ്ട്. ആൻഡ് അതും എന്താണ്? ക്രൂ മെമ്പേഴ്സിനാണ്. ഓക്കെ, ഡോക്ടർ ക്രോണിൻ ഗ്രാപ്പിൾസ് വിത്ത് ചാലഞ്ച് ഓഫ് ലാക്കിംഗ് വാക്സിനേഷൻ റിസോഴ്സസ് ആൻഡ് ഹൈലി കണ്ടീജിയസ് നേച്ചർ ഓഫ് സ്മോൾ പോക്സ്. ഇത് വളരെ കണ്ടീജിയസ് ആണ്, ഇത് ക്യൂർ ചെയ്യാനൊന്നും പറ്റില്ല. ഇതിന് വാക്സിനേഷൻ ആണെങ്കിൽ കിട്ടൂല, കാരണം ഷിപ്പിലില്ല. അതിനെവിടെയെങ്കിലും ഹോസ്പിറ്റലിൽ പോകണം, എന്നാലേ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഫുൾ സീനായിരിക്കും, അത് ഔട്ട് ബ്രേക്ക് സ്പ്രെഡായ ഫുൾ സീൻ, എല്ലാവരും മരിക്കും. Hassan's unwavering support, okay, non-stop support ആയിരുന്നു ആൻഡ് ഡെഡിക്കേഷൻ ടു അസിസ്റ്റിംഗ് ഡോക്ടർ ക്രോണിൻ ഇൻ കെയറിങ് ഫോർ ദ സിക്ക് ക്രൂ മെമ്പേഴ്സ്. ഓക്കെ, ഭയങ്കര ഹെൽപ്പായിരുന്നു എല്ലാത്തിനും വേണ്ടിയിട്ട്. ഓക്കെ, ഇതിനിടയ്ക്ക് ഹസൻ്റെ കുറച്ച് ക്രൂ മെമ്പേഴ്സ് മരിക്കുന്നുണ്ട്. ഓക്കെ, ഗ്ലിംസ് ഇൻ ടു ഹസൻസ് ബാക്ക്ഗ്രൗണ്ട് ആസ് എ സീമാൻ വിത്ത് നോ ഫാമിലി ഓർ ടൈസ് ഇൻ ലാൻഡ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നതിനിടയ്ക്ക് ഇവർ ബോണ്ട് ചെയ്യും. ഓക്കെ, അതിനിടയ്ക്ക് ചോദിക്കുന്നുണ്ട് ഹസന് ഭാര്യയുണ്ടോ, വീട്ടുകാരുണ്ടോ, ഫാമിലി ഉണ്ടോ, പൈസ ഉണ്ടോ? അപ്പോൾ പറയുകയാണെങ്കിൽ എനിക്ക് പൈസ ഒന്നുമില്ല, ഫാമിലി ഒന്നുമില്ല, ഞാൻ കോസ്റ്റിലാണ് വളർന്നത്, എൻ്റെ ജീവിതം മൊത്തം ഈ ഷിപ്പിലാണ് 10-15 വർഷം, എന്നിട്ട് എന്താണ് എനിക്ക് പൈസ ഒന്നുമില്ല. അപ്പം ഡോക്ടർ ചോദിക്കുകയാണ്, ഡോക്ടർ പറയുകയാണ് ഇത് കഴിഞ്ഞിട്ട് ഇതൊക്കെ ഇത്രയൊക്കെ ചെയ്തല്ലോ, അപ്പം എന്താണ് കുറച്ച് എക്സ്ട്രാ പ്രൊമോഷനും എല്ലാം ചോദിക്കണം, കുറച്ച് എക്സ്ട്രാ പൈസ, ഇത്രയും മണിയല്ലേ. അപ്പോൾ ഹസൻ ചോദിക്കുക എന്തിനാ, എനിക്ക് വേണ്ട, എനിക്ക് ഇത്രയും പൈസ ഇട്ടിട്ട് എന്താ കാര്യം തന്നത്? അങ്ങനത്തെ ഭയങ്കര ഹമ്പിൾ മനുഷ്യനാണ് കേട്ടോ. ഹസൻസ് ഇൻഡിഫറൻസ് ടു മെറ്റീരിയൽ പൊസഷൻ, അങ്ങനെ പറഞ്ഞാൽ പൈസ, നിങ്ങളുടെ പോലെ ഐഫോൺ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ മെറ്റീരിയൽ പൊസഷൻസ് ആൻഡ് മണി, അതൊന്നും വലിയ ഇൻഡിഫറൻറ്റ്, അതൊന്നും വലിയ കഥയില്ല. ഡോക്ടർ ക്രോണിൻ ആൻഡ് ഹസൻ കണ്ടിന്യൂ ദർ ടയർലെസ് എഫേർട്സ് ടു പ്രൊവൈഡ് കെയർ ഫോർ ദ ഇൻഫെക്റ്റഡ് ക്രൂ. അവരിങ്ങനെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുക, ഇൻഫെക്റ്റഡ് ആയ കുറച്ച് ആൾക്കാർ. ഓക്കെ,
Somber moments arrive when 2 patients succumb to death. Okay, അവസാനം 2 ആൾക്കാർ മരിക്കും. Okay, give up to death and they are sewn into shrouds and cast overboard at night. Okay, അവസാനം അവരെന്താണ് കെട്ടി അവരെ പുറത്തേക്ക് ഇട്ടു. കാരണം എന്താണ്, ഷിപ്പിൽ വെച്ചാൽ പിന്നെ സ്പ്രെഡ് ആവും. അപ്പോൾ അവരെ അതിനിടയ്ക്ക് എന്താണ്, the epidemic is successfully contained, bringing the relief of the ship to passengers. ഓക്കെ, അവസാനം ഇവർക്ക് 2 ആൾക്കും കുറച്ച് ആൾക്കാർ 2 ആൾ മരിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള ഇൻഫെക്റ്റഡ് ആൾ നമ്മളവിടെ ലാൻഡ് ചെയ്തപ്പോൾ എല്ലാവരും ഹെൽപ്പ് ചെയ്തിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവസാനം ഇത് കൺട്രോൾ ചെയ്തു. ഓക്കെ, അതിനിടയ്ക്ക് ഹസൻ ഇവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന ഒക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇവർ ബോണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ. ഓക്കെ, ലാസ്റ്റ് കാര്യം, ഡോക്ടർ ക്രോണിയൻ റിഫ്ലെക്ട്സ് ഓൺ ദ സിംപ്ലിസിറ്റി ഓഫ് ഹസൻസ് ലൈഫ് ആൻഡ് വാല്യൂസ്. വളരെ സിമ്പിൾ മനുഷ്യനാണ്, വിച്ച് കോൺട്രാസ്റ്റ് വിത്ത് ദ മെറ്റീരിയലിസം ഓഫ് ദ വേൾഡ്. പൊതുവേ ലോകത്ത് എല്ലാവർക്കും പൈസ വേണം, ജോലി വേണം, കുറേ സാധനങ്ങൾ വേണം, അതൊക്കെ വേണം. പക്ഷേ അതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് പറയുന്നത്. ഓക്കെ, the ship crosses the Bay of Bengal without incident and anchors in Calcutta. ഒരു പ്രശ്നമില്ലാണ്ട് കാൽക്കട്ടയിലെത്തി. മിസ് ജോബ് സ്മിത്ത് once again ridicules Hassan's appearance, highlighting the disparity in values among the passengers. അവസാനം ഒരു അടിപൊളി ലൈനായിട്ട് പറഞ്ഞു. അവസാനം തിരിച്ചു വരുമ്പോൾ ഈ ജോബ് സ്മിത്ത് വലിയ പൈസക്കാർ ഒന്നും അറിയില്ല എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ഹസനെ കളിയാക്കിയിട്ടാണ് തിരിച്ചു പോകുന്നത്. ഓക്കെ, അപ്പം ഡോക്ടർ പറയുന്നൊരു ലൈനുണ്ട്. ഓക്കെ, ഓൾ ദ ആനിമൽസ്. അപ്പം എന്താണ്, ഈ ആനിമലിനെ ജോബ് സ്മിത്ത് പറയാണ്, ഈ ആനിമലിനെ കൂട്ടിലാക്കി വെച്ചിട്ട് ആയിരുന്നോ ഡിഡ് യു കീപ് ഹസൻ ഇൻ ദ കേജ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഹസൻ പറയാൻ തിരിച്ച് ഹസനല്ലേ, ഡോക്ടർ ഇങ്ങനെ ആലോചിച്ചു, കേജിലുണ്ടായിരുന്നത് ആനിമൽസൊക്കെ ശരിക്കും പുറത്തായിരുന്നു. ഹസൻ ശരിക്കും ഒരു ആനിമൽ പോലെയല്ല, ജോബ് സ്മിത്ത് പോലത്തെ ആൾക്കാരാണ് ആനിമൽസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഹസൻ കാരണമാണ് ഇവരൊക്കെ ജീവിച്ചിരിക്കുന്നത്. അങ്ങനത്തെ ഒരു ലൈനും പറയുന്നുണ്ട്, വളരെ രസകരമാണ്. ഓക്കെ, അപ്പോൾ ഹസനും ഡോക്ടറിനെ ഇഷ്ടമാണ്, ഡോക്ടറിന് ഹസനെ ഇഷ്ടം, നല്ലൊരു ബോണ്ട് അവരുണ്ടായിട്ടുണ്ട്. ഹസൻ വളരെ നല്ല ആൾ. അപ്പോൾ ഹസന് വേണ്ടിയിട്ടുള്ള എല്ലാ പോയിന്റ്സും ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. 99% ചാൻസ് ഉണ്ട് ഇതിൻ്റെ ക്യാരക്ടർ സ്കെച്ച് വരാൻ, അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള കോൺവെർസേഷൻ എന്താണ് ക്യാരക്ടർ സ്കെച്ച്, അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള AJ ക്രോണിനും നമ്മുടെ ഹസനും തമ്മിലുള്ള കോൺവെർസേഷൻ വരാൻ എല്ലാ പോയിന്റ്സും അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നോട്ട്സ് ഒന്ന് വായിക്കണം, അല്ലെങ്കിൽ നാളെ ട്രാവലെങ്കിലും വായിക്കണം. ഓക്കെ, സെറ്റാണല്ലോ. സാറിന് ഉറക്കം വന്നില്ലേ? സാറിന് 10:45 സാറിന് ഉറക്കമൊന്നുമില്ല. നമുക്ക് 2 മണി വരെ ക്ലാസ് എടുക്കാം. ഇനി എനിക്ക് സാറിന് ലാസ്റ്റ് ചാപ്റ്റർ ആണെന്ന് തോന്നുന്നു അല്ലേ? ഇത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് റൈറ്റിംഗ് കൂടെ ഉള്ളൂ, അത് നമുക്ക് പെട്ടെന്ന് ചെയ്യാം. ഓക്കെ, ദ റെക്ക് ഓഫ് ദ ടൈറ്റാനിക്, ബെഞ്ചമിൻ പെക്ക് കീത്ത്. നോട്ട് ചെയ്ത പേര് ബെഞ്ചമിൻ പെക്ക് കീത്ത്. ഇതാണ് ലാസ്റ്റ് പോയം. അതോടെ ചാപ്റ്റേഴ്സ് ഒക്കെ കഴിയും. ഓക്കെ, പോയിന്റ്സ് ഫോർ അപ്രീസിയേഷന് വേണ്ടിയുള്ള കുറച്ച് പോയിന്റ്സ് പറഞ്ഞാൽ ബെഞ്ചമിൻ പെക്ക് കീത്ത് ആണ് എഴുതിയ ദ റെക്ക് ഓഫ് ദ ടൈറ്റാനിക്. തീം എന്താണ്? കറേജ്, ഫെയ്ത്ത് ആൻഡ് ഷിപ്പ്രെക്ക് ആൻഡ് ഇമോഷൻ ഓഫ് പേട്രിയോട്ടിസം, വാലർ ടീച്ചേഴ്സ് ഹൗ വി ക്യാൻ ബി അറ്റ് ദ ടൈം ഓഫ് ട്രാജഡി, ഹൈലൈറ്റ്സ് ദ വാല്യൂസ് ഓഫ് ലൈഫ് സച്ച് എസ് ബ്രേവറി, കമ്പാഷൻ. ഇവിടെ എന്താണ്? പേട്രിയോട്ടിസം, രാജ്യത്തിനോടുള്ള സ്നേഹമുണ്ട്. അതേപോലെ തന്നെ എന്താണ്, എങ്ങനെ ബ്രേവ് ആവുന്നത്, എങ്ങനെ ടെറർ സംഭവങ്ങളൊക്കെ വരും, നമുക്ക് എങ്ങനെയാണ് കറേജസ് ആവുന്നൊക്കെ പറഞ്ഞത്. 10 സ്റ്റാൻഡേർഡ് ഉണ്ട്, 4 ലൈൻ. എൻ്റെ 40 ലൈനുണ്ട്. AABB ആണ് റൈം സ്കീം. ഓക്കെ, നമുക്ക് വേഗം വായിച്ചു പോകാം. ഞാൻ കുറേ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കഥ മൊത്തം ഒന്ന് മനസ്സിലാവണം. ഇനി കുറച്ച് ലൈൻസ് വന്നിട്ട് നിങ്ങൾക്ക് അപ്രീസിയേഷനൊക്കെ ചോദിക്കുള്ളൂ. അതിനുള്ള എല്ലാ പോയിന്റ്സ് ഞാൻ വെച്ചിട്ടുണ്ട്. ഓക്കെ, റെഡി ആണല്ലോ? ടൈറ്റാനിക്കിൻ്റെ കഥയാണ് ഇത്. ജാക്ക് ആൻഡ് റോസ് ഇതിലില്ല, പക്ഷെ നമുക്ക് കഥ പറയാം. ഓക്കെ, സൗത്താംപ്ടൺ എന്ന് പറയുമ്പോൾ ഒരു സ്ഥലമാണ് കേട്ടോ, ഇംഗ്ലണ്ടിലെ. ഔട്ട് ഓഫ് സൗത്താംപ്ടൺ ഷീ സ്വങ് വിത്ത് ദ സ്ട്രീം. ഷീ എന്ന് പറയുമ്പോൾ എന്താണ്? പെർസോണിഫിക്കേഷൻ ഉണ്ട്, കാരണം ടൈറ്റാനിക്കിനെ പറ്റി പറയുന്നത്. എ പോയം ഓഫ് അയൺ ആൻഡ് സ്റ്റീൽ, എ സീ ഡ്രീം, മെറ്റഫർ. മക്കളെ, ഒരു പോയമാണോ അത്? പോയമല്ല, മെറ്റഫറായിട്ട് കമ്പയർ ചെയ്യുന്നത് എന്താ? നമ്മുടെ ഷിപ്പിന് പോയമായിട്ടാണ് പറയുന്നത്. ടു സ്ലീപ്പ് യൂണിറ്റ് 5 അല്ലടോ, ടു സ്ലീപ്പ് യൂണിറ്റ് 5, യൂണിറ്റ് 4 വരുള്ളൂ കേട്ടോ. ആൻഡ് തൗസൻഡ്സ് ഓൺ ഷോർ വാച്ച്ഡ് സ്ട്രീമിങ് അവേ. ടൈറ്റാനിക് സിനിമ കണ്ടവർക്കറിയാം, ആ ഷിപ്പ് പോയപ്പോൾ ടൈറ്റാനിക് നോക്കാൻ കുറേ ആൾക്കാരുണ്ടായിരുന്നു ടാറ്റ പറയാൻ വേണ്ടിയിട്ട്. ദ ലാർജസ്റ്റ് ആൻഡ് ദ ഗ്രാൻഡസ്റ്റ് ഓഫ് ഓൾ ഷിപ്സ് ദാറ്റ് ഡേ. അന്ന് വന്നതിൽ ഏറ്റവും വലിയ, ഏറ്റവും ഗ്രാൻഡസ്റ്റ് ഷിപ്പാണല്ലോ. ഓക്കെ, റെഡി. ആൻഡ് തൗസൻഡ്സ് ഓൺ ബോർഡ് ഡിഡ് ഫീൽ സെക്യൂർ. ഓക്കെ, ഇത് സെൻറ്റൻസ് എന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ? ദേ ഫെൽ സെക്യൂർ ഓൺ തൗസൻഡ്സ് ഓൺ ബോർഡ് അല്ലേ? അതിനെ ട്രാൻസ്പോർട്ട് സെൻറ്റൻസ് പറയും. സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി തന്നെ. അപ്പോൾ 1000 ആൾക്കാരുണ്ട്, അവരൊക്കെ ഫീൽ സെക്യൂർ, ഒരു പേടിയില്ല. ഫോർ നോ ഐ സോ ഡെത്ത്. ആരും മരിക്കുന്നുള്ളത് ആലോചിച്ചിട്ടും കൂടിയില്ല. ആസ് ഹീ സ്റ്റുഡ് അറ്റ് ദ വീൽ. ആരാണ് ഹീ? ഡയറക്ടിങ് ഹെർ കോഴ്സ് ടു ദ എക്കോലെസ് ഷോർ, ഹെർ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഹേവൻ ഓഫ് നെവർ മോർ. ആരും മരിക്കുന്നുള്ള ആരും വിചാരിച്ചില്ല, എല്ലാവരും സെക്യൂർ ആയിട്ടിരിക്കുക. കാരണം ഫോർ ഹീ സ്റ്റുഡ് അറ്റ് ദ വീൽ. ആരാണ്? നമ്മുടെ ക്യാപ്റ്റനെ പറ്റിയിട്ട് വലിയ കോൺഫിഡൻസ് ആണ്. ഡയറക്ടിങ് ഹെർ കോഴ്സ് ടു ദ എക്കോലെസ് ഷോർ. മക്കളെ, എക്കോ ഇല്ല എന്ന് പറയുന്നത് എന്താ? എക്കോ ഉണ്ടാവണമെങ്കിൽ നിങ്ങളൊരു ഹാളിലൊക്കെ പോയാൽ, വലിയ ഹാളിലാണ് എക്കോ വരണമെങ്കിൽ അപ്പുറത്തൊരു ഒബ്സ്റ്റക്കിൾ ഉണ്ടാവും, ഭിത്തി പോലെ ഉണ്ടാവും. നിങ്ങളിവിടുന്ന് അങ്ങനെ വരണം. പക്ഷെ ഇവിടെ ഓപ്പൺ ഓഷ്യനിൽ എന്താണ്?
ഒന്നുമില്ല. എന്താണ്? ഒരു ഓപ്പൺ ഇതുമില്ല അല്ലേ? അപ്പം എൻഡ് ചെയ്യില്ല. അപ്പം എക്കോയിലെ ഷോർ എന്ന് പറയുമ്പോൾ നെവർ എൻഡിങ് ഷോർ, നെവർ എൻഡിങ്. ഓക്കെ, ഹെർ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഹേവൻ ഓഫ് നെവർ മോർ. ഹെർ ഫസ്റ്റ്, ആ ടൈറ്റാനിക്കിൻ്റെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഹേവൻ, ലാസ്റ്റ് ഹെവൻ പോലെയാണ് പക്ഷേ ഹേവൻ, പക്ഷെ അങ്ങനെയല്ല. ഓക്കെ, പക്ഷെ നിങ്ങളത് മനസ്സിലാക്കേണ്ട ആവശ്യം. നെവർ മോർ, ഇനി ഇല്ലായ്മ. ഓക്കെ, ഇനി ഇല്ല, നെവർ മോർ, ഇനി മുതലില്ല. ഓക്കെ, ഷീ വാസ് ദ ലാസ്റ്റ് ബെസ്റ്റ് മാൻ ഓഫ് വർക്ക്. ഓക്കെ, ഷീ വാസ് ദ ലാസ്റ്റ് ബെസ്റ്റ് മാൻ ഓഫ് വർക്ക്. ഭയങ്കര ബെസ്റ്റ് ആയിരുന്നു. ഓക്കെ, അടിപൊളി വർക്കായിരുന്നു. ആൻഡ് ഓൺ അവർ ഫസ്റ്റ് വോയേജ്, ഫസ്റ്റ് വോയേജ് എന്ന് പറയുമ്പോൾ ട്രാവൽ. ഓക്കെ, ഒരു ഫ്രഞ്ച് വേർഡാണ് വോയാജ് എന്നുള്ളത്, അതിനാണ് ഫസ്റ്റ് ട്രാവൽ. ഓക്കെ, ഫസ്റ്റ് ബോട്ടിംഗ് എക്സ്പീരിയൻസിൽ വാസ് സ്പീഡിങ് വെൻ ഔട്ട് ഓഫ് ദ ഡാർക്ക്നെസ്, ഔട്ട് ഓഫ് ദ നൈറ്റ് ലൂംഡ് ആൻ ഓമിനസ് ഫോം ഓഫ് ഗോസ്റ്റ്ലി വൈറ്റ്. അപ്പോൾ ഇങ്ങനെ നല്ല സ്പീഡിൽ പോയിരുന്നു, ഇത്ര അടിപൊളി സംഭവം. ആൻഡ് ഓൺ അവർ ഫസ്റ്റ് വോയേജ്, ആദ്യത്തെ ട്രാവലിൽ തന്നെ ഔട്ട് ഓഫ് ദ ഡാർക്ക്നെസ്, രാത്രി പെട്ടെന്ന് ഇരുട്ടുന്ന എവിടെന്നോ, രാത്രിയിൽ നിന്ന് എവിടെന്നോ, ലൂംഡ് ആൻ ഓമിനസ് ഫോം ഓഫ് ഗോസ്റ്റ്ലി വൈറ്റ്. ഓമിനസ് എന്ന് പറയുമ്പോൾ സജസ്റ്റിംഗ് ദാറ്റ് സംതിങ് ബാഡ്. ഓക്കെ, ഓമൻ എന്നൊക്കെ പറയുന്നത്, അതേപോലെ ഓമിനസ് ഫോം ഓഫ് ഗോസ്റ്റ്ലി വൈറ്റ്. എന്ത് ഗോസ്റ്റ്ലി വൈറ്റ്? സി, ഗോസ്റ്റ്ലി വൈറ്റ് എന്ന് പറയുമ്പോൾ വലിയൊരു ഗോസ്റ്റ് പോലെ, പ്രേതം പോലെ ഒരു ഐസ്ബർഗ്. ഐസ്ബർഗ് എന്ന് പറയുമ്പോൾ വലിയ ഐസിൻ്റെ കട്ട. ഓക്കെ, ഗോസ്റ്റ്ലി വൈറ്റ്, ഓമിനസ് ഫോം ഓഫ് ഗോസ്റ്റ്ലി വൈറ്റ്. എന്താ മെറ്റഫർ എന്ന് ഉദ്ദേശിക്കുന്നത്? കാരണം ഐസ്ബർഗ് ആണ്. ഐസ്ബർഗ് ഒരു ഗോസ്റ്റ് ആണോ? അല്ല, അത് അങ്ങനത്തെ ഒരു കമ്പാരിസൺ വന്നത് കേട്ടോ. ട്വാസ്, മക്കൾ, ഈ ട്വാസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് വാസ് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇത് ഇങ്ങനത്തെ ഒരു പണ്ടത്തെ ഒരു മിഡിൽ ഇംഗ്ലീഷ് ടൈപ്പ് സ്റ്റൈൽ കേട്ടോ. ഇറ്റ് വാസ്, അത് എഴുതാൻ മടിയുണ്ട്, ട്വാസ് എന്ന് പറയും. ഓക്കെ, ട്വാസ്. ഇറ്റ് വാസ് എ ടവറിങ് മൗണ്ടൻ ഓഫ് ഐസ്. വലിയൊരു ഐസ്ബർഗ് ആണ്. ജൈഗാൻറ്റിക്, ജൈജാൻറ്റിക് എന്ന് ചിലവർ, പക്ഷേ എൻ്റെ ഓർമ്മ ശരിയാണ് ജൈഗാൻറ്റിക് ആസ് എവർ വാസ് സീൻ ഓൺ ദ നോർത്ത് അറ്റ്ലാന്റിക്. ഓക്കെ, നോർത്ത് അറ്റ്ലാന്റിക്കിലെ ഏറ്റവും വലിയ ഐസ്ബർഗ് പോലെയായിരുന്നു. ഷീ സ്ട്രക്ക് വിത്ത് ഷിവർ ഫ്രം ദ സ്റ്റെം ടു സ്റ്റേൺ. ഓക്കെ, അപ്പം നമ്മുടെ ടൈറ്റാനിക്, ഷീ സ്ട്രക്ക്, ഓക്കെ, ഇടിച്ചു, വിത്ത് എ ഷിവർ, ഒരു വിറച്ചിലായിട്ട്, ഫ്രം ദ സ്റ്റെം ടു ദ സ്റ്റേൺ. സ്റ്റേൺ എന്ന് പറയുമ്പോൾ ദ ബാക്ക് എൻഡ്, മിഡിൽ സ്റ്റേൺ, സ്റ്റെം എന്ന് പറയുമ്പോൾ നടുക്കിലെ ഒരു ഭാഗം, ടു ദ സ്റ്റേൺ, ബാക്ക് വരെ. ഇവിടെ അലിട്രേഷൻ കാണാം, സ സൗണ്ട്. ഓക്കെ, ആൻഡ് വാസ് റാപ്പിഡ്ലി സിങ്കിങ്, ഓൾ സൂൺ ഡിഡ് ലേൺ. പെട്ടെന്ന് തന്നെ എന്താണ്? മുങ്ങാൻ തുടങ്ങി. അതെല്ലാവരും പെട്ടെന്ന് മനസ്സിലാക്കി, പെട്ടെന്ന് ഓൾ സൂൺ ഡിഡ് ലേൺ. ദെൻ ക്യാപ്റ്റൻ സ്മിത്ത്, ഇവിടെ ജോബ് സ്മിത്ത് അല്ല, വെറും സ്മിത്ത് കേട്ടോ, ക്യാപ്റ്റൻ സ്മിത്ത്. ദെൻ ക്യാപ്റ്റൻ സ്മിത്ത്, ഹെർ കമാൻഡർ ബ്രേവ്. ആരുടെ? ഹെർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഷിപ്പിൻ്റെ ബ്രേവ് കമാൻഡർ. എന്താ ഈ കമാൻഡർ ബ്രേവ് എന്ന് പറയാൻ? ബ്രേവ് കമാൻഡർ എന്നല്ലേ പറയാ? ഹാപ്പി മാൻ എന്ന് പറയുന്ന പോലെ ഞാൻ മാൻ ഹാപ്പി എന്ന് പറഞ്ഞാൽ ശരിയാവും? ഇല്ല, കമാൻഡർ ബ്രേവ് എന്ന് പറയുമ്പോൾ ട്രാൻസ്പോസ് ടെൻഡൻസ്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയതാ, കുറച്ച് സ്റ്റൈൽ, പോയിറ്റിക് ലൈസൻസ്. ഓക്കെ, ദെൻ ഹെർ ക്യാപ്റ്റൻ ബ്രേവ് കമാൻഡർ ക്യാപ്റ്റൻ സ്മിത്ത് thought not one moment, ഒരു നിമിഷം പോലും ആലോചിച്ചിട്ടില്ല, ഹിസ് ഓൺ ലൈഫ് ടു സേവ്, സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അയാൾ ആലോചിച്ചില്ല സ്മിത്ത്. ബട്ട് സ്റ്റുഡ് ഓൺ ദ ബ്രിഡ്ജ് കോളിംഗ് ഔട്ട് ദ ക്രൂ. അവിടെ ബ്രിഡ്ജ് മെയിൻ സ്ഥലത്ത് പോയിട്ട് പറയാ, ക്രൂവിനോട് വരാൻ പറഞ്ഞു, റിമെമ്പർ യുവർ കൺട്രി, ബി ബ്രിട്ടീഷ് ബി ട്രൂ. നമ്മൾ പോയിട്ട് എന്താണ് ഇന്ത്യ ഭാരതം എന്നൊക്കെ പറയുന്ന പോലെ അവരവിടെ ബി ബ്രിട്ടീഷ് ബി ട്രൂ, ക്രൂവിനോട് പറയാ നിങ്ങൾ സ്വന്തം ഹെൽപ്പ് ചെയ്യാനല്ല ബാക്കിയുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ പറയാണ്. ഓക്കെ, ആൻഡ് ഇംഗ്ലണ്ട് ആൻഡ് അയർലൻഡ് ആൻഡ് സ്കോട്ട്ലൻഡ് ആൻഡ് വെയിൽസ്. മക്കൾ, ഇതെന്താണ്? യുണൈറ്റഡ് കിങ്ഡത്തിലെ കൺട്രീസ് കേട്ടോ, ഇംഗ്ലീഷ് റൂൾ വരുന്ന ഇംഗ്ലണ്ട്, അയർലൻഡ്, സ്കോട്ട്ലൻഡ് ആൻഡ് വെയിൽസ്. ഓക്കെ, പ്രൂവ് ദെയർ ടു ദ വേൾഡ്. ഇവരെല്ലാവരും കൂടെ, ദ യുണൈറ്റഡ് കിങ്ഡം, ദ കൺട്രീസ് ഓഫ് ദ യുണൈറ്റഡ് കിങ്ഡം, പ്രൂവ് ടു ദ വേൾഡ്, എല്ലാവരും കാണിച്ചു, ലോകത്തിനോട് കാണിച്ചു, ദെയർ വാലർ, ദെയർ ബ്രേവറി, അവരുടെ ആ കൺട്രീനോടുള്ള സ്നേഹം. നെയർ എന്ന് പറയുമ്പോൾ എന്താണ്? അതൊരു ബ്രിട്ടീഷ് ആക്സെന്റിൽ പറയുന്നുണ്ട് കേട്ടോ, നെവർ. ഓക്കെ, നെബ. ഓക്കെ, നെയർ. ഓക്കെ, their valor never fails. ഓക്കെ, അവരുടെ ബ്രേവറി ഒരിക്കലും വിട്ടുകൊടുക്കൂല. The women and children first, അല്ലേ? എന്തെങ്കിലുമൊക്കെ എമർജൻസി വരുമ്പോൾ പെണ്ണുങ്ങളും കുട്ടികളും ഫസ്റ്റ്, അവരെ രക്ഷപ്പെടുത്തും, എന്നിട്ടാണ് നിങ്ങൾ പോകുള്ളൂ. The women and children first was their cry. The crew members പറയാ, പെണ്ണുങ്ങളും കുട്ടികളും ഫസ്റ്റ്, ആൻഡ് എവറി വൺ ഓഫ് ദ ക്രൂ സ്റ്റുഡ് ബൈ. ക്രൂ മൊത്തം, ബാക്കി എല്ലാവരും നോക്കിയിരുന്നു. ഓക്കെ, സ്റ്റുഡ് ബൈ എന്നല്ല, അവിടെ നോക്കിയിരുന്നു, അവരെയൊക്കെ ഹെൽപ്പ് ചെയ്യായിരുന്നു, അവർ രക്ഷപ്പെടാൻ, ക്രൂ രക്ഷപ്പെടാൻ നോക്കല്ല, ക്രൂ എല്ലാവരെയും ഹെൽപ്പ് ചെയ്തുകൊണ്ട് അവിടെ നിൽക്കാൻ, മരിക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ദ ബോട്ട്സ് വെർ ലോവേർഡ്. ബോട്ട്സ് എന്ന് പറയുമ്പോൾ സേഫ്റ്റി ബോട്ട്സ് ഇല്ലേ, സേഫ്റ്റി ബോട്ട്സ്. ഓക്കെ, അതൊക്കെ ലോവർ ചെയ്തു. ആൻഡ് സെൻറ്റ് അവേ, അവരെ എല്ലാവരും വിട്ടു. ഓക്കെ, ദാറ്റ് കട്ട് ഓഫ് ഓൾ ഹോപ്പ് സേവ് ഇറ്റേണിറ്റി, ആൻഡ് ദ ടൈറ്റാനിക് സാങ്ക് ഫ്രം സൈറ്റ് നീത്ത് ദ സീ. നീത്ത് എന്ന് പറയുമ്പോൾ വീണ്ടും ബിനീത്ത് എന്ന് ഉദ്ദേശിക്കുന്നു കേട്ടോ, ബിനീത്ത് ദ സീ വിത്ത് എ ബാൻഡ് പ്ലേഡ് നിയറർ മൈ ഗോഡ് ടു ദീ. ഓക്കെ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ആൻഡ് ദ ബോട്ട്സ് ലോവർ, ആ ബോട്ട്സിനൊക്കെ ലോവർ ചെയ്തു. വിമൻ ആൻഡ് ചിൽഡ്രൻ 10 വരെയൊക്കെ രക്ഷപ്പെടുത്താണ്. സെൻറ്റ് അവേ, അവരൊക്കെ വിട്ടു.
ദാറ്റ് കട്ട് ഓഫ് ഓൾ ഹോപ്പ്. ഇനി ജീവിക്കാനുള്ള ഒരു ഹോപ്പും കൂടി പോയി, അതെല്ലാം കൂടി പോയി. ഇനി ഒന്നുമില്ല രക്ഷപ്പെടാൻ, മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലിൻ്റെ മേലെ നിൽക്കുകയാണ് എല്ലാവരും രക്ഷപ്പെടാനുള്ള ഒരു പോയി. സേവ് ഇറ്റേണിറ്റി എന്ന് പറഞ്ഞാൽ നോൺ എൻഡിങ് ഇമ്മോർട്ടാലിറ്റി. ഓക്കെ, അതൊക്കെ പോയി. ആൻഡ് ദ ടൈറ്റാനിക് മുങ്ങി ഫ്രം സൈറ്റ്, കാഴ്ചയിൽ നിന്ന് മുങ്ങി. അപ്പോൾ വെള്ളത്തിന് ഫുൾ അടിയിൽ പോയി. നീറ്റ് ദ സീ എന്ന് പറയുമ്പോൾ ബിനീത്ത് ദ സീ. ഓക്കെ, വൈൽ ഹർ ബാൻഡ് പ്ലേഡ് നിയറർ മൈ ഗോഡ് ടു ദീ. വൈൽ ഹർ ബാൻഡ്, നിങ്ങൾ ആ സിനിമ കണ്ടിട്ടുണ്ടായിരുന്നില്ല, ആ വീടുന്നത് വരെ ബാൻഡ് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുക, എല്ലാവരും മോട്ടിവേറ്റ് ചെയ്യാനോ ആരും പേടിപ്പിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. നിയറർ മൈ ഗോഡ് ടു ദീ, ഇവിടെ നിന്നാണ് ഈ പാട്ടിൻ്റെ പേരാട്ടോ പറയുന്നത്. നിയറർ മൈ ഗോഡ് എന്താണ്, എൻ്റെ ദൈവത്തെ നിൻ്റെ അടുത്തേക്ക്. ദീ എന്ന് പറയുമ്പോൾ എന്താണ്, മൈ ഗോഡ് ടു ദീ. ഓക്കെ, അങ്ങയുടെ അടുത്തേക്ക് ഞാൻ വരിക. കാരണം മരിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകാമെന്നുള്ള വിശ്വാസം, അതാണ് പറയുന്നത്. Was there ever a scene so awfully grand? Was there ever a scene? അങ്ങനത്തെ ഒരു സീൻ ഉണ്ടായിരുന്നു, ഇത്രയും ഗ്രാൻഡ് ആണ് പക്ഷെ ഓഫുൾ, ഭയങ്കര സങ്കടകരമായിട്ട് ഗ്രാൻഡ് ആയിട്ട് ഇങ്ങനത്തെ ഒരു സീൻ ഉണ്ടായിട്ടുണ്ടോ? സീൻ എന്ന് പറയുമ്പോൾ കാഴ്ച. As that sinking ship with her band playing, all glory to Smith and the Titanic's men, they bring Trafalgar's hero to memory again. ഇവർ പറയുന്നത് ഇത്രയും ഗ്രാൻഡ് ആയിട്ടുള്ള സങ്കടകരമായ സീനുണ്ടോ, കാഴ്ചയുണ്ടോ? As that sinking ship, ആ ഷിപ്പ് വിത്ത് ദർ ബാൻഡ് പ്ലേയിങ് ബാൻഡ്, ആ ബാൻഡ് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എല്ലാവരും രക്ഷപ്പെട്ടു പോകുമ്പോൾ മരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ബ്രേവറി കാണിക്കുന്നത്. ആൻഡ് ദ ക്രൂ അല്ലേ, എല്ലാവരെയും ഹെൽപ്പ് ചെയ്ത ക്രൂ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ക്യാപ്റ്റൻ സ്മിത്ത് ദേ ബ്രിങ് ട്രാഫൽഗർ. ഓക്കെ, ട്രാഫൽഗർ എന്ന് പറയുമ്പോൾ ഒരു വാറിനെ പറ്റിയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഒരു വാറിൻ്റെ ഹീറോസിനെ പറ്റിയാണ് പറയുന്നത്. മെമ്മറി അഗൈൻ, അവരുടെ ബ്രേവറി തിരിച്ചു കൊണ്ടുവരുന്ന പോലെയാണ് അല്ലേ. നമുക്കറിയില്ല ട്രാഫൽഗർ, പക്ഷെ അതൊരു വാറാണ് കേട്ടോ. ആൻഡ് ദാറ്റ് ഹാർട്ട് ത്രില്ലിംഗ് ടെയിൽ ഓഫ് അലമോ. ഓക്കെ, അലമോ എന്ന് പറയുമ്പോൾ ഒരു സ്ഥലമാണ് കേട്ടോ, ഒരു വാറാണ് വേറെ. ഓക്കെ, ആൻഡ് ദാറ്റ് ഇവിടെ എനിക്കൊന്ന് ലാസ്റ്റ് പേജിൽ പറയുന്നുണ്ട്. ഇതാ ട്രാഫൽഗർ എന്ന് പറയുമ്പോൾ ദ ബാറ്റിൽ ഓഫ് ട്രാഫൽഗർ ഉദ്ദേശിക്കുന്നു കേട്ടോ. റോയൽ നേവി അഗൈൻസ്റ്റ് ദ ഫ്രഞ്ച് ആൻഡ് ദ സ്പാനിഷ് നേവി. ആലമോ എന്ന് പറയുമ്പോൾ വേറൊരു മാച്ചാണ്, ദ ടെക്സസ് റെവല്യൂഷൻ. ഓക്കെ, അതിന് അഗൈൻസ്റ്റ് വാട്ടർലൂ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇയാളെ നപ്പോളിയനെ കൊന്ന ബാറ്റിൽ. ഓക്കെ, ദ ലൈറ്റ് ബ്രിഗേഡും ജിം ബ്ലൂത്സും ഉണ്ട്. ഓക്കെ, ഇവിടേക്ക് വരാം. ആൻഡ് ദാറ്റ് ഹാർട്ട് ത്രില്ലിംഗ് ടെയിൽ ഓഫ് ആലമോ, ആ ആലമോയിൽ നടന്ന ആ ഹാർട്ട് ത്രില്ലിംഗ് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ടെയിൽ എന്ന് പറയുമ്പോൾ കഥ. ആൻഡ് ദാറ്റ് ലാസ്റ്റ് ഗ്രാൻഡ് ചാർജ് അറ്റ് വാട്ടർലൂ നപ്പോളിയനെ കൊന്ന ആ ലാസ്റ്റ് ബാറ്റലിലും. ആൻഡ് ദാറ്റ് ചാർജ് ദ ലൈറ്റ് ബ്രിഗേഡ്സ്. ഓക്കെ, ആ ലൈറ്റ് ബ്രിഗേഡിലുള്ള വാറും ആസ് വെൽ ആസ് ജിം ബ്ലഡ്സോസ് ആക്ട് ഓൺ ദ പ്രേറി ബെൽസ്. ഓക്കെ, അപ്പോൾ എല്ലാ വാറും ബ്രേവറിൻ്റെ സംഭവങ്ങളാണ് ഈ കൺട്രീനെ പറ്റിയിട്ട് പറയുന്നത്. ഓക്കെ, ബ്രിട്ടീഷ് കൺട്രീൻ്റെ ഓരോ കാര്യങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്. ആൻഡ് വിത്ത് ദീസ് ഡൗൺ ഓൺ ദ കോറിഡോർസ് ഓൾ ദ ടൈം, ഓക്കെ, ഓഫ് ഓൾ ടൈം, ദ ടൈറ്റാനിക് സ്റ്റോറി ഷാൽ സൗണ്ട് സബ്ലൈം ഓഫ് എക്സ്ട്രീംലി ഹൈ ക്വാളിറ്റി. അത്രയും വലിയ വാറിൻ്റെയും ബ്രേവറിൻ്റെയും ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നത് എന്ത്, ടൈറ്റാനിക്കിൻ്റെ ആ മെന്നിനെയും ക്രൂവിനെയും. അത്രയും റെസ്പെക്റ്റാണ് അവർക്ക് കൊടുക്കുന്നത്. ദ ടൈറ്റാനിക് സ്റ്റോറി ഷാൽ സൗണ്ട് സബ്ലൈം. അവരുടെ ഇടയ്ക്ക് ഉണ്ടാവും ഈ കഥ, അത്രയും സംഭവമായിട്ട് കരുത്. ഫോർ നെവർ വാസ് കറേജ് മോർ നോബിൾ ആൻഡ് ട്രൂ ദാൻ വാസ് ഷോൺ ഓൺ ദ നൈറ്റ് ബൈ ദ ടൈറ്റാനിക്സ് ക്രൂ. ഇത്രയും ബ്രേവറിയും കറേജും, ഓക്കെ, കറേജ് വേറെ എവിടെയും കണ്ടിട്ടില്ല കമ്പയർഡ് ടു ദ ടൈറ്റാനിക്സ് ക്രൂ. ആ രാത്രി മരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറെ എല്ലാവരെയും രക്ഷപ്പെടുത്തി, അവർക്കുള്ള കോൺഫിഡൻസ് ഒക്കെ ഉപയോഗിച്ച് എല്ലാവരും രക്ഷപ്പെടുത്തി. ആ കറേജും ആ ബ്രേവറിയും അതിൻ്റെ അത്രയും ഹൈ ക്വാളിറ്റി ഒരിക്കലും കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അതോടെ കഴിഞ്ഞു നമ്മുടെ പോയം. 40 ലൈൻ വായിച്ചു കഴിഞ്ഞു. ഞാൻ എന്താ പോയം അപ്രീസിയേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, കുറേ പോയം അപ്രീസിയേഷൻ ഉണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ടൈറ്റാനിക്കിലെ ജാക്കും റോസും ജില്ലും ഒന്നും അല്ല. ഇവിടെ മനസ്സിലാക്കേണ്ടത് ടൈറ്റാനിക്കിൻ്റെ ക്യാപ്റ്റൻ, ദ ബാൻഡ് ആൻഡ് ഹെൽപ്പിംഗ് അതർ പീപ്പിൾ, അതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, പിന്നെന്താണ് ടൈറ്റാനിക്കിനെ വലിയ സംഭവമായിട്ട് കരുതുന്നതും അതിൻ്റെ ഗ്രാൻഡും പിന്നെ ഇവരുടെ ബ്രേവറി ഒക്കെയാണ് മെയിൻ സംഭവം. മനസ്സിലായല്ലോ? ഇനി നിങ്ങൾ എന്താ ആൻസർ ചെയ്യാൻ റെഡി? അതിൻ്റെ പോയത്തിൻ്റെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, റെഡി? അപ്പോൾ നമ്മൾ ചാപ്റ്റേഴ്സ് മൊത്തം കഴിഞ്ഞു. ഇനി നമുക്ക് വേഗം ഈ സംഭവങ്ങളൊക്കെ ക്ലിയർ ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ക്യാരക്ടർ സ്കെച്ച് ഞാൻ എല്ലാം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ക്യാരക്ടർ സ്കെച്ച് എന്ന് പറയുമ്പോൾ അവരുടെ പേഴ്സണാലിറ്റി ട്രേറ്റ്സ്, ബാക്ക് സ്റ്റോറി, ഹൗ ദേ ചേഞ്ച്, എങ്ങനെയൊക്കെ. അവരെ കാണുമ്പോൾ ഉള്ള പ്രത്യേകത, അവരെ കാണുന്ന ഷോർട്ടാണോ വലുതാണോ ചെറിയ മുടിയാണോ വലിയ പ്രായമുള്ളവരാണോ, അങ്ങനത്തെ കാര്യങ്ങൾ എഴുതുക. ഓഡ് അപ്പിയറൻസസ് ഉണ്ടെങ്കിൽ അവർക്ക് മുടിയുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് എഴുതുക. ഇനി ആ ക്യാരക്ടറിനെ പറ്റി അറിയുമ്പോൾ പാവാണോ നല്ല ആളാണോ മോശമാണോ നല്ല ആളാണോ, അവർ ആ ചാപ്റ്റർ കൂടെ നന്നായോ മോശമായോ എന്താണ് എക്സ്പീരിയൻസ് ആയതും കൂടി പറഞ്ഞു കൊടുക്കുക. കഴിഞ്ഞു. ഓക്കെ, മാഗീനെ പറ്റിയിട്ട് 2-3 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് കഴിഞ്ഞ 2 വർഷത്തിൽ 6 മാർക്കിൻ്റെ. മാഗീൻ്റെ കാര്യം ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. കെയറിംഗ് ആണ്, പൊളൈറ്റ് ആണ്, സൂപ്പർസ്റ്റിഷ്യസ്. ഈ പോയിന്റ് ഓർത്ത് വെച്ചോ. അന്ധവിശ്വാസം,
വർക്കഹോളിക്, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ടൈപ്പിസ്റ്റ് ആയിട്ട്, ഒപ്റ്റിമിസ്റ്റിക് ആണ്, ചേട്ടനെല്ലാം ഓക്കെ ആണെന്ന് വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. മിസ്റ്റർ ഗുപ്ത ആസ് എ ഫ്രണ്ട്ലി ക്യാരക്ടർ. മിസ്റ്റർ ഗുപ്ത എന്ന് പറയുമ്പോൾ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സിലെ നെറേറ്റർ, ഹെൽപ്ഫുൾ ആണ്, ക്യൂറിയസ് ആണ്, എന്താണ് ഹെൽപ്പ് ചെയ്യുന്നു, റെഡിയാണ്, പിന്നെന്താണ്, പിന്നെ ആ കുട്ടിക്ക് വേണ്ടി സന്തോഷത്തിൻ്റെ എല്ലാം ചെയ്തത്. ആ പോയിന്റ്സ് എഴുതി വെക്കുക. ഡിപ്ലോമാറ്റിക് ഇൻ ടേക്കിംഗ് ഡിസിഷൻ, സെൻസിബിൾ, കൈൻഡ് ഹാർട്ടഡ്, കെയറിങ് ആൻഡ് ലവിങ്, ഈ കാര്യങ്ങൾ എഴുതി വെക്കാം. മാഗീൻ്റെ കൊടുത്തിട്ടുണ്ട്, ഹസൻ്റെ കൊടുത്തിട്ടുണ്ട്, ഹസൻ്റെ വേറെ കൊടുത്തിട്ടുണ്ട്. ഗ്രട്ട നിങ്ങൾക്ക് പഠിക്കാനല്ലോ കേട്ടോ, വേറെ ചാപ്റ്ററിൻ്റെ. ഓക്കെ, സീഗളിൻ്റെ അമ്മേനെ പറ്റിയിട്ടുണ്ട്, യങ് സീഗൾ ഉണ്ട്, ക്യാപ്റ്റൻ ജോവിസ് ഉണ്ട്, എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, റെഡി? ഇനി നമ്മൾ കമോൺ 400K സബ്സ്ക്രൈബ് ചെയ്തിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് കേട്ടോ. ഫിഗേഴ്സ് ഓഫ് സ്പീച്ച്, പോയറ്റിലെ പോയറ്റിക് ഡിവൈസ്, നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ വേഗം ഡിസ്കസ് ചെയ്യാം കേട്ടോ. കമോൺ. അലിട്രേഷൻ, എന്താ റെപ്പിറ്റേഷൻ ഓഫ് സൗണ്ട്സ് ഇൻ ദ ബിഗിനിങ് ഓഫ് വേർഡ്സ്. അസണൻസ് എന്ന് പറയുമ്പോൾ വവൽ സൗണ്ട്സ് സ്റ്റാർട്ടിങ്ങിൽ വരുന്നത്. കോൺസണൻസ് എന്ന് പറയുമ്പോൾ കോൺസണൻറ്റ് സൗണ്ട്സിൻ്റെ സ്റ്റാർട്ടിങ് അല്ലെ മിഡിൽ ഓഫ് വേർഡ്സ്. ഇവിടെ സ്റ്റാർട്ടിങ് ആണെന്നില്ല. അലിട്രേഷൻ എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിങ് ഓഫ് വേർഡ്സാണ്. ഇത് എവിടെ വേണേ ആവാം, മിഡിലൊക്കെ ആവാം. ഒണമട്ടോപ്പിയ എന്ന് പറയുമ്പോൾ എന്താണ്? ഫോർ എക്സാമ്പിൾ, സാഗ് ഫെൽ ഇൻടു ദ ഒണമട്ടോപ്പിയ എന്ന് പറയുമ്പോൾ ബീ ബസിങ്, സ്നേക്ക് ഹിസ്സിങ്, അവരുടെ സൗണ്ട് പോലെയുള്ള സൗണ്ട്. ബസ് എന്ന് പറയുമ്പോൾ ബസ് പോലെയുണ്ട്, ഹിസ് എന്ന് പറയുമ്പോൾ ഹിസ് എന്ന് തന്നെ ഉണ്ട്, അതാ സംഭവം. ഓക്കെ. ഹൈപ്പർബലി എന്ന് പറയുമ്പോൾ ഔട്ട്റീച്ച് ഇസ് എക്സ്ട്രാജറേഷൻ, ഭയങ്കര അടിച്ചു പൊങ്ങുക, ഭയങ്കര തള്ളെന്ന് പറയുമ്പോൾ ഹൈപ്പർബലി എന്ന് പറയും. മെറ്റഫർ എന്ന് പറയുമ്പോൾ ബന്ധമില്ലാതെ രണ്ട് കാര്യങ്ങളെ കമ്പയർ ചെയ്യാം. നിങ്ങൾ പുലിക്കുട്ടിയാന്ന് പറയുന്നത് പോലെ. ഓക്കെ, അതാണ്. സിമിലി എന്ന് പറയുമ്പോൾ നിങ്ങൾ പുലിക്കുട്ടി പോലെയാണ്, ലൈക്ക് അല്ലെങ്കിൽ ആസ് ഡാഷ് ആസ് ഉപയോഗിക്കുന്നത്, ഏതെങ്കിലും ഒരെണ്ണം ഉപയോഗിച്ചാൽ സിമിലി. ഓക്കെ. ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ നിങ്ങൾ പഠിക്കണം കേട്ടോ. ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ 8 മാർക്കിന് ഏതെങ്കിലും ഒരു പോയം തരും, അതിനെ ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ ചെയ്യണം. അത് നിങ്ങൾക്ക് അറിയാത്ത പോയമായിരിക്കും. എങ്ങനെയാണ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞത്. റീഡ് ദ പോയം ആൻഡ് നോട്ട് ഡൗൺ മോർ ഡീറ്റെയിൽസ്. നോട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. യൂസ് പ്രസൻറ്റ് ടെൻസ് ടു ഡിസ്ക്രൈബ് ആൻഡ് അനലൈസ് ദി ഇവൻറ്റ്സ് ഓഫ് ദ ക്യാരക്ടേഴ്സ് ഓഫ് ദ പോയം. എന്താണോ മനസ്സിലായത് പ്രസൻറ്റ് ടെൻസിൽ ഡിസ്ക്രൈബ് ചെയ്യാം. യൂസ് ഡയറക്റ്റ് കൊട്ടേഷൻസ്. ഈ കൊട്ടേഷൻ കൊടുത്തിട്ട് പറയാൻ നിങ്ങൾക്ക് തോന്നിയ കാര്യം. ഓക്കെ. വെൻ യു മെൻഷൻ എ പോയറ്റിക് ഡിവൈസ് ഓർ സിറ്റുവേഷൻ, സബ്സ്റ്റാൻഷിയേറ്റ് യുവർ വേർഡ്സ് വിത്ത് ദ കോഡ് ദാറ്റ് റെഫേഴ്സ്. ഓക്കെ, നിങ്ങൾ പറയുകയാണ് ഈ ലൈനിൽ മെറ്റഫർ ഉപയോഗിച്ചിട്ട് ആ ലൈൻ കോട്ട് ചെയ്യുക. ഓക്കെ, ഈ വാക്കുകളിലേക്ക് കോട്ട് ചെയ്യുക, എന്നിട്ട് പറയുക ഇത് കൊടുക്കുക. എന്താണ് മെറ്റഫർ ഉണ്ടായിരുന്നു, അതുണ്ടായിരുന്നു. ഓക്കെ. സൺറൈസ് ഓൺ ദ ഹിൽസ് പോയറ്റിക് ഡിവൈസ് അലക്സാണ്ടറിന്റെ നോട്ട്സിലുണ്ടാവും കേട്ടോ, പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ മെറ്റഫർ എന്താണെന്നും അതേപോലെ മെറ്റനിമി, ഹൈപ്പർബലിയും സിനക്ഡോക്ക് ഒക്കെ ഉണ്ടെങ്കിൽ സിനക്ഡക്കി ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാം. ഓക്കെ, ഇതാണ് വേണ്ടത്. ടൈറ്റിൽ വേണം. ഒരു പോയറ്റിക് അപ്രീസിയേഷൻ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ അപ്രീസിയേഷനിൽ ടൈറ്റിൽ, പോയറ്റ്, റൈം സ്കീം ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊരു ഫേവററ്റ് ലൈൻ. ഓക്കെ, ഫേവററ്റ് ലൈൻ എഴുതാം. എന്താണ് നിങ്ങൾക്ക് തോന്നിയ തീം? ഓക്കെ, ഫിഗേഴ്സ് ഓഫ് സ്പീച്ച്, അതാണ് പോയറ്റിക് ഡിവൈസ്. സ്പെഷ്യൽ ഫീച്ചേഴ്സ്. ഓക്കെ, ആൻഡ് വൈ ഐ ഡിസ്ലൈക്ക് ഓർ ലൈക്ക് ദ വൈ, നിങ്ങൾക്ക് എന്തുകൊണ്ട് ആ പോയം ഇഷ്ടപ്പെട്ടു എന്ന് പറയാം. ഇതാണൊരു വളരെ സിമ്പിൾ ബേസിക് ഐഡിയ അബൌട്ട് ദ പോയം തീം. ഞാനിപ്പോൾ പറഞ്ഞ സാധനം തന്നെ. ഓക്കെ, ഇത് വീണ്ടും നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുള്ള സാധനങ്ങളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്, ഒരേ സംഭവം ഫോളോ ചെയ്താൽ മതി. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്കറിയാം, ഇതൊക്കെ നിങ്ങൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ. പെർസോണിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ജീവനില്ലാത്ത സാധനത്തിന് ജീവനത്തിന് കാണിക്കുക. സി ഡെത്ത് ലേസസ് സൈറ്റ് സി ഹാൻഡ്സ്, ട്രയംഫ് ആൻഡ് ഡിസാസ്റ്റേഴ്സ് ആസ് ഇമ്പോസ്റ്റേഴ്സ്. അതേപോലെ ടൈറ്റാനിക്കിനെ ഹെർ എന്നൊക്കെ വിളിക്കുന്നത്. ഓക്കെ, റെഡി. പിന്നെ ഗ്ലോറീസ് ഓഫ് അവർ ബ്ലഡ് ആർ സ്റ്റേറ്റ് ആർ ഷാഡോസ്. മക്കളെ, അച്ഛനും അമ്മയും ഉണ്ടാക്കി വെച്ചത് പൈസയൊക്കെ ഷാഡോസ് ആണോ? അല്ല, കമ്പാരിസൺ ആണ്. അതാണ് മെറ്റഫർ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് മെറ്റഫർ. നാളെ മക്കളെ കെമിസ്ട്രീൻ്റെ ലൈവ് ഉണ്ട്, 7 മണിക്ക് മറക്കരുത്. രാവിലെ 7 മണിക്ക് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ മോർണിംഗ് ബൂസ്റ്ററിൽ ഗ്രാമർ ചെയ്യും, അതേപോലെ വൈകുന്നേരം 7 മണിക്ക് സോഷ്യൽ ചെയ്യും. ഓക്കെ, സോഷ്യലല്ല കെമിസ്ട്രി, സോറി. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം, ഞാൻ എല്ലാം നോട്ട്സിൽ വെക്കുന്നുണ്ട്. നിങ്ങൾ എക്സാമിന് ഒന്നൊരു ക്വസ്റ്റ്യൻ ഞാൻ കാണിച്ചില്ല, എങ്ങനെ ക്വസ്റ്റ്യൻ വരാം കേട്ടോ. ദി ഗ്ലോറീസ് ഓഫ് അവർ ബ്ലഡ്, ഇതേതാണ് ചാപ്റ്റർ, ഏതാണ്? ഡെത്ത് ദ ലെവലർ ബൈ ജെയിംസ് ഷേർലി. ഓക്കെ, ഐഡന്റിഫൈ ദ പോയം, എഴുതുക ഡെത്ത് ദ ലെവലർ. വാട്ട് അക്കോർഡിംഗ് ടു ദ പോയറ്റ് ആർ നോട്ട് സബ്സ്റ്റാൻഷ്യൽ തിങ്സ്. മക്കളെ, ദ ഗ്ലോറീസ് ഓഫ് അവർ ബ്ലഡ് ആൻഡ് സ്റ്റേറ്റ് ആർ നോട്ട് സബ്സ്റ്റാൻഷ്യൽ തിങ്സ്. എന്താണ് കാര്യമില്ലാത്ത കാര്യങ്ങൾ? ഗ്ലോറീസ് ഓഫ് അവർ ബ്ലഡ് ആൻഡ് സ്റ്റേറ്റ് എഴുതിക്കോ. ഡെത്ത് ലേസസ് ഐസി ഹാൻഡ്സ് ഓൺ കിങ്സ്. ഐഡന്റിഫൈ ദ ഫിഗർ ഓഫ് സ്പീച്ച്. ഇവിടെ എന്താണ്? ഡെത്ത് ലേസസ് ഐസി ഹാൻഡ്സ്, ഡെത്തിനെ പെർസോണിഫൈ ചെയ്തു. സൈറ്റ് ആൻ എക്സാമ്പിൾ ഓഫ് മെറ്റനിമി. മെറ്റനിമി എന്ന് പറയുമ്പോൾ ക്രൗൺ ആണ്. കാരണം ക്രൗൺ എന്ന് പറയുമ്പോൾ ക്രൗണിനല്ല ഉദ്ദേശിക്കുന്നത്, ക്രൗൺ പോലെയുള്ള എപ്പോഴും ഉപയോഗിക്കുന്ന ആരാണ്? കിങ് ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, റെഡി. ഓ, സെപ്റ്റർ ആൻഡ് ഇതും പറയാം അല്ലേ, സെപ്റ്റർ ആൻഡ് ക്രൗൺ. ആ സെപ്റ്ററും ഉണ്ട് കേട്ടോ, സെപ്റ്ററും ഉണ്ട്. സൈറ്റ് ആൻഡ് സ്പീഡും ഉണ്ട് കേട്ടോ. സൈറ്റ് ആൻഡ് സ്പീഡ് എന്ന് പറയുമ്പോൾ വർക്കിംഗ് ക്ലാസ് ഫാർമേഴ്സിനെ ഉദ്ദേശിക്കുന്നത്. ഇത് ദ പവർ ഓഫ് കിങ് എന്ന് ഉദ്ദേശിക്കുന്നു. ഓക്കെ, റെഡി. സംഭവം മനസ്സിലായല്ലോ? റെഡി. ആൻഡ് thousands on board did feel secure for no eye saw death as he stood at the wheel. ആരാണ്? ക്യാപ്റ്റൻ ജോ. ഓക്കെ, ക്യാപ്റ്റൻ സ്മിത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്, ടൈറ്റാനിക്കിനെ പറ്റിയിട്ട്. അത്ര അടിപൊളി ക്യാപ്റ്റൻ ആയതുകൊണ്ട് ആരും പേടിച്ചിട്ട് എല്ലാവരും കോൺഫിഡൻ്റ് ആയിരുന്നു. ബിക്കോസ് എന്താണ്? ടൈറ്റാനിക് വാസ് ദ ഗ്രാൻഡസ്റ്റ് ഓഫ് ഓൾ. ഓക്കെ, ഇതാണ് പറയുന്നത്.
നെക്സ്റ്റ് എന്താണ് ഇപ്പോൾ ഡെത്ത് ലെവലിൽ ഡെത്ത് ലേസസ് ഐസി ഹാൻഡ്സ് ഓൺ കിങ്സ് ഐഡൻറ്റിഫൈ ദ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് എന്താണ് പെർസോണിഫിക്കേഷൻ. നെക്സ്റ്റ് ദെൻ ക്യാപ്റ്റൻ സ്മിത്ത് ഹെർ കമാൻഡർ ബ്രേവ് ഐഡൻറ്റിഫൈ ദ പോയറ്റിക് ഡിവൈസ്. മക്കൾ ഇവിടെ എന്താണ് ഇവിടെ രണ്ട് കാര്യമുണ്ട്. ഹെർ എന്ന് പറയുന്നിടത്ത് ഹെർ പെർസോണിഫിക്കേഷൻ ടൈറ്റാനിക്കിനെ പെർസോണിഫൈ ചെയ്തു. ഇത് രണ്ടും ഓർഡർ മാറിയോണ്ട് നമുക്ക് പറയാം ട്രാൻസ്പോസ്ഡ് സെന്റൻസ്. എന്താണ് ട്രാൻസ്പോസ്ഡ് സെന്റൻസ്, സെന്റൻസിന് ഓർഡർ മാറ്റിയോണ്ട് ട്രാൻസ്പോസ്ഡ് സെന്റൻസ് എന്ന് പറയും. ഓക്കെ റെഡി. ദെൻ ക്യാപ്റ്റൻ സ്മിത്ത് അത് നമ്മളിപ്പോൾ ചെയ്ത സാധനം അറ്റംപ്റ്റ് ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ. ഇങ്ങനത്തെ ഒരു പോയം തന്നിട്ട് ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ പറയും. നിങ്ങൾ എഴുതേണ്ടത് പോയത്തിൻ്റെ ടൈറ്റിൽ എഴുതണം, ആരാണെന്ന് എഴുതുന്നത് അനോണിമസ് ആണെന്ന് എഴുതിക്കോ, ഒരു കുഴപ്പമില്ല. അടുത്തെന്താണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് തോന്നിയ സെൻട്രൽ തീം പറയുക. പിന്നെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് തോന്നുകയാണ് ഇവിടെ എന്താണ് ഇവിടെ നമുക്ക് പോയത്തിൻ്റെ റൈം സ്കീം ട്രൈ ചെയ്യാം. ഓക്കെ ഡോറായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ട്? ഡോറ് ഇല്ല. പക്ഷെ എന്താണ് ക്രസ്റ്റ് വെസ്റ്റ് ഉണ്ട്. പിന്നെന്താണ് ഫോർത്ത് ഡോർ ഇല്ല. പിന്നെന്താണ് അപ്പം നമുക്ക് ഇവിടെ എഴുതാം, നമുക്ക് സിമ്പിൾ എഴുതാം ABCB. പിന്നെന്താണ് വീണ്ടും കോഴ്സ് അടുത്തെന്താണ് ABCB ആണ് കേട്ടോ, ABCB. ഓക്കെ കണ്ടിട്ടാണെന്ന് തോന്നുന്നത്. പിന്നെ നിങ്ങൾക്ക് എഴുതാൻ എന്തൊരു ഹറിക്കനെ പറ്റിയിട്ടാണ്, ഹറിക്കൻ കാട്രീന അതിനെ പറ്റിയിട്ട് എഴുതാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എഴുതാം. നിങ്ങൾക്ക് കൊണ്ട വേറെ ഇമേജറി, ഇത് കുറേ ഇമേജറി ഉണ്ട്, അതിനെപ്പറ്റി എഴുതാം. അല്ലെങ്കിൽ പെർസോണിഫിക്കേഷൻ ഉണ്ട്, അതിനെപ്പറ്റി എഴുതാം. സിമ്പിൾ കാര്യം. ഓക്കെ ഇതാ ഞാൻ നിങ്ങൾക്ക് ഒരു ആൻസർ കൊടുത്തിട്ടുണ്ട്, സാമ്പിൾ ആൻസറും കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഇതാ പെർസോണിഫിക്കേഷൻ ഉണ്ട്. ഷീ നോക്ക് ഡൗൺ അവർ ഡോർ, ഹരിക്കേൻ വന്നിട്ട് നോക്കിയോ ഇല്ല. അതേപോലെയാണ് പെർസോണിഫിക്കേഷൻ. ഓക്കെ പിന്നെ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അടുത്തതിലേക്ക് പോകാം. ഓക്കെ അടുത്ത മക്കളെ ഡിബേറ്റ് വളരെ സിമ്പിളാണ്. എന്താണ് ഡിബേറ്റ്? വളരെ സിമ്പിൾ. ഡിബേറ്റ് എന്ന് പറഞ്ഞാൽ തർക്കിക്കുക. ഫോർ ഉണ്ട് എഗെയിൻസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്യാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് പറയാം നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ചിലപ്പം പറയും നിങ്ങൾ ഫോർ 4 points എഗെയിൻസ്റ്റ് 4 points. ഓക്കെ ഇൻഫോർമേറ്റീവ് ആയിരിക്കണം, വെൽ റീസൺഡ് ആയിരിക്കണം, ഓർഡർലി ആയിരിക്കണം. ഓക്കെ നിങ്ങൾ പറയുന്ന തർക്കങ്ങൾ കറക്റ്റിലേക്കാണ്. നിങ്ങൾക്ക് വന്നത് ഓൺലൈൻ ഡിബേറ്റ് എന്താണ് പറയുന്നത്? ഡിജിറ്റൽ ക്ലാസ് റൂംസ് ആർ സുപ്പീരിയർ ടു എഡ്യൂക്കേഷൻ. നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സിനെ പറ്റി എന്താ ഇഷ്ടം അത് എഴുതാം ഫോർ ആണെങ്കിൽ. ഓക്കെ ഡിജിറ്റൽ ക്ലാസ് റൂംസ് ആർ സുപ്പീരിയർ, ഓൺലൈൻ ക്ലാസ്സസ് ആർ ബെറ്റർ എന്നാണ് പറയുന്നത്. അതിൻ്റെ അനുകൂലമായിട്ട് എഴുതാണ് ഫോർ എന്ന് പറയാം. ഓക്കെ എന്താണ് പറയുക? അലക്സ് സാർ പറഞ്ഞോ അതിൻ്റെ കാര്യം? അലക്സ് സാർ പറഞ്ഞോ അടിപൊളി, എന്നാൽ എനിക്ക് സുഖമായി. ഓക്കെ അലക്സ് സാർ നിങ്ങൾക്ക് പറഞ്ഞു എന്നാൽ വേണ്ട, നല്ല കാര്യം. എന്നാൽ കോൺവെർസേഷനിലേക്ക് നമുക്ക് വേഗം പോകാം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലേ? താങ്ക് യു. അപ്പോൾ കോൺവെർസേഷൻ ഞാൻ ഒന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, ഫുൾ ചാപ്റ്റർ ബേസ്ഡ് ആയിരിക്കും. എന്താണ് ചാപ്റ്റർ ബേസ്ഡ്? ഓക്കെ ചാപ്റ്റർ ബേസ്ഡ് ആയിരിക്കും. ഓക്കെ രണ്ടാളും തമ്മിലുള്ള ഡയലോഗ് സിംഗിൾ ലൈനിൽ, ക്യാരക്ടേഴ്സ് എന്താണെന്ന് അറിയണം, ചാപ്റ്റർ അറിഞ്ഞിരിക്കണം. പ്ലേ ദ റോൾസ്. നിങ്ങൾ ഓവർ എക്സ്പ്ലെയിൻ ചെയ്ത് ഭയങ്കര വലിയ ഡയലോഗ് ഒന്നും എഴുതിയിട്ട് ഒരു ലൈൻ മതി. ഓക്കെ ഒരു ലൈൻ വിശേഷമൊക്കെ ചോദിക്കുന്ന പോലെ. ഇപ്പോൾ നമ്മുടെ പ്രേമത്തിലെ നിവിൻ പോളി ആണെങ്കിലും അപ്പുകുട്ടനാണെങ്കിലും അവർ തമ്മിൽ സംസാരം എന്തായിരിക്കും അങ്ങനെ ആലോചിക്കണം. ഓക്കെ ഹസനും ഡോക്ടർ AJ ക്രോണിന് കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ചോദിക്കുക കേട്ടോ. റൈറ്റ് അറ്റ്ലീസ്റ്റ് 6 exchange. മക്കളെ 6 exchange എന്ന് പറയുമ്പോൾ ഹസൻ ഡോക്ടർ. ഓക്കെ ഇതൊരു എക്സ്ചേഞ്ച്. ഓക്കെ അടുത്ത എക്സ്ചേഞ്ച് എന്താണ്? ഹസൻ ഡോക്ടർ. ഓക്കെ അതിൽ നിന്ന് ഹസൻ ഡോക്ടർ. ഇപ്പം 3 exchange ആയിട്ടുള്ളൂ കേട്ടോ. ഇങ്ങനെ 6 എണ്ണം വേണം. ഓക്കെ റെഡി. ഹസൻ എന്താണ് പറയുക? ഹായ് ഡോക്ടർ, ഹൗ ആർ യു, ഇത്രേ ഉള്ളൂ. അപ്പോൾ ഡോക്ടർ പറയണ ഐ എം ഫൈൻ, ഹൗ ആർ യു, ഹൗ ഇസ് യുവർ ലൈഫ് അറ്റ് ദ സീ. അപ്പോൾ ഹസൻ പറയാണ് ഐ സ്റ്റോപ്ഡ് എന്തെങ്കിലും പറയാം, എന്തെങ്കിലും രസമാണ്. ഐ എം സ്റ്റിൽ അറ്റ് ദ രണഗഞ്ചി എന്ന് പറയാം. അല്ലെങ്കിൽ ഐ സ്റ്റോപ്ഡ് സെയിലിംഗ്, സ്റ്റാർട്ടഡ് എ കാർപ്പൻട്രി ഷോപ്പ് എന്നോ, അല്ലെങ്കിൽ ഞാൻ എന്താ ഇപ്പം GTA 6 ഗെയിമിന് വേണ്ടി ഡെവലപ്മെൻറ്റിലാണോ. ആ ചാപ്റ്റർ ബേസ്ഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ പറയണം കേട്ടോ. കാണിച്ചു കൊടുക്കണം നിങ്ങൾക്ക് ചാപ്റ്റർ അറിയാമെന്ന്. ഓക്കെ ഇതിൽ എനിക്ക് കുറേ ഒന്നും പറയാനില്ല. ഇതാ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട്. വളരെ സിമ്പിൾ, വളരെ വൺ ലൈൻ ക്വസ്റ്റ്യൻ കേട്ടോ. സെറ്റാണല്ലോ. എപ്പോഴും ഫിനിഷ് ആവാം മക്കളെ? നമുക്കൊരു 1 hourനുള്ളിൽ 12 o'clock മുമ്പ് തീരും. ഇത് കുറച്ചുകൂടെ ഉള്ളൂ എനിക്ക് പഠിപ്പിക്കാൻ. ഞാൻ വിചാരിച്ച അത്ര സമയമൊന്നും വേണ്ടി വരില്ല. ലൈക്ക് അടിക്കുക, ഒരു 50,000 ലൈക്ക് എന്തുകൊണ്ടില്ല, ലൈക്ക് അടിക്കുക വേഗം. ഓക്കെ റെഡി. സൺറൈസ് ഓഫ് ദ ഹിൽസിൽ എൻ്റെ ഓർമ്മ ശരിയാണ്, അലക്സ് സാറിൻ്റെ ചാപ്റ്ററാണെന്ന് എനിക്കറിയാം. അതിൽ കുറേ ഇമേജറി അങ്ങ് എടുത്തിട്ട് വാരിക്കൊരു ഇമേജറി ഇടുക, വിഷ്വൽ ഇമേജറി എല്ലാ ഇമേജറി അങ്ങ് എടുത്തിടുക. ഓക്കെ ഇപ്പം പ്രൈസ് ഓഫ് ഫ്ലവേഴ്സിൽ നെറേറ്റർ തിരിച്ചു വന്നു. ഓക്കെ അപ്പോൾ എന്താണ്? ഹി സോ മാഗി ഇത്. ഓക്കെ മാഗിനെയും മിസ്റ്റർ ഗുപ്തയും തമ്മിൽ. ഓക്കെ അപ്പോൾ ബ്രദറിനെ പറ്റിയുള്ള സംസാരം, വാറിനെ പറ്റിയുള്ള സംസാരമൊക്കെ വേണം. ഓക്കെ ഇനി ഇൻഫോർമൽ ലെറ്റർ. മക്കളെ ഇൻഫോർമൽ ലെറ്റർ കമോൺ ഇൻഫോർമൽ ലെറ്ററും ഫോർമൽ ലെറ്ററും 50 ലൈക്കും കൂടി ആയാൽ 50,000 ആയിട്ടോ. കമോൺ
മക്കളെ ഇൻഫോർമൽ ലെറ്റർ എന്ന് പറയുമ്പോൾ എന്താ? ഇൻഫോർമൽ ലെറ്റർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഫാമിലിക്ക് അറിയുന്നവർക്ക് അയക്കാൻ വേണ്ടിയിട്ട്. ഫോർമാറ്റ് പറഞ്ഞാൽ ഫ്രം ലൈൻ ലീവ്, ഡേറ്റ് ലൈൻ ലീവ്, ഡിയർ. ഓക്കെ, ഡിയർ പേരിടുക, ഫ്രം ഡേറ്റ് തുടങ്ങിയോ. ഓക്കെ, ആദ്യം തന്നെ ഫസ്റ്റ് പോയിന്റ് ശ്രദ്ധിക്കുക. നിങ്ങൾ ഇൻഫോർമൽ ലെറ്റർ എഴുതുമ്പോൾ ഫസ്റ്റ് തന്നെ എന്താണ് നിങ്ങൾ അന്വേഷിക്കണം. ഓക്കെ, എന്താണ് അതിനെന്താണ് പറയുക? അന്വേഷിക്കുന്നതിന് എന്താണ് ഇംഗ്ലീഷിൽ പറയാം? എൻക്വയർ അബൌട്ട് ദം. ഓക്കെ, നിങ്ങൾ അവരെ പറ്റിയിട്ട് അന്വേഷിക്കണം. ഓക്കെ, ഹായ്, ഹൗ ആർ യു, ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഷോ ഓഫ് കാണിക്കണം. രണ്ടാമത്തത്, നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ ടോപ്പിക്കിനെ പറ്റി വരാം. നിങ്ങളെന്തോ ഫെസ്റ്റിവലിന് പോയെന്നോ, നിങ്ങൾ അവിടെ പോയെന്നോ ഇവിടെ പോയെന്നുള്ള സാധനത്തിനെ പറ്റി എഴുതുക. അവസാനം എന്താണ്? മൂന്നാമത്തത് കൺക്ലൂഷൻ. നിങ്ങളെല്ലാവരോടും, വീട്ടുകാരോടും ഫ്രണ്ട്സിനോടൊക്കെ എൻ്റെ അന്വേഷണം, സെൻഡ് മൈ റിഗാർഡ്സ് ടു നിങ്ങളുടെ പട്ടിക്കുട്ടി, പൂച്ചക്കുട്ടി എന്നൊക്കെ പറയണം. ആ കാര്യങ്ങളൊക്കെ പറയണം. അതുപോലെ എന്ത് ചെയ്യണം? യോർസ് ട്രൂലി, യോർസ് ലവിംഗ്ലി, യോർസ് എന്ത് വേണേൽ എഴുതിക്കോ, ഒരു കുഴപ്പമില്ല. ഓക്കെ, ഓൺ വൺ ഓഫ് ദ സർവൈവേഴ്സ് ഓഫ് ദ സ്മോൾ പോക്സ്, നമ്മുടെ ഹസൻ്റെ ക്രൂ മെമ്പേഴ്സ് റൈറ്റ്സ് എ ലെറ്റർ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ടു ഹസൻ. അപ്പം എന്താണ്? ഡിയർ ഹസൻ, ഫ്രം ഡേറ്റ് ഹസൻ. ഓക്കെ, ഹസനോട് പറയാണ്, ഹസൻ എങ്ങനെയുണ്ട്, സുഖമാണോ? അപ്പോൾ എൻ്റെ റിക്കവറി ഒക്കെ കഴിഞ്ഞ് ഞാനപ്പോൾ ഓക്കെയാണ്, ഞാൻ പക്ഷേ ഇനി തിരിച്ചങ്ങോട്ട് വരുന്നില്ല സാറേ, കുഴപ്പമില്ല, ബാക്കിയെല്ലാം ഓക്കെയാണ്. ഹസനോട് ആൻഡ് ക്യാപ്റ്റനോടൊക്കെ എൻ്റെ അന്വേഷണം പറയണം. താങ്ക് യു, ബൈ ബൈ, ഗുഡ് നൈറ്റ്. അത്രയും മതി. ഓക്കെ, ഫോർമൽ ലെറ്റർ എന്ന് പറയുമ്പോൾ എന്താണ്? നിങ്ങൾ ഓഫീസേഴ്സിന്, പ്രിൻസിപ്പളിന്, എഡിറ്റേഴ്സിന്, നിങ്ങൾക്ക് അറിയാത്ത ആൾക്കാർ എഴുതുമ്പോഴാണ് കേട്ടോ. ഇവിടെ വ്യത്യാസം എന്താണ്? നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടോ അതിനെ പറ്റിയിട്ടാണ് നിങ്ങൾ എഴുതുന്നത്. അപ്പോൾ അതിനെ പറ്റിയിട്ട് എഴുതാം. ഇവിടെ ഫ്രം ലൈൻ ലീവ് ചെയ്യുക, ഡേറ്റ് ലൈൻ ലീവ് ചെയ്യുക, ടു അഡ്രസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ ടു അഡ്രസ് എന്ന് പറയുമ്പോൾ റിസീവേഴ്സ് അഡ്രസ്, ദി എഡിറ്റർ, ദി പ്രിൻസിപ്പൾ, അങ്ങനെയൊക്കെ വരും കേട്ടോ. ദി മാനേജർ അല്ലെങ്കിൽ ദി HR മാനേജർ, അങ്ങനെയൊക്കെ വരും. പേര് എഴുതണ്ട, നിങ്ങളവിടെ അവരുടെ ഡെസിഗ്നേഷൻ ആണ് എഴുതുക. 50,000 ലൈക്സ്, വെരി വെരി ഗുഡ്. ദി എഡിറ്റർ, ന്യൂസ് പേപ്പർ എന്താ? മലയാള മനോരമ എഴുതാം, ദി ഹിന്ദു എന്ന് എഴുതാം, ഇഷ്ടമുള്ള എഴുതാം. ഓക്കെ, സെറ്റാണല്ലോ മക്കളെ. ടു സ്ലീപ്പ് എന്നുള്ള ചാപ്റ്റർ ഇല്ല കേട്ടോ. ആദ്യത്തെ 4 ഇതാ നിങ്ങൾ ഇപ്പം തന്നെ പറഞ്ഞുതരാം എന്തൊക്കെയാണുള്ളത്. ഓക്കെ, എവിടെ പോയി നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക്? ആദ്യത്തെ 4 യൂണിറ്റ്സേ ഉള്ളൂ. ഇത്. ഓക്കെ, ടു സ്ലീപ്പ് 5ാമത്തെ യൂണിറ്റാണ്. ഇവിടെ 4ാമത്തെ യൂണിറ്റ് വരെ ഞാൻ കാണുന്നില്ല. ഇത്രയേ ഉള്ളൂ പഠിക്കാനുള്ള. ടു സ്ലീപ്പ് ഇല്ല കേട്ടോ. ഉറങ്ങാൻ പോകേണ്ടവരാണെങ്കിൽ ഉറങ്ങിക്കോ, പക്ഷേ ടു സ്ലീപ്പ് ഇല്ല. ഓക്കെ, റെഡി? ഇങ്ങോട്ടേക്ക് വരാം. ഇനി സബ്ജക്റ്റ് ലൈൻ വരണം. ഓക്കെ, ഫ്രം ഡേറ്റ് ടു അഡ്രസ്. ഓക്കെ, ഫ്രം ഡേറ്റ് ടു അഡ്രസ് വരുന്നു. ഓക്കെ, അപ്പോൾ ടു അഡ്രസ് എഴുതണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സബ്ജക്റ്റ് ലൈൻ വേണം. സബ്ജക്റ്റ് ലൈൻ വളരെ ഷോർട്ടായിട്ട്, എൻ്റെ വീട്ടിന് മുമ്പിൽ എന്താണ്, വലിയ സെൻറ്റൻസ് ഒന്നും വേണ്ട. പോട്ട് ഹോൾസ് ഇൻ ദ റോഡിൻ്റെ എന്താണ്, ക്വാളിറ്റി ഈസ് ബാഡ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് വേണ്ടത്. സർ മാം എന്ന് വെച്ച് തുടങ്ങാം. ഡിയർ സർ, ഡിയർ മാം എന്ന് പറയാം. റെസ്പെക്റ്റഡ് മാം, റെസ്പെക്റ്റഡ് സർ എന്ന് പറയാം. ഫസ്റ്റ് കാര്യം നിങ്ങൾ എന്താണ്? ഇൻട്രൊഡ്യൂസ്ഡ് ടോപ്പിക്. ഫസ്റ്റ് ചെറിയ പാരഗ്രാഫിൽ ഇൻട്രൊഡ്യൂസ്ഡ് ടോപ്പിക്. ഓക്കെ, അതിനുവേണ്ടി ഞാൻ കുറേ ഹിൻ്റ് അടുത്ത പേജിൽ കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് കാര്യം എക്സ്പ്ലെയിൻ ദ ടോപ്പിക്. ആ ടോപ്പിക്കിനെ പറ്റി വിവരണം കൊടുക്കുക. മൂന്നാമത്തത് എന്താണ്? നിങ്ങൾ അവരെ പൊക്കണം. അങ്ങനെ പറഞ്ഞാൽ കൺക്ലൂഷൻ ആൻഡ് ഹോപ്പ് ടു ഫിക്സ് ദ പ്രോബ്ലം ആൻഡ് ഹോപ്പ്. ഓക്കെ, ഹോപ്പ് എഴുതുക. ഓക്കെ, കാര്യം പറഞ്ഞാൽ 3 കുഞ്ഞ് പാരഗ്രാഫായിട്ട് എഴുതുക. ആൻഡ് യുവർ സിൻസിയർലി അല്ലെങ്കിൽ യുവർസ് ഫെയ്ത്ത്ഫുൾ ഉപയോഗിക്കുക. എന്താണ്? യുവർ സിൻസിയർലി അല്ലെങ്കിൽ യുവർസ് ഫെയ്ത്ത്ഫുൾ ഉപയോഗിക്കുക കേട്ടോ. ശ്രദ്ധിച്ചോ? ഇതാണ് ഞാൻ പറഞ്ഞത്. ഇൻട്രഡക്ടറി സെൻറ്റൻസ്, ഇൻഫോർമേറ്റീവ് പാരഗ്രാഫ് ആൻഡ് കൺക്ലൂഡിങ് സെൻറ്റൻസ്. ഇതാണ് ബോഡി വരുന്നത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് എഴുതുന്ന കോമൺ ഇൻട്രോ ആൻഡ് കോമൺ ഔട്ട്രോ ഞാൻ പറഞ്ഞത്. ഓക്കെ, 50 യൂണിറ്റ് ഇല്ല കേട്ടോ. ആദ്യത്തെ 4 യൂണിറ്റ് ഉള്ളൂ കേട്ടോ. ത്രൂ ദ കോളം നിങ്ങൾ എഡിറ്ററിന് എഴുതുമ്പോൾ എഡിറ്ററിനെ പൊക്കി കാണിക്കണം. അപ്പം നിങ്ങളുടെ മാതൃഭൂമിയിലെ, മലയാള മനോരമയിലെ, ഹിന്ദുവിലെ കൂടെ കോളംസ് കൂടെ, ഈ വൈഡ്ലി സർക്കുലേറ്റഡ് ന്യൂസ് പേപ്പറിൽ കൂടെ എൻ്റെ ഒരു അപേക്ഷയുണ്ട്, ഈ കാര്യം ഒന്ന് ആൾക്കാരുടെ അടുത്ത് എത്തിക്കണം എന്ന്. ടു ഡ്രോ ദി അറ്റൻഷൻ ഓഫ് ദി അതോറിറ്റീസ്. നിങ്ങളുടെ റോഡ് കുറേ ആൾക്കാർ കുറേ കാലമായിട്ട് അറിയുന്നില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ഗവൺമെൻറ്റിനോട് പറഞ്ഞിട്ട് ശരിയാക്കുന്നില്ല. അപ്പം നിങ്ങൾ പത്രക്കാരോട് പറയാം, നിങ്ങളുടെ മീഡിയയിൽ കൂടെ ഒന്ന് സെറ്റ് ചെയ്താൽ സെറ്റാവുന്നു. ഓക്കെ, അവരെ സന്തോഷിപ്പിക്കുക. ഓക്കെ, അല്ലെങ്കിൽ സ്കൂൾ കുട്ടികൾ ഭയങ്കര ഹെവി ബാഗ്സ് ഒക്കെ കൊണ്ടുവന്ന് അതൊന്ന് ശരിയാക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയണം. ഓക്കെ, 50K ലൈക്സ്, നിങ്ങളെ പവർ കണ്ടു മക്കളെ, താങ്ക് യു. ഓക്കെ, അല്ലെങ്കിൽ therefore I request you to highlight the issue. അതുകൊണ്ട് ഈ ഇഷ്യൂ, ഇത് ഇത്രയും വലിയ സീരിയസ് ഇഷ്യൂ ആണ്, നിങ്ങളുടെ ഇത്രയും വലിയ എസ്റ്റീംഡ് ന്യൂസ് പേപ്പറിലൊന്ന് കാണിക്കുക പ്ലീസ്, ആൻഡ് ജനറേറ്റ് പബ്ലിക് ഇൻട്രസ്റ്റ്. ഓക്കെ, therefore I request you to highlight the issue. അങ്ങനെ കുറേ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഇതൊരു അടിപൊളി എക്സാമ്പിളാണ്, എല്ലാം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോട്ട്സിൽ ചെക്ക് ചെയ്യാം. ഓക്കെ, റെഡി? ഓപ്പണിംഗ് ഫേസസ് ഫോർ ഫോർമൽ ലെറ്ററിന് വേണ്ടി എഴുതാം. ഡിയർ സർ മാം, റെസ്പെക്റ്റഡ് സർ മാം ഒക്കെ ഉപയോഗിക്കാം. ഐ എം റൈറ്റിംഗ് ടു എൻക്വയർ അബൌട്ട്, ഐ എം റൈറ്റിംഗ് ടു ഇൻഫോം യു ദാറ്റ്, ഐ എം പ്ലീസ് ടു ഇൻഫോം യു, അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ. ഓക്കെ, കൺക്ലൂഡിങ് എങ്ങനെയാണ്? പ്ലീസ് ഗിവ് മൈ റിഗാർഡ്സ്. അത് നമുക്ക് ആവശ്യം വരില്ല.
Thank you for all you have done. I look forward to hearing from you. I hope this information has been useful. മക്കളെ പ്രിസൈസ് റേറ്റിംഗ് എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് എഴുതുക. കൃത്യമായിട്ട് നിങ്ങൾ അവരുടെ അച്ഛനെയും അമ്മേനെയും പറ്റി അന്വേഷിക്കേണ്ട ആവശ്യമില്ല, അവർക്ക് സുഖമാണെന്ന് അന്വേഷിക്കേണ്ട, കൃത്യമായിട്ട് പോയിന്റിലേക്ക് വരിക. പ്രശ്നമുണ്ടോ, പ്രശ്നത്തിനെ പറ്റി പറയാം, പ്രശ്നം എക്സ്പ്ലെയിൻ ചെയ്യുക, അത്രയും മതി. കാര്യം മനസ്സിലായല്ലോ. ഫോർമൽ ലെറ്ററിൻ്റെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഫ്രം ഡേറ്റ് ടു ഡിയർ സർ മാം അല്ലെങ്കിൽ സബ്ജക്റ്റ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും കുഴപ്പമില്ല കേട്ടോ. സബ്ജക്റ്റ് ലൈനും സല്യൂട്ടേഷനും മാറിയാൽ കുഴപ്പമില്ല. ആദ്യം തന്നെ പോയിന്റിലേക്ക് വരിക, എക്സ്പ്ലെയിൻ ചെയ്യുക, ആൻഡ് അവസാനം സോപ്പ് അടിച്ചിട്ട് വിടുക. യുവർ സിൻസിയർലി അല്ലെങ്കിൽ യുവർസ് ഫെയ്ത്ത്ഫുള്ളി പറയുന്നതല്ല കേട്ടോ. യുവർ സിൻസിയർലി അല്ലെങ്കിൽ യുവർസ് ഫെയ്ത്ത്ഫുള്ളി. വേറെ എക്സാമ്പിളും കൊടുത്തിട്ടുണ്ട്. എക്സാമ്പിൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് വെച്ചിട്ട് അലക്സാറിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതിന് ആൻസർ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് നിങ്ങൾ കൺവേ ചെയ്യേണ്ടത്. ഓക്കെ, സംഭവം മനസ്സിലായല്ലോ. ആർട്ടിക്കിൾസ് ഇല്ല കേട്ടോ. എ ആൻഡ് ദി ആണോ, അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഫോർമൽ ലെറ്റർ ഈ സെയിം സാധനം വന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് വന്നതിൻ്റെ അതിൻ്റെയൊക്കെ ആൻസർ കൊടുത്തിട്ടുണ്ട്. ഫ്രം ലൈൻ ലീവ് ഡേറ്റ്, ലൈൻ ലീവ് സബ്ജക്റ്റ് ഡിയർ സർ. കാര്യം പറഞ്ഞു, സിമ്പിൾ. നിങ്ങൾ വായിക്കുക, ഞാനിപ്പോൾ വായിക്കാൻ നിന്നാൽ നമ്മൾ 4 മണി വരെ പഠിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, റെഡി. ഫോർമൽ ലെറ്ററിൻ്റെ എക്സാമ്പിൾ കഴിഞ്ഞു. ഇനി ആപ്ലിക്കേഷൻ, ജോബ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഫോർമൽ ലെറ്റർ പോലെ തന്നെയാണ്. ഇതിൻ്റെ കൂടെ CV ആഡ് ചെയ്യണം. എന്താണ് CV എന്ന് പറഞ്ഞാൽ റെസ്യൂമേ അല്ലെങ്കിൽ കരിക്കുലം വിറ്റേ. നിങ്ങൾ ഇന്നേ വരെ ചെയ്തിട്ടുള്ള കാര്യം ഒരു പേപ്പറിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ് എഴുതാൻ, എഡ്യൂക്കേഷണൽ നിങ്ങളുടെ അല്ലെങ്കിൽ കോ കരിക്കുലർ ആക്ടിവിറ്റീസിനെ പറ്റിയിട്ടുള്ള കാര്യം. ഓക്കെ, റെഡി. 7 മണിക്കാണ് കേട്ടോ നാളെ രാവിലത്തെ ക്ലാസ്, വൈകുന്നേരം 7 മണിക്ക്. 7 മണി രാവിലെ വൈകുന്നേരം ഓർത്താൽ മതി. ഓക്കെ, ഫ്രം അഡ്രസ് ഡേറ്റ് ടു എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രിൻസിപ്പളിനാണോ ജോബ് ആപ്ലിക്കേഷൻ? അല്ല, HR മാനേജർക്ക് ആയിരിക്കും. കമ്പനിയുടെ പേര് എഴുതുക. സർ ഇവിടെ വായിച്ചേ സബ്ജക്റ്റ് അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ്. നിങ്ങൾക്ക് എന്ത് പോസ്റ്റിൽ ആപ്ലിക്കേഷൻ വേണ്ട? പൈലറ്റ് ആവണോ, നിങ്ങൾക്ക് കുക്ക് ആവണോ, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ആണോ, അതങ്ങ് എഴുതി വെക്കുക. വിത്ത് റെഫറൻസ് ടു യുവർ അഡ്വർടൈസ്മെൻറ്റ്. പത്രത്തിലെ പരസ്യം കണ്ടിട്ടാണ് ഇപ്പോൾ ചെയ്യുക. ഇപ്പോൾ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം എന്നല്ല. വിത്ത് റെഫറൻസ് ടു യുവർ അഡ്വർടൈസ്മെൻറ്റ് ഇൻ ദ മാതൃഭൂമി ഡേറ്റ് 24th November, ഐ വുഡ് ലൈക്ക് ടു ഓഫർ മൈസെൽഫ്, ഐ വുഡ് ലൈക്ക് ടു അപ്ലൈ ഫോർ ദ കാൻഡിഡേറ്റ്ഷിപ്പ് എന്നൊക്കെ എഴുതിയാൽ മതി. ഇൻ യുവർ എസ്റ്റീംഡ് ഓർഗനൈസേഷൻ. പൊക്കുക, എല്ലാവരെയും പൊക്കുക. ഐ വിൽ ബി ഹൈലി ഒബ്ലൈസ്ഡ് ഇഫ് യു കൈൻഡ്ലി സെലക്ട് മീ. ഐ വിൽ ബി വെരി ഹാപ്പി ടു ബി വർക്കിംഗ് അറ്റ് യുവർ ഫേം. ഓക്കെ, ഐ ഹാവ് അറ്റാച്ച് മൈ റെസ്യൂമേ എന്നും കൂടി പറയാം. മൈ കരിക്കുലം വിറ്റ് അല്ലെങ്കിൽ CV അല്ലെങ്കിൽ റെസ്യൂമേ ഇസ് അറ്റാച്ച്ഡ് ഹിയർ വിത്ത് ഫോർ യുവർ കൈൻഡ് പെർസ്വൽ. ഓക്കെ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് അറ്റാച്ച് വിത്ത് ദ ലെറ്റർ എന്ന് പറഞ്ഞാൽ മതി. യുവർ സിൻസിയർലി സൈൻഡ് അപ്പുക്കുട്ടൻ. അടുത്ത പേജിൽ അല്ലെങ്കിൽ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് കരിക്കുലം വിറ്റേ CV എന്ന് പറയുന്ന ഹെഡിങ് കൊടുക്കുക. നിങ്ങളുടെ സിമ്പിൾ കാര്യങ്ങൾ മതി. പേര്, അച്ഛൻ്റെ പേര്, അഡ്രസ്സ്, നിങ്ങൾ കല്യാണം കഴിച്ചിട്ടുണ്ടോ, എക്സ്പീരിയൻസ്, റെഫറൻസ്. എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ജോബ് എക്സ്പീരിയൻസ്, വേറെ ഏതെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടോ. റെഫറൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങളെപ്പറ്റി നല്ലോണം പൊക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഉണ്ടോ. ഓക്കെ, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് നിർബന്ധമായിട്ട് എഴുതണം. ഇതാണ് വേണ്ടത്. 10th ഉം 12th എഴുതുക കേട്ടോ. SSLC ABCD സ്കൂളിൽ നിന്ന് ഫുൾ A+ അങ്ങ് അടിച്ചു കേട്ടോ. ഓക്കെ, നിങ്ങളുടെ വർഷം. അത് കഴിഞ്ഞിട്ട് 2 വർഷം കഴിഞ്ഞിട്ട് HSS നിങ്ങളുടെ +2, അതും ഫുൾ മാർക്കിലും അടിച്ചു കിട്ടോ. അത്രയും മതി. നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, ഡാൻസോ എന്തെങ്കിലുമൊക്കെ എഴുതുന്നെങ്കിൽ എഴുതാം. എക്സ്പീരിയൻസ് ഉണ്ട്, എക്സ്പീരിയൻസ് എഴുതാം. ഇത്രയും മതി, ധാരാളം. ഓക്കെ, സെറ്റാണല്ലോ. നമുക്ക് എടുത്തിട്ടില്ലേ, നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്, എക്സാമിന് വരുന്ന കേട്ടോ. അടുത്തത് ഇമെയിൽ. മക്കളെ ഇനി എനിക്ക് 7 സ്ലൈഡും കൂടി ഉള്ളത് കഴിഞ്ഞാൽ കഴിഞ്ഞു. ഇമെയിലും കൂടി കഴിഞ്ഞാൽ കഴിഞ്ഞു. ഇത് ഭയങ്കര നേരത്തെ പോയല്ലോ. ഞാൻ വിചാരിച്ചൊരു 12:30 വരെ എടുക്കണം എന്നൊക്കെ ഞാൻ വിചാരിച്ചു. 12 വരെയൊക്കെ എടുക്കണോ? ഇമെയിലും കൂടി കഴിഞ്ഞു. ഇമെയിൽ എന്ന് പറയുമ്പം മക്കളെ ഫ്രം അഡ്രസ്സൊക്കെ ഉണ്ടാവോ? ഫ്രം അഡ്രസ്സ് നിങ്ങൾ ഇമെയിൽ ഓപ്പൺ ചെയ്ത് കൊടുത്താൽ, Gmail ഓപ്പൺ ചെയ്ത് എന്താ ഫസ്റ്റ് തന്നെ വരിക. നിങ്ങൾ ആലോചിക്കേണ്ടത് ആരാണ് ഇമെയിൽ അഡ്രസ്സ് കേട്ടോ വരേണ്ടത്. ഇമെയിൽ അഡ്രസ്സാണ്. അവിടെ പിൻകോഡ് ചാലപ്പുറം എന്നൊന്നും എഴുതിയിട്ട് കാര്യമില്ല. ഓക്കെ, പിന്നെ എന്താണ് സബ്ജക്റ്റ് ലൈൻ ഉണ്ടാവും. പിന്നെ നിങ്ങളുടെ കണ്ടന്റ്, നിങ്ങൾ ഡിയർ സാർ സെയിം സാധനം ഡിയർ സാർ. ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഫോർമൽ ആൾക്ക് എഴുതാണെങ്കിൽ ഫോർമൽ, ഇൻഫോർമൽ ആൾക്ക് എഴുതാണെങ്കിൽ ഇൻഫോർമൽ ആയിട്ട് എഴുതാം. നിങ്ങൾ അബ്ദുൽ കലാമിന് എഴുതുമ്പോൾ ഫോർമൽ ആണോ ഇൻഫോർമൽ ആണോ? ഫോർമൽ. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിനെ എഴുതുമ്പോൾ എന്താണ് എഴുതുക? ഇൻഫോർമൽ. നിങ്ങൾ നിങ്ങളുടെ പ്രിൻസിപ്പളിനെ എഴുതുമ്പോൾ ഫോർമൽ. എഡിറ്ററിന് മെയിൽ എഴുതാൻ പറഞ്ഞാൽ ഫോർമൽ. ഓക്കെ, ആളിനനുസരിച്ച്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഫ്രം അഡ്രസ്സ് ഒന്നും വേണ്ട, ടു അഡ്രസ്സ് വേണ്ട. ഇവിടെ 2 എന്ന് പറയുമ്പോൾ നിങ്ങൾ ബുദ്ധിമാന്മാർ അഡ്രസ്സ് എഴുതി വെക്കരുത്, ടു ഇമെയിൽ ID. ഓക്കെ, ഇമെയിൽ ID എഴുതാൻ പാടുള്ളൂ കേട്ടോ. ഇമെയിൽ ID എഴുതുക ആർക്കാണ് ഉള്ളതെന്ന്. ഓക്കെ, 2 എന്നൊന്നും എഴുതണ്ട. സബ്ജക്റ്റ് ആർക്കാണ്? സബ്ജക്റ്റ് എന്താണ്? നിങ്ങൾ ആരെയും ഇൻവൈറ്റ് ചെയ്യാണോ അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റി പറയാണോ? നിങ്ങൾ ഫ്രണ്ട്സിന് ഇമെയിൽ അയക്കില്ല എന്ന് എനിക്കറിയാം, പക്ഷെ എന്നാലും. ഓക്കെ, 10 മിനിറ്റ് കൊണ്ട് ക്ലാസ് തരും. കഴിഞ്ഞു എൻ്റെ ലാസ്റ്റ് ടോപ്പിക്. അത് കഴിഞ്ഞാൽ കഴിഞ്ഞു. ഡിയർ അപ്പുക്കുട്ട, മെയിൻ ബോഡി ഫോർമൽ ആവാം, ഇൻഫോർമൽ ആവാം, ഡിപ്പെൻഡ്സ് ഓൺ ദ പേഴ്സൺ, ഫോർമൽ ഓർ ഇൻഫോർമൽ. ഓക്കെ, നിങ്ങൾ APJ അബ്ദുൽ കലാം എഴുതുമ്പം അബ്ദു സുഖമാണോ, വീട്ടിലൊക്കെ എന്തൊക്കെയാ എന്ന് ചോദിക്കോ? ഇല്ല,
നിങ്ങൾ റെസ്പെക്ട് ചെയ്യണം. ഡോക്ടർ, ഹായ് ഡോക്ടർ, നിങ്ങൾ കാര്യത്തിലേക്ക് വരാം. ഐ എം റൈറ്റിംഗ് ദിസ് ലെറ്റർ, ഐ എം റൈറ്റിംഗ് ദിസ് ഇമെയിൽ ടു ഇൻവൈറ്റ് യു ടു ദ സയൻസ് ഫെയർ അറ്റ് അവർ സ്കൂൾ. വി വുഡ് ബി റിയലി ഹാപ്പി ടു ഹാവ് യു ഓൺ ബോർഡ് ടു ഇൻസ്പയർ ദ യങ് മൈൻഡ്സ് എന്നൊക്കെ പറയാം. പക്ഷെ അതേസമയം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് വിളിക്കുകയാണ്, ഹായ് അപ്പുകുട്ട, ഹൗ ആർ യു, ഹൗ ഇസ് യുവർ ഫാമിലി, പട്ടിക്കുട്ടി എന്ത് പറയുന്നു എന്നൊക്കെ ചോദിക്കാം. ഐ എം റൈറ്റിംഗ് ദിസ് ലെറ്റർ ബിക്കോസ് ഐ അറ്റൻഡഡ് സയൻസ് ഫെയർ ബൈ അബ്ദുൽ കലാം ജി എന്നൊക്കെ പറഞ്ഞിട്ട് അടിച്ചുവിടാം. ഓക്കെ, എഡിറ്റിംഗ് ഒക്കെ അലക്സാർ എടുത്തു. എഡിറ്റിംഗ് അത് ഞാൻ പറഞ്ഞത് കേട്ടോ മക്കളെ. ഗ്രാമർ നാളെ രാവിലെയാണ്. ഓക്കെ, ഗ്രാമർ നാളെ രാവിലെ ഇവിടെ ഇഷ്ടമുള്ള പോലെ കേട്ടോ. ഇനി നിങ്ങൾക്ക് വന്ന ക്വസ്റ്റ്യൻ പറഞ്ഞുതരാം. ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 2 ഇമെയിൽ ഐ ഡിയും സബ്ജക്റ്റ് മതി. നേരെ പോയി ഷോർട്ടാക്കി വെച്ചാൽ മതി കേട്ടോ, ഷോർട്ടാക്കി വെച്ചാൽ മതി. ഇതാണ് മിസ്റ്റർ ഗുപ്തേൻ്റെ വന്നത് കേട്ടോ. മിസ്റ്റർ ഗുപ്ത ഇസ് ഗോയിങ് ബാക്ക് ടു ഇന്ത്യ. മാഗി ഡിഡൻ ലീവ് ടു സേ ഗുഡ് ബൈ ബ്ലാബ്ലി ബ്ലൂബ്ലി ബ്ലൂ ബ്ലൂ ബ്ലൂ. അപ്പോൾ ഒരു ഇമെയിൽ എഴുതി ഇതാ ഗുപ്ത, ഞാൻ എന്ത് ചെയ്തത് gupta@gmail.com. അപ്പോൾ അപ്പോളജി ഫോർ ഇതെന്താണ്, ഇൻഫോർമൽ ആണോ ഫോർമൽ ആണോ? മാഗി ഗുപ്തയ്ക്ക് എഴുതുമ്പോൾ ഫോർമൽ ആണോ ഇൻഫോർമൽ ആണോ? മക്കളെ ഇൻഫോർമൽ, കാരണം മാഗിയും ഗുപ്തയ്ക്കും അറിയാം. ഓക്കെ, റെഡി, സെറ്റാണല്ലോ. സ്കൂട്ടറിനൊക്കെ സുഖം കേട്ടോ, സ്കൂട്ടറിനൊക്കെ സുഖമാണ്, സ്പൈഡറിന് സുഖമാണ്. ഓക്കെ, അവരൊക്കെ അടിപൊളിയായിരിക്കുന്നു. ഓക്കെ, ഇവിടെ ഇൻഫോർമലായിട്ട് വേഗം കാര്യം പറയുന്നതുകൊണ്ട് വേറെ ഒന്നുമില്ല. ഹോപ്പിംഗ് ടു സീ യു സം ഡേ, യോർസ് ലവിംഗ്ലി മാഗി 6th Avenue. ഇത് മക്കളെ പണ്ടത്തെ ഫോർമാറ്റാണ്. അഡ്രസ്സ് ഒന്നും വേണ്ട കേട്ടോ, ഇമെയിൽ ഐ ഡിക്ക് അഡ്രസ്സ് ഒന്നും വേണ്ട ആവശ്യമില്ല. ഓക്കെ, ക്ലാസ് കഴിയാനായിട്ടോ. പിന്നെന്താണ്, ഐ വിൽ ഫ്ലൈയിൽ നിങ്ങൾ എന്താണ് സെയിം പ്രോബ്ലംസ് ആസ് സ്റ്റുഡൻസ്. യു വുഡ് ലൈക്ക് ടു ഷെയർ യുവർ പ്രോബ്ലംസ് വിത്ത് യുവർ ക്ലാസ് ടീച്ചർ. അപ്പോൾ നിങ്ങൾ ക്ലാസ് ടീച്ചറിന് മെയിൽ അടിക്കുമ്പോൾ ഫോർമൽ. ഓക്കെ, ഫോർമൽ കുറച്ചുകൂടി ഫോർമൽ. അത് അഡ്രസ്സിലൊന്നും വ്യത്യാസം വരില്ല. ഇതായത് സെയിം സംഭവം തന്നെ. ഇത്രേ ഉള്ളൂ, കഴിഞ്ഞു. ഇതന്നെയാണല്ലോ സെയിം സാധനം. ഇത്രേ ഉള്ളൂ സംഭവം, അത്രേ ഉള്ളൂ, കഴിഞ്ഞ സംഭവം. ഓക്കെ, നോട്ട്സിൻ്റെ ലിങ്ക് ഒക്കെ തരാം, ഒന്നും പേടിക്കണ്ട. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണ് കൺക്ലൂഡ് ചെയ്ത് പറയാം. അലക്സാർ ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു. ഓക്കെ, അലക്സാറിൻ്റെ ടോപ്പിക്സ് കഴിഞ്ഞല്ലോ. ഓക്കെ, മക്കളെ ഞാൻ ഒന്നുകൂടി ക്ലിയർ ചെയ്ത് തരാം. അലക്സാർ പറഞ്ഞ കാര്യങ്ങൾ, അലക്സാറിൻ്റെ സംഭവങ്ങൾ ഇത് മൊത്തം എടുത്തിട്ടുണ്ട്, ഈ സാധനങ്ങൾ മൊത്തം എടുത്തിട്ടുണ്ട്. നോട്ട്സിൻ്റെ ലിങ്ക് ഇതാ ഒന്നും കൂടി ചാറ്റിൽ ഇപ്പോൾ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് എടുക്കാം. ഓക്കെ, നോട്ട്സിൻ്റെ ലിങ്ക് മൊത്തം ഈ PDF മൊത്തം നിങ്ങൾക്കാണ്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് പോയി നോക്കുക, പഠിക്കുക, ക്യാരക്ടർ സ്കെച്ചും കാര്യങ്ങളൊക്കെ നോക്കുക. വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, രാവിലെ 7 മണിക്ക് വരിക. ഓക്കെ, രാവിലെ 7 മണിക്ക് നമ്മൾ എന്താണ് ചെയ്യുന്നത്? റിവൈസ് ആണ് ചെയ്യുന്നത്? അല്ല, റിവിഷൻ നിങ്ങൾ ചെയ്യണം. രാവിലെ 7 മണിക്ക് നമ്മൾ ബൂസ്റ്റർ ലൈവാണ് ഗ്രാമറിൻ്റെ. അനുസരണം ടോപ്പിക്സ് കഴിഞ്ഞു. ഞാൻ പിന്നെ വിചാരിച്ചൊരു 12:30 വരെ വേണം എടുക്കാമെന്ന്. വീഡിയോ കാണുന്നുണ്ടായിരുന്നു. ഒരു 12:30 വരെ എടുക്കണോ? 12:30 വരെ എടുക്കണ്ട, എനിക്ക് തോന്നുന്നില്ല അവർക്ക് പിടിച്ചേക്കാൻ വരും. എനിക്കൊരു 3-4 മണി വരെ എടുക്കാൻ ഞാൻ റെഡിയാ. പിള്ളേർ അത്ര CC BCC ഒന്നും എഴുതണ്ട, നിങ്ങൾ അത്രയും വരെ ടെക് ഒന്നും എഴുതണ്ട. നിങ്ങളുടെ ടീച്ചറിന് CCC BCC ഒന്നും വേണ്ട. ഓക്കെ, ഈ ഷോ ഓഫ് ചെയ്യാൻ വേണ്ടി കുറെ ആൾക്കാർ ചോദിക്കും, സാർ BCCCന്റെ ഫുൾ ഫോം അറിയാമെന്ന്. എന്നിട്ട് ഇവർ തന്നെ പറയും കുറെ. ഇത് എത്രാമത്തെ പ്രാവശ്യം ഇവർക്ക് പഠിപ്പിക്കുന്ന അറിയോ? ഇത് നിങ്ങളെ പോലെ, നിങ്ങളെ 9ാം ക്ലാസ് പോലെ ഞാൻ പഠിപ്പിക്കുന്ന. അപ്പോഴേ ഇവര് ഷോ ഓഫ് ഉണ്ട്. CC എനിക്കറിയാം സാർ, BCC എനിക്കറിയാം. ഓക്കെ മക്കളെ, അപ്പൊ നമ്മള് പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ പഠിച്ചു തീർത്തു. ഇനി കൂടുതൽ കാര്യങ്ങളൊന്നും 13 മാർക്ക് 11 മാർക്കിന്, അതെ 69 മാർക്കിനുള്ള പഠിച്ചു കഴിഞ്ഞു. ബാക്കി 11 മാർക്ക് ഗ്രാമർ എന്നാണ് വരിക. അത് നാളത്തെ ലൈവ് കണ്ടു കഴിഞ്ഞാൽ കംപ്ലീറ്റ് നമ്മൾ പഠിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ കണ്ടീഷൻസ് ആയിക്കോട്ടെ, കോൺകോഡ് ആയിക്കോട്ടെ, പിന്നെ റിപ്പോർട്ട് സ്പീച്ച്, അത്രേ ഉള്ളൂ. പിന്നെ എഡിറ്റിംഗും കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളൂ. അതും കൂടി തീർന്നാൽ ആ 11 മാർക്ക് ഉറപ്പായി. നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ സെറ്റായി. ഓക്കെ, പിന്നെ നാളെ വൈകുന്നേരം കൃത്യം 7 മണിക്ക് വീണ്ടും നമ്മൾ ലൈവിൽ വരും. എല്ലാവരും ഉണ്ടായിരിക്കണം. നാളത്തെ ലൈവിലായിരിക്കണം ശരിക്കും നമ്മുടെ റെക്കോർഡ് അടിക്കേണ്ടത്. ഒരു ജോബ് അപ്ലിക്കേഷൻ ലെറ്ററിലൊക്കെ നിങ്ങളുടെ പേരിനെ പറ്റി പറയില്ല. നിങ്ങൾക്ക് അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഒന്നും എഴുതാൻ വരില്ല, അത് പേടിക്കണ്ട. നിങ്ങളെന്താ ആ ചാപ്റ്ററിൽ ഒരാളോ അല്ലെങ്കിൽ ഒരു പേര് തരും, അല്ലെങ്കിൽ നിങ്ങൾ രമേശോ സുരേഷെന്നോ അപ്പുക്കുട്ടെന്നോ എഴുതിക്കോ. നിങ്ങളുടെ പേര് ഒരിക്കലും എക്സാം പേപ്പറിൽ എഴുതരുത് കേട്ടോ, നിങ്ങളുടെ അഡ്രസ്സും. ഓക്കെ, അപ്പൊ നാളെ 7 മണിക്ക് നമ്മൾ ശരിക്കും റെക്കോർഡ് അടിക്കണം. ഇന്ന് 33 ആണെങ്കിൽ നാളെ 50 ആയിരിക്കണം നമ്മുടെ റെക്കോർഡ്. അത് നിങ്ങൾക്ക് പറ്റും. നിങ്ങൾ ഇത്രയും ചെയ്യേണ്ടതുള്ളൂ. നാളത്തെ പരീക്ഷ അടിപൊളിയായിട്ട് പോയാൽ നിങ്ങൾക്ക് മനസ്സിലായി എക്സാമിനറിന്റെ വർക്ക് ചെയ്യും. ഓൾറെഡി ഹിന്ദിയും മലയാളവും ബാക്കിയുള്ള സബ്ജക്റ്റിന് അടിപൊളിയായിട്ട് പോയപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഇത് ഒന്നുകൂടി ഒന്ന് മനസ്സിലാവാൻ വേണ്ടി എന്ത് ചെയ്യുക, നിങ്ങൾ നാളത്തെ പരീക്ഷ നോക്കുക. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ വരുള്ളൂ. അപ്പൊ ആകെ ചെയ്യേണ്ട എന്താണ്, ആ പരീക്ഷ ഇപ്പോൾ മനസ്സിലാവുമല്ലോ. അടിപൊളിയാണ് എക്സാമിനർ, കെമിസ്ട്രി അതുപോലെ തന്നെ ആയിരിക്കും നടക്കാൻ പോകുന്നത്. ആകെ ചെയ്യേണ്ട എന്താണ്, എല്ലാ ഫ്രണ്ട്സിനോടും അതൊന്ന് അറിയിക്കുക. അതായത് എക്സാമിനർ ക്ലാസ് കണ്ടാൽ പരിപാടി നടക്കുന്നില്ല. അത് നിങ്ങൾ പറയണം കേട്ടോ. നിങ്ങളുടെ ആകെ ഡ്യൂട്ടി ഞങ്ങൾ ഇത്രയും നേരം ചെയ്തതാ. നമ്മൾ 7 മണിക്ക് തുടങ്ങിയ ലൈവ് 4.5 മണിക്കൂറായി. 4.5 മണിക്കൂർ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങളൊരു 4.5 സെക്കൻഡിൽ പറയാം എക്സാമിനർ ക്ലാസ് ഉണ്ട്, വേണേ കാണാം. നിങ്ങൾ നിർബന്ധിക്കേണ്ട, വേണേ കാണാൻ പറയാം, അത്ര മതി. ഓക്കെ, അപ്പൊ കാണാൻ പറയാ, കൂട്ടിക്കൊണ്ട് വരിക എല്ലാ ഫ്രണ്ട്സിനെയും. ബൈ, ടേക്ക് കെയർ. ലൈവ് കഴിഞ്ഞിട്ട് നോട്ട്സ് കിട്ടുന്നതായിരിക്കും. നാളെ രാവിലെ 7 മണിക്കത്തെ മാരത്തോൺ അല്ല മോർണിംഗ് ബൂസ്റ്ററിന് ശേഷം
നോട്ട്സ് ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. കുറെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ പോയത്തിന്റെ. നമ്മൾ രാവിലെ റിവൈസ് അല്ല ചെയ്യുന്നത്, രാവിലെ ഗ്രാമർ ആയിരിക്കും. ഗ്രാമർ പഠിക്കുക. അപ്പൊ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ റിവൈസ് ചെയ്യണം. ഓക്കെ, കമ്മ്യൂണിറ്റിയിലെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇപ്പൊ വരുന്നതായിരിക്കും പുതിയത്. അപ്പൊ നിങ്ങൾ ജോയിൻ ചെയ്യാൻ നോട്ട്സ് കിട്ടും കേട്ടോ. അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ പോവാ, ചാറ്റിലല്ല ഡിസ്ക്രിപ്ഷനിൽ പോവാ, ലിങ്ക് ഉണ്ട്, ജോയിൻ ചെയ്യാം. നോട്ട്സ് 10 മിനിറ്റിൽ അയക്കുള്ളൂ. ഇപ്പൊ ഇതാ വരുന്നുണ്ട്, നിങ്ങൾ ജോയിൻ ചെയ്യാം. 7 മണിക്ക് കാണാം. ഇനി 7.5 മണിക്കൂറുള്ളൂ നമുക്ക് കാണാം. 7.5 മണിക്കൂർ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നാളെ രാവിലെ കാണാം. ബൈ ബൈ. ഇംഗ്ലീഷ് നമ്മൾ തകർക്കും കേട്ടോ. ഇന്നത്തെ ലൈവ് നിങ്ങൾ എത്രത്തോളം എൻജോയ് ചെയ്തു, ഇന്നത്തെ ലൈവ് എത്രത്തോളം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്നുള്ള കാര്യം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമന്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾ ഒന്നും വെറുതെ ഒരു കമന്റ് ഇടുക. ഒരു കമന്റ് നിങ്ങൾ എല്ലാവരും ഇടുക, വൈറലാകും വീഡിയോ. ഓക്കെ, താങ്ക് യു, ബൈ ബൈ, ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ. ഇനി ഷോ ഓഫ് ചെയ്യേണ്ട ഒരു CC BCC ഫുൾ ഫോം വേണമെങ്കിൽ ഇട്ടോ കമന്റ്സിൽ. ഓക്കെ, ബൈ ബൈ, ഗുഡ് നൈറ്റ്. നാളെ രാവിലെ കാണാം.